ഓക്കെ, ഗുഡ് ഈവനിങ് മക്കളെല്ലാവരും. ഇന്ന് JEB എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയില്ലേ? അപ്പോൾ നമ്മളെ JEB എക്സാമിനേഷൻ 4-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക, അതിന് ശേഷം നമ്മൾ കെമിസ്ട്രി പേപ്പർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തോ? എല്ലാവർക്കും സ്ക്രീനൊക്കെ വിസിബിൾ അല്ലേടാ മക്കളെ? അല്ലേ? ഓഡിബിൾ ആണല്ലോ അല്ലേ? ഐസൻ ഹായ്, ഗുഡ് ഈവനിങ്. ശ്രീജിത്ത ഗുഡ് ഈവനിങ്. വൈഷ്ണവി ഗുഡ് ഈവനിങ്. നിജിലെ ഗുഡ് ഈവനിങ്. നിജിൽ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നടാ JEB എക്സാം ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ് ഈവനിങ് നൈസാം. മുസ്ലാൻ ഗുഡ് ഈവനിങ്. സാനിയ ഹായ് സാനിയ. എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാനിയ? നന്നായിട്ട് എഴുതിയോ എല്ലാവരും? കുഴപ്പമില്ല. ഓക്കെ, ബാക്കിയുള്ളവരോ? ശ്രീജിത്ത്, വൈഷ്ണവി, നിസാം ആണോ? മാത്സ് ടഫായി. ഓക്കെ, നോക്കണ്ട, അതൊക്കെ ഓക്കെ നോ ഓക്കെ, ശരിയാവും എടാ. ഓക്കെ, എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ വൈഷ്ണവി, ഓക്കെ നമുക്ക് നോക്കാം അല്ലേ? സെക്കൻഡാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും റെഡി അല്ലേടാ? നിധി ഗുഡ് ഈവനിങ്. ഓക്കെ, യെസ്, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ലെസൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് ഫ്രീക്വൻസി 10 GHz ഈസ് ട്രാവലിംഗ് ഇൻ എ മീഡിയം ഹൂസ് റിലേറ്റീവ് ഇലക്ട്രിക് പെർമിറ്റിവിറ്റി ആൻഡ് റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ബോത്ത് ആർ 3. ഈസ് വെലോസിറ്റി ഇൻ ദിസ് മീഡിയം ഈസ് ഇറ്റ് ഈസ് സം വാല്യൂ ഇൻറ്റു 10⁻⁷ m/s എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, μr ε r തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ എ മീഡിയം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ എ മീഡിയം അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ മീഡിയത്തിൻ്റെ ഡിപ്പെൻഡൻസ് ഏത് ഫാക്ടേഴ്സ് വഴിയാണ് ആ ഡിപ്പെൻഡൻസ് വരുന്നത്? പെർമിറ്റിവിറ്റി ആൻഡ് പെർമിയബിലിറ്റി അല്ലേ? അപ്പം നമുക്കറിയാം വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ എ മീഡിയം ഇറ്റ് ഈസ് 1/√of μ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ മ്യൂ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം ആണ് അല്ലേ? എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ആണ് അല്ലേ? പക്ഷെ നമുക്കറിയാം മക്കളെ, മ്യൂ എന്ന് പറയുന്നത് μ0 × μr ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് ε0 × εr ആണ്. ശരിയല്ലേ? അപ്പം ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം വെലോസിറ്റി v = 1/√μ0 μr × ε0 അല്ലേ? ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്താൽ എനിക്കിങ്ങനെ എഴുതാം 1/√μ0 ε0 × √μr ε. ഓക്കെ, നൗ യു നോ 1/√μ0 ε0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം.
ഓർ എയർ അല്ലേ? യെസ്. അപ്പം ആ 1/√μ0 നമ്മൾ സി എന്ന് എഴുതിയാൽ സി ഡിവൈഡഡ് ബൈ റൂട്ട് μr∈r എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക അല്ലേ? സി ഇതല്ലേ വെലോസിറ്റി ഓഫ് മീഡിയം വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ എ ഗിവൺ മീഡിയം. ശരിയല്ലടാ മക്കളെ? അതിൽ μr∈r തന്നിട്ടുണ്ട് അല്ലേ? യെസ്. സീൻ്റെ വാല്യൂ നമുക്കറിയാം. സി എത്രയാണ്? സി 3 × 10⁸ ആണ് അല്ലേ? ആ μr∈r നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, സോ ഈ ഇക്വേഷനിൽ ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ വി ഈക്വൽ ടു സീൻ്റെ വാല്യൂ 3 × 10⁸ ആണ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് അല്ലേ ബോത്ത് μr ആൻഡ് ∈r അല്ലേ? ഗിവൺ ഇറ്റ് ഈസ് 3. സോ 3 × 3 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡ് ബൈ 3 ആണ്. സോ ഇറ്റ് ഈസ് 10⁸ അല്ലേ? ബട്ട് ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ അവർ എന്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? 10⁷ ഓർഡറിലേക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 10 × 10⁷ അല്ലേ മീറ്റർ/സെക്കൻഡ് അല്ലേ? സോ ഇവിടെ ആ ബ്ലാങ്കിൽ എത്രയാണ് വരേണ്ടത്? 10 ആണ് വരേണ്ടത് അല്ലേ? 10 × 10⁷ ആണ്. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 10 ആയിരുന്നു. ഓക്കെ. ഋഷികേഷ്, യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലേ? 10 കറക്റ്റ് ആണ്. ആദർശ്, യെസ്. എടാ എല്ലാവർക്കും ആൻസർ കിട്ടിയിരുന്നോ? 10 കിട്ടിയിരുന്നോ എല്ലാവരും? സഞ്ജയ് കറക്റ്റ് ആണ്, 10 ആണ് എടാ. യെസ്. ഓക്കെ. എനിവേ ക്ലിയർ ആണല്ലോടാ മക്കളെ അല്ലേ? യെസ്. ഇനി ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ തകർത്തോളൂല്ലേ? ഉറപ്പല്ലേ? അതിനാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കാം. ഇത് ഡിസ്റ്റൻസ് ഓഫ് എർത്ത് ഫ്രം സൺ ഈസ് 1.5 × 10⁶ കിലോമീറ്റർ. ദെൻ ദ ഡിസ്റ്റൻസ് ഓഫ് ആൻ ഇമാജിനറി പ്ലാനറ്റ് ഫ്രം ദ സൺ ഇഫ് ഇസ് ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഈസ് 2.83 ഇയേഴ്സ്. സോ നമ്മളെ കയ്യിൽ ഒരു പ്ലാനറ്റ് ഉണ്ട്. ആ പ്ലാനറ്റിൻ്റെ ടൈം പീരീഡ് 2.83 ഇയേഴ്സ് ആണ്. ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ യെസ്, പ്ലാനറ്റിൽ നിന്ന് സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ട് മക്കളെ. ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് അല്ലേ? അങ്ങനെ ടൈം പീരീഡ് തന്നിട്ട് ഡിസ്റ്റൻസ് കാണാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലേ? നമ്മൾ കെപ്ലർസ് ലോസ് പഠിച്ചതാണ് അല്ലേ? എന്തായിരുന്നു ആ ടൈം പീരീഡും സണ്ണിൽ നിന്നുള്ള ആവറേജ് ഡിസ്റ്റൻസും തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ. എന്താണ് മക്കളെ റിലേഷൻ? സ്ക്വയർ ഓഫ് ടൈം പീരീഡ് T² പ്രൊപ്പോർഷൻ ടു R³ എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ ഒരു റിലേഷനാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇവിടെ R³ പ്രൊപ്പോർഷൻ ടു T² ആണ്. അങ്ങനെയാണെങ്കിൽ R പ്രൊപ്പോർഷൻ എത്രയാണ് മക്കളെ? T⁻²/3 ആണല്ലോ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കേസിൽ സണ്ണിന്ന് എർത്തിലേക്കുള്ള ഡിസ്റ്റൻസ്, യെസ് കറക്റ്റ് സഞ്ജയ്, സണ്ണിന്ന് എർത്തിലേക്കുള്ള ഡിസ്റ്റൻസ് R1 ആണ്. ആ ഗിവൺ പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് R2 ആണെന്ന് വിചാരിച്ചോ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് R2 ഡിവൈഡഡ് ബൈ R1 ഓർ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്? T2 ഡിവൈഡ് ബൈ T1⁻²/3 എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാനറ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ RP എന്നെടുക്കാം, എർത്തിൻ്റെ ഡിസ്റ്റൻസ് RE എന്നെടുക്കാം. നോ പ്രോബ്ലം അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടടാ. ഈ പ്ലാനറ്റിൻ്റെ ടൈം പീരീഡ് തന്നിട്ടുണ്ട് 2.83 ഇയേഴ്സ് ആണ്. നമുക്കറിയാം T1 എന്ന് പറയുന്ന ആരതാണ്? എർത്തിൻ്റെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ആണ്. അതെത്രയാണ്? അത് 1 എന്ന് നിങ്ങൾക്കറിയാം. 1 ഇയർ നിങ്ങൾക്കറിയാം അല്ലേ? whole⁻²/2/3 ശരിയല്ലേ? സോ R2 ഡിവൈഡ് ബൈ R1 ഇസ് ഈക്വൽ ടു 2.83 എന്ന് വരും. പക്ഷെ നിങ്ങൾക്കറിയാം എടാ, ആ 2.83 ഞാൻ 2 × 1.41 എന്ന് എഴുതട്ടെ അപ്രോക്സിമേറ്റ്ലി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 1.41 എന്ന് പറഞ്ഞാൽ √2 അല്ലേടാ മക്കളെ? അപ്പോൾ 2√2 whole⁻²/2/3 അല്ലേ? നിങ്ങൾക്കറിയാം whole⁻²/3 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയറിൻ്റെ ക്യൂബ് റൂട്ട് അല്ലേ? ദാറ്റ് മീൻസ് 2√2 സ്ക്വയർ അല്ലേ whole⁻1/3 ആണിത് അല്ലേ? 2√2ൻ്റെ സ്ക്വയർ എത്ര വരികടാ? 8 എന്നല്ലടാ മക്കളെ വരിക. 2√2ൻ്റെ സ്ക്വയർ എത്രയാണ്? 8 അല്ലേ? 8ൻ്റെ ക്യൂബ് റൂട്ട്. സോ R2 ഡിവൈഡ് ബൈ R1 ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 8 അല്ലേ? സോ വാട്ട് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 8? ഇറ്റ് ഈസ് 2 അല്ലേ? ദാറ്റ് ഈസ് R2 ഈക്വൽ ടു മക്കളെ 2R1 എന്ന് നമുക്ക് കിട്ടും
അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു R1 എന്ന് പറയുന്നത് നമ്മളെ എർത്ത് സണ്ണ് ആവറേജ് ഡിസ്റ്റൻസ് അല്ലേ? അത് ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 1.5 × 10⁶ കിലോമീറ്റർ എന്നാണ് അല്ലേ? സോ നമ്മുടെ ആൻസർ എത്ര വന്നു? യെസ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നിച്ചിൽ, നിസാം, യെസ് ആദർശ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മളെ കറക്റ്റ് ആൻസർ. 3 × 10⁶ കിലോമീറ്റർ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോടാ മക്കളെ? സെറ്റല്ലേ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ഇപ്പം ചോദിച്ചേക്കണം കേട്ടോ. ഓക്കെ 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 ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതാ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ നമ്മളെ തേർഡ് ക്വസ്റ്റ്യൻ നോക്ക്. നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന അല്ലേ ലെസൺ എന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് 4 bodies having same mass and radius are reported as I1. Actually, I1 is a moment of inertia of a circular ring about its diameter. I2, moment of inertia of circular disc about an axis passing through center and perpendicular to its plane. I3, moment of inertia of a solid cylinder about its axis. And I4, moment of inertia moment of inertia solid sphere about its diameter. അല്ലേ? അതിൽ ആ റിലേഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിൽ വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. I1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് എബൌട്ട് ഡയമീറ്റർ അല്ലേ? അവിടെ മക്കളെ എബൌട്ട് ഡയമീറ്റർ, റിങ്ങിൻ്റെ ഡയമീറ്ററുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? mr²/2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? റിങ്ങിൻ്റെ ആക്സിസിൽ mr² ഡയമീറ്ററിൽ mr²/2 ആണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവരുടെയും മാസും റേഡിയസും സെയിം ആണ് അല്ലേ? അപ്പോൾ നമ്മൾ റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I1 എന്ന് പറഞ്ഞാൽ mr²/2, കാരണം അത് എബൌട്ട് ഡയമീറ്റർ ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ I2 അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് എബൌട്ട് എൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഡിസ്ക് പാസിംഗ് ത്രൂ ഇസ്. ഇതാണ് ആക്സിസ് അല്ലേ? ഈ ആക്സിസിൽ നമ്മൾ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് അതും mr²/2 അല്ലേ? റൈറ്റ്. I3 എന്ന് പറയുന്ന അവർ പറഞ്ഞിരിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സോളിഡ് സിലിണ്ടർ അല്ലേ? സോളിഡ് സിലിണ്ടർ എബൌട്ട് ആൻ ആക്സിസ് എബൌട്ട് ഇറ്റ്സ് ആക്സിസ്, ദാറ്റ് മീൻസ് ഇങ്ങനെയാണെങ്കിൽ അല്ലേ ഈ ആക്സിസിൽ അല്ലേ നമ്മൾ പഠിച്ചതാണ്. അതെന്താണ്? mr²/2 ആണ്. ശരിയല്ലേ? ഇനി I4 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? I4 എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ അബൌട്ട് ഡയമീറ്റർ അല്ലേ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സോളിഡ് സ്ഫിയർ അബൌട്ട് ഡയമീറ്റർ നമ്മൾ പഠിച്ചത് 2/5 mr² എന്നല്ലേ പഠിച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങൾ നോക്ക്, I1, I2, I3 അത് മൂന്നും സെയിം അല്ലേ? I1 = I2 = I3 ആണ്. ഇനി I4 അതറിയണമെങ്കിൽ നിങ്ങൾ നോക്കടാ, ഹാഫ് mr², ഇത് 0.5 mr² അല്ലേ? ഇത് 0.5 mr², ഇത് 0.5 mr² അല്ലേ? ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ 0.4 mr² എന്നല്ലേ നിങ്ങൾക്ക് കിട്ടുക? യെസ്, ഏതാ വന്നിരിക്കുന്നത്? ഓപ്ഷൻ യെസ് എ ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഓപ്ഷൻ എ. I1 = I2 = I3 ആണ് അല്ലേ? I4ൻ്റെ വാല്യൂ 0.4 mr² ആണ്. ആ 3 വാല്യൂവിനേക്കാളും ലെസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ആദർശ്, യെസ്. അശ്വതി കൃഷ്ണൻ, ഫസീഹ, യെസ് കറക്റ്റ് ആണോ മക്കളെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ എടാ മക്കളെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യന്. A cube of side A has point charge plus Q located at each of its vertices.
except at the origin where the charge is minus q. The electric field at the center of cube is. Okay, അപ്പോൾ ഒരു ക്യൂബേടാ എ സൈഡുള്ള ഒരു ക്യൂബ് ഉണ്ട് നമ്മളുടെ കയ്യിൽ അല്ലേ. ഈ ക്യൂബിൻ്റെ എല്ലാ കോർണേഴ്സിലും നമ്മൾ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് വെക്കുന്നുണ്ട്, എക്സെപ്റ്റ് അറ്റ് ദി ഒറിജിൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഒരു കോർണർ ഞാൻ ഒറിജിനായിട്ട് അസ്യൂം ചെയ്യാണ് അല്ലേ. ആ ഒറിജിൻ വരുന്ന കോർണറിൽ മാത്രം എത്രയാ ചാർജ് വെച്ചിരിക്കുന്നത്, മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജാണ് വെച്ചിരിക്കുന്നത്, ശരിയല്ലേ. ഓക്കെ, ആ കോർണറല്ലാതെ ബാക്കിയുള്ള എല്ലാ കോർണറിലും എത്ര ചാർജ് വന്നിട്ടുണ്ട്, പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് വന്നിട്ടുണ്ട്. ഓക്കെ, സി ഇത് നമ്മളുടെ വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്, സെഡ് ആക്സിസ് അല്ലേ. ഇത് സെഡ്, ഇത് എക്സ്, ഇത് വൈ. ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ കോർണേഴ്സിലും ഞാൻ പ്ലസ് ക്യൂ ചാർജസ് വെച്ചു. ഇവിടെ ഒരു പ്ലസ് ക്യൂ വെച്ചടാ, ഇവിടെ ഒരു പ്ലസ് ക്യൂ വെച്ചു, ഇവിടെ പ്ലസ് ക്യൂ, ഇവിടെ പ്ലസ് ക്യൂ, ഇവിടെ പ്ലസ് ക്യൂ, ഇവിടെ പ്ലസ് ക്യൂ, ഇവിടെ പ്ലസ് ക്യൂ അല്ലേ. ഇനി ആ ഒറിജിനിൽ മാത്രം ആരെ കൊണ്ടുപോയി വെച്ചു, ഒറിജിനിൽ മാത്രം ഞാൻ എന്ത് ചെയ്തു, ഒരു മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് വെച്ചു. ഇതാണ് സിറ്റുവേഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ സെൻറ്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യാം. ഈ മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് കൊണ്ടാടാ, അതിനെ ഞാനൊന്ന് മാറ്റാൻ പോവാണേ. ആ മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജിനെ -2q + q എന്ന് എഴുതട്ടെ. ഇത് മൈനസ് ക്യൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഒറിജിനിൽ ആ മൈനസ് ക്യൂ ചാർജ് എന്നുള്ളത് q ആൻഡ് -2q ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യട്ടെ. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ, കാരണം -2q + q എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, അത് -q തന്നെയാണ് വരിക, ശരിയല്ലടാ മക്കളെ. അത് ക്ലിയർ ആണോ? ആ ഒരു സ്റ്റെപ്പ് മനസ്സിലായോ? ആ -q എന്ന് പറയുന്ന ചാർജിനെ ഞാനൊന്ന് റീപ്ലേസ് ചെയ്യാൻ പോവാണ് അല്ലേ. എങ്ങനെയാണ് റീപ്ലേസ്? ഒരു -q + q എടുത്ത് വെച്ചു അല്ലേ. ആ -qൻ്റെ സ്ഥാനത്ത് ഒരു -2q ഒരു +q വെച്ച് കൊടുത്തു. അതിന് നെറ്റ് എഫക്റ്റ് -q അല്ലേ വരിക. അത് ക്ലിയർ ആയോടാ മക്കളെ? ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്. അപ്പോൾ ഇനി ഈ സ്ഥലത്ത് ഈ -qൻ്റെ സ്ഥാനത്ത് ഒരു +q ഉണ്ട്, ഒരു -2q ഉണ്ട്. ഇതല്ലേ സിറ്റുവേഷൻ. ഇനി നിങ്ങൾ നോക്കടാ, ആ ക്യൂബിൻ്റെ എല്ലാ കോർണറിലും +q ചാർജസ് കണ്ടോ നിങ്ങൾ അല്ലേ. ഒരു ക്യൂബിൻ്റെ എല്ലാ കോർണറിലും നമ്മൾ സെയിം ചാർജ് വെച്ചാൽ അല്ലേ, അവിടെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഫീൽഡ് 0 എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, അവിടെയുള്ള എല്ലാ +q ചാർജസും ആ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് എന്താണ്, 0 ആണ് അല്ലേ. അപ്പോൾ +q ചാർജസ് ഉണ്ടാക്കുന്ന റിസൾട്ടൻറ്റ് ഫീൽഡ് 0 ആണ് നിങ്ങൾക്ക് ഉറപ്പായോ അല്ലേ. ഇനി ആര് മാത്രമേ അപ്പോൾ അവിടെ ഫീൽഡ് ഉണ്ടാക്കുള്ളൂ, -2q എന്ന് പറയുന്ന ചാർജ് അല്ലേ ഫീൽഡ് ഉണ്ടാക്കുള്ളൂ. കാരണം +q ചാർജസ് ഉണ്ടാക്കുന്ന ഫീൽഡ് ശരിക്കും റിസൾട്ടൻറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, അവിടെയുള്ള എല്ലാ +q ചാർജസും അല്ലേ, പിന്നെ നമ്മളെ -2q ചാർജും ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ റിസൾട്ടൻ്റ് അല്ലേ. അതിന് ഞാൻ പറയാണ് +q ചാർജസ് ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ റിസൾട്ടൻ്റ് 0 ആയിപ്പോവും. അങ്ങനെയാണ് ആര് മാത്രമേ സെൻട്രൽ ഫീൽഡ് ഉണ്ടാക്കുന്നുള്ളൂ, നമ്മുടെ -q എന്ന് പറയുന്ന ചാർജ് ഫീൽഡ് ഉണ്ടാക്കുന്നുള്ളൂ. ശരിയാണോ? ശരിയല്ലടാ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ഞാൻ പറഞ്ഞു. സെൻറ്റർ എവിടെ ഉണ്ടാവേ എടാ, സെൻറ്റർ ക്യൂബിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ് a/2 അല്ലേ വരിക, വൈ കോർഡിനേറ്റ് a/2 അല്ലേ വരിക, സെഡ് കോർഡിനേറ്റ് a/2 അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒറിജിന് സെൻറ്ററിലേക്ക് നിങ്ങളൊരു പൊസിഷൻ വെക്ടർ വരച്ചാലേ അല്ലേ, ആ പൊസിഷൻ വെക്ടർ ഓക്കെ, ആ പൊസിഷൻ വെക്ടറിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സെൻറ്ററിൽ നിന്ന് പൊസിഷൻ വെക്ടർ വരച്ചാൽ, ഒറിജിനൽ സെൻറ്ററിലേക്ക് പൊസിഷൻ വെക്ടർ വരച്ചാൽ ആ പൊസിഷൻ വെക്ടറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോടാ മക്കളെ? ആ പൊസിഷൻ്റെ എക്സ് കോർഡിനേറ്റ് a/2 ആണ്, വൈ കോർഡിനേറ്റ് a/2 ആണ്, സെഡ് കോർഡിനേറ്റ് a/2 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ പൊസിഷൻ വെക്ടർ ഒന്ന് പറയും, നിങ്ങൾ കേൾക്കട്ടാ മക്കളെ. നമ്മൾ പഠിച്ചത് പൊസിഷൻ വെക്ടർ ഈക്വൽ ടു അതിൻ്റെ എക്സ് കോമ്പണൻറ്റ് i പ്ലസ് വൈ കോമ്പണൻറ്റ് j പ്ലസ് സെഡ് കോമ്പണൻറ്റ് k എന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ആ പൊസിഷൻ വെക്ടർ ഇടാ a/2 i പ്ലസ് അല്ലേ a/2 j പ്ലസ് a/2 k. ഇങ്ങനെയല്ലടാ മക്കളെ വരിക. അവിടെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ആ a/2നെ ഞാൻ ഇങ്ങ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഓക്കെ, a/2 ഇൻറ്റു
അല്ലേ ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് എന്ന് എഴുതുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ അല്ലേ. ഇവിടെ ആ ഒരു ചെറിയൊരു ചേഞ്ച് അവിടെ നൊട്ടേഷനിൽ വരുത്തി അല്ലേ. ഐ ജെ കെ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് എക്സ് വൈ സെഡ് ഡയറക്ഷനാണ്. ആ ഐ ക്യാപ്പ് എഴുതുന്നതിന് പകരം അവർ എക്സ് ക്യാപ്പ് എന്ന് എടുത്തു, ജെ ക്യാപ്പ് എഴുതുന്നതിന് പകരം വൈ ക്യാപ്പ് എടുത്തു, കെ ക്യാപ്പ് എഴുതുന്നതിന് പകരം സെഡ് ക്യാപ്പ് എന്ന് എടുത്തു. അപ്പം ഞാൻ അങ്ങനെ എഴുതുകയാണെങ്കിൽ ആർ വെക്ടറിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് a/2 ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് പ്ലസ് സെഡ് ക്യാപ്പ് എന്ന് ഞാൻ എഴുതി. ശരിയാണോ അല്ലേ. ഇത് നമ്മൾ ഈ ഒറിജിന് ആ സെൻറ്ററിലേക്കുള്ള ആ വെക്ടറിൻ്റെ ലെങ്ത് അല്ലടാ, ആ വെക്ടറിൻ്റെ ഇക്വേഷൻ അല്ലടാ അല്ലേ. എനിക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. അതായത് ഒറിജിന് നമ്മളെ സെൻറ്ററിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് കാണണം. ആക്ച്വലി ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കുമല്ലടാ മക്കളെ അല്ലേ. അപ്പോൾ ആർ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്ന് നിങ്ങൾക്ക് ഒറ്റയടിക്ക് എന്നോട് പറയാവോ അല്ലേ. ഈ ഡിസ്റ്റൻസ് ആറ്, ഇതിപ്പോൾ ഞാൻ എഴുതിയ പൊസിഷൻ വെക്ടറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളെ ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത്. എത്രയാണ് ആ ഡിസ്റ്റൻസ് വരിക? നമ്മൾ പഠിച്ചത് ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. റൂട്ട് ഓഫ് എക്സ് കോമ്പണൻറ്റ് സ്ക്വയർ പ്ലസ് വൈ കോമ്പണൻറ്റ് സ്ക്വയർ പ്ലസ് സെഡ് കോമ്പണൻറ്റ് സ്ക്വയർ അല്ലേ. അപ്പോൾ നിങ്ങളിതാ എക്സ് കോമ്പണൻറ്റ് സ്ക്വയർ a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. ശരിയല്ലടാ മക്കളെ. അത് നമുക്ക് എത്ര കിട്ടിയാൽ ഇതിപ്പം √3 a/2 ദ ഹോൾ സ്ക്വയർ എന്ന് വന്നില്ലേ. അത് നമ്മൾ റൂട്ട് എടുത്താൽ √3 a/2 എന്ന് ആൻസർ കിട്ടിയില്ലേ നിങ്ങൾക്ക്, ആ ഒറിജിൻ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, നമുക്ക് എന്താണ് കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് ആ സെൻറ്ററിലുള്ള ഫീൽഡാണ് അല്ലേ. ആ ഫീൽഡ് ആരുണ്ടാക്കുന്ന ഫീൽഡാണ്? നമ്മൾ -2q എന്ന് പറയുന്ന ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡാണ്. ശരിയല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എടുത്ത് അതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കടാ, എന്തായിരുന്നു ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു E ഈക്വൽ ടു വാട്ട് അല്ലേ. E ഈക്വൽ ടു അല്ലേ 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഇൻറ്റു R ക്യാപ്പ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ അല്ലേ. ശരിയല്ലേ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈ വെക്ടർ ഇസ് ഈക്വൽ ടു ഇങ്ങനെ ആക്കട്ടെ 1/4πε0 ഇൻറ്റു ഈ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ആർ വെക്ടർ ബൈ ആർ അല്ലടാ, യൂണിറ്റ് വെക്ടർ, വെക്ടർ ബൈ ഇറ്റ്സ് മോഡുലസ് അല്ലേ. അപ്പോൾ നമുക്ക് Q ഇൻറ്റു ആർ വെക്ടർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് വരൂലേ. ശരിയല്ലേ. നമ്മളതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ നിങ്ങൾ നോക്ക്, ഈ വെക്ടർ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു നമ്മളെ ചാർജ് -2q ആണ് ഇൻറ്റു ആർ വെക്ടർ എന്ന് പറയുന്നത് a/2 ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് പ്ലസ് സെഡ് ക്യാപ്പ് ആണ് അല്ലേ. ഹോൾ ഡിവൈഡഡ് ബൈ അല്ലേ ആറിൻ്റെ ക്യൂബ്. ആർ എന്ന് പറഞ്ഞാൽ √3 a/2 ആണ് അതിൻ്റെ ക്യൂബ്. ഓക്കെ എടാ മക്കളെ, ഈ സ്റ്റെപ്പ് എഴുതിയത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ അല്ലടാ മക്കളെ? ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ ഈ വെക്ടർ ഈക്വൽ ടു ഓക്കെ നോക്ക് -2q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു a/2 ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് പ്ലസ് സെഡ് ക്യാപ്പ് ഡിവൈഡഡ് ബൈ ദാ ഈ ക്യൂബ് നമ്മൾ ചെയ്താൽ √3ൻ്റെ ക്യൂബ് എത്ര വരടാ? 3√3 എന്ന് വരും ഇൻറ്റു a ക്യൂബ് ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. യെസ് അല്ലേ. ഇതാ ഇവിടെ നോക്കടാ നിങ്ങൾ, ഈ 2 × 4 കണ്ടോ, അത് 8 അല്ലേ. ആ 8ഉം ഈ 8ഉം കട്ട് ചെയ്തു പോലെ. ഇതാ ഈ 2 × 4 അല്ലേ, ദെൻ ഇതാ ഈ 2 × 4 8 ഇതം കട്ട് ചെയ്തു പോയി അല്ലേ. ഇനി മുകളിലൊരു എ ഉണ്ട്, ഈ എയും a ക്യൂബിലൊരു എ കട്ട് ചെയ്ത് a² വന്നു. അതെന്താണെന്നറിയോ അഹമ്മദ് ഷെയ്ബിബേ, അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ്റെ ഇതുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അത് -2q ചാർജ് അല്ലേ, -2q ആയതുകൊണ്ട് ടുവേർഡ്സ് ദ ചാർജ് അല്ലേ വരിക, അതുകൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വെക്ടർ ഇക്വേഷൻ ആയതുകൊണ്ടാണ് ഞാൻ വിത്ത് സൈൻ എടുത്തത്. മാഗ്നിറ്റ്യൂഡ് അല്ല, അതിൻ്റെ ഡയറക്ഷൻ കൂടി നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട്, ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നിങ്ങൾ നോക്ക്, സോ ബാക്കി എന്ത് വന്നു? സോ -2q ഡിവൈഡഡ് ബൈ അല്ലേ
3√3 pi epsilon 0 a square into x cap plus y cap plus z cap. ഓക്കെ, ആ നെഗറ്റീവ് സൈൻ്റെ ഒരു ലോജിക്ക് അതാണ്. കാരണം എന്താ, ഇവിടെ ഇതുവരെ എഴുതിയത് ക്ലിയർ അല്ലേ, ചെയ്തത് ക്ലിയർ അല്ലടാ മക്കളെ? ഓക്കെ, അപ്പോൾ നിങ്ങളിതാ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആക്ച്വലി ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല അല്ലേ, നെഗറ്റീവ് ചാർജ് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ. ആ ഡയറക്ഷൻ സെൻസ് കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാർജ് വിത്ത് സൈൻ ഞങ്ങൾ എടുത്തത്. ഓക്കെ, ഓക്കെ, യെസ്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, next, fifth question. In the given figure, a mass capital M is attached to a horizontal spring which is fixed on one side to a rigid support. The spring constant of the spring is K. The mass oscillates on a frictionless surface with a time period capital T and amplitude A. When the mass is in the equilibrium position as shown in the figure, another mass M is generally fixed upon it. The new amplitude of oscillation will be. Okay, അപ്പോൾ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളോട് പറയാണ് എ മാസ് ക്യാപിറ്റൽ എം, ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ ഹൊറിസോണ്ടൽ സ്പ്രിംഗ് വിച്ച് ഈസ് ഫിക്സഡ് ഓൺ വൺ സൈഡ് ടു റിജിഡ് സപ്പോർട്ട്. ഇതാ ഒരു റിജിഡ് സപ്പോർട്ടിൻ്റെ മുകളിൽ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത എൻഡിൽ നമ്മളൊരു ക്യാപിറ്റൽ എം എന്ന് പറയുന്ന ഒരു മാസ് അറ്റാച്ച് ചെയ്തു. ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് ദ സ്പ്രിംഗ് ഇറ്റ് ഈസ് ഗിവൺ, ഇറ്റ് ഈസ് ക്യാപിറ്റൽ കെ. ദ മാസ് ഓസിലേറ്റ്സ് ഓൺ എ ഫ്രിക്ഷൻലെസ് സർഫസ് അല്ലേ. അപ്പോൾ ഒരു ഫ്രിക്ഷൻലെസ് സർഫസിൽ ഈ മാസ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ് മക്കളെ. അങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് ഇവൻ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? എ ആണ്. അപ്പോൾ ഇനീഷ്യലി നമ്മളെ ക്യാപിറ്റൽ എം എന്ന് പറയുന്ന ബ്ലോക്ക് മാത്രമുള്ള സമയത്ത് ഓൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് എ ആണ് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡിൽ ഈ മാസ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു അല്ലേ? അങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് ഇവൻ മീൻ പൊസിഷനിൽ എത്തിയ സമയത്ത് അല്ലേ, നമ്മളെ ബ്ലോക്ക് മീൻ പൊസിഷനിൽ എത്തിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ മുകളിലേക്ക് ഒരു സ്മോളം മാസ് ഉള്ള ഒരു ബോഡി ജസ്റ്റ് അങ്ങോട്ട് പ്ലേസ് ചെയ്തു അല്ലേ. നൗ അല്ലേ, ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് മൂവ് ചെയ്യുക അല്ലേ. ഇനി മൂവ് ചെയ്യുന്നത് ക്യാപിറ്റൽ എം അല്ല, ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എന്ന് പറയുന്ന ഒരു സിംഗിൾ ബ്ലോക്ക് ആയിട്ടാണ് ഇവർ മൂവ് ചെയ്യുന്നത്. ശരിയല്ലേ? റൈറ്റ്, ഉറപ്പിച്ചോ. ഇനീഷ്യലി ആര് മാത്രമേ ഉള്ളൂ? നമ്മളെ ക്യാപിറ്റൽ എം മാത്രമേ ഉള്ളൂ അല്ലേ. ആ സമയത്തുള്ള വെലോസിറ്റി ആയിരിക്കോ നിങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ആ സ്മോൾ എം വെച്ച് കൊടുത്താൽ എല്ലാം ഉറപ്പല്ലേ? ശരിയല്ലേ? എടാ മക്കളെ, ഇവർ നിൽക്കുന്നത് ഇക്വിലിബ്രിയം പൊസിഷൻ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ ക്യാപിറ്റൽ എം ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് അല്ലേ, യെസ്, അവിടെ നമ്മൾ സ്മോൾ എം എന്ന് പറയുന്നൊരു ബ്ലോക്ക് വെച്ച് കൊടുത്താണ്. അങ്ങനെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഫോഴ്സ് സീറോ അല്ലടാ. അങ്ങനെ ഫോഴ്സ് സീറോ ആണെങ്കിൽ മൊമെൻറ്റം എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും അല്ലേ. അങ്ങനെ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് ഉറപ്പാണ്. ഈ സ്മോൾ എമ്മിനെ അവിടെ വെക്കുന്നതിന് മുന്നുള്ള മൊമെൻറ്റവും അല്ലേ, അവിടെ വെച്ച് കഴിഞ്ഞാലുള്ള മൊമെൻറ്റം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അത് നമ്മളെ ലോജിക്ക് അല്ലേ. വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്ന ഞാൻ പറഞ്ഞു വരുന്നത് അല്ലേ. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന ഉറപ്പല്ലേ? ഇനീഷ്യലി നമ്മളെ സ്മോൾ എം മാത്രമുള്ള സമയത്ത് വെലോസിറ്റി v1 ആണെന്ന് നിങ്ങൾ വിചാരിക്കാം അല്ലേ. ആ സമയത്തുള്ള ആംപ്ലിറ്റ്യൂഡ് a1 ഈ ഒരു സിറ്റുവേഷനിൽ അല്ലേ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് മീൻ പൊസിഷനിൽ എത്തിയ സമയത്ത് അല്ലേ, ഇവൻ്റെ വെലോസിറ്റി എത്രയാണ് മക്കളെ? വെലോസിറ്റി v1 ആണ് അല്ലേ. വെലോസിറ്റി v1 ആണ്, ആംപ്ലിറ്റ്യൂഡ് a1. അത് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട് a എന്ന്. ഇനി ഞാൻ ഈ സ്മോൾ എം മാസ് അങ്ങോട്ട് വെച്ചു അല്ലേ. ഇപ്പോൾ ഒരു എം പ്ലസ് എം മാസുള്ള ഒരു സിംഗിൾ ബോഡി അല്ലേ അല്ലേ. ആ സമയത്തുള്ള വെലോസിറ്റി v2 ആണ്, ആംപ്ലിറ്റ്യൂഡ് a2 ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. ശരിയാണല്ലോ? ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ v1ഉം v2 നമ്മൾ റിലേഷൻ പറയാൻ പോവാണ് അല്ലേ. അത് നിങ്ങൾക്കറിയാം, മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം ഈക്വൽ ടു ഫൈനൽ മൊമെൻ്റ് ആവണ്ടേ? എടാ ഇനീഷ്യലി ഇതല്ലടാ മക്കളെ സിറ്റുവേഷൻ. ഇവൻ്റെ വെലോസിറ്റി v1 അല്ലേ. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം ഈക്വൽ ടു ഫൈനൽ മൊമെൻ്റ് ആവണമെങ്കിൽ ഇനീഷ്യൽ മൊമെൻറ്റം ഇനീഷ്യലി ഉള്ള മാസ് ഇൻറ്റു ഇനീഷ്യലി ഉള്ള വെലോസിറ്റി അല്ലേ. എടാ ഫൈനലി യെസ്, എന്താ സിറ്റുവേഷൻ? നമ്മൾ സ്മോൾ എം മാസ് അവിടെ വെച്ചു.
അപ്പോൾ ഫൈനൽ മാസ് എത്രയാ? എം പ്ലസ് സ്മോൾ എം അല്ലേ? ആ ഫൈനൽ വെലോസിറ്റി V2 അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ആ ഫൈനൽ മൊമെൻ്റ് എന്ന് പറയുന്നത് എം പ്ലസ് എം ഇൻറ്റു V2 എന്ന് ഞാൻ പറയട്ടെ. ശരിയല്ലടാ മക്കളെ? ഇത് ക്ലിയർ ആണോടാ മക്കളെ? MV1 ഇസ് ഈക്വൽ ടു എം പ്ലസ് എം ഇൻറ്റു V2 അല്ലേ? ഇവിടുന്നാണ് നമ്മൾ ആ ഒരു ആൻസറിലേക്ക് എത്താൻ പോകുന്നത്. ഇനി നമുക്കറിയാം, എടാ മീൻ പൊസിഷനിൽ വെലോസിറ്റി അറ്റ് മീൻ പൊസിഷൻ ഒമേഗ എ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ അല്ലേ? ആ ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ എം അല്ലേ? അപ്പോൾ ദാ ഈ ഒമേഗേൻ്റെ സ്ഥാനത്ത് നമുക്ക് റൂട്ട് കെ ബൈ എം എടുത്താൽ V is equal to റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു എ ആണ് അല്ലേ? അപ്പോൾ ഇനീഷ്യലി ഉള്ള വെലോസിറ്റി V1 എന്ന് പറയുന്നത് അല്ലേ റൂട്ട് കെ ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു A1 അല്ലേ? ഇവിടെ ഈ സൈഡിൽ ഞാൻ ആ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. സോ V1 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കെ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു A1. ഒമേഗ 1 A1 ആണ് അല്ലേ? ആ ഒമേഗ 1 A1 എന്നുള്ളത് ആ ഒമേഗ 1നെ ഞാൻ എന്ത് ചെയ്തി? റൂട്ട് കെ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം എന്ന് എഴുതി അല്ലേ? ഇൻറ്റു A1. ശരിയല്ലേ? അപ്പോൾ നമ്മൾ V2 എന്ന് പറയുന്നത് സെക്കൻഡ് കേസിലെ വെലോസിറ്റി എന്ത് വരിക? റൂട്ട് കെ ഡിവൈഡഡ് ബൈ എം പ്ലസ് സ്മോൾ എം ഇൻറ്റു A2. ശരിയല്ലേ? അപ്പം ഞാൻ ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കട്ടെ. ഇതാ എം ഇൻറ്റു അല്ലേ V1ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? റൂട്ട് ഓഫ് കെ ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു A1 ഇസ് ഈക്വൽ ടു അല്ലേ എന്ത് വന്നടാ മക്കളെ? എം പ്ലസ് എം ഇൻറ്റു അല്ലേ ആ V2ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു നിങ്ങൾ? റൂട്ട് കെ ഡിവൈഡ് ബൈ എം പ്ലസ് എം ഇൻറ്റു A2 എന്ന് കൊടുത്തു. ശരിയല്ലേ? ഈ രണ്ട് സൈഡിലും ഞാനിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വെറുതെ എങ്ങനെയാക്കാം? എം ഇൻറ്റു റൂട്ട് കെ ഡിവൈഡ് ബൈ റൂട്ട് എം A1 ഇസ് ഈക്വൽ ടു എം പ്ലസ് എം ഇൻറ്റു റൂട്ട് കെ ഡിവൈഡഡ് ബൈ റൂട്ട് എം പ്ലസ് എം ഇൻറ്റു A2. ശരിയല്ലടാ മക്കളെ? ഈ റൂട്ട് കെ രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് പോയില്ലേ? ഈ റൂട്ട് എം കട്ട് ചെയ്താൽ എത്ര വരിടാ? റൂട്ട് എം ഇൻറ്റു A1 അല്ലേ ഈസ് ഈക്വൽ ടു ഈ റൂട്ട് എം പ്ലസ് എമ്മും കട്ട് ചെയ്താൽ റൂട്ട് എം പ്ലസ് എം ഇൻറ്റു A2 അല്ലേ? നിങ്ങളോട് ആ സെക്കൻഡ് കേസിൽ ആംപ്ലിറ്റ്യൂഡ് A2 അല്ലേ കാണാൻ ചോദിച്ചിരിക്കുന്നത്? എന്താണ് മക്കളെ ഇക്വേഷൻ വരിക? A2 ഈക്വൽ വാട്ട്? റൂട്ട് എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എം പ്ലസ് എം ഇൻറ്റു A1 എന്ന് വരും അല്ലേ? നമുക്ക് ഒരൊറ്റ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതി കൂടെ? സോ ആൻസർ ഓപ്ഷൻ എസ്. ക്ലിയർ അല്ലേ മോനെ? ഇതില്ലേ റൂട്ട് എം ബൈ റൂട്ട് എം പ്ലസ് എം ഇൻറ്റു A1 അല്ലേ? ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ. സോ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. എ റൂട്ട് എസ് എം ബൈ എം പ്ലസ് എം. ഡിനോമിനേറ്റർ ഗ്രേറ്റർ ആണെങ്കിൽ ആ വാല്യൂ വിൽ ബി ലെസ് അല്ലേ? സോ A2 വിൽ ബി ലെസ് ദാൻ A1 ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ 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 മക്കളെ ക്ലിയർ ആണെങ്കിൽ അല്ലെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെറ്റ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ട് എപ്പം ചോദിച്ച് ക്ലിയർ ചെയ്തേക്കണം. ഓക്കെ 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 അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കണം മക്കളെ. 2 photons having equal linear momenta have equal wavelength. 2 ഫോട്ടോൺസ് രണ്ടുപേരുടെയും ലീനിയർ മൊമെൻറ്റം സെയിം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് സെയിം ആയിരിക്കും എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലീനിയർ മൊമെൻറ്റവും വേവ് ലെങ്ത്തും തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ടല്ലടാ അല്ലേ? എന്തായിരുന്നു ആ റിലേഷൻ? ലാംഡ പി റിലേഷൻ നമ്മൾ പഠിച്ചല്ലേ? ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ലാംഡ ഈക്വൽ എച്ച് ബൈ പി ഇവിടെ റൈറ്റ്
ഓ ഷിഫ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ പറയുന്നത്? 5th ക്വസ്റ്റ്യൻ ആണോ? ഈ ക്വസ്റ്റ്യൻ ആണോ? ഇതിൽ പ്രശ്നമില്ല. എന്നാൽ പഠിച്ചേക്കണേ കേട്ടോ. ഇനി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എക്സാമിനേഷന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഷിഫക്ക് ചെയ്യാൻ കഴിയണം. നോക്കണ്ട, ഇപ്പം പോട്ടെ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ദെൻ ദ ലാംഡ ഈക്വൽ h/p ആണ്. ആ പി രണ്ടിനും സെയിം ആണ്. 2 ഫോട്ടോൺസ് മൊമെന്റം സെയിം അല്ലേ? അപ്പം ലാംഡ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ്. യെസ്, 2 ഫോട്ടോൺസ് ഹാവ് ഈക്വൽ ലീനിയർ മൊമെന്റ. യെസ്, വിൽ ഹാവ് സെയിം വേവ് ലെങ്ത്. യെസ് അഹമ്മദ്, അത് തന്നെ. ഇവിടുന്നല്ലേ ശരിക്ക് ഡ്യൂബ്രോയി അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. ഇങ്ങനെ ഫോട്ടോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ കേസിൽ ഇക്വേഷൻ എഴുതിയിട്ട് അല്ലേ, അത് ജനറലി എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റിലാണ് ഡ്യൂബ്രോയി ആ ഇക്വേഷനിലേക്ക് എത്തുന്നത്, മാറ്റർ വേവിൻ്റെ കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് അല്ലേ. യെസ്, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? ഇത് കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് പറയുന്നത്? ഈ വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ ഈസ് ഡിക്രീസ്ഡ്, then the momentum and energy of photons will also decrease. വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്താൽ മൊമെൻറ്റവും എനർജിയും ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. എന്തായിരുന്നു എനർജിയുടെ ഇക്വേഷൻ? എനർജി എന്ന് പറയുന്നത് hc/λ അല്ലടാ മക്കളെ. h ന്യൂ ആണല്ലോ, ആ ന്യൂ എന്ന് പറയുന്നത് c/λ അല്ലേ. അവിടെ ലാംഡ ഡിക്രീസ് ചെയ്താൽ എനർജി ഡിക്രീസ് ചെയ്യോ? എനർജി ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുക അല്ലേ? കാരണം ലാംഡ ഡിനോമിനേറ്റർ അല്ലടാ മക്കളെ വന്നിരിക്കുന്നത്. സോ എനർജി ഡിക്രീസ് ചെയ്യാന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇറ്റ് ഈസ് റോങ് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, സോ നമ്മൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. യെസ്, കറക്റ്റ്. അഹമ്മദ് കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ആദർശ് കറക്റ്റ്. സ്പൈക്ക് ഓക്കെടാ മക്കളെ, കറക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എ കറണ്ട് ഓഫ് 10 ആംപിയർ എക്സിസ്റ്റ് ഇൻ എ വയർ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ 5 മീറ്റർ സ്ക്വയർ, ആക്ച്വലി 5 millimeter square, with a drift velocity of 2 × 10⁻³ meter per second. The number of free electrons in each cubic meter of the wire is അല്ലേ. അപ്പം നമ്മളോട് പറയുകയാണോ മക്കളെ, ഒരു വയറുണ്ട് അല്ലേ, ഈ വയറിലൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്? 10 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. ആ വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, ഡ്രിഫ്റ്റ് വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അറിയാം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറിയാം, ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി അറിയാം, ഐ അറിയാം, എ അറിയാം, വി ഡി അറിയാം. ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ക്യൂബിക് മീറ്റർ അല്ലേ. ഈച്ച് ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ 1 മീറ്റർ ക്യൂബില് അല്ലേ. 1 മീറ്റർ ക്യൂബ് യൂണിറ്റ് വോളിയത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം നമ്മൾ സ്മോൾ എൻ അല്ലടാ അതിനെ റെപ്രസെന്റ് ചെയ്ത മക്കളെ. അപ്പോൾ സ്മോൾ എൻ കാണണം അല്ലേ. ഐ അറിയാം, എ അറിയാം, ഡ്രിഫ്റ്റ് വെലോസിറ്റി അറിയാം. സ്മോൾ എൻ കാണണമെങ്കിൽ ഇവർ 4 പേരും വരുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചുള്ളൂ. ഏതായിരുന്നു? I = NAVDE അല്ലേ. I = NAVDE എന്നാണ് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ. അവിടുന്ന് നിങ്ങൾ നോക്കടാ, കറണ്ട് നിങ്ങൾക്കറിയാം, ഏരിയ അറിയാം, ഡ്രിഫ്റ്റ് വെലോസിറ്റി അറിയാം, പിന്നെ സ്മോൾ ഇ എന്ന് പറയുന്നത് നമ്മളെ ഫണ്ടമെൻ്റൽ ചാർജ്, ഇലക്ട്രോണിൻ്റെ ചാർജ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്കറിയാം അല്ലേ. അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ n കിട്ടിയില്ലേ. യെസ്, കുറേ ആളുകൾ ആൻസർ പറയുന്നുണ്ട്, കറക്റ്റാണ്. n = I/AVDE. സോ ദാറ്റ്സ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് 10 ആംപിയർ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? 5 millimeter² ആണടാ മക്കളെ. 5 millimeter എന്ന് പറഞ്ഞാൽ അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്താൽ 10⁻⁻6 എന്ന് വരും. കാരണം മില്ലിമീറ്റർ 10⁻³ ആണ്, അതിൻ്റെ സ്ക്വയർ 10⁻6 എന്ന് വരും. യെസ്, ഇൻറ്റു ഡ്രിഫ്റ്റ് വെലോസിറ്റി 2 × 10⁻³ ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദെൻ ഈൻ്റെ ചാർജ്, ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻19 ആണ് അല്ലേ. നമ്മളിതാ ഈ 5 × 2 എത്ര വരും? 10 വരും. സോ 10 / 10⁻6 × 10⁻³ × 10⁻19 അല്ലേ, ഇൻറ്റു 1.6 അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു നമ്മളിത് മുകളിലേക്ക് എടുത്താൽ ഇതെത്ര വരിടാ ചെയ്താൽ നമുക്ക് 10⁻28 അല്ലേ. സോ 10 / 1.6 × 10⁻28 എന്നാണ് നമുക്ക് ആൻസർ വരിക. 10/1.6 എത്രയാണ്? 6.25 ആണ് അല്ലേ. -9 28 10 × 10⁻28
3.6. Clear allada makkale? So that's equal to 6.25 into 10 raised to 28 അല്ലേ? 10 divided by 5 into 10 raised minus 6. So 10 ഈ 10 sorry താഴെ ഒരു 1 more 10 is there അല്ലേ? ഒരു 10 കൂടി താഴെ ഉണ്ട്. സോ ഇത് 6.2 താഴെ 5 into 2 ഒരു 10 ഇടാം മക്കളെ. ആ 10 നമ്മൾ സോ ഇവിടെ ഡിനോമിനേറ്ററിൽ ആ 5ഉം 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു 10 കൂടി ഉണ്ട്. സോ 10 into സോ ഇത് 10 raised to 27 എന്നാണ് വരിക. സോ 10 raised to 27. അപ്പോൾ 6.25 into 10 raised to 27 അത് 625 into 10 raised to 25 എന്ന് നമുക്ക് ആൻസർ വരും. സോ ആൻസർ നിങ്ങൾ പറഞ്ഞ കുറേ ആളുകൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി യെസ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ്. 625 into 10 raised to 25 ആണ് ആൻസർ. ശരിയാണ് ഫസീന. ഞാനത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നോട് എഴുതാൻ വിട്ടു ഏതാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. ഡിനോമിനേറ്റർ 5 into 2 10 ഉണ്ടായിരുന്നു. ഓക്കെ, ശ്രീജിത്തെ കറക്റ്റ് ആണ്. അഹമ്മദ് യെസ് കറക്റ്റ്. ആദർശ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 625 into 10 raised to 25. ഓക്കെ, അങ്ങനെയാണത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പോളി അറ്റോമിക് ഐഡിയൽ ഗ്യാസ് ഹാസ് 24 vibrational modes. What is the value of gamma nearest to 2? ഓക്കെ, ഗാമേൻ്റെ വാല്യൂ കാണണം അല്ലേ? ഗാമ കാണണം. എന്ത് പറഞ്ഞിട്ടുണ്ട്? 24 വൈബ്രേഷൻ മോഡ്. പോളി അറ്റോമിക് ആണ് അല്ലേ? പോളി അറ്റോമിക് ആണ്. യെസ്, 24 വൈബ്രേഷൻ മോഡിൻ്റെ ഗാമ എത്രേ അല്ലേ? നിങ്ങൾക്കറിയാം എടാ, ഗാമ കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നടാ മക്കളെ? സി പിയും സി വിയും ഗാമയും കാണാൻ ആ സി വി എന്ന് പറയുന്നത് എത്രയായിരുന്നു? F/2R ആയിരുന്നു. സി പി എന്ന് പറയുന്നത് 1 + F/2R ആയിരുന്നു അല്ലേ? അപ്പോൾ സി പി ബൈ സി വി എന്ന് പറയുന്നത് 1 + 2/F എന്ന് നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? ആ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ശരിയല്ലേ? ഇവിടെ ഒരു പോളി അറ്റോമിക് ഐഡിയൽ ഗ്യാസ് ഉണ്ട്. പോളി അറ്റോമിക് ആണോ നിങ്ങൾ ഉറപ്പിച്ചോ? യെസ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കിയാൽ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഉണ്ടാവും, 3 റൊട്ടേഷണൽ ഡിഗ്രി പ്ലസ് കുറേ വൈബ്രേഷണൽ ഡിഗ്രീസും അല്ലേ? അതിൽ ഒരു വൈബ്രേഷണൽ മോഡിന് കറസ്പോണ്ട് ചെയ്തിട്ട് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും അല്ലേ? ഇവിടെ ടോട്ടൽ എത്ര വൈബ്രേഷണൽ മോഡ് ഉണ്ട്? ഈ 24 വൈബ്രേഷണൽ മോഡ് ഉണ്ട് അല്ലേ? ഒരു വൈബ്രേഷൻ മോഡ് നിങ്ങൾ എടുത്താൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും. അങ്ങനത്തെ 24 വൈബ്രേഷൻ മോഡില്ലേ അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം വരും എന്നറിയടാ? 48 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. കാരണം ഒരു വൈബ്രേഷൻ മോഡിന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോ ടോട്ടൽ എത്ര വന്നടാ? 54 എന്നല്ലേ വരിക? 48 + 6 54. അപ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 54 ആണ് അല്ലേ? അപ്പോൾ ഈ എഫിൻ്റെ സ്ഥാനത്ത് ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് 54 എന്ന് കൊടുത്താൽ അല്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കടാ മക്കളെ. 56 ഡിവൈഡ് ബൈ 54 അല്ലേ? സോ 56 ഡിവൈഡഡ് ബൈ 54 അല്ലേ? വാല്യൂ എത്രയേ വരുള്ളൂ? ഓർ 28 ഡിവൈഡ് ബൈ 27 കറക്റ്റ് അല്ലേ? 28 ഡിവൈഡ് ബൈ 27 വാല്യൂ എത്രയേ വരുള്ളൂ? 1.03 എന്നേ വരുള്ളൂ അല്ലേ? എന്തായാലും 1.3 ഓർഡറിലേക്ക് വരില്ല, 10ഉം വരില്ല അല്ലേ? പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. യെസ് കറക്റ്റ്, വെരി ഗുഡ്. നിച്ചിലെ കറക്റ്റ് ആണ്. ആദർശ്, ഫസിയ യെസ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 1.03. സഞ്ജയ് വൈബ്രേഷൻ മോഡ് ഉണ്ടല്ലോ സഞ്ജയ്. ഒരു വൈബ്രേഷൻ മോഡിന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഒരു വൈബ്രേഷൻ മോഡ് നമ്മൾ എടുത്താൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം? 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. അങ്ങനത്തെ എത്ര വൈബ്രേഷൻ മോഡ്? ഈ 24 ഒരാളാണ് 2. 24 ആളുകൾ ഉണ്ടെങ്കിൽ വരുന്ന ആളുകൾ എല്ലാവരും 2 ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ടാണ് വന്നത് അല്ലേ? അങ്ങനെ 24 ആൾ വന്നു അല്ലേ? ടോട്ടൽ എത്ര വന്നു? 48 വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നു. ഓക്കെ, അവിടെ ക്ലിയർ അല്ലേ മക്കളെ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9th ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. എ സോളിനോഡ് ഓഫ് 1000 turns per meter has a core with a relative permeability 500. Insulator windings of the solenoid carry an electric current of 5 ampere. The magnetic flux density produced by the solenoid. നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ് ബൈ സോളിനോയിഡ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചത് എയർ കോഡ് സോളിനോയിഡ് ആണെങ്കിൽ μ0 ni എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് ഈ സോളിനോഡിൻ്റെ ഉള്ളിൽ വേറെ ഒരു മീഡിയം വന്നാൽ, ഓക്കെ, ഒരു ഫെറോ മാഗ്നറ്റിക് കോർ അല്ലെങ്കിൽ വേറെ ഒരു മീഡിയം നമ്മൾ കൊടുത്താൽ μ0 μr ഇൻറ്റു ni എന്ന് നമ്മൾ എഴുതണം. ഓർമ്മയില്ലേ? അവിടെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കടാ. ആ μ0 നമുക്കറിയാം 4π ഇൻറ്റു 10⁻⁻7 ആണ്. ആ μr അവർ തന്നിട്ടുണ്ട് എത്രയാണ്? 500 ആണ്. സ്മോൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, അത് 1000 ആണ് ഇൻറ്റു 5 അല്ലേ. നമ്മൾ ചെയ്താൽ 5 ഇൻറ്റു ഇതൊക്കെ ചെയ്താൽ 4 ഇൻറ്റു 500 എത്ര വന്നടാ? 2000 എന്ന് വന്നു അല്ലേ. 2000 ഇൻറ്റു 1000 ഇൻറ്റു 5 ഇൻറ്റു പൈ ഇൻറ്റു 10⁻⁻7 എന്നാണുള്ളത് അല്ലേ. വേഗം ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര ആൻസർ വരടാ? സോ ദാറ്റ്സ് ഈക്വൽ ടു ഈ 1000 10⁻6 വരും അല്ലേ. ഇനി ഒരു കാര്യം 2000 ഇൻറ്റു 5 10,000 അല്ലേ. അപ്പോൾ അത് 10⁻4 എന്ന് എഴുതാം. ഈ 5 ഇൻറ്റു 2000 ആണ് ഏടാ മക്കളെ. 5 ഇൻറ്റു 2000 ഞാൻ 10⁻4 എന്ന് എഴുതി, ഇൻറ്റു 1000 10⁻3 എന്ന് എഴുതി, ഇൻറ്റു പൈ ഇൻറ്റു 10⁻⁻7 എന്ന് എഴുതി അല്ലേ. അവിടെ നിങ്ങൾ നോക്കിയാൽ 10⁻7 ഇൻറ്റു പൈ ഇൻറ്റു 10⁻⁻7 അല്ലേ. സോ നമുക്ക് ആൻസർ എത്ര വന്നു? പൈ എന്ന ആൻസർ വന്നില്ലടാ. യെസ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആദർശേ. യെസ് ജസ്ന, യെസ് കറക്റ്റ്, ഓപ്ഷൻ ഡി. യെസ്, പൈ ടെസ്റ്റിലാണ് നമ്മുടെ ആൻസർ വരിക. യെസ്, ഈ 10⁻7 10⁻⁻7 കട്ട് ചെയ്ത് പോകും അല്ലേ. സോ ആൻസർ പൈയിലേക്ക് എത്തി. ക്ലിയർ ആണല്ലോ മക്കളെ അല്ലേ. ഇതില്ല ജസ്റ്റ് ഒരു ഇക്വേഷനിൽ അങ്ങ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ, വേറെ വലിയ കോൺസെപ്റ്റ് ഒന്നുമില്ല അല്ലേ. ദെൻ 10th ക്വസ്റ്റ്യനിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ നോക്കാം. ദ തിക്നെസ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ പ്ലാനോ കോൺവെക്സ് ലെൻസ് ഈസ് 3 millimeter and the diameter is 6 centimeter. If the speed of light in the material of the lens is 2 into 10⁻8 meter per second, then the focal length of the lens is. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയാണ് ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്. അതിൻ്റെ സെൻറ്ററിലുള്ള തിക്നെസ് എത്രയാണ് മക്കളെ? 3 millimeter ആണ്. അതിൻ്റെ ഡയമീറ്റർ 6 centimeter ആണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി പറയാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മെറ്റീരിയൽ ഓഫ് ലെൻസ് ഈസ് 2 into 10⁻8. ഓക്കെ, ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഈസ്. ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് നിങ്ങൾ കാണേണ്ടത് അല്ലേ. എടാ, ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മളെ ലെൻസ് മേക്കേഴ്സ് ഫോമിൽ അല്ലേടാ 1/f is equal to അല്ലേ n2 minus n1 divided by n1 into 1/r1 minus 1/r2 അല്ലേ. അതിൽ n2 എന്ന് പറയുന്നത് നമ്മളെ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അല്ലേ. n1 എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് മീഡിയത്തിൻ്റെ ആണ്. അൺലെസ് അതർവൈസ് സെഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എയർ. എയറിലാണെങ്കിൽ n1 equal to 1 ആണ് അല്ലേ. അപ്പോൾ എയറിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ ഇക്വേഷൻ എഴുതിയത്. അപ്പോൾ ഇവിടെ വേറൊരു മീഡിയത്തിൽ വെച്ചെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എയറിൽ വെച്ച് നമ്മൾ അസ്യൂം ചെയ്യാണ്. യെസ്, അപ്പോൾ എയറിലാണ് വെച്ചിരിക്കുന്നത്. വേറൊരു മീഡിയത്തിലാണെങ്കിൽ അങ്ങനെ പറഞ്ഞേനെ, ശരിയല്ലടാ. അപ്പോൾ 1/f is equal to n-1 into 1/r1 minus 1/r2 ആണ് അല്ലേ. നിങ്ങൾ നോക്ക്, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് അല്ലേ. ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഇതാണ് നമ്മളുടെ പ്ലാനോ കോൺവെക്സ് ലെൻസ് അല്ലേ. ഇങ്ങനൊരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട് അല്ലേ. ഇതിൻ്റെ സെൻറ്ററിലുള്ള തിക്നെസ് ഈ തിക്നെസ് നിങ്ങൾക്ക് 3 millimeter തന്നിട്ടുണ്ട്. ഇനി ഡയമീറ്റർ എന്ന് അവർ ഉദ്ദേശിച്ചത് ഈ ഡിസ്റ്റൻസ് ആണ് ഇടാ മക്കളെ. ഈ ഡിസ്റ്റൻസ് അവർ തന്നിട്ടുണ്ട് എത്രയാണ്? 6 centimeter എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഫോക്കൽ ലെങ്ത് കാണാൻ നിങ്ങൾ നോക്കിയാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേണം, പിന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ വേണം, ശരിയല്ലേ. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനാണ് അവർ തന്നിരിക്കുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം തന്നിരിക്കുന്നത് അല്ലേ. ഈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം തന്നാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ നമുക്ക് n equal to c/v അല്ലടാ
ഓക്കെ, അപ്പോൾ എൻ ഈക്വൽ ടു സി ബൈ വി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാം. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ സപ്പോസ് ഇത് പ്ലെയിൻ സർഫസ് അല്ലടാ അല്ലേ, ആ പ്ലെയിൻ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 എത്ര വരും? പ്ലെയിൻ ആണെങ്കിൽ R1 ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഈ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 അത് ഇൻഫിനിറ്റി ആണ് നമുക്കറിയാം, പ്ലെയിൻ ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, R1 ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്, ശരിയല്ലേ? ദെൻ ഇനി നിങ്ങൾ നോക്കിയാൽ ഈ രണ്ടാമത്തെ സർഫസ് കണ്ടോ, ഈ സർഫസ് ഓൻ്റെ റേഡിയസ് ഞാൻ R2 എന്ന് പറയട്ടെ അല്ലേ. R2 എന്ന് പറയുന്ന ആറാന്ന് വിചാരിച്ചോ അല്ലേ. പക്ഷെ അതിൻ്റെ സൈൻ കൺവെൻഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ അല്ലടാ സെൻറ്റർ ഓഫ് കർവേച്ചർ വരിക അല്ലേ. അപ്പോൾ നമ്മൾ ഈ R2 എന്ന് പറയുന്നത് എന്തെടുക്കണം, -R എന്ന് എടുക്കണ്ടേ. അപ്പം ഞാൻ ഈ R2 എന്ന് പറയുന്നത് -R എന്നും എടുത്തു അല്ലേ. ഞാൻ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. അപ്പം എന്താ ഇക്വേഷൻ, 1/f ഈക്വൽ ടു n-1 ഇൻറ്റു 1/∞ മൈനസ് 1/-r അല്ലേ. ആ മൈനസ് അങ്ങ് പ്ലസ് ആയി, 1/∞ എത്ര, 0 ആണ്. സോ 1/f ഇസ് ഈക്വൽ ടു n-1 ഡിവൈഡഡ് ബൈ r അല്ലേ. നമ്മൾ പഠിച്ച ഇക്വേഷനാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നുള്ളൂ അല്ലേ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണണം, റേഡിയസും കാണണം അല്ലേ, അതാണ് നമ്മളെ പരിപാടി. ഓക്കെ, ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ അവരും തന്നിട്ടുണ്ടോ, സ്പീഡ് ഇൻ ദാറ്റ് മീഡിയം തന്നിട്ടുണ്ട് അല്ലേ. ആ ലെൻസിൻ്റെ ഉള്ളിലുള്ള സ്പീഡ് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മക്കളെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറയുന്നത് C/v എന്നല്ലേ നിങ്ങൾ പഠിച്ചത് അല്ലേ. ആ C എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. v അവർ തന്നിരിക്കുന്നത് 2 × 10⁸ ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറയുന്നത് എത്രയാണ്, 3/2 ആണ് മക്കളെ. 1.5 എന്ന് നമുക്ക് കിട്ടി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടി അല്ലേ. ഇനി എന്ത് വേണം, ആ റേഡിയസ് ക്യാപിറ്റൽ R വേണം അല്ലേ. എങ്ങനെ നമ്മൾ ആ റേഡിയസ് ക്യാപിറ്റൽ R കാണും അല്ലേ, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന് ചെറിയൊരു കാര്യം ഞാൻ പറയാം. ഇതാണ് എൻ്റെ ലെൻസ് അല്ലേ. ആക്ച്വലി ഈ ലെൻസിൻ്റെ ഈ രണ്ടാമത്തെ ഈ സർഫസ് ആക്ച്വലി ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ അല്ലേ. ഈവൻ ഒരു സ്ഫിയറിൻ്റെ പാർട്ടായിരുന്നു അല്ലേ. ആ സ്ഫിയറിൻ്റെ സെൻറ്ററാണ് ഓൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലേ. ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ഇവൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ, അതല്ലേ നമ്മളെ ലോജിക്ക്. അപ്പോൾ ഇങ്ങനൊരു സ്ഫിയറിൻ്റെ പാർട്ടായിരുന്നു. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ സെൻറ്റർ സപ്പോസ് സംവർ ഹിയർ, ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം അല്ലേ. എടാ ഈ സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കുന്നത് ഈ ലൈൻ, ഇതല്ലേ നമ്മൾ റേഡിയസ് R എന്ന് പറയുന്നത്, ശരിയല്ലേ. സപ്പോസ് ഈ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ് ഞാൻ സ്മോൾ d എന്നെടുക്കാം, സ്മോൾ d. ഓക്കെ, ഇനി ഇത് തിക്നെസ് അതും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹോൾ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടേക്കുള്ള ഈ ഹോൾ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം, റേഡിയസ് ആയിരിക്കണം അല്ലേ. എന്താ ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്, t അല്ലടാ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഈ ഫിഗറിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ R-t എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ആ ഫിഗറിൽ നിങ്ങളൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കാണുന്നുണ്ടോ മക്കളെ. ഇങ്ങനൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കണ്ടോ. ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ അതിൻ്റെ ബേസ് R-t അല്ലേ, അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് സ്മോൾ d അല്ലടാ മക്കളെ, അതിൻ്റെ ഹൈപ്പർന്യൂസ് R അല്ലേ. അപ്പോൾ ഇവർ മൂന്നാളുകളും തമ്മിൽ റിലേഷൻ ഉണ്ട് നിങ്ങൾക്കറിയാം അല്ലേ. ആ റിലേഷനാണ് നമ്മൾ പൈത്തഗോറസ് തിയറത്തിൽ പഠിച്ചത് അല്ലേ. എന്തായിരുന്നടാ ഇവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുക, നോക്ക്, ക്യാപിറ്റൽ R² ഈക്വൽ ടു സ്മോൾ d² പ്ലസ് R-t ദ ഹോൾ സ്ക്വയർ എന്നല്ലേ കിട്ടുക അല്ലേ. അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ആ റേഡിയസ് ക്യാപിറ്റൽ R കണ്ടുപിടിക്കാം, അതാണ് നമ്മളെ മെത്തേഡ്. ഓക്കെ, അപ്പം ഞാൻ അതൊന്ന് സോൾവ് ചെയ്യാൻ പോവാണേ. ക്യാപിറ്റൽ R² ഈക്വൽ ടു ക്യാപിറ്റൽ R² ഈക്വൽ ടു അല്ലേ d² പ്ലസ് R-t ദ ഹോൾ സ്ക്വയർ അല്ലേടാ അല്ലേ. ഞാനൊക്കറിയാം d² പുറത്തേക്ക് എടുത്താളെ. അപ്പോൾ R² മൈനസ് d² ഈസ് ഈക്വൽ ടു R-t ദ ഹോൾ സ്ക്വയർ, ശരിയല്ലേ. ഈ LHS എന്ന് ഞാനൊരു R² ഇങ്ങ് കോമൺ ആയിട്ട് പുറത്തെടുത്തു അല്ലേ. അപ്പോൾ ഞാൻ ഈ R² ഈച്ച് ടേമിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 1 മൈനസ് d²/R² എന്ന് കിട്ടി ഈക്വൽ ടു. സിമിലർലി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു R പുറത്തത്, അത് R² ആയിട്ട് പുറത്ത് വരും, ഇൻറ്റു 1 മൈനസ് t/R ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്തു, ഈ R² കട്ട് ചെയ്ത് കളഞ്ഞു മക്കളെ.
ബാക്കി എന്താണ് മക്കളെ ഉള്ളത്? 1 മൈനസ് ഡി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ ടി എന്ന് പറയുന്നത് വളരെ ക്ലിയർ അല്ലേ, വെരി സ്മോൾ ആണ് കമ്പയർഡ് ടു ക്യാപിറ്റൽ ആർ അല്ലേ. അപ്പോൾ ടി ബൈ ആർ ഇറ്റ് ഈസ് വെരി സ്മോൾ. അങ്ങനെയാണ് നമുക്കിത് ബൈനോമിയൽ തിയറം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തോടെ 1 മൈനസ് ടി ബൈ ആർ എന്നുള്ളത് അല്ലേ. 1 മൈനസ് ടി ബൈ ആർ ഹോൾ റേസ് 2 എന്ന് പറയുന്നത് 1 മൈനസ് എൻ എക്സ് എന്നല്ലേ നമ്മൾ എക്സ് വെരി സ്മോൾ ആണേ പറയാം, ഹയർ ഓർഡർ ടേംസ് ഒക്കെ നെഗ്ലക്ട് ചെയ്താൽ. അപ്പോൾ ഞാനിത് അപ്രോക്സിമേറ്റ്ലി 1 മൈനസ് 2 ടി ബൈ ആർ എന്ന് പറയട്ടെ അല്ലേ. അവിടെ നിങ്ങൾ നോക്ക്, ആ 1 രണ്ട് സൈഡിലും കട്ട് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2t ഡിവൈഡഡ് ബൈ ആർ എന്നൊന്നില്ലേ. ഇവിടുന്ന് ഈ ആറും നമുക്ക് കട്ട് ചെയ്യാം. ഈ ആർ സ്ക്വയർ ആർ കട്ട് ചെയ്തു അല്ലേ. സി ഇവിടുന്ന് ക്യാപിറ്റൽ ആർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയടാ മക്കളെ? ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു എന്ത് വന്നു? ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2t എന്ന് വന്നില്ലേ. ഓക്കെ, നമുക്കിത് സെൻറ്റിമീറ്ററിൽ ചെയ്യാം അല്ലേ. ആ ഡി എന്ന് പറയുന്നത് എത്രയാണടാ മക്കളെ? ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ, ഈ ഹോൾ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 6 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ സ്മോൾ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഓക്കെ, തിക്നെസ് ടി തന്നിരിക്കുന്നത് എത്രയാണ്? തിക്നെസ് ടി തന്നിരിക്കുന്നത് 3 മില്ലിമീറ്റർ എന്നാണ് അല്ലേ. അതിനെയും കൂടി ഞാനൊന്ന് സെൻറ്റിമീറ്ററിലേക്ക് ആക്കിയാൽ 0.3 സെൻറ്റിമീറ്റർ അല്ലേ അല്ലേ. സോ നമുക്ക് ഇവിടെ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാല്യൂസ് വരുന്നത് നോക്കിയോ. റേഡിയസ് ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ അല്ലേ, അതിൻ്റെ സ്ക്വയർ 9 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.3 എന്ന് വരും അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു അല്ലേ, എത്ര വന്നടാ ഇത് കട്ട് ചെയ്താൽ? യെസ്, 15 സെൻറ്റിമീറ്റർ എന്ന് വന്നു. കാരണം ഇത് സെൻറ്റിമീറ്ററിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ 15 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയി, യെസ് ക്യാപിറ്റൽ ആർ ആയി അല്ലേ. ഇനി ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ ആവും. ഓക്കെ, നമ്മൾ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ എന്താ? ഇതല്ലടാ മക്കളെ നമ്മൾ ഇക്വേഷൻ 1/f ഈക്വൽ ടു n-1 ഡിവൈഡ് ബൈ ആർ. ആ n എന്ന് പറയുന്നത് 1.5 ആണ്. സോ 1.5 മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ശരിയല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/f ഈക്വൽ ടു അല്ലേ, 1/f ഈക്വൽ ടു വാല്യൂ നോക്ക് 0.5 ഡിവൈഡഡ് ബൈ 15 സെൻറ്റിമീറ്റർ. ഇത് 1/5 അല്ലേ. ഇവിടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മായ്ച്ചോട്ടെ. സോ 1/f ഇസ് ഈക്വൽ ടു എത്ര വന്നടാ? ആ 0.5 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. സോ 1/2 ഇൻറ്റു 15 സെൻറ്റിമീറ്റർ അല്ലേ. സോ 1/f ഇസ് ഈക്വൽ ടു 1/30 സെൻറ്റിമീറ്റർ. സോ എഫ് ഇസ് ഈക്വൽ എത്ര ആയിരിക്കും? സിനാനെ, അതിൽ ആ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ ഇതാണത്. ആ ഡയമീറ്റർ എന്ന് ഉദ്ദേശിച്ചത് ഈ ലെങ്ത് ആണ്, അപ്പർച്ചറിന്റെ ലെങ്ത് ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണോ മക്കളെ? ഈ ചെയ്തൊരു മെത്തേഡ് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേ. വെർനിയർ കാലിപ്പേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി വെർനിയർ കാലിപ്പേഴ്സ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഹാസ് എ പോസിറ്റീവ് സീറോ എറർ ഓഫ് 2 millimeter. If while taking measurement, it was noted that 0 on the vernier scale lies between 8.5 centimeter and 8.6 centimeter. The vernier coincidence says 6. Then the correct value of measurement is. ബൈനോമിയൽ തിയറം പറഞ്ഞത്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ കണ്ടോടാ മോളെ. 1 മൈനസ് ടി ബൈ ആർ, 1 മൈനസ് ടി ബൈ ആർ ദ ഹോൾ റേസ് 2 അല്ലേ. ആ ടി എന്ന് പറയുന്നത് വെരി സ്മോൾ അല്ലേ. ആർ എന്ന് പറയുന്നത് കുറച്ച് ടിയും കമ്പാരിസൺ ഹൈ അല്ലേ. അപ്പോൾ ഈ ടി ബൈ ആർ എന്ന് പറയുന്നത് 1-നേക്കാളും വെരി സ്മോൾ ആണല്ലോ, ശരിയല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 + x⁻n അല്ലേ. അതിൽ എക്സ് വെരി സ്മോൾ കമ്പയർഡ് ടു 1 ആണെങ്കിൽ നമുക്ക് ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം
അല്ലേ? അപ്പോൾ ആ എക്സ്പെൻഷൻ എന്താ വരിക? 1 പ്ലസ് എൻ എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നിങ്ങനെ പോവും. ശരിയല്ലേ? ഓക്കെ, അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എക്സ് തന്നെ വെരി സ്മോൾ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ അതിനേക്കാളും സ്മോൾ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ആ എക്സ് സ്ക്വയർ വരുന്ന ടേം എക്സ് വരുന്ന ടേമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വെരി സ്മോൾ ആവും. അങ്ങനെ ഹയർ ഓർഡർ ടേംസ് ഒക്കെ എന്ത് വെരി സ്മോൾ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ചെറിയ അപ്രോക്സിമേഷൻ പറയുകയാണ്, ഈ ഹയർ ഓർഡർ ടേംസ് നമ്മൾ തൽക്കാലം നെഗ്ലക്റ്റ് ചെയ്യാണ് എക്സ് വെരി സ്മോൾ ആയതുകൊണ്ട്. ജസ്റ്റിനൊക്കെ മനസ്സിലായോ? ജസ്റ്റിന, ആ എക്സ് വെരി സ്മോൾ ആയതുകൊണ്ട് അല്ലേ സ്ക്വയർ ക്യൂബ് വരുന്ന ടേമുകളൊക്കെ നമ്മൾ തൽക്കാലം നെഗ്ലക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്. അപ്പോൾ 1 മൈനസ് അല്ലേ ഈ എൻ എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 1 മൈനസ് 2 എക്സിൻ്റെ സ്ഥാനത്ത് ടി ബൈ ആർ. അപ്പോൾ 1 മൈനസ് 2 ടി ബൈ ആർ എന്ന് വന്നു. ഓക്കെ 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 ഓക്കെ. ഹായ് ആനന്ദ്. നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വെർനിയർ കാലിപ്പേഴ്സ് used for measurement has positive zero error 2 millimeter. That means zero error നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സീറോ എറർ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? സീറോ എറർ +2 millimeter എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സീറോ എറർ തന്നിട്ടുണ്ട് അല്ലേ? If while taking measurement it was noted that zero on the vernier scale lies between 8.5 centimeter and 8.6 centimeter. Vernier coincidence is 6. Then the correct value of measurement is dash. നമ്മളോട് കറക്റ്റ് വാല്യൂ ഓഫ് മെഷർമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്കറിയാം കറക്റ്റ് വാല്യൂ ഓഫ് മെഷർമെൻറ്റ് അല്ലേ നമ്മൾ എഴുതുന്നത് ഇതായിരുന്നു ഇക്വേഷൻ. MSR പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് മൈനസ് 0 എറർ ചെയ്ത് കൊടുക്കുക അല്ലേ? ഇതല്ലായിരുന്നു നമ്മൾ ഇക്വേഷൻ അല്ലേ? കറക്റ്റ് റീഡിങ്ങിൻ്റെ കറക്റ്റ് വാല്യൂവിൻ്റെ മെഷേർഡ് വാല്യൂവിൻ്റെ ഇക്വേഷൻ MSR പ്ലസ് VSR ഇൻറ്റു LC മൈനസ് 0 എറർ അല്ലേ? അതിൽ MSR വേണം, VSR വേണം, ലീസ്റ്റ് കൗണ്ട് വേണം, 0 എറർ വേണം. അതിൽ 0 എറർ അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? +2 millimeter അല്ലേ? യെസ്, അത് ഞാൻ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുകയാണ് അല്ലേ? എത്ര വരെടാ? മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.2 ശരിയല്ലേ? 0.2 സെൻറ്റിമീറ്റർ ആണ് ശരിയല്ലേ? ദെൻ ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് വാസ് നോട്ടഡ് ദാറ്റ് 0 ഓൺ ദ വെർനിയർ സ്കെയിൽ ലൈസ് ബിറ്റ്വീൻ 8.5 ആൻഡ് 8.6. അപ്പോൾ വെർനിയർ 0, ഇപ്പോൾ നമ്മളെ മെയിൻ സ്കെയിൽ ഇങ്ങനെ ഉണ്ടാവും, വെർനിയർ ഇങ്ങനെ ഉണ്ടാവും. വെർനിയറിൻ്റെ 0 ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന റീഡിംഗ് ആണ് MSR. പക്ഷേ ഇവിടെ വെർനിയർ 0 കിടക്കുന്നത് 8.5ൻ്റെയും 8.6ൻ്റെയും ഇടയിലാണെന്ന് അല്ലേ? അങ്ങനെ വന്നാൽ അല്ലേ ഏത് എടുക്കണം MSR? ഓക്കെ, ഏതെടുക്കാൻ പാടുള്ളൂ? യെസ്, 8.5 എടുക്കാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ MSR ഇസ് ഈക്വൽ ടു എത്രയാണ്? 8.5 ആണ് അല്ലേ? MSRൻ്റെ വാല്യൂ എത്രയാണ്? 8.5 ആണ് ശരിയല്ലേ? ദെൻ ഇനി VSR എത്രയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടടാ? വെർനിയർ കോയിൻസിഡൻസ് എത്രയാ? 6 ആണ് അല്ലേ? ലീസ്റ്റ് കൗണ്ട് എത്ര തന്നിട്ടുണ്ട്? 0.01 തന്നിട്ടുണ്ട് ശരിയല്ലേ? അപ്പോൾ ഫൈനൽ റീഡിങ് കാണാൻ ഇതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ അല്ലേ? അപ്പം വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. സോ ദാറ്റ്സ് ഈക്വൽ ടു MSRൻ്റെ വാല്യൂ എത്രയാണ്? 8.5 ആണ് വരുന്നത്. പ്ലസ് VSR 6 ഇൻറ്റു ലീസ്റ്റ് കൊണ്ട് എത്രയാണ്? 0.01 ആണ്. മൈനസ് 0.2 സെൻറ്റിമീറ്റർ ശരിയല്ലേ? സോ നമുക്കിത് 8.5 പ്ലസ് 0.06 അല്ലേ
മൈനസ് 0.2 എന്ന് കിട്ടും. ഇത്രയും സെൻറ്റിമീറ്റർ. സോ ആൻസർ എത്രയാണ് മക്കളെ വരുന്നത്? വേഗം ചെയ്തിട്ട് ആൻസർ പറയൂ. ഓപ്ഷൻ എസ് ആദർശേ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സോ നമ്മൾ ചെയ്താൽ 8.56 മൈനസ് 0.2 റൈറ്റ്സ് 8.36 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ വരുന്നത് അല്ലേ? യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് അല്ലേ? 8.36 ആണ് വരുന്നത് അല്ലേ? കാരണം 0 എറർ അവർ 2 മില്ലിമീറ്റർ തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആയനെ അല്ലേ? എങ്ങനെയാണെങ്കിൽ അത് 0.2 മില്ലിമീറ്റർ ആണെങ്കിൽ അല്ലേ? എറർ 0.2 മില്ലിമീറ്റർ ആണെങ്കിൽ ഓപ്ഷൻ ബി വന്നേനെ. അവിടെ എറർ തന്നിരിക്കുന്ന 0.2 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 8.5 പ്ലസ് 0.06 മൈനസ് 0.2. ഓക്കെ, അപ്പോൾ അവിടെ എടുത്ത വയസ്സിന് എടുത്തപ്പം അത് 0.2 മില്ലിമീറ്റർ എടുത്തു പോയോ? എന്തുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ ബി ആയി പോയത്? ഓക്കെ, എനിവേ യെസ്. ഇപ്പം നമ്മൾ ചെയ്താൽ കിട്ടുന്നത് 8.36 എന്നാണ് ആൻസർ വരുന്നത്. 8.56 മൈനസ് 0.2 എന്നാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലടാ മക്കളെ? അതിനാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേ. ക്ലിയർ ആണ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ദെൻ 12th question. Calculate the time interval between 33% decay and 67% decay if half-life of a substance is 20 minutes. ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ ഹാഫ് ലൈഫ് 20 മിനിറ്റ് ആണ് അല്ലേ? ഹാഫ് ലൈഫ് 20 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 33% ഡീകെ 67% ഡീകെ ഇതിനിടയ്ക്കുള്ള ടൈം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് എടാ ഡീകെ അല്ലെ എത്രയാണ്? 33% അല്ലേ? ആ 33% ആൻഡ് 67% ശരിയല്ലേ? അപ്പം 33% ഞാൻ എത്രയാടാ? 1/3 അല്ലേ? അപ്പോൾ 1/3 ഡീകെ ചെയ്തു അല്ലേ? ഈ 67 വെച്ചാൽ 2/3 അല്ലേ? ശരിയല്ലേ? അപ്പോൾ 1/3ൻ്റെയും 2/3ൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആ ടൈം അല്ലേ അവർ ചോദിച്ചിരിക്കുന്നത് അല്ലടാ? ഇത്രയും ഡീകെ ചെയ്യാണ് അല്ലേ? അപ്പോൾ 1/3 ഡീകെ ചെയ്യുക, 2/3 ഡീകെ ചെയ്യുക അല്ലേ? 1/3 ഡീകെ. ഇപ്പോൾ ഇനീഷ്യലി N0 ആറ്റംസ് ഉണ്ട് എന്ന് വിചാരിച്ചോ അല്ലേ? 1/3 ഡീകെ ചെയ്ത് പോയി അല്ലേ? 1/3 ഡീകെ ചെയ്ത് ഇപ്പോൾ എത്രയുണ്ട്? 1/3 ഡീകെ ചെയ്തിട്ടുണ്ടെങ്കിൽ നൗ എത്രയുണ്ട്? അൺഡീക്കേഡ് ആയിട്ട് എത്രയുണ്ട്? 2/3 ഇല്ലേ അല്ലേ? 1/3 ഓഫ് N0 ഡീകെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, റിമെയിൻ അൺഡീക്കേഡ് എന്ന് പറയുന്നത് 2/3 N0 അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇത്രയും ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി N0 ആറ്റംസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് 2/3 ഓഫ് N0 അത്രയും ആറ്റംസ് ഉണ്ട്. ശരിയല്ലേ? ഇനി ഒരു T സെക്കൻഡ് കഴിഞ്ഞ് നിങ്ങൾ നോക്കിയപ്പം അല്ലേ 67% ഡീകെ ചെയ്തു പോയി, 2/3 ഡീകെ ചെയ്തു പോയി. ഇനി എത്രയേ ഉള്ളൂ? 1/3 അല്ലേ ഉള്ളൂ? 1/3 ഓഫ് N0 അല്ലേ ഉള്ളൂ അല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, ആ 2/3 N0 എന്നുള്ളത് 1/3 N0 ആവാൻ എടുത്ത ടൈമല്ലേ ടി അല്ലേ? എന്താണ് അവിടെ ആക്ച്വലി സംഭവിച്ചറിയോ? 2/3 N0 1/3 ആവാൻ വെച്ചാൽ എത്രയായി നിങ്ങൾ പറയും? 2/3 N0 എന്നുള്ളത് അതിലെങ്ങനെ കയറി വന്നതാണ് കേട്ടോ. 2/3 N0 എന്നുള്ളത് 1/3 N0 ആയി അല്ലേ? ആ 2/3 N0 1/3 N0 എങ്കിൽ എത്രയായി നിങ്ങൾ പറയും? ഈ 2/3 N0 1/3 N0 എന്നുള്ള റിലേഷൻ എന്താ? എടാ ഇതിൻ്റെ ഹാഫ് 11, ഇതിൻ്റെ ഹാഫ് അല്ലേ ഇത് അല്ലേ? അപ്പോൾ ഇനീഷ്യലി നിങ്ങളെ കയ്യിലുള്ളത് N ആണെന്ന് വിചാരിച്ചു. 2/3 N0 വെച്ചാൽ N ആണെന്ന് വിചാരിച്ചോ? ഇത് N/2 അല്ലേ?
ശരിയല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, ഈ 2/3 n0 1/3 n0 വെച്ചാൽ ഹാഫ് ആയി. അപ്പം ഹാഫ് ആവാൻ എടുത്ത ടൈമല്ലേ ടി എന്ന് പറയുന്നേ അല്ലേ? അല്ലേ? ആ ടൈം എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഹാഫ് ലൈഫ് അല്ലേ? യെസ്. അപ്പം എത്രയാണ് വരിക? 20 minutes ബി ആണ് വരിക അല്ലേ? അപ്പം 2/3 n0 വെച്ചാൽ 1/3 n0 ആയി, ഹാഫായി. യെസ്, ഹാഫായി. അഖിലെ കറക്റ്റാണ്. യെസ്, ആദർശ് കറക്റ്റാണ്. ഡി ആണ്, സോറി ബി ആണ് ആൻസർ വരുന്നത് അല്ലേ? അപ്പം ഹാഫ് ആവാൻ എടുക്കുന്ന ടൈം അല്ലേ? അപ്പം 33% 67% ആയി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഹാഫായി മാറി. അങ്ങനെ ഹാഫ് ആവാൻ എടുക്കുന്ന ടൈമാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അത് 20 minutes നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ആൻസർ എത്രയാണ്? 20 minutes ആണ്. ഓക്കെ, then 13th question നോക്ക്. A mosquito is moving with a velocity v equal to 0.5 t square I cap plus 3 t j cap plus 5 9 k cap and accelerating in uniform conditions. What will be the direction of mosquito after 2 seconds? അപ്പോൾ ഡയറക്ഷൻ ഓഫ് മൊസ്കിറ്റോ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ വെച്ചാൽ വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ അല്ലേ? അപ്പോൾ 2 seconds കഴിഞ്ഞപ്പോഴുള്ള വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതിന് 2 seconds കഴിഞ്ഞാൽ ഈ വെലോസിറ്റി വെക്ടർ ഐദർ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളോ വൈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളോ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അതിന് ആഫ്റ്റർ 2 seconds ഈ വെലോസിറ്റി എത്രയായിരിക്കും? വെലോസിറ്റി വി ഈക്വൽ ടു എത്രയാടാ മക്കളെ? 2 seconds കഴിഞ്ഞാൽ വെലോസിറ്റി കാണാൻ ആ ടി നിങ്ങൾ 2 എന്ന് കൊടുക്കണ്ടേ? ആ ടീൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്താൽ 0.5 into 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 3 into 2 ജെ ക്യാപ്പ് പ്ലസ് 9 കെ ക്യാപ്പ് എന്നല്ലേ വരിക? ശരിയല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു, ഇത് ചെയ്തപ്പോൾ എത്ര കിട്ടിയടാ? 2 ഐ ക്യാപ്പ് പ്ലസ് 6 ജെ ക്യാപ്പ് പ്ലസ് 9 കെ ക്യാപ്പ് അല്ലേ? ഇതല്ലേ വെലോസിറ്റി വെക്ടർ അല്ലേ? 2 seconds കഴിഞ്ഞാൽ ഇതാണ് വെലോസിറ്റി വെക്ടർ. എടാ, ഈ വെലോസിറ്റി വെക്ടർ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കാണാനുള്ള മെത്തേഡ് എന്താ? നിങ്ങൾ അവിടെ നിന്നല്ലേ നമ്മൾ ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞത് അല്ലേ? ഒരു വെക്ടർ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ആണെങ്കിൽ അല്ലേ, ആ കോസ് ആൽഫ എന്ന് പറയുന്നത് അല്ലേ എ എന്ന് പറയുന്ന വെക്ടറാന്ന് വിചാരിച്ചോ. ഇത് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ആണെങ്കിൽ കോസ് ആൽഫ എന്ന് പറയുന്നത് എ എക്സ് ബൈ എ എന്ന് പഠിച്ച ഓർമ്മ നിങ്ങൾ അല്ലേ? നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് ശരിയല്ലടാ. ഇനി ഇവൻ വൈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ ആണെങ്കിൽ കോസ് ബീറ്റേൻ്റെ വാല്യൂ എ വൈ ബൈ എ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? സെഡ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമയാണെങ്കിൽ കോസ് ഗാമ ഈക്വൽ ടു എ സെഡ് ബൈ എ നമ്മൾ പഠിച്ചിട്ടില്ലേ? ശരിയല്ലേ? ആ ഒരു ഇക്വേഷൻ ഞാനിവിടെ യൂസ് ചെയ്താൽ ഈ കോസ് ആൽഫ ഈക്വൽ ടു ആ കോസ് ആൽഫ എന്ന് പറയുന്നടാ എക്സ് കോമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ? എടാ, ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതായത് വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് അല്ലേ എക്സ് കോമ്പണൻറ്റ് സ്ക്വയർ പ്ലസ് വൈ കോമ്പണൻറ്റ് സ്ക്വയർ പ്ലസ് സെഡ് കോമ്പണൻറ്റ് സ്ക്വയർ അല്ലേ? എക്സ് കോമ്പണൻറ്റ് 2 അല്ലേ? 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് വൈ കോമ്പണൻറ്റ് 6 അതിൻ്റെ സ്ക്വയർ 36 പ്ലസ് 9 സെഡ് കോമൺ 9 സ്ക്വയർ 81 അല്ലേ? നമ്മളിത് ആഡ് ചെയ്താൽ എത്ര കിട്ടടാ? റൂട്ട് 121 എന്ന് കിട്ടിയോ നിങ്ങൾക്ക് അല്ലേ? ആ റൂട്ട് 121 എന്ന് പറഞ്ഞാൽ എത്രയാടാ മക്കളെ? 11 അല്ലടാ വരുന്നത് അല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, ആ കോസ് ആൽഫ ഈക്വൽ ടു അല്ലേ എക്സ് കോമൺ 2 ഡിവൈഡഡ് ബൈ 11 അല്ലേ? ശരിയല്ലേ? അങ്ങനെ കോസ് ആൽഫ നിങ്ങൾക്കറിയെങ്കിൽ, കാരണം ആൻസർ ഒക്കെ ടാൻ്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്, എക്സും വൈയും ഉള്ളു. അപ്പോൾ എക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം നമുക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് കിട്ടിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി അല്ലേ? അപ്പോൾ അതാ കോസ് ആൽഫ അറിയാം. അപ്പോൾ സൈൻ ആൽഫ കണ്ടാൽ നിങ്ങൾക്ക് ടാൻ ആൽഫ കാണാമല്ലോ. അപ്പോൾ സൈൻ ആൽഫ എന്ന് പറയുന്ന റൂട്ട് 1 മൈനസ് കോസ് സ്ക്വയർ ആൽഫ അല്ലടാ അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ റൂട്ട് ഓഫ് 1 മൈനസ് 4/121 ഒന്നില്ലേ? ശരിയല്ലേ? സോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സൈൻ ആൽഫ ഈക്വൽ ടു എത്ര കിട്ടിയടാ മക്കളെ? സൈൻ ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് 121 മൈനസ് 4 അല്ലേ 117 എന്നല്ലടാ വരിക ഡിവൈഡ് ബൈ 121 അല്ലേ? അത് നമുക്ക് സൈൻ ആൽഫ ഈക്വൽ ടു റൂട്ട് 117 ഡിവൈഡ് ബൈ 11 എന്ന് എഴുതാലോ അല്ലേ? എടാ, ടാൻ ആൽഫ കാണാനേ സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ചെയ്താൽ പോരങ്ങൾ അല്ലേ? അപ്പോൾ ടാൻ ആൽഫ എന്ന് പറയുന്നത് സൈൻ ആൽഫ ഡിവൈഡ് ബൈ കോസ് ആൽഫ എന്ന് നമ്മൾ എടുത്താൽ റൂട്ട് 117/11 ഡിവൈഡഡ് ബൈ കോസ് ആൽഫ
അല്ലേ? ആ കോസ് ആൽഫ 2/11 അല്ലേ? ആ 2/11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഞാൻ 11/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 11 കട്ട് ചെയ്തു ഇല്ലേ? അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു എത്ര വന്നടാ? √117/2 എന്ന് വന്നു അല്ലേ? സോ ആൻസർ എത്ര വന്നു? യെസ്, ആദർശ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ? ടാൻ ഇൻവേഴ്സ് √117/2 വിത്ത് എക്സ് ആക്സിസ് അല്ലേ? അപ്പോൾ എക്സ് ആക്സിസ് ആയിട്ട് അല്ലേ ടാൻ ഇൻവേഴ്സ് √117/2 എന്ന് പറയുന്നൊരു ആംഗിൾ ഉണ്ടാക്കുന്ന ഡയറക്ഷൻ ഏതാണോ അതാണ് ആഫ്റ്റർ 2 സെക്കൻഡ് ഇവന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നമ്മൾ 14th ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് മീൻ ഫ്രീ പാത്ത് ഫോർ ഓക്സിജൻ മോളിക്യൂൾസ് അറ്റ് ടെമ്പറേച്ചർ 27 degrees Celsius and pressure 1.01 into 10⁵ Pascal. Assume the molecular diameter is 0.3 nanometer and the gas is ideal. എടാ, നമുക്ക് മീൻ ഫ്രീ പാത്ത് അല്ലേ കണ്ടത്? ആ മീൻ ഫ്രീ പാത്ത് കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ലാംഡ ഈക്വൽ ടു 1/√2 n/d² അല്ലേ? ആ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയല്ലായിരുന്നോ അല്ലേ? അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ എനിക്ക്? P/kBt എന്ന് അല്ലേ? എന്താ നമ്മൾ ചെയ്യുന്നത്? PV = n/kBt എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തിട്ട് അവിടുന്ന് n/v = P/kBt നമുക്ക് കിട്ടിയില്ലായിരുന്നോ അല്ലേ? അപ്പോൾ നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ സ്മോൾ എന്ന് പറയുന്നത് അല്ലേ P/kBt ആണ്. അപ്പോൾ P/d² ആ kBt നമുക്ക് ന്യൂമറേറ്ററിലേക്ക് വരും അല്ലേ? ഇതല്ലേ നമ്മളെ മീൻ ഫ്രീ പാത്തിൻ്റെ രണ്ട് ഇക്വേഷൻസ് അല്ലേ? അപ്പോൾ അതിൽ പ്രഷറും തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും തന്നിട്ടുണ്ട് അല്ലേ, kBയും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്താൽ ലാംഡ ഈക്വൽ ടു ആ kBൻ്റെ വാല്യൂ 1.38 into 10⁻23 ആണ്. ടെമ്പറേച്ചർ 27 degrees Celsius ആണ്, അത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിവൈഡഡ് ബൈ √2 into പ്രഷർ 1.01 into 10⁵ ആണ് ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ആണ് ഇൻറ്റു ആ ഡി എന്ന് പറയുന്നത് 0.3 നാനോമീറ്റർ അല്ലേ? അത് 3 ആങ്സ്ട്രോം എന്ന് വേണേൽ പറയാം, 3 into 10⁻10 എന്ന് പറയാം അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ 9 into 10⁻20 എന്ന് വരും. ശരിയാണല്ലോ? നമുക്കിതൊന്ന് വേഗം അപ്രോക്സിമേറ്റ് ചെയ്ത് നോക്കാം. സോ 1.38 into 300 into 10⁻23 ഡിവൈഡ് ബൈ 1.414 into 1. ഇത് 10⁵ എന്ന് എടുക്കട്ടെ ഞാൻ ഇൻറ്റു 3.14 into 9. So that's equal to 3.14 into 9 into 1.01 into 10⁻15 എന്ന് വരും. ശരിയല്ലേ? റൈറ്റ്. ഒരു കാര്യം ചെയ്യാം, ഈ 9 into 1.0 അപ്രോക്സിമേറ്റ്ലി ഞാൻ 10 എന്ന് എടുത്താൽ, അപ്രോക്സിമേഷൻ ആണ് 10 എന്ന് എടുത്താൽ ഇത് 10⁻14 വരും അല്ലേ? ഈ 10⁻14 ഞാൻ ന്യൂമറേറ്ററിൽ 10⁻+14 എന്നാവും അല്ലേ? സോ നോക്ക്, 1.38 into 300 ഡിവൈഡഡ് ബൈ 1.414 into 3.14 into 10⁻23 into 10⁻14 അല്ലേ? ഇത് 10⁻9 എന്ന് വരും. ശരിയല്ലേ? സോ നമ്മളെ വാല്യൂ വന്നിരിക്കുന്നത് സി 1.38 into 300 into 10⁻9 divided by 1.414 into 3.14. ഓക്കെ, സി ഞാനിത് കട്ട് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി നമുക്കിതിങ്ങനെ കട്ട് ചെയ്തതാ, ഇതും ഞാനൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ 300/3.14 അല്ലേ? ഇത് ഏകദേശം ഒരു 95ൻ്റെ ഓർഡറിലേക്കാണ് വരിക അല്ലേ? 100 വരില്ല, 100 സ്ലൈറ്റ്ലി ലെസ് ഇത് ചെയ്താലേ. അപ്പോൾ 95 into 10⁻9 മീറ്റർ, അപ്പം 95 നാനോമീറ്റർ. ശരിയല്ലേ? പക്ഷെ നമ്മളിവിടെയൊക്കെ ഇവിടെ നമ്മളിത് 10 എടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് 10 ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ആൻസർ 95-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും അല്ലേ? ശരിയല്ലേ? കാരണം ഇത് 10 ഇല്ലല്ലോ
അല്ലേ? അങ്ങനെ നമ്മൾ 1-2 അപ്രോക്സിമേഷൻ അവിടെ ചെയ്തതുകൊണ്ട് അല്ലേ? അപ്പോൾ ആൻസർ 95നേക്കാളും കുറച്ച് കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ഏതാ ആൻസർ വരിക? ആൻസർ കിട്ടുന്നത് 102 നാനോമീറ്റർ എന്നാണ് നമ്മുടെ ആൻസർ വരിക. യെസ്, ആൻസർ ഓപ്ഷൻ എ അല്ലടാ മക്കളെ, എ അല്ലേ വരുന്നത് ആദർശേ? യെസ് യെസ് യെസ്, എ ആണ്. ദെൻ 15th ക്വസ്റ്റ്യൻ നോക്ക്. റെഡ് ലൈറ്റ് ഡിഫേഴ്സ് ഫ്രം ബ്ലൂ ലൈറ്റ് ആസ് ദേ ഹാവ്, അത് വളരെ ക്ലിയർ അല്ലേ? അല്ലേ? ദേ ഹാവ് എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയും ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തും അല്ലേ? ദേ ഹാവ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആൻഡ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്, അതിലൊന്നും പറയാനൊന്നുമില്ല. ദെൻ 16th, ഐഡൻറ്റിഫൈ ദ ഔട്ട്പുട്ട് സിഗ്നൽ വൈ ഇൻ ദ ഗിവൺ കോമ്പിനേഷൻ ഓഫ് ഗേറ്റ്സ്. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അവിടെയുള്ള ഔട്ട്പുട്ടാണ് കാണേണ്ടത് അല്ലേ? എടാ ഇതെന്ത് ഗേറ്റാ? ഇത് നോട്ട് ഗേറ്റാണ് അല്ലേ? അപ്പോൾ നമ്മളിതാ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്താൽ ഇവിടെ എന്താ വരിക? എ ബാറാണ് വരിക അല്ലേ? ഇവിടെ ബി കൊടുത്താൽ ഇത് ബി. ഇത് ഓർ ഗേറ്റ് അല്ലേ? അല്ലേ? ഓറും ഒരു നോട്ടും വന്നിട്ടുണ്ട് അല്ലേ? ഓറും നോട്ട് വന്നാൽ നോറാണ് അല്ലേ? അതായത് നിങ്ങളുടെ ഔട്ട്പുട്ട് വരിക വൈ എന്ന് പറയുന്നത് എ ബാർ പ്ലസ് ബി ദ ഹോൾ ബാർ ആണ് വരിക അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡിമോർഗൻസ് തിയറം യൂസ് ചെയ്ത് സോൾവ് ചെയ്താൽ എ ബാർ പ്ലസ് ബി ഹോൾ ബാർ എന്ന് പറയുന്നത് എ ഡബിൾ ബാർ ഡോട്ട് ബി ബാർ എന്ന് വരും. സോ ഇറ്റ് ഈസ് എ ഡോട്ട് ബി ബാർ എന്നാണ് വരിക. ശരിയല്ലേ? അപ്പോൾ അതാ നിങ്ങൾ ഔട്ട്പുട്ട് വൈ ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കിയാൽ ഇവിടെ നമുക്ക് നോക്കാം എൻ്റെ വാല്യൂ, ബീൻ്റെ വാല്യൂ, വൈൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 0 to 1 എന്ന് പറയുന്ന ടൈമിൽ എ എത്രയാടാ? എ 1 ആണ്, ബി 0 ആണ് അല്ലേ? എ 1 ബി 0 എന്ന് പറഞ്ഞാൽ അല്ലേ 1 ഡോട്ട് അല്ലേ ബി 0, പക്ഷെ ബി ബാർ ആണ് 1 അല്ലേ? 1.1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ? സോ ഇത് റിസൾട്ട് വൈ 1 വരൂല്ലേ അല്ലേ? അപ്പോൾ 0 to 1 അത് 1 ആണ്. ഇനി 1 to 2, 1 to 2 നിങ്ങൾ നോക്കിയാൽ എൻ്റെ വാല്യൂ 1 ആണ്, ബീൻ്റെ വാല്യൂ 1 ആണ്. എൻ്റെ വാല്യൂ 1 അല്ലേ? ബീൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇത് ബി ബാർ എന്തായി പോവും? ഒരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ എഴുതാം അല്ലേ? ബി ബാറിൻ്റെ ഇതുകൂടി എഴുതിയാൽ വൈ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ അല്ലേ? ഇത് 1 വന്നു അല്ലേ? ഈ ബീൻ്റെ വാല്യൂവും 1 ആണെങ്കിൽ ബി ബാർ 0 അല്ലേ? ഇനി എയും ബി ബാറും നിങ്ങൾ ആൻഡ് ചെയ്താൽ 1 1 മറ്റേ 0 അല്ലേ? ആൻസർ എന്താ വരിക? 0 ആണ് വരിക അല്ലേ? അപ്പോൾ 1 to 2 എന്ന് പറയുന്ന ടൈമിൽ അല്ലേ 1 to 2 അത് 0 അല്ലേ? ശരിയല്ലേ? അങ്ങനെ ഒരൊറ്റ ഓപ്ഷൻ അതിൻ്റെ അകത്തുള്ളൂ അല്ലേ? ഇനി ചെയ്ത് നോക്കണമെന്നില്ല അല്ലേ? 0 to 1 1ഉം 1 to 2 0 ആവുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലേ അതിൻ്റെ അകത്തുള്ളൂ. ആൻസർ ഏതാണ് മക്കളെ കിട്ടിയത്? ആൻസർ ഓപ്ഷൻ എസ് കറക്റ്റ് ആണ്. ഒരു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആൻസർ അല്ലേ? ആൻസർ ഏതാണ്? ആദർശ ബി അല്ലേ? എസ് ശ്രീഹരി എസ് കറക്റ്റ് ആണ്. ആൻസർ ബി ആണ് അല്ലേ? നമ്മൾ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് വരിക. 0 to 1 അത് 1 ആയിരിക്കണം, 1 to 2 0 ആയിരിക്കണം. അങ്ങനെ ഒരൊറ്റ ഓപ്ഷൻ അതിൻ്റെ അകത്തുള്ളൂ. ലാസ്റ്റ് എസ് കറക്റ്റ്, ഓപ്ഷൻ ബി ആണ്, കറക്റ്റ് ആണ്. ദെൻ 17th ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് SHM ദ ഗ്രാഫ് ഓഫ് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? നമ്മൾ ഒരുപാട് പ്രാവശ്യം നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു സാധനമാണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ഗ്രാഫ് എന്തായിരുന്നടാ? ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ഗ്രാഫ് എന്താണ്? എലിപ്സ് ആയിരുന്നു അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ഗ്രാഫ് ഓഫ് SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ഗ്രാഫ് എലിപ്സ് ആണ്. ശരിയല്ലേ? അതിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. 18th ക്വസ്റ്റ്യൻ. എ ട്യൂണിംഗ് ഫോർക്ക് എ ഓഫ് അൺനോൺ ഫ്രീക്വൻസി produces 5 beats with a fork of non frequency 340 അല്ലേ? അപ്പം നമ്മൾ എ എന്ന് പറയുന്നൊരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട് അല്ലേ? ബി എന്ന് പറയുന്നൊരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. എ എന്ന് പറയുന്ന ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി നമുക്ക് അറിയൂല, ബീൻ്റെ ഫ്രീക്വൻസി അറിയാം എത്രയാണ്? 340 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇനീഷ്യലി വെൻ ഫോർക്ക് എ ഈസ് ഫൈൽഡ് ഓക്കെ, ഇനീഷ്യലി ദ പ്രൊഡ്യൂസസ് 5 beats per second അല്ലേ? അപ്പോൾ ഇനീഷ്യലി ഇവർ രണ്ടുപേരും സൗണ്ട് ചെയ്താൽ എത്ര ബീറ്റ്സ്? 5 beats per second ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ഇവരുടെ രണ്ടുപേരുടെയും ഫ്രീക്വൻസി ഡിഫറൻസ് 5 ആണെന്ന്. എന്ന് വെച്ചാൽ എൻ്റെ ഫ്രീക്വൻസി എന്തൊക്കെ വരാം? ഇവനേക്കാളും 5 ഹെർട്സ് കൂടുതലും വരാം, കുറവും വരാം അല്ലേ? അതായത് ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 345ഓ
അല്ലേ? ഇത് 340 ഒരു 5 ഹെർട്സ് കൂടുതലോ 335 ഒരു 5 ഹെർട്സ് കൂടുതലോ വരാം. ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി നമ്മളിത് ഫയൽ ചെയ്യാണ്, അല്ലേ? എ എന്ന് പറയുന്ന ട്യൂണിങ് ഫോർക്കിനെ ഫയൽ ചെയ്തു, അല്ലേ? എ എന്ന് പറയുന്ന ട്യൂണിങ് ഫോർക്കിനെ ഫയൽ ചെയ്തപ്പം എത്രയാണ് ബീറ്റ്സ് വന്നിരിക്കുന്നത്? 2 ബീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതാ ഇവൻ്റെ ഫ്രീക്വൻസി, അല്ലേ? നമ്മളെ ബീൻ്റെ ഫ്രീക്വൻസി 340 നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഇവിടെ 2 ബീറ്റ്സ് വന്നിട്ടുണ്ട്. നൗ എൻ്റെ ഫ്രീക്വൻസി ഏതൊക്കെ ആയിരിക്കണം? 340 ± 2 ആയിരിക്കണം. എന്നാലല്ലേ ഈ 2 ബീറ്റ്സ് ഉണ്ടാവുള്ളൂ. ഇവൻ്റെ ഫ്രീക്വൻസി 340 ആണല്ലോ, അല്ലേ? ഇനി ഇവനെ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 ബീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഫ്രീക്വൻസി ഇതിനേക്കാളും 2 ഹെർട്സ് കൂടുതൽ കുറവായിരിക്കണം. അപ്പോൾ ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 342 ഉണ്ട്, 338 ഉണ്ട്, അല്ലേ? ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചത്, അല്ലേ? നേരത്തെ 5 ബീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തില്ലേ, ഇപ്പം 2 എണ്ണല്ലേ ഉള്ളൂ, അല്ലേ? അപ്പോൾ എത്ര ബീറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്? 3 ബീറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇനീഷ്യലിന് 3 ബീറ്റ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഫൈനലി കിട്ടിയ ഫ്രീക്വൻസിന്ന് 3 മൈനസ് ചെയ്താൽ കിട്ടുന്ന ഫ്രീക്വൻസി ഏതാണോ അതല്ലേ നമ്മളെ അൺനോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. യെസ്, അല്ലേ? അപ്പോൾ നോക്കണേ, ഇനീഷ്യലി 5 ബീറ്റ്സ് ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ പോസിബിലിറ്റി പറഞ്ഞത്, അല്ലേ? ഇപ്പം 2 ബീറ്റ്സേ ഉള്ളൂ, അല്ലേ? ആ സമയത്തുള്ള പോസിബിലിറ്റി ഇതാണ്. അതായത് ഫസ്റ്റ് കണ്ടീഷന് എത്ര കുറഞ്ഞു? 3 ഹെർട്സ് കുറഞ്ഞു, ശരിയല്ലേ? 5 ബീറ്റ്സ് എന്നുള്ളത് 2 ബീറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ 3 ഹെർട്സ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഫൈനലിന് 3 ഹെർട്സ് കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ഏതാണോ അതല്ലടാ നമ്മളെ ട്യൂണിങ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, 342ന്ന് 3 ഹെർട്സ് മൈനസ് ചെയ്താൽ 339 എന്നല്ലേ വരിക, അല്ലേ? അങ്ങനെ ഒരു വാല്യൂ ഇനീഷ്യലി പോസിബിൾ ആയിരുന്നോ? അല്ല. ഇനീഷ്യലി പോസിബിൾ 345 ആൻഡ് 335 ആണ്, അല്ലേ? ഒരിക്കലും 342ന്ന് 3 മൈനസ് ചെയ്താൽ 345 കിട്ടൂല, അല്ലേ? പിന്നെ 338 നിന്ന് 3 മൈനസ് ചെയ്ത് നോക്ക്, 335 വന്നില്ലേ, അല്ലേ? അതൊരു പോസിബിൾ വാല്യൂ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അൺനോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 335 ഹെർട്സ് ആണ്. ഓക്കെ, യെസ്, സി ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാം നമുക്ക്. The trajectory of a projectile in a vertical plane is y is equal to alpha x minus beta x square, where alpha and beta are constants and x and y are respectively the horizontal and vertical distances of the projectile from the point of projection. The angle of projection theta and maximum height h are respectively. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടതാ? ട്രജക്ടറി ഓഫ് പ്രൊജക്ടൈൽ തന്നിട്ടുണ്ട്, ട്രജക്ടറിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്തൊക്കെ കാണണം? ആംഗിൾ ഓഫ് പ്രൊജക്ഷനും കാണണം, മാക്സിമം ഹൈറ്റും കാണണം. അതിനവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ y എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്, see trajectory of that projectile is given, അല്ലേ? y equal to alpha x minus beta x square ആണ്. അതാ ഇപ്പോൾ ക്ലിയർ ആയല്ലേ സ്റ്റേരിയെ, അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷനും മാക്സിമം ഹൈറ്റും കാണാനാണ്, അല്ലേ? അതിനാ y എന്ന് പറയുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണെന്നും, അല്ലേ, എക്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലേടാ മക്കളെ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ വൈന്ന് എങ്ങനെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കാണാം? നിങ്ങൾക്കറിയാം, നമ്മൾ ട്രജക്ടറി ഇൻഡിക്കേഷൻ പഠിച്ച എന്താ? y ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നല്ലേ നിങ്ങൾ പഠിച്ചത്, അല്ലേ? അതിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആയിരിക്കില്ലടാ, അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ 2 ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്, അല്ലേ? യെസ്, അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ ടാൻ തീറ്റ ഇവിടെ ഏതാണുള്ളത്? ആൽഫ അല്ലേ ഉള്ളത്,
അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് പറയാടാ മക്കളെ? ടാൻ തീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് തീറ്റ ഈക്വൽ ടു എന്ത് വന്നടാ? ടാൻ ഇൻവേഴ്സ് ആൽഫ എന്ന് വന്നില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തീറ്റ കിട്ടി, അത് ടാൻ ഇൻവേഴ്സ് ആൽഫയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ടാൻ ഇൻവേഴ്സ് ആൽഫ ഉള്ള രണ്ട് ഓപ്ഷൻസ് അവിടെ കയറി വന്നിട്ടുണ്ട്, അല്ലേ? ഇനി നമുക്കത് ഫിക്സ് ചെയ്യണം. അതിന് ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? മാക്സിമം ഹൈറ്റ് കാണണം, അല്ലേ? മാക്സിമം ഹൈറ്റ് കാണാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ടു ഫൈൻഡ് മാക്സിമം ഹൈറ്റ്, ടു ഫൈൻഡ് മാക്സിമം ഹൈറ്റ്. ഓക്കെ, ആ മാക്സിമം ഹൈറ്റ് കാണാൻ y നമുക്ക് തന്നിട്ടുണ്ട്. y ഈക്വൽ ടു ആൽഫ എക്സ് മൈനസ് ബീറ്റ എക്സ് സ്ക്വയർ അല്ലടാ. ഈ y എന്ന് പറയുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലേ? ആ മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണല്ലോ h എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ y മാക്സിമം ആവുന്ന എക്സിൻ്റെ വാല്യൂ കണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ y എന്ന് പറയുന്നത് മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്, അല്ലേ? അപ്പോൾ ഈ y മാക്സിമം ആവുന്ന y ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? y മാക്സിമം ആവുന്ന ഒരു എക്സിൻ്റെ വാല്യൂ ഉണ്ട്, അത് കണ്ടിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എങ്ങനെയാണ് y മാക്സിമം ആവുന്ന എക്സിൻ്റെ വാല്യൂ കാണുമെന്ന് വെച്ചാൽ dy/dx ഈക്വൽ ടു 0 എന്ന് എടുത്താൽ പോരെ നിങ്ങൾ, അല്ലേ? അപ്പോൾ dy/dx ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ അല്ലേ? അപ്പോൾ dy/dx ഈക്വൽ ടു 0, അല്ലേ? അപ്പോൾ dy/dx എന്ന് എടുത്ത് നോക്കി, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആൽഫ മൈനസ് 2 ബീറ്റ എക്സ് എന്നല്ലട വരിക, ഈക്വൽ ടു 0, അല്ലേ? അവിടെ നമുക്ക് ആൽഫ ഈക്വൽ ടു 2 ബീറ്റ എക്സ് എന്ന് വരൂലേ, അല്ലേ? അപ്പോൾ അതാ ആൽഫ ഈക്വൽ ടു 2 ബീറ്റ എക്സ് ആണ്. ആൽഫ ഈക്വൽ ടു 2 ബീറ്റ എക്സ്. അവിടുന്ന് എക്സ് ഈക്വൽ ടു എന്ത് വന്നു? ആൽഫ ബൈ 2 ബീറ്റ എന്ന് വന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വൈൻ്റെ ഇക്വേഷനിൽ എക്സിന് ആൽഫ ബൈ 2 ബീറ്റ എന്ന് കൊടുത്താൽ എനിക്ക് എച്ച് കിട്ടും, അല്ലേ? അപ്പോൾ നമ്മൾ വൈൻ്റെ ഇക്വേഷൻ എന്താ? വൈ ഈക്വൽ ടു എന്തായിരുന്നു? ആൽഫ എക്സ് മൈനസ് ബീറ്റ എക്സ് സ്ക്വയർ അല്ലേ? ഇത് ഈ y മാക്സിമം ആവുന്ന എക്സിൻ്റെ വാല്യൂ ആണിത്. ആ വൈൻ്റെ മാക്സിമം വാല്യൂ ആണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് എച്ച് ഉണ്ടാക്കാൻ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക? ആൽഫ ബൈ 2 ബീറ്റ എന്ന് കൊടുക്കാം, അല്ലേ? അപ്പോൾ അതാ ഇങ്ങനെ വരും, ശരിയല്ലേ? അപ്പോൾ അതാ സോ ആൽഫ സ്ക്വയർ ബൈ 2 ബീറ്റ മൈനസ് ഈ ബീറ്റയും ഇതും കട്ട് ചെയ്തു ആൽഫ സ്ക്വയർ ബൈ 4 ബീറ്റ, അല്ലേ? ഇത് മൈനസ് ചെയ്യണമെങ്കിൽ ഇവൻ്റെ ഡിനോമിനേറ്ററും 4 ബീറ്റ കാരണം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 ആൽഫ സ്ക്വയർ ബൈ 4 ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ ബൈ 4 ബീറ്റ എന്ന് വരും, ശരിയല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ബീറ്റ എന്ന് നമ്മൾ എച്ച് മാക്സിമം ഹൈറ്റ് വരും, അല്ലേ? അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ആൽഫയും എച്ച് മാക്സ് ആൽഫ സ്ക്വയർ ബൈ 4 ബീറ്റയുമാണ്. ഓക്കെ, ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതാണ്? ഓപ്ഷൻ ശ്രീഹരി കറക്റ്റ് ആണ്. സാനിയ യെസ് കറക്റ്റ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ അല്ലടാ മക്കളെ? ക്ലിയർ ആണ്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20th ക്വസ്റ്റ്യൻ. ദ നോർമൽ ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് റോ ആൻഡ് ഇസ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് കെ. The magnitude of increase in density of the material when the pressure P is applied uniformly on all sides. അല്ലേ? പ്രഷർ തന്നിട്ടുണ്ട്, ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ ഡെൻസിറ്റി അല്ലേ ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, ഡെൻസിറ്റി എന്ന് പറയുന്ന മക്കളെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ? ആ മാസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താൽ വോളിയം കുറയാണ്, അപ്പോൾ ഡെൻസിറ്റി കൂടും, അല്ലേ? അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ റോ ഡിവൈഡഡ് ബൈ റോ എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി അല്ലേ? ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഈ വോളിയം കൂടുന്ന സമയത്ത് ഡെൻസിറ്റി കുറയാണ്. ആക്ച്വലി ഒരു നെഗറ്റീവ് സൈൻ ഇടും നമ്മളവിടെ, അല്ലേ? നിങ്ങൾ ബൾക്ക് മോഡുലസ് എന്ന് പഠിച്ചിട്ടില്ലടാ? ബൾക്ക് മോഡുലസ് കെ ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി ഓർ മൈനസ് പി ഡിവൈഡ് ബൈ ഡെൽറ്റ ബി ബൈ വി, അല്ലേ? അവിടുന്ന് ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ബൾക്ക് മോഡുലസ് എന്നല്ലേ നിങ്ങൾ പഠിച്ചത്, ഓർ മൈനസ് പി. ഇവിടെ മൈനസ് എടുക്കാം, മൈനസ് ഇപ്പുറം എടുക്കാം, അല്ലേ? അപ്പോൾ മൈനസ് ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് പി ബൈ ബൾക്ക് മോഡുലസ് അല്ലേ? അപ്പോൾ അതാ ഇവിടെ ഞാൻ ഇത് പി ഡിവൈഡ് ബൈ ബൾക്ക് മോഡുലസ് കെ എന്ന് എടുക്കട്ടെ. അതല്ലേ നമ്മളെ ഡെൽറ്റ റോ ഡിവൈഡ് ബൈ റോ എന്ന് പറയുന്നത്, അല്ലേ? അവിടുന്ന് ഡെൽറ്റ റോ ഈക്വൽ ടു വാട്ട്, അല്ലേ? റോ ഇൻ ടു പി ഡിവൈഡഡ് ബൈ കെ എന്ന് വരും, അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഡെൽറ്റ റോ ഇസ് ഈക്വൽ ടു റോ പി ഡിവൈഡ് ബൈ കെ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ല മക്കളെ?
യെസ് ശ്രീഹരിയെ ആദർശ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിൽ ഇവിടെ പോയാലോ നമുക്ക്. 21st question. A parallel plate capacitor whose capacitance C is 14 picofarad is charged by a battery to a potential difference V equal 12 volt. The charging battery is now disconnected and a porcelain plate with a K equal to 7 is inserted between the plates. Then the plate would oscillate back and forth between the plates at a constant mechanical energy of. അല്ലേ, ആ കോൺസ്റ്റന്റ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ആ ചേഞ്ച് ഇൻ എനർജിയാണ്. അല്ലേ, ഈ എനർജിയിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ കാണാം എനർജിക്ക് എന്ത് സംഭവിക്കും. അല്ലേ, ആ എനർജിയിലുള്ള ചേഞ്ച് എത്രയാണോ അതാണ് ഈ പ്ലേറ്റിൻ്റെ നമ്മളെ പോർസലൈൻ പ്ലേറ്റിൻ്റെ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അല്ലേ, അതിന് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്, അതിൻ്റെ കപ്പാസിറ്റൻസ് സി ആണ്. അവിടെ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിയും വിയും തന്നിട്ടുണ്ട്. അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി ഈ കപ്പാസിറ്ററിൻ്റെ കയ്യിലുള്ള എനർജി എന്ന് പറയുന്നത് അല്ലേ ദറ്റ്സ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ അല്ലേ, ശരിയല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ ചാർജിങ് ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് ഡിസ്കണക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു പോർസലൈൻ പ്ലേറ്റ് ഇതിലേക്ക് പ്ലേറ്റിൻ്റെ ഈ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിലും ഇൻസെർട്ട് ചെയ്യും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പിച്ചോ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. അല്ലേ, അപ്പോൾ സെക്കൻഡ് കേസിൽ വെൻ എ ഡയലക്ട്രിക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് അല്ലേ, കപ്പാസിറ്റൻസ് സി ഡാഷ് എന്നുള്ള എത്ര ആയിട്ടുണ്ടാവും, കെ സി ആയിട്ടുണ്ടാവും. അവൻ്റെ ഈ പോർസലൈൻ പ്ലേറ്റിൻ്റെ തിക്നെസ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ ഹോൾ റീജിയനിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ലേ, ദെൻ പൊട്ടൻഷ്യൽ എത്ര ആയിട്ടുണ്ടാവും എന്നറിയോ, പൊട്ടൻഷ്യൽ V/K ആയിട്ടുണ്ടാവും. അല്ലേ, അത് നമ്മൾ ഓൾറെഡി ആ ഇലക്ട്രോസൈസ് നമ്മളത് പഠിച്ചാണ് എഫക്റ്റ്. അല്ലേ, നമ്മൾ ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടും അല്ലേ റിമെയിൻ കണക്റ്റഡ്, അങ്ങനെ 2 കേസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലേ, അപ്പോൾ നിങ്ങൾ നോക്കിയാലടാ ഫൈനൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ആ സി എന്ന് പറയുന്നത് കെ സി ആയി, വി എന്ന് പറയുന്നത് V/K ആയി. സോ ഇങ്ങനെ വന്നു. അല്ലേ, അപ്പോൾ നിങ്ങൾ ഫൈനൽ എനർജി ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ബൈ കെ എന്ന് വന്നു. അല്ലേ, ഷുവർ ഫൈനൽ എനർജി കുറഞ്ഞു, എനർജി കുറഞ്ഞു. അല്ലേ, അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ എനർജി എത്രയാടാ, ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ആ ഇനീഷ്യൽ എനർജിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ എനർജി അങ്ങ് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ അല്ലേ നമുക്ക് ചേഞ്ച് കിട്ടുക. ദറ്റ്സ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ മൈനസ് ഹാഫ് സി വി സ്ക്വയർ ബൈ കെ എന്ന് വരും. അല്ലേ, അവിടെ ഹാഫ് സി വി സ്ക്വയർ കോമൺ ഞാൻ നിങ്ങൾ പുറത്തെടുത്തു, 1 മൈനസ് 1/k. ശരിയല്ലേ, ഇവിടെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മളെ ആൻസറായി. സോ നിങ്ങൾ നോക്ക്, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആ സീൻ്റെ വാല്യൂ എത്രയാടാ, 14 × 10⁻⁻12 അല്ലേ, വിൻ്റെ വാല്യൂ എത്ര 12, 12ൻ്റെ സ്ക്വയർ എത്രയാ 144 ഇൻറ്റു 1 മൈനസ് 1/7 അല്ലേടാ. 1 മൈനസ് 1/7 നമ്മൾ സോൾവ് ചെയ്താൽ 6/7 എന്നല്ലേ വരിക. യെസ് കറക്റ്റ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ ഞാൻ ഹാഫ് ഇൻറ്റു 14 × 10⁻⁻12 ഇൻറ്റു 144 × 6/7 അല്ലേ, താഴെ 7 × 2 14 ഉണ്ട്, മുകളിലുള്ള 14 ആയിട്ടും കട്ട് ചെയ്യും. അല്ലേ, അപ്പോൾ നമുക്ക് 144 × 6 ഇൻറ്റു 10⁻⁻12 ജൂൾ എന്ന് കിട്ടും. അല്ലേ, ആ 144 × 6 എത്ര വരിടാ, എത്രയാണ് 8. യെസ് കറക്റ്റ് ആണ്. ഡിജിലേ ആദർശ് ശ്രീഹരി കറക്റ്റ് ആണ്. 864 ആണ് വരിക. 864 × 10⁻⁻12 അല്ലേ, അപ്പോൾ 864 × 10⁻⁻12 ജൂൾ എന്ന് വരും. അല്ലേ, ആ 10⁻⁻12 പീക്കോ അല്ലേ. അല്ലേ, അപ്പോൾ 864 പീക്കോ ജൂളിന് ആൻസർ വരും. കറക്റ്റാണ്. ശരിയല്ലേ, ഓക്കെ. യെസ്, അതൊരു വലിയൊരു കൺഫ്യൂഷനൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു പ്രോബ്ലം ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. അല്ലേ, അതിനാണ് 22nd ക്വസ്റ്റ്യൻ നോക്ക്. 22ാമത്തെ ക്വസ്റ്റ്യൻ. A person standing on a spring balance inside a stationary lift measures 60 kg. ഓക്കെ, അപ്പോൾ സ്റ്റേഷനറി ലിഫ്റ്റ് ആണ് അല്ലേ, അയാൾ മെഷർ ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ വെയിറ്റ് ആയിരിക്കും എന്നൊക്കെ നിങ്ങൾക്കറിയാം. ലിഫ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് വെയിറ്റിൽ ചേഞ്ച് ഉണ്ടാവും അല്ലേ. ദ വെയിറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ ഇഫ് ദ ലിഫ്റ്റ് ഡിസെൻസ് വിത്ത് യൂണിഫോം ഡൗൺവേർഡ് ആക്സിലറേഷൻ ഓഫ് 1.8 meter per second square will be.
അല്ലേ? ഈ ലിഫ്റ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് എത്രയെന്ന് ഇടാം മക്കളെ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ എന്നല്ലേ നമ്മൾ പഠിച്ചത്, അല്ലേ? ആ എം അവർ എത്ര തന്നിട്ടുണ്ട്? 60 എന്ന് തന്നിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ 1.8 ആണ്. അപ്പോൾ നമുക്ക് 60 ഇൻറ്റു 8.2 എന്ന് കിട്ടി, ഓർ 82 ഇൻറ്റു 6, അല്ലേ? എത്ര കിട്ടി? 492 ന്യൂട്ടൺ, അല്ലേ? ആൻസർ വരുന്നത് 492 ന്യൂട്ടൺ എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടായിരുന്നോ മക്കളെ? 492 ന്യൂട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നോ എക്സാമിനേഷന്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 23rd question. The circuit contains 2 diodes, each with a forward resistance of 50 ohm and with infinite reverse resistance. If the battery of voltage 6 volt, if the battery voltage is 6 volt, current through 120 ohm resistance is dash milliampere. ആ 120 ohm റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ടാണ് നമുക്ക് കാണേണ്ടത്, അല്ലേ? അതിനൊരു 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 ഡയോഡ്സ് ഉണ്ട്. ഐഡിയൽ ഡയോഡ്സ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഈച്ച് വിത്ത് ഫോർവേഡ് റെസിസ്റ്റൻസ് 50 ohm. അതായത് ഈ ഡയോഡിനെ നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്താൽ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയും 50 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്ത ആളെ എന്തായിട്ട് കൺസിഡർ ചെയ്താൽ മതി? 50 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് വിത്ത് ഇൻഫിനിറ്റ് റിവേഴ്സ് റെസിസ്റ്റൻസ്, അല്ലേ? അപ്പോൾ റിവേഴ്സ് ബയസ് ചെയ്ത ആളെ റെസിസ്റ്റൻസ് എത്ര? ഇൻഫിനിറ്റി ആണ്, അല്ലേ? അപ്പോൾ ഫോർവേഡ് ബയസ് ചെയ്ത ആളെ റെസിസ്റ്റൻസ് 50ഉം റിവേഴ്സ് ബയസ് ചെയ്ത ആളെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാറ്ററി വോൾട്ടേജ് 6 വോൾട്ട് ആണ്. അതിനെ 120യിലുള്ള കറണ്ട് അല്ല അറിയേണ്ടത്. അത് നിങ്ങൾ ആ ഫിഗറിലേക്ക് ഒന്ന് നോക്ക്, അല്ലേ? ഈ D1 എന്ന് പറയുന്ന ഡയോഡ് കണ്ടോ നിങ്ങൾ, അല്ലേ? ആ D1 എന്ന് പറയുന്ന ഡയോഡിൻ്റെ ഇത് P, ഇത് എന്നല്ലേ നിങ്ങൾ പഠിച്ചത്? ഈ Pയിലേക്ക് കണക്ഷൻ എവിടുന്നാ? പോസിറ്റീവ് എന്നാണ്, അല്ലേ? അപ്പോൾ അവൻ എന്ത് ബയസ്ഡ് ആണ്? ഫോർവേഡ് ബയസ്ഡ് ആണ്, അല്ലേ? അപ്പോൾ നമ്മളെ ഈ സർക്യൂട്ടിൽ D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി? ഫോർവേഡ് ബയസ്ഡ് അല്ലടാ മക്കളെ, അല്ലേ? ഇനി നിങ്ങൾ D2നെ നോക്ക്. ആ D2ൻ്റെ ഈ N വന്നിരിക്കുന്നത് പോസിറ്റീവിലേക്കല്ലേ? അപ്പോൾ D2 എന്ത് ബയസ്ഡ് ആണ്? D2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡ് ആണ്, അല്ലേ? അപ്പോൾ D1 ഫോർവേഡ് ബയസ്ഡ് ആണ്, D2 റിവേഴ്സ് ബയസ്ഡ് ആണ്, അല്ലേ? അവർ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഫോർവേഡ് ബയസ് ചെയ്ത ആൾ റെസിസ്റ്റൻസ് 50ഉം റിവേഴ്സ് ബയസ് ചെയ്ത ആൾ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയും ആണ്, അല്ലേ? ആരാ റിവേഴ്സ് ബയസ് ചെയ്തത്? D2 അല്ലേ? അപ്പോൾ നമ്മൾ D2ൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? ഇൻഫിനിറ്റിയാണ്, അല്ലേ? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് പോവോ? കറണ്ട് പോവില്ല, അല്ലേ? അങ്ങനെ കറണ്ട് പോകുന്നില്ലേ നമ്മൾ ആ ബ്രാഞ്ച് അവിടെ നിന്ന് അങ്ങ് ഒഴിവാക്കും, അല്ലേ? ഇതിലൂടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ബ്രാഞ്ച് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? സോ ഈ ബ്രാഞ്ച് അവിടെ നിന്ന് പോയി, അല്ലേ? നമ്മളെ ഫൈനൽ ആൻസർ ഫിഗറിലേക്ക് നമ്മൾ എത്തുകയാണ്, അല്ലേ? ഈ ബ്രാഞ്ചിൽ നിന്നിലൂടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ആ ബ്രാഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കണം, D1 ഫോർവേഡ് ബയസ് ചെയ്ത ആളാണ്, അല്ലേ? D1 നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അങ്ങനെ ഫോർവേഡ് ബയസ് ചെയ്താൽ റെസിസ്റ്റൻസ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 50 ohm എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ D1ൻ്റെ റെസിസ്റ്റൻസ് 50 ohm ആണെങ്കിൽ ഈ D1 50 ohm റെസിസ്റ്റൻസ് ആണ്, അല്ലേടാ? നിങ്ങൾക്ക് കാണേണ്ടത് ഈ 120 ohമിലൂടെയുള്ള കറണ്ട് അല്ലേ? നിങ്ങൾ നോക്കിയാൽ ഈ 3 ആളുകളും സീരീസ് അല്ലേ? അപ്പോൾ സീരീസിൽ ഈ കറണ്ട് എന്ന് പറയുന്ന സെല്ലിൻ്റെ ടോട്ടൽ കറണ്ട് തന്നെയാണല്ലോ, അല്ലേ? ആ കറണ്ട് കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? സെല്ലിൻ്റെ EMF ഡിവൈഡ് ബൈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നല്ലേ നിങ്ങൾ പഠിച്ചത്, അല്ലേ? ആ EMF, അല്ലേ? EMF 6 വോൾട്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് നോക്കടാ. ഈ 3 റെസിസ്റ്റേഴ്സും എന്ത് കണക്ഷനാണ്? സീരീസ് കണക്ഷൻ അല്ലേ? സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് കാണാൻ ആഡ് ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ 250 + 50 എത്ര വരും? 300 എന്ന് വരും, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 6/3 × 10⁻² ആംപിയർ എന്ന് വരും. സോ 2 × 10⁻² ആംപിയർ. അത് 20 × 10⁻³ ആംപിയർ എന്ന് എഴുതാം. അത് 20 മില്ലി ആംപിയർ ആണ് നമുക്ക് ആൻസർ കിട്ടും, അല്ലേ? യെസ്, കറക്റ്റ് ആദർശേ.
യെസ് ആദർശ്, യെസ് കറക്റ്റ്, 20 മില്ലി ആംബിയർ കറക്റ്റ് ആൻസർ ആണ് അല്ലേ. എത്ര മില്ലി ആംബിയർ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്? 20 മില്ലി ആംബിയർ. ഓക്കെ, അതിനാണ് നമുക്ക് ആ 24th ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇതാ 24th ക്വസ്റ്റ്യൻ നോക്കടാ. എ കറണ്ട് ഓഫ് 6 ആംബിയർ എൻറ്റേഴ്സ് വൺ കോർണർ പി ഓഫ് എൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ PQR having 3 wires of resistance 2 ohm each and leaves by corner R. Okay, the current I1 in amperes. നിങ്ങൾ നോക്കടാ, ഇവിടെ പി എന്ന് പറയുന്ന ഈ എൻഡിലേക്ക് ഇതിലൂടെ 6 ആംബിയർ എന്ന് പറയുന്ന ഒരു കറണ്ട് കയറി വന്നു അല്ലേ. എന്നിട്ട് I1 ഈ ബ്രാഞ്ചിലൂടെ I1 ഇതിലെങ്ങനെ ഇങ്ങോട്ട് വന്നു, ഇതിലൂടെ I2 വന്നു, എന്നിട്ട് ഇവിടുന്ന് കമ്പൈൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി പോവാണ് അല്ലേ. അപ്പോൾ നിങ്ങളിതാ ഈ ഒരു ജംഗ്ഷൻ നോക്കിയാൽ, ഈ ഒരു പി എന്ന് പറയുന്ന ജംഗ്ഷൻ നോക്കിയാൽ അല്ലേ, അവിടേക്ക് 6 ആംബിയർ കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, I1 I2 അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ജംഗ്ഷൻ റൂൾ, നമ്മൾ പഠിച്ചല്ലേ. എന്താ ജംഗ്ഷൻ റൂൾ പറയുന്നത്? ടോട്ടൽ കറണ്ട് എൻ്ററിങ് ഈക്വൽ ടോട്ടൽ കറണ്ട് ലീവിങ് അല്ലേ. അവിടെ ടോട്ടൽ കറണ്ട് എൻ്ററിങ് 6 അല്ലേടാ, ടോട്ടൽ കറണ്ട് ലീവിങ് I1 + I2 അല്ലേ. അപ്പോൾ I1 + I2 = 6 ആംബിയർ എന്ന് കിട്ടിയോ നിങ്ങൾക്ക്? ശരിയല്ലേ. അപ്പോൾ I1 + I2 = 6 ആണ്. നിങ്ങൾക്ക് I1 അല്ലേ കാണേണ്ടത്, അതിന് ഈ I2 I1 തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാക്കിയാൽ മതി. അത് നിങ്ങളിതാ ഈ ബ്രാഞ്ചിലേക്ക് നോക്ക്. ഇതാ ഈ ബ്രാഞ്ച് ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? 2 ഓം അല്ലടാ. ഈ രണ്ട് 2 ഓം റെസിസ്റ്റൻസും സീരീസ് അല്ലല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതാ ഈ ബ്രാഞ്ചിനെ എനിക്കിതാ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു 4 ഓം റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. ഇതിലൂടെയുള്ള കറണ്ടാണ് I1. ഇനി നിങ്ങൾ കണ്ടോ, ഈ 2 ഓം റെസിസ്റ്റൻസ് 4 ഓം റെസിസ്റ്റൻസ് എന്ത് കണക്ഷനാ? പാരലൽ കണക്ഷൻ അല്ലേ അല്ലേ. അങ്ങനെ പാരലൽ കണക്ഷൻ ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കണ്ടേ. ഈ ഒരു ബ്രാഞ്ചിൽ റെസിസ്റ്റൻസ് അറിയാം, കറണ്ട് അറിയാം. അപ്പോൾ അവിടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 4 × I1 അല്ലേടാ, ഈക്വൽ ടു ഇവിടെയുള്ള വോൾട്ടേജ് 2 × I2. അവിടെ നമുക്ക് I2 = 2 I1 എന്ന് കിട്ടിയില്ലേ. ഈ I2ൻ്റെ സ്ഥാനത്ത് ഞാൻ 2 I1 എന്ന് കൊടുത്താൽ ഇങ്ങനെ കിട്ടി അല്ലേ. സോ 3 I1 = 6 എന്ന് വന്നു. സോ I1 = എത്ര വന്നടാ? 6/3 ദാറ്റ്സ് ഈക്വൽ ടു 2 ആംബിയർ എന്ന് ആൻസർ വന്നു അല്ലേ. സോ I1ൻ്റെ വാല്യൂ എത്രയാണ്? 2 ആംബിയർ. ഓക്കെ, അപ്പോൾ 24th 7:30. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെയാണ് നമുക്ക് 25th. 2 particles having masses 4 gram and 16 gram respectively are moving with equal kinetic energies. The ratio of magnitudes of linear momentum is n/2. The value of n will be. എടാ, 2 പാർട്ടിക്കിൾസ് അവരുടെ മാസസ് തന്നിട്ടുണ്ട്, M1 M2 തന്നിട്ടുണ്ട്. ആർ മൂവിങ് വിത്ത് ഈക്വൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. ദ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദെയർ മൊമെൻറ്റം, അവരുടെ മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ n/2 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അവർ കൈനറ്റിക് എനർജി സെയിം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം മൊമെൻറ്റം P = നിങ്ങളിങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, √2m × കൈനറ്റിക് എനർജി അല്ലേടാ അല്ലേ. അതിൽ ആ 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പോൾ രണ്ടിനും സെയിം വാല്യൂ ആയതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് P ∝ √m എന്ന് കിട്ടിയില്ലടാ. അപ്പോൾ നിങ്ങളെ P1/P2 എന്ന് പറയുന്നത് എന്ത് വരും മക്കളെ? √m1/m2 എന്ന് വരൂലേ അല്ലേ. ആ M1 ഉം M2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. M1 എത്രയാടാ? 4 ആണ്, M2 16 ആണ്. ഗ്രാം കട്ട് ചെയ്ത് പോയി അല്ലേ. അപ്പോൾ നമുക്ക് P1/P2 = √1/4 എന്നല്ലേ വരിക അല്ലേ. അപ്പോൾ P1/P2 റൂട്ട് എടുത്ത് നോക്കടാ, 1/2 എന്ന് വരും ശരിയല്ലേ. അപ്പോൾ 1/2 or 1:2 ആണ്. അവർ പറയുന്നത് n/2 എന്നല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1:2 എന്നാണ് P1/P2 അല്ലേ. അവർ പറഞ്ഞിരിക്കുന്നത് n/2 എന്നാണ്. സോ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? എന്നിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ. യെസ് കറക്റ്റ്. സാനിയ, അഭിജിത്ത്, ശ്രീജിത്ത്, ആദർശേ 1 അല്ലടാ. നിഖിൽ, യെസ് കറക്റ്റ് 1. ശരിയല്ലേ. അതിനാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. നമ്മളെ 26th ക്വസ്റ്റ്യനെ, ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ എ വുഡൻ ബ്ലോക്ക് ഓഫ് മാസ് 0.5 kilogram
and a vertical rough wall is 0.2. The magnitude of horizontal force then should be applied on the block to keep it adhere to the wall will be. അപ്പം എന്താണ്, ഒരു വെർട്ടിക്കൽ വാൾ ഉണ്ടടാ, ഇതെങ്ങനെ ഒരു വെർട്ടിക്കൽ വാൾ അല്ലേ. അപ്പം നമ്മൾ ഒരു ബ്ലോക്കിനെ ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ് ഒരു ഫോഴ്സ് യൂസ് ചെയ്തിട്ട് അല്ലേ. നിങ്ങൾ എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഈ വെർട്ടിക്കൽ വാളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക അല്ലേ. നിങ്ങൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലേ. ഇവിടെ എന്താ സംഭവം എന്ന് അറിയടാ, ഈ ബോഡീൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒക്കെ നമ്മൾ നോക്കിയാൽ ഇവൻ്റെ വെയിറ്റ് എം ജി അല്ലേ. എം ജി എന്ന് പറയുന്ന വെയിറ്റ് ഇങ്ങനെ ഡൗൺവേർഡ് ഡയറക്ഷനിലുണ്ട്, ശരിയല്ലേ. ആ എം ജി എന്ന് പറയുന്ന വെയിറ്റ് കൊണ്ട് ഇവന് താഴേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, ശരിയല്ലേ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് വരും, ഫ്രിക്ഷണൽ ഫോഴ്സ് വരും, ശരിയല്ലേ. അപ്പോൾ അതാ ഈ എം ജിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് സ്മോൾ എഫ് വരും. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം മ്യൂ ഇൻറ്റു ആർ ആണ്, ശരിയല്ലേ. അപ്പോൾ ഇവിടെ ഈ ബോഡി ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കണമെങ്കിൽ അല്ലെ, മിനിമം കണ്ടീഷൻ എന്താ, ആ എം ജി എന്ന് പറയുന്ന ആ വെയിറ്റിനെ ആര് ബാലൻസ് ചെയ്യണം, ഫ്രിക്ഷൻ ഫോഴ്സ് ബാലൻസ് ചെയ്യണം, ശരിയല്ലേ. ശരിക്ക് ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ജി എന്നാണ് അല്ലേ. പക്ഷേ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്രയായാലും ഇവിടെ ആവശ്യമുള്ളത് ആ സർഫസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. എനിവേ നമ്മൾ മിനിമം കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഫ്രിക്ഷൻ അല്ലേ എം ജി അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ എസ് ഇൻറ്റു ആർ ആയിരിക്കണമെന്ന്, ശരിയല്ലേ. ആ നോർമൽ റിയാക്ഷൻ എത്രയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നോക്ക്, ഈ സർഫസിൽ അല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഫോഴ്സ് അല്ലേ നോർമൽ റിയാക്ഷൻ അല്ലേ, ആർ എന്ന് പറയുന്നത്, ശരിയല്ലേ. ഇതാണ് നമ്മുടെ നോർമൽ റിയാക്ഷൻ ആർ അല്ലേ. അവിടെ വളരെ ക്ലിയർ അല്ലേ, ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആ ബോഡിക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലല്ലോ, ബോഡി മൂവ് ചെയ്യുന്നില്ല. എഫ് റൈറ്റിലോട്ടുണ്ട്, ആറ് ലെഫ്റ്റിലോട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അവിടുന്ന് ആറ് ഈക്വൽ ടു എഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതാ ഈ ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ എഫ് എന്ന് കൊടുത്താൽ എം ജി ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എഫ് എന്നല്ലടാ വരിക. നിങ്ങളുടെ ആ എഫ് എത്രയെന്നല്ലേ ക്വസ്റ്റ്യൻ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ മാസ് 0.5 ആണ്, ജി 10 ആണ്, ഈക്വൽ ടു 0.2 ഇൻറ്റു എഫ് എന്നല്ലടാ വരിക അല്ലേ. അവിടുന്ന് എഫ് ഈക്വൽ എന്ത് വന്നു, 0.5 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 0.2 അല്ലേ അല്ലേ. അത് നമ്മൾ ചെയ്താൽ 5 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 2 അല്ലേ. ആൻസർ എത്രയാണ് മക്കളെ കിട്ടിയത്, യെസ് കറക്റ്റാണ് ആദർശേ, യെസ് 25 ആണ്, കറക്റ്റാണ് 25 ന്യൂട്ടൺ ആണ് വരിക അല്ലേ. സോ 50/2 25 ആണ് വരിക. സോ 25 ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടണം. നിജിലേ കറക്റ്റാണ് 25. എടാ ക്ലിയർ അല്ല മക്കളെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. 27th ക്വസ്റ്റ്യൻ. Fringe width of 6 millimeter. A fringe width of 6 millimeter was produced for 2 slits separated by 1 millimeter apart. The screen is placed 10 meter away. The wavelength of light used is x nanometer. The value of x. Fringe width തന്നിട്ടുണ്ട് അല്ലേ, വേവ് ലെങ്ത് കാണണം അല്ലേ. എന്താണ് ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ മക്കളെ, എന്തായിരുന്നു ഫ്രിഞ്ച് വിഡ്ത്ത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓർമ്മയുണ്ടോ, ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ സ്മോൾ ഡി അല്ലേ അല്ലേ. ഇവിടുന്ന് ലാംഡ അല്ലേ നമുക്ക് കാണേണ്ടത്, വാല്യൂസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൾ ഇതാ ലാംഡ ഈക്വൽ ടു ബീറ്റ ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി എന്ന് വരും അല്ലേ. ആ ബീറ്റ് എത്രയാണ്, 6 millimeter. ശരിക്കും ശ്രദ്ധിക്കണേടാ, മില്ലിമീറ്റർ ആണ് മക്കളെ. അപ്പോൾ 6 × 10⁻³ അല്ലേ. പിന്നെ ഈ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷനിലെ സ്മോൾ ഡി എന്ന് പറയുന്നത്, ആ സ്മോൾ ഡി എത്രയാണ് അവർ തന്നിരിക്കുന്നത്, 1 millimeter. 1 millimeter വെച്ചാൽ 1 × 10⁻³ ഡിവൈഡഡ് ബൈ ഈ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള സ്ലിറ്റും സ്ക്രീൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ, 10 meter. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 × 10⁻⁻7 മീറ്റർ എന്നല്ലേ കിട്ടിയിരിക്കുന്നത്, ഓർ ഇറ്റ് ഈസ് 600 × 10⁻⁻9 മീറ്റർ എന്ന് വരും, ഓർ ഇറ്റ് ഈസ് 600 നാനോമീറ്റർ അല്ലേ. യെസ് കറക്റ്റ് ആണ്, 600 കറക്റ്റ്. നാനോമീറ്ററിൽ നമ്മൾ പറയുകയാണെങ്കിൽ 600 നാനോമീറ്റർ ആണ്. നെക്സ്റ്റ് സാനിയ, യെസ് കറക്റ്റ്, 600 ആണ് എക്സിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് 28th ക്വസ്റ്റ്യൻ. അതാ നമ്മൾ തീരാൻ പോവാണ് അല്ലേ, 2 more questions. 28th question. The Zener diode has VZ equal to 30 volt. The current passing through the diode for the following circuit is dash milliampere.
ഓക്കെ, ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ടാ. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെനർ ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്രയാണ്? 30 ആണ്. അപ്പോൾ ഇൻപുട്ടിൽ നിങ്ങൾ 90 വോൾട്ട് കൊടുത്താൽ ഉറപ്പിച്ചോ ഇവൻ ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് അല്ലേ. അങ്ങനെ ബ്രേക്ക് ഡൗൺ റീജിയനിലാണെങ്കിൽ ആ ഡയോഡിന് അക്രോസുള്ള വോൾട്ടേജ് എത്ര ആയിക്കടാ? അവൻ്റെ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 30 വോൾട്ട് തന്നെയല്ലേ ഉണ്ടാവുക, അത് ചേഞ്ച് ചെയ്യില്ല അല്ലേ. എക്സസ് വരുന്നത് ഏതിന് അക്രോസ് വന്നോളും? ആ 4K എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് അക്രോസ് വന്നോളും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 30 ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര? 60 ഇതിന് ക്രോസ് വരും. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്ക്, അപ്പോൾ ഈ 4K എന്ന് പറയുന്ന 4 കിലോ ഓം റെസിസ്റ്റൻസ് കണ്ടോ നിങ്ങൾ? അതിന് ക്രോസുള്ള വോൾട്ടേജ് 60 അല്ലടാ. അപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ലേ, ഈ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് സപ്പോസ് ഞാനത് I എന്നെടുക്കുകയാണെങ്കിൽ ആ I എന്ന് പറയുന്നത് അതിന് ക്രോസുള്ള വോൾട്ടേജ് 60 ഡിവൈഡഡ് ബൈ 4 കിലോ ഓം, 4 × 10⁻³ ഓം, ഇങ്ങനെയല്ലേ വരിക അല്ലേ. ആ 60/4 15 ആണ്, ഇൻറ്റു 10⁻³ ആംബിയർ. സോ ഇറ്റ് ഈസ് 15 മില്ലി ആംബിയർ എന്ന് വന്നില്ലേ അല്ലേ. അപ്പോൾ ഈ I എന്ന് പറയുന്ന കറണ്ട് 15 മില്ലി ആംബിയർ ആണ്. അത് ഈ ജംഗ്ഷനിലെത്തി അല്ലേ. അതിൽ കുറച്ച് കറണ്ട് നമ്മളെ സെനർ ഡയോഡിലൂടെ പോയി, അത് IZ അല്ലേ. റിമൈനിങ് കറണ്ട് നമ്മൾ ഈ ലോഡിലേക്ക് വന്നു, അത് IL അല്ലേ. ആ ലോഡ് നിങ്ങൾ നോക്കിയാൽ സെനറിന് പാരലൽ ആയിട്ടല്ലേ ആ 5 കിലോ ഓം കിടക്കുന്നത് അല്ലേ. അങ്ങനെ പാരലൽ കോമ്പിനേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വോൾട്ടേജ് സെയിം ആയിരിക്കും, ഇതിന് അക്രോസ് ഉള്ളതും 30 ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ആ 5 കിലോ ഓമിലൂടെയുള്ള കറണ്ട് IL എന്ന് പറയുന്നത് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 30 ആണ്, ഡിവൈഡ് ബൈ 5 കിലോ ഓം, 5 × 10⁻³ എന്ന് വരും അല്ലേ. സോ നമുക്ക് ഇതെത്ര വന്നടാ? 5 ഡിവൈഡഡ് ബൈ 30 ഡിവൈഡ് ബൈ 5 അല്ലേ, എത്ര വന്നു? 6 മില്ലി ആംബിയർ. 6 × 10⁻³ ആംബിയർ, 6 മില്ലി ആംബിയർ എന്ന ആൻസർ വന്നു അല്ലേ. ഇനി വളരെ ക്ലിയർ ആണ്, നിങ്ങൾ നോക്കടാ, I എന്ന് പറയുന്ന കറണ്ട് എൻ്റർ ചെയ്യാണ് ഈ ജംഗ്ഷൻ. നിങ്ങൾ നോക്കിയാൽ അല്ലേ, ഈ ജംഗ്ഷനിലേക്ക് I എന്ന് പറയുന്ന കറണ്ട് എൻ്റർ ചെയ്യാണ്, IZ-ഉം IL-ഉം ലീവ് ചെയ്യാണ് അല്ലേ. ആ I എന്ന് പറയുന്ന എത്രയാണ്? 15 മില്ലി ആംബിയർ വന്നു അല്ലേ. അതിൽ IZ എന്ന് പറയുന്ന സെനറിലൂടെ പോയി, ലോഡിലൂടെ 6 മില്ലി ആംബിയർ പോയി അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ സെനറിലൂടെ എത്ര കറണ്ട് വന്നിട്ടുണ്ടാവിടാ മക്കളെ? യെസ്, നിജിലെ കറക്റ്റ് ആടാ മോനെ. യെസ്, 9 മില്ലി ആംബിയർ ആണ് വന്നിട്ടുണ്ടാവും അല്ലേ. സോ ആൻസർ 9 മില്ലി ആംബിയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലടാ മക്കളെ? എല്ലാവരും കിട്ടിയിട്ടുണ്ടോ? എക്സാമിനേഷന് 9 മില്ലി ആംബിയർ കിട്ടിയിട്ടുണ്ടായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 29th ക്വസ്റ്റ്യൻ അതാ. 2 concentric circular coils with radii 1 centimeter and 1000 centimeter. A number of turns 10 and 200 respectively are placed coaxially with the centers coinciding. The mutual inductance of this arrangement will be. അപ്പോൾ നമ്മൾ നോക്കിയാൽ 2 കോയിൽസ്, ഒരു ചെറിയ കോയിൽ, ഇതിൻ്റെ റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണ്. ഒരു ബിഗർ കോയിൽ അല്ലേ, ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 1000 സെൻറ്റിമീറ്റർ അല്ലേ. ഇവനെ ഞാൻ 1 എന്ന് വിളിക്കാം, ഇവനെ 2 എന്ന് വിളിക്കാം. ഓക്കെ, സപ്പോസ് ഇവിടെയുള്ള നമ്പർ ഓഫ് ടേൺസ് N2 ആണ്, ഇത് N1 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ N2ൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ് N1 നിൽക്കുന്നത്. അപ്പോൾ N2ലൂടെ I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ N2ൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ് ആര് നിൽക്കുന്നത്? നമ്മളെ ചെറിയ കോയിൽ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചെറിയ കോയിൽ നിൽക്കുന്ന ഈ പ്ലെയിനിലാണല്ലോ അല്ലേ. അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളെ ഈ സെക്കൻഡ് കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഞാനത് B2 എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം μ0 N2I ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇവൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ഇത് സ്മോൾ ആർ എന്ന് എടുത്താൽ 2 ഇൻറ്റു ക്യാപിറ്റൽ ആർ അല്ലേ. ഇതാണ് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ശരിയല്ലേ? യെസ്, എവിടെ? നമ്മളെ ആ ചെറിയ കോയിൽ നിൽക്കുന്ന സ്ഥലത്ത്, ഈ കോയിൽ നിൽക്കുന്ന സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അപ്പോൾ നിങ്ങളെ ചെറിയ കോയിൽ നിൽക്കുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിലല്ലടാ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ കോയിലുള്ള ഫ്ലക്സ് ഞാനത് φ1 എന്ന് പറയട്ടെ. φ1 = നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക N1 ഇൻറ്റു അല്ലേ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഈ ചെറിയ കോയിലിൻ്റെ ഏരിയ, ഞാനത് A1 എന്ന് പറയും. ശരിയല്ലേ? ഇനി വാല്യൂസ് ഞാൻ കൊടുത്താൽ ഫ്ലക്സ് φ1 = N1 ഇൻറ്റു μ0 N2I ഡിവൈഡ് ബൈ 2 ഇൻറ്റു ക്യാപിറ്റൽ ആർ
ഈ ചെറിയ കോയിലിൻ്റെ ഏരിയ പൈ ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ അല്ലേ. ഇതല്ലേ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. നമ്മളോട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാൻ ആ ഫസ്റ്റ് കോയിലുള്ള ഫ്ലക്സിനെ ആ സെക്കൻഡ് കോയിലുള്ള കറണ്ട് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഐ എം കട്ട് ചെയ്ത് പോയിക്കോളും. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ ടു മ്യൂ 0 N1 N2 ഡിവൈഡ് ബൈ 2R ഇൻറ്റു പൈ സ്മോൾ ആർ സ്ക്വയർ എന്ന് വാല്യൂ വരും അല്ലേ. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. ആ മ്യൂ 0ൻ്റെ വാല്യൂ നമുക്കറിയാം 4π ഇൻറ്റു 10⁻⁷ ആണ്. N1 എത്രയാണ്? N1 10 ആണ്. N2 200 ആണ് അല്ലേ. ഇൻറ്റു പൈ ഇൻറ്റു ചെറിയ ആൾ റേഡിയസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ശരിയല്ലേ? സോറി 10 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 10⁻² അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേഡിയസ് ഓഫ് വലിയ ആൾ എത്രയാണ്? 1000 സെൻറ്റിമീറ്റർ. 1000 ഇൻറ്റു 10⁻² അല്ലേ. നമുക്കിതങ്ങ് സോൾവ് ചെയ്താളാം. സോ ദാറ്റ്സ് ഈക്വൽ ടു ഈ 2 ഇവിടെ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 100 കിട്ടി അല്ലേ. ഈ 100 ഇൻറ്റു 10,000 ഈ 1000 കട്ട് ചെയ്ത് പോയി അല്ലേ. 10⁻² മുകളിലേക്ക് എടുക്കാം നമുക്ക്. സോ 4 ഇൻറ്റു പൈ ഇൻറ്റു പൈ സ്ക്വയർ ഇൻറ്റു 10⁻⁷ ഇൻറ്റു 10⁻⁴ ഇൻറ്റു 10⁻+2 ശരിയല്ലേ. അപ്പോൾ നമ്മളത് ചെയ്താൽ 4 ഇൻറ്റു പൈ സ്ക്വയർ ഒരു 10 എടുത്തോളം പറഞ്ഞിട്ടുണ്ട് ഇൻറ്റു 10⁻⁹ അല്ലേ. ഇനി 10 ഇൻറ്റു 10⁻⁹ എത്ര? 10⁻8 അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 4 ഇൻറ്റു 10⁻⁸ എന്നാണ് ആൻസർ വരുന്നത് അല്ലടാ. യെസ് 4 യെസ് കറക്റ്റ് ആൻസർ ആണ്. നിജിലെ ശ്രീജിത്തെ കറക്റ്റ് ആണ് 4 അല്ലേ. 4 ഇൻറ്റു 10⁻⁸ ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്ലിയർ ആണല്ലോ അല്ലടാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 30th ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് അലൂമിനിയം സസെപ്റ്റിബിലിറ്റി ഈസ് 2.2 ഇൻറ്റു 10⁻⁵. അപ്പോൾ അലൂമിനിയത്തിൻ്റെ സസെപ്റ്റിബിലിറ്റി മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 2.2 ഇൻറ്റു 10⁻⁵ ആണ്. ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈ സ്പേസ് വിത്തിൻ എ കറണ്ട് ക്യാരിങ് ടോറോയിഡ് ഈസ് ഫീൽഡ് വിത്ത് അലൂമിനിയം ഈസ് x/10⁴. ഇതെന്താ വാല്യൂ ഓഫ് എക്സ്? അതായത് ഈ സ്പേസ് നമ്മൾ ടോറോയിഡ് എന്താ നിങ്ങൾക്കറിയാം, എൻ്റെ സോളിനോയിഡാണ് അല്ലേ. അതിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമുക്കറിയാം μ0 Ni നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്ത് ചെയ്യാണ്? ആ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു അലൂമിനിയത്തിൻ്റെ ഒരു കോർ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് സംഭവിക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. അവർ പറയുന്നത് x/10⁴ ആണ് അല്ലേ. പെർസെൻറ്റേജ് ഇൻക്രീസ് x/10⁴ ആണ്. ദെൻ വാല്യൂ ഓഫ് എക്സ് എത്രയാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ നോക്കിയാൽ അതൊരു എയർ കോഡ് സോളിനോയിഡാണ്, ടോറോയിഡാണ്. സോ μ0 Ni ആണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ഇതിനുള്ളിൽ നമ്മൾ വേറൊരാളെ കൊടുത്തു കഴിഞ്ഞാൽ ആ μ0ൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ μ0 μr ഇൻറ്റു Ni എന്ന് എഴുതും. ശരിയല്ലേടാ. അപ്പോൾ ചേഞ്ച് കാണുന്ന സമയത്ത് ചേഞ്ച് ഇസ് ഈക്വൽ ടു V2 - V1 അല്ലേ. അപ്പോൾ μ0 μr Ni മൈനസ് μ0 Ni എന്ന് വന്നു അല്ലേ. അവിടെ ഞാനൊരു കാര്യം ചെയ്തു, ആ μ0 Ni ഞാൻ ഇങ്ങ് കോമൺ ആയിട്ട് പുറത്തെടുത്തു ഇൻറ്റു μr - 1 എന്ന് വന്നു അല്ലേ. ഇതാണ് നമ്മളെ ΔB എന്ന് പറയുന്നത് അല്ലേ. ഇനി നിങ്ങൾക്ക് ഫ്രാക്ഷണൽ ചേഞ്ച് കാണെങ്കിൽ ΔB/B1 ഇനീഷ്യൽ വാല്യൂ ചെയ്യണ്ടേ അല്ലേ. അത് ചെയ്താൽ μ0 Ni ഇൻറ്റു μr - 1 ഡിവൈഡഡ് ബൈ ആ B1 എന്ന് പറയുന്നത് μ0 Ni ഇതങ്ങ് കട്ട് ചെയ്തു പോയി. അപ്പോൾ ΔB/B1 എന്ന് പറയുന്നത് μr - 1 ആണ്. അത് പെർസെൻറ്റേജിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 100 അത്രയും പെർസെൻറ്റേജ് ശരിയല്ലേ. എടാ ഇനി ആ μr തന്നില്ല, പകരം സസെപ്റ്റിബിലിറ്റി തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചതാണ് μr സസെപ്റ്റിബിലിറ്റി റിലേഷൻ μr = 1 + Km എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. അവിടുന്ന് ആ μr - 1 എന്ത് വന്നടാ? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി Km എന്ന് വന്നില്ലേ. അപ്പോൾ അത് ഈ സാധനം Km അല്ലേ ഇൻറ്റു 100 അത്രയും പെർസെൻറ്റേജ് അല്ലടാ അല്ലേ. അപ്പോൾ ആ Km എത്രയാണ് അവർ തന്നിരിക്കുന്നത്? 2.2 ഇൻറ്റു 10⁻⁵ ഇൻറ്റു 100 അല്ലേ അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്താം? 2.2 ഇൻറ്റു 10⁻³ അല്ലടാ. ഓർ ഇറ്റ് ഈസ് 22 ഇൻറ്റു 10⁻⁻4 അല്ലേ. ആ 10⁻⁻4നെ ഡിനോമിനേറ്ററിലേക്ക് എടുത്താൽ 22 ഡിവൈഡഡ് ബൈ 10⁻⁴ എന്ന് കിട്ടൂലേ. അവർ പറഞ്ഞിരിക്കുന്നത് x/10⁻⁴ എന്നല്ലേ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എത്രയാണുള്ളത്? 22 അല്ലേ നമുക്കുള്ളത്
അല്ലേ? യെസ്, ആൻസർ 22 ആണ്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 22. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ. അപ്പോൾ നമ്മൾ 30 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ എങ്ങനെ തോന്നുന്നു? എത്ര സ്കോർ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ? ഏകദേശം ഒരു കാൽക്കുലേഷൻ കിട്ടിയോ? നിഖിൽ മുഹമ്മദ്, വെൽക്കം. അപ്പോൾ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എടാ എല്ലാവർക്കും ക്ലിയർ അല്ലടാ മക്കളെ? സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ മുരളി സാറ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്, ബൈ. നമസ്കാരം. കെമിസ്ട്രിയുടെ GIB ക്വസ്റ്റ്യൻസിലേക്ക് നേരിട്ട് കിടക്കാം. പരീക്ഷ ഈസി ആയിരുന്നു. കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അധികം സമയമൊന്നും വേണ്ടി വരില്ല നമുക്ക് തീർക്കാനായിട്ട്. പ്രോബ്ലമൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. എപ്പോഴും അങ്ങനെ പ്രതീക്ഷിക്കരുത്. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദ ഫോർമുല A and B ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് ആണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ: ഫ്രക്ടോസ് HCN-ആയിട്ട് റിയാക്ട് ചെയ്യണു, ഹൈഡ്രോളിസിസ് നടക്കണം. A എന്നുള്ള കോമ്പൗണ്ട്. അതേ ഫ്രക്ടോസിന് റിഡക്ഷനാണ്, NaBH4 അറിയാം, റിഡക്ഷനാണ്. അതിനുശേഷം അതിന് റെഡ് ഫോസ്ഫറസിൻ്റെ HA എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഹൈഡ്രോ കാർബൺ ആക്കിയിട്ട് മാറ്റുന്ന റിയാക്ഷനാണ്. നമുക്കത് ഫംഗ്ഷൻ ഗ്രൂപ്പ് മാത്രം വെച്ച് എഴുതിയാൽ മതില്ല. ഫ്രക്ടോസിൻ്റെ മൊത്തം ഫോമിൽ എഴുതേണ്ട ആവശ്യമില്ല. ഫ്രക്ടോസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. വാട്ട് ഈസ് ഫ്രക്ടോസ്? ഫ്രക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കാർബണുള്ള കീറ്റോൺ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. സെക്കൻഡ് കാർബണാണ് കീറ്റോണിക് ഗ്രൂപ്പ്. ഞാൻ സ്ട്രക്ചർ ഒന്ന് എഴുതാം. CH2OH,
സി ഡബിൾ ബോണ്ടോ, ഇതാണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ. ദെൻ COH H, CHOH, CHOH, CH2OH. ഇതിലിപ്പോൾ റിയാക്ഷൻ നടക്കാൻ പോകുന്നത് HCN റിയാക്ഷൻ നടക്കാൻ പോകുന്നത് കീറ്റോണിക് ഗ്രൂപ്പിലാണ്. അതിനുശേഷം ഹൈഡ്രോളിസിസും അവിടെ തന്നെ. രണ്ടാമത്തെ റിയാക്ഷൻസിൽ NaBH4 റിഡക്ഷനും അവിടെ തന്നെ നടക്കാൻ പോകുന്നത്. പിന്നെ HI ആകുമ്പോൾ എല്ലാം ചേഞ്ച് ചെയ്ത് ഹൈഡ്രോ കാർബണായിട്ട് മാറും. അപ്പോൾ നമുക്ക് ആ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു CO ഗ്രൂപ്പ് മാത്രം ഒന്ന് എഴുതി നോക്കാം. ഞാനിതൊന്ന് റൈസ് ചെയ്യാണ്. സി ഡബിൾ ബോണ്ടോ എന്ന ഗ്രൂപ്പിലേക്ക് HCN ചേർക്കുകയാണെങ്കിൽ ഓൾ ഓഫ് യു നോ H+CN-. ഈ ബോണ്ട് പോളറൈസ് ചെയ്യുമ്പോൾ O നെഗറ്റീവാണ്, കാർബൺ പോസിറ്റീവാണ്. അപ്പോൾ H+ അത് ഓക്സിജനിലേക്കും CN- കാർബണിലേക്കും വരുമ്പോൾ യു ആർ ഗെറ്റിംഗ് COH-CN. സൈനോഹൈഡ്രജൻ ആണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതിനെ ഹൈഡ്രോളിസിസ് നടത്താണ്. CN ഗ്രൂപ്പ് മാറിയതിൻ്റെ സ്ഥാനത്ത് COH വരും. ഇത്രയേ ചേഞ്ച് ഉള്ളൂ. ദ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എൻ്റെയും അതുപോലെ ബീൻ്റെ പറയാം. എൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ്. ഇവിടെ മോളിക്കുലാർ ഫോർമുല ഓൾറെഡി C6H12O6 ആണ്. ഓക്കെ, അതിലൊരു CO ഗ്രൂപ്പ് മാറുകയാണ്. ആ CO ഗ്രൂപ്പ് മാറിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് വരുന്നത് ഈ ഒരു ഫങ്ഷണൽ ചേഞ്ച് ആണ്. COH-ഉം COH-ഉം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ COയിലെ C ഓൾറെഡി ഉണ്ട്, ഓയും അവിടെ ഓൾറെഡി ഉണ്ട്. അഡീഷണലി വന്നിട്ടുള്ളത് ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻ ഉണ്ട് അല്ലേ, ഒരു കാർബൺ ഉണ്ട്, അതുപോലെ രണ്ട് ഓക്സിജൻ ഉണ്ട്. സോ ദ ഫോർമുല C7H14O8. C7H14O8 എന്നുള്ള ഓപ്ഷൻ എയിലുണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഓപ്ഷനിലുണ്ട്, നാലാമത്തെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതോ അല്ലെങ്കിൽ ഇതോ ആണ്. ഇനി രണ്ടാമത്തെ ചേഞ്ച് പറയാം. ഒന്നാമത്തെ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ആ ചേഞ്ച് ഫങ്ഷൻ ലൂപ്പിൻ്റെ മാത്രം നമ്മൾ പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, രണ്ടാമത്തെ റിയാക്ഷൻ ഇത് മാച്ച് എഴുതാണ്. രണ്ടാമത്തെ റിയാക്ഷൻ കീറ്റോണിക് ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്യണം. സി ഡബിൾ ബോണ്ടോ എന്നുള്ള ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോണത് CHOH ആണ്, സെക്കൻഡറി ആൽക്കഹോളാണ്. ഓക്കെ, ആ സെക്കൻഡറി ആൽക്കഹോളും പിന്നെ ബാക്കിയുള്ള എല്ലാ ആൽക്കഹോളിക് ഗ്രൂപ്പും കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് ഇവിടെ കിട്ടാൻ പോണത് നോർമൽ ഹെക്സൈൻ ആയിരിക്കും. കാരണം റെഡ് ഫോസ്ഫറസ് HA എന്ന് പറഞ്ഞാൽ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ് അല്ലേ. അവസാനം ഹൈഡ്രോ കാർബണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നിങ്ങൾ ബയോമോളിക്കുളിൽ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നോർമൽ ഹെക്സൈൻ്റെ മോളിക്കുലാർ ഫോർമുല C6H14. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. ലെറ്റ് us see. λM0 NaCl HCl NaA റെസ്പെക്റ്റീവ്ലി 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ കണ്ടക്ടിവിറ്റി ഓഫ് 0.001 മോളാർ HA ആണ് നമ്മുടെ കോമ്പൗണ്ട്, 6 × 10⁻⁻5 Siemens cm⁻⁻1 ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് ചോദിക്കുന്നത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ ഫോർമുല ആൽഫ ഈസ് ഈക്വൽ ടു ഓൾ ഓഫ് യു നോ λM ഡിവൈഡ് ബൈ λM0 അല്ലേ. അതിൽ λM നമുക്ക് കാണാനായിട്ടുള്ള ഫോർമുല ഓൾ ഓഫ് യു നോ λM ഈസ് ഈക്വൽ ടു K × 1000 ഡിവൈഡ് ബൈ മൊളാരിറ്റി. Siemens cm⁻⁻1 ആയതുകൊണ്ട് K × ഉത്തരം കണ്ടക്ടിവിറ്റി അവർ പറഞ്ഞിട്ടുണ്ട് 6 × 10⁻⁻5 ആണ്, ഇൻറ്റു 1000 അവിടെ ഉണ്ട്. പോരാത്തിന് മൊളാരിറ്റിയുടെ വാല്യൂ 0.001 എന്ന് പറഞ്ഞാൽ 10⁻³ അല്ലേ. 10⁻³ വെട്ടുമ്പോൾ -2 1000 ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 60 ആണ്. സോ λM0 വേണ്ടത് HAയുടെ ആണ്. HA എന്ന് പറഞ്ഞാൽ നമുക്ക് HClൻ്റെയും NaHൻ്റെയും വാല്യൂ കൂട്ടണം, അതിൽ നിന്ന് NaClൻ്റെ കുറയ്ക്കണം. അപ്പോൾ വരുമ്പോൾ 126.4 പ്ലസ് 425.9 കൂട്ടുമ്പോൾ 9, 10, 13, 3 ബാക്കി 1. വാല്യൂ മാറിയിട്ടില്ലല്ലോ. യെസ്, ബാക്കി 1 ഉണ്ട്. 6, 12, 2 ബാക്കി 1, 5, 5. ഇതിൽ നിന്ന് 100.5 കുറയ്ക്കാം. അപ്പോൾ ഏകദേശം വരുന്നത്, അല്ല ഞാൻ എഴുതിയിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കടസി ആരുടെയൊക്കെയാണ് കൂട്ടേണ്ടത്, ആരുടെയൊക്കെയാണ് കുറയ്ക്കേണ്ടത്? λM0 HClൻ്റെ കൂടെ λM0 NaH, അതിനുശേഷം അതിൽ നിന്ന് λM0 ആരാണ് NaCl കുറയ്ക്കണം കേട്ടോ. HClൻ്റെ വാല്യൂ എത്രയാണ്? HClൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 425 ആണ്. അപ്പോൾ 425.9 പ്ലസ് ദെൻ രണ്ടാമത്തെ കോമ്പൗണ്ട് NaH ആണ്. NaHൻ്റെ ഉത്തരം വരണത്
ഓക്കെ 100.5 ഇതിൽ നിന്ന് ഏത് കുറയ്ക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ വാല്യൂ. അപ്പോൾ അത് ഏകദേശം വരുന്നത് 525 120 അത് ഏകദേശം 400 അടുത്ത് വരും അല്ലേ. അപ്പോൾ 400ഉം 60ഉമാണ് രണ്ട് ഉത്തരങ്ങൾ വന്നിട്ടുള്ളത്. ആദ്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫ ഈസ് ഈക്വൽ ടു ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ എം 60 ഡിവൈഡ് ബൈ 400 3/20 1.5 ബൈ 10 ഉണ്ട്. അപ്പോൾ 0.15 കേട്ടോ. സോ ആൻസർ മൂന്നാമത്തെ ഓപ്ഷനാണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഇതിലൊന്നും വലിയ ലോജിക്കലി ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് കേട്ടോ. റൈറ്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് പ്രൊഡ്യൂസ് ബെൻസൈൽ അമീൻ? വിൽ നോട്ട്. പലപ്പോഴും കുട്ടികൾ ഈ വിൽ നോട്ട് എന്നുള്ളത് ശ്രദ്ധിക്കാതെ ആദ്യം കാണുന്ന ഉത്തരം മാർക്ക് ചെയ്യുന്ന മിസ്റ്റേക്കുകളൊക്കെ കാണും. എന്നാൽ സൂക്ഷിക്കുക. അപ്പോൾ കോമ്പൗണ്ട് ഓരോന്നായിട്ട് നമുക്ക് എഴുതി വെക്കാം. ഫസ്റ്റ് വൺ ബെൻസമൈഡ്. ബെൻസമൈഡ് എന്ന് പറഞ്ഞ ഫോമുല നിങ്ങൾ അറിയണം. ബെൻസമൈഡ് C+H2 ഇതിലെ ബെൻസമൈഡ്. യെസ്, ഇതിനെ നമ്മൾ റിഡക്ഷനാണ്. ഈ അമൈഡുകൾക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് റിഡക്ഷൻ പഠിച്ചിരിക്കണം. CO ഗ്രൂപ്പിനെ CH2 ആക്കിയിട്ട് മാറ്റുക ചെയ്യാം. ഓക്കെ, അപ്പോൾ CO ഗ്രൂപ്പിനെ CH2 ആക്കിയിട്ട് മാറ്റുമ്പോൾ അവിടെ കിട്ടുന്ന കോമ്പൗണ്ട് ബെൻസീൻ റിംഗ് CH2NH2 അല്ലേ. ഈ ബെൻസീൻ റിംഗ് വിത്ത് CH2 ഗ്രൂപ്പിൻ്റെ പേരുണ്ടോ? ബെൻസൈൽ. അവിടെ NH2 ഗ്രൂപ്പ് വരുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ബെൻസൈലമീൻ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ബെൻസൈലമീൻ ഉണ്ടാക്കുന്ന റിയാക്ഷനാണ്. പക്ഷേ ക്വസ്റ്റ്യൻ നോട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ അല്ല. രണ്ടാമത്തെ കോമ്പൗണ്ട് ഫിനൈൽ നൈട്രൈൽ. വാട്ട് ഈസ് ഫിനൈൽ നൈട്രൈൽ? ഫിനൈൽ നൈട്രൈൽ എന്ന് പറഞ്ഞാൽ സയനൈഡിൻ്റെ ഫോമുല അല്ലേ. അപ്പോൾ ഫിനൈൽ നൈട്രൈൽ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ ഒരു CN C++N അല്ലേ. C++N ആണ്. അപ്പോൾ C++N ഇതേപോലെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാണ്. LiAlH4 വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ LiAlH4 വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഇതേപോലെ 2 Hകൾ അപ്രോപ്പറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രൊഡക്റ്റ് ഫോർമഡ് ഈസ് ബെൻസീൻ റിംഗ് വിത്ത് CH2NH2 അല്ലേ. സോ ദാറ്റ് ഈസ് ഓൾസോ ബെൻസൈലമീൻ. അപ്പോൾ അതുമല്ല. ദെൻ മൂന്നാമത്തെ കോമ്പൗണ്ട് 3-ഫിനൈൽ ഈഥൈൽ ഐസോനൈട്രൈൽ. ഈഥൈൽ ഐസോനൈട്രൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അല്ല 2 ഫിനൈൽ കേട്ടോ. ഈഥൈൽ ഐസോനൈട്രൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CS3CH2NCയുടെ പേരാണ്. ഐസോനൈട്രൈൽ ഐസോസൈനൈഡ്. ഇതിൽ രണ്ടാമത്തെ കാർബണിൽ ഈഥൈൽ ഗ്രൂപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ CH2 അവിടെ ഫിനൈൽ ഗ്രൂപ്പ്, ഈഥൈലല്ല ഫിനൈൽ ഗ്രൂപ്പ്, ഇതല്ലേ കോമ്പൗണ്ട്. ഓക്കെ, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. ഈ NC റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആരാണ്? NC റെഡ്യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡറി അമീന. സോ ദ പ്രൊഡക്റ്റ് ഫോർമഡ് ഈസ് ബെൻസീൻ റിംഗ് വിത്ത് CH2NH2 എന്നതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ കിട്ടാൻ പോകുന്ന കോമ്പൗണ്ട് നമ്മുടെ ബെൻസൈലല്ല. സോ ഇതാണ് നമ്മുടെ ഉത്തരം. മൂന്നാമത്തെയാണ് ഓപ്ഷൻ. ഓക്കെ, ഞാൻ കമൻറ്റുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഫിസിക്സ് കുറച്ച് ലെങ്തിയായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളത് 1-2 ആളുകൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ടു ദ പോയിൻ്റ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇതിനി പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമുക്ക് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തേർഡ് വൺ. നാലാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റുകൾ 2 കൊടുത്തിട്ട് അതിൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ഏതാണ് തെറ്റ് ഏതാണെന്നുള്ളത് കണ്ടെത്തലാണ്. ഓക്കെ, ഈ ഫ്ലൈ ഹൈ ആരാണ്? ഐ ഡോണ്ട് നോ. ഈ നിങ്ങളുടെ ഈ പേരുകൾ എഴുതുന്നത് നിങ്ങളുടെ പേരല്ലല്ലോ. ഓക്കെ, എനിവേ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തെ വായിച്ചു നോക്കാം. കണ്ടീഷൻ ഫോർ എനി സൊല്യൂഷൻ ടു ബി ഐഡിയൽ ഇസ് ദാറ്റ് ഇറ്റ് ഷുഡ് ഒബേ റൗൾസ് ലോ ഓവർ എ വൈഡ് റേഞ്ച് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. ഒരു സൊല്യൂഷൻ ഐഡിയൽ എന്നുള്ള പേര് വിളിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ഒബേ റൗൾസ് ലോ അണ്ടർ ഓൾ കണ്ടീഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ എൻതാൽപ്പി മിക്സിംഗ് 0 ആയിരിക്കണം, വോളിയം ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല എന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒന്നാമത്തെ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സൊല്യൂഷൻ വിത്ത് ഡെൽറ്റൈസ് മിക്സിംഗ് അത് 0ൻ്റെ താഴെയാണ്. ഐഡിയൽ ആണെങ്കിൽ അങ്ങനെ വരില്ല കേട്ടോ. ഐഡിയൽ ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ ബി മിക്സിംഗ് 0 ആണ്, അത് ശരിയാണ്. ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 ആണ്. ഡെൽറ്റ ജിയുടെ ഉത്തരം നെഗറ്റീവ് ആയിരിക്കണം ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ. അതിൻ്റെ അർത്ഥം സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് മിസ്റ്റേക്ക്. അതായത് ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ ഒന്ന് ചെയ്യണമെന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാലോ, നോ പ്രോബ്ലം. പ്രീവിയസിൽ ലാസ്റ്റ് ഓപ്ഷൻ ഒന്ന് ചെയ്യാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. 2-ഫിനൈൽ എത്തനാമൈഡ്. എത്തനാമൈഡിൻ്റെ ഫോമിൽ എന്താ കുട്ടികളെ? എത്തനാമൈഡ് CS3CONH2 അല്ലേ എത്തനാമൈഡ് അല്ലേ. അതിനും ലിഥിയം ബ്രോമിൻ KOH ആണ് പറഞ്ഞിട്ടില്ല. ഇതിന് കൊടുത്തുള്ളത് 2-ഫിനൈലാണ്. അതായത് ഇവിടെ എന്ത് വേണമെന്നുള്ളതാണ്?
ഒരു ബെൻസീൻ റിംഗ്. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഓക്കെ, ഇതിനെ ബ്രോമിൻ ആൽക്കലി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലേ? വാട്ട് ഈസ് ബ്രോമിൻ ആൽക്കലി? അത് ഹോഫ്മാൻസ് ഡീഗ്രഡേഷൻ അല്ലേ, അല്ലെങ്കിൽ ഹോഫ്മാൻസ് ബ്രോമാമൈഡ് റിയാക്ഷൻ. ഒരു കാർബൺ കുറയല്ലേ ചെയ്യുക, ഈ CO ഗ്രൂപ്പ് കാണണ്ടോ? ഓക്കെ, സോ ദ കോമ്പൗണ്ട് ഫോംഡ് ഈസ് ബെൻസിൻ റിംഗ് വിത്ത് CH2NH2. നമ്മുടെ ബെൻസൈലമീൻ തന്നെയാണ്. ഹോഫ്മാൻസ് ഡീഗ്രഡേഷൻ ആണ് റിയാക്ഷൻ്റെ പേര് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, യെസ്, ഇത് ക്ലിയർ ആയല്ലോ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ, അഞ്ചാമത്തത് CH3CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീനാണ്. A എന്നുള്ള റിയേജൻറ്റ് വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 1 പ്രൊപ്പനോളാണ്. അതായത് ഇവിടെ അഡീഷൻ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്? ഇങ്ങോട്ടേക്ക് HM ഇങ്ങോട്ടേക്ക് OH ആണ്. അതായത് ആൻറ്റി മാർക്കോണിക്കോസ് പാറ്റേണിലാണ് വാട്ടർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് റിയാക്ഷൻ ക്ലിയർ അല്ലേ? ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആയിരിക്കില്ലേ? സോ ദ റിയേജൻറ്റ് വിൽ ബി ദ തേർഡ് കോമ്പിനേഷൻ അല്ലേ? ഇറ്റ്സ് എ സില്ലി ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. റൈറ്റ്, ഇനി ലിസ്റ്റ് നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ആദ്യത്തത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് CrNH3 4 times Cl2, പുറത്തൊരു Cl ഉണ്ട്, കൗണ്ടർ അയോൺ. റൈറ്റ് സൈഡിലെ ഓപ്ഷൻസ് മാഗ്നറ്റിസം ചോദിച്ചിട്ടുണ്ട്, ഐസോമറസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും കൗണ്ട് ചെയ്യണം. ഓക്കെ, അതിലാദ്യത്തെ CrNH3 4 times Cl2 എന്ന് പറഞ്ഞാൽ ഇത് MA4B2 എന്നുള്ള ടൈപ്പാണ്. അപ്പോൾ ഇത് ജോമെട്രിക്കൽ ഐസോമറസും കാണിക്കാം. ഒരു എക്സ്പെക്റ്റേഷനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ജോമെട്രിക്കൽ ഐസോമറസും കാണിക്കുക എന്നുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ മാഗ്നറ്റിസം പറയണം. എടോ, അതിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +3 അല്ലേ? അല്ലേ? കാരണം പുറത്തൊരു +1 വരണമെങ്കിൽ ക്രോമിയം +3 ആയിരിക്കണം, കാരണം ക്ലോറിൻ 2 ഉണ്ട് ഉള്ളിൽ. ഈ ക്രോമിയം +3യുടെ കോൺഫിഗറേഷൻ എന്താണ്? D3 അല്ലേ? ക്രോമിയം +3 D3 ആണ്. അപ്പോൾ D3 ആകുമ്പോൾ അതിന് വരാൻ ചാൻസ് ഉള്ളത് പാരാമാഗ്നറ്റിസം ആണ്. കാരണം അത് ബാക്കിലേക്ക് പയർ ചെയ്യാനൊന്നും ചാൻസ് ഇല്ലാത്തതാണ്. അപ്പോൾ പാരാമാഗ്നറ്റിസം വരാം. അതുപോലെ കാണിക്കാവുന്ന മാഗ്നറ്റിസം അല്ലെ, കാണിക്കാവുന്ന ഐസോമറസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ MA4B2 എന്നുള്ള ടൈപ്പ് കാണിക്കുന്ന ഐസോമറസം സിസ്ട്രാൻസ് ആണ്, ജോമെട്രിക്കൽ ഐസോമറസ് ആണ്. അപ്പോൾ തൽക്കാലം നമുക്ക് 1 നിന്ന് Aയിലേക്ക് കണക്ട് ചെയ്യാം അല്ലേ? 1 നിന്നല്ല, Aയിൽ നിന്ന് 3ലേക്ക് കണക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തത് ടൈറ്റാനിയാണ്. ടൈറ്റാനിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അതിൽ എത്രയാണ് വന്നിട്ടുള്ളത്? NO3 twice അല്ലേ? അപ്പോൾ 2 മൈനസ് പുറത്തുണ്ട്, അവിടെ 2 പ്ലസ് ഉണ്ട് അല്ലേ? അപ്പോൾ ടൈറ്റാനിയം +3 ആണ്. ടൈറ്റാനിയം +3 എന്ന് പറഞ്ഞാൽ D1 അല്ലേ കോൺഫിഗറേഷൻ? ടൈറ്റാനിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്താ? സ്കാൻഡിയം ടൈറ്റാനിയം രണ്ടാമത്തെ ആളല്ലേ? 4s2 3d2 അല്ലേ? അപ്പോൾ ടൈറ്റാനിയം +3 ആകുമ്പോൾ D1 അല്ലേ വരിക അല്ലേ? D1 ആകുമ്പോൾ കാണിക്കാവുന്ന മാഗ്നറ്റിസം പാരാമാഗ്നറ്റിസം തന്നെയാണ്. അപ്പോൾ പാരയിലേക്ക് മാത്രം കണക്ട് ചെയ്യാം. അപ്പോൾ ഒന്നേ ഉള്ളൂ. പിന്നെ അതുമല്ല, ഒന്നിൻ്റെ കൂടെ ഐസോമറസത്തിൻ്റെ പേര് അയണൈസേഷൻ ഐസോമറസം. കറക്റ്റാണ്, കാരണം ഈ NO3 ഒരാൾ ഉള്ളിലേക്ക് ഇട്ടാൽ പുറമേക്ക് ക്ലോറിൻ വരും. അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന അയോണുകളുടെ നേച്ചർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ സംശയിക്കേണ്ട. രണ്ടാമത്തെ ഏതിലേക്ക് പോവാം? 1ലേക്ക് പോവാം അല്ലേ? അപ്പോൾ തന്നെ ഏകദേശം ഉത്തരമായിട്ടുണ്ട്. എന്നാലും പറയാണ്, മൂന്നാമത്തെ കോമ്പൗണ്ട് പ്ലാറ്റിനം ആണ് അല്ലേ? പ്ലാറ്റിനത്തിൻ്റെ അവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? പ്ലാറ്റിനം NO3 മൈനസ് ആകുമ്പോൾ പ്ലസ് ആണ്, ഒരു ക്ലോറിനുള്ളിൽ മൈനസ് ഉണ്ട്. സോ പ്ലാറ്റിനം +2 ആണ്. PT +2ൻ്റെ കോൺഫിഗറേഷൻ എത്രയാണോ? 5D8 അല്ലേ? ഈ 4D 5D സീരീസുകളിൽ ഏത് ലിഗാൻഡുകൾ വന്നാലും സ്ട്രോങ് ആയിട്ടല്ലേ കണക്കാക്കുക. അപ്പോൾ എന്തായാലും പെയറിങ് വരും അല്ലേ? പെയറിങ് വരാം. അപ്പോൾ പെയറിങ് ആകുമ്പോൾ 5D8 എന്ന് പറഞ്ഞ കോൺഫിഗറേഷനിൽ എങ്ങനെയാണ്? 1 2 3 4 5 6 7 8 ആണ്. പക്ഷേ ഒരെണ്ണം കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ വരാവുന്ന ഹൈബ്രിഡൈസേഷൻ എത്ര ലിഗാൻഡുകൾ? 4 അല്ലേ? DsP2 ആണ്. എന്തായാലും കാണിക്കാവുന്ന മാഗ്നറ്റിസം ഡയാമാഗ്നറ്റിസം ആണ് അല്ലേ? അതുമല്ല, ഇവിടെയും ഈ Cl-NO3 പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വരാൻ ചാൻസ് ഉള്ള ഐസോമറസം ഏതാണ്? അയണൈസേഷൻ ഐസോമറസം ആണ്. അപ്പോൾ നേരെ 3ൽ നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യാം, ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇനിയിപ്പോൾ മറ്റേത് ലാസ്റ്റത്തെ പറയേണ്ട ആവശ്യമില്ല, ഒന്നേ ഉള്ളൂ. സോ കോമ്പിനേഷൻ വരാൻ ചാൻസ് ഉള്ളത് Aയിൽ നിന്ന് 3, Bയിൽ നിന്ന് 1. അപ്പോൾ ആൻസർ 2 ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാണ്. വാട്ട് വിൽ ബി ദ പ്രൊഡക്റ്റ് ഫോംഡ് വെൻ മോസ്റ്റ് അസിഡിക് സ്പീഷീസ് എമംഗ് ദ ഫോളോയിങ് വിൽ റിയാക്ട് വിത്ത് 3-chloro-propionine? ഈ 3-chloro-propionine എന്ന് പറഞ്ഞാൽ അലൈൽ ക്ലോറൈഡ് അല്ലേ? അത് റിയാക്ട് ചെയ്യിക്കേണ്ട 3 കോമ്പൗണ്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോമിട്ടിട്ട്. ഇതിൽ ആരാണ് മോസ്റ്റ് അസിഡിക് എന്നുള്ളതാണ് ആദ്യത്തെ പാർട്ട്. എങ്ങനെയാണ് ചോദിക്കുക? എങ്ങനെയാണത് കണ്ടെത്തുക? യെസ്, പറയാമോ ഇതിൽ ഏതാണ് അസിഡിക് എന്നുള്ളത് കണ്ടെത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ? സമയം കളയുന്നില്ല, ഞാൻ പറയാം. H+ കൊടുക്കുന്ന ആളുകളാണല്ലോ ആസിഡ് എന്ന് പറയാം. ഈ H+ കൊടുത്താൽ ബാക്കി വരുന്ന കോൺജുഗേറ്റ് ആയിട്ടുള്ള ഭാഗത്തിന് സ്റ്റെബിലിറ്റി എപ്പോഴാണ് കൂടുക അല്ലേ? ആ സ്റ്റെബിലിറ്റി കൂടുന്ന ഫാക്ടറിലെ അസിഡിറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക അല്ലേ? എനി ഫാക്ടർ വിച്ച് സ്റ്റെബിലൈസസ് ദ നെഗറ്റീവ് അയൺ ഫോംഡ് ആഫ്റ്റർ ദ റിലീസ് ഓഫ് H+.
any factor which stabilizes the negative ion formed after the release of H+. The same factor will increase the acidity. എന്ന് പറഞ്ഞാൽ ഇവിടെ H+ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഇതിനാണ് വരിക. കാരണം H+ പോകുമ്പോൾ ഒരു മൈനസ് ചാർജ് വരും, ഇവിടെ ഒരു മൈനസ് ചാർജ് വരും, ഇവിടെയും ഒരു മൈനസ് ചാർജ് വരാം. ഇതിൽ അരോമാറ്റിക് നേച്ചർ വരാൻ ചാൻസ് ഉണ്ട് ഇതിന്. കാരണം 4n+2 പൈലക്ട്രോണിൻ്റെ എണ്ണം പ്രകാരം അവിടെ വരുന്ന പൈലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ് അല്ലേ? 6 പൈലക്ട്രോണല്ലേ അവിടെ വരും. അപ്പോൾ ഈ 6 പൈലക്ട്രോൺ വരുന്ന സിസ്റ്റം അരോമാറ്റിക് ആണല്ലോ, ഹക്കലിൻ്റെ 4n+2 റൂള്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ കിട്ടിയിട്ടുണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന 3 കോമ്പൗണ്ടുകളിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ആണ്. ഇനി അതിനെ റിയാക്ട് ചെയ്യിപ്പിക്കേണ്ടത് ആരെ വെച്ചിട്ടാണ്? അതിനെ റിയാക്ട് ചെയ്യിപ്പിക്കേണ്ടത് ആരെ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൈൽ ക്ലോറൈഡ് ആണ്. വാട്ട് ഈസ് അലൈൽ ക്ലോറൈഡ്? അവിടെ IUPAC ആണ് എടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിൻ്റെ പേരെന്ന് പറഞ്ഞ് 3-chloro prop 1 എന്നല്ലേ പറഞ്ഞ്. അപ്പോൾ CH2 CH ഡബിൾ ബോണ്ട് CH2. ഇവിടെ നിന്നാണ് Cl ഡിറ്റാച്ച് ചെയ്യുക. ഈ Cലും ഇവിടെ നിന്ന് H കൂടെ HCl പോയി കഴിഞ്ഞാൽ ഇവിടെ കാർബോകാറ്റൺ ഫോം ചെയ്യും. പക്ഷേ അതിന് റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അലയിൽ കാർബോകാറ്റൺ ഫോംഡ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റേബിളാണ്. അപ്പോൾ നേരെ ഈ ഗ്രൂപ്പും തമ്മിൽ കണക്ഷൻ വരും. സോ ദ കോമ്പൗണ്ട് ഫോംഡ് വിൽ ബി CH2 CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ 2 ഭാഗമുണ്ട് അതിൽ. അലയിൽ കാർബോകാറ്റോണിന് പിന്നെ റീഅറേഞ്ച് ചെയ്ത് മാറേണ്ട ആവശ്യമില്ല. കാരണം ദാറ്റ് അലയിൽ കാറ്റോൺ ഇറ്റ് സെൽഫ് ഈസ് എ സ്റ്റേബിൾ വൺ. അലയിൽ എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് വിചാരിക്കണം, ഡബിൾ ബോണ്ടിൻ്റെ തൊട്ടടുത്ത പൊസിഷൻ. പിന്നെ അതുമല്ല, ആ 3 കോമ്പൗണ്ടുകൾ ആദ്യം തന്നുള്ളതിൽ ഫസ്റ്റത്തെ കോമ്പൗണ്ടാണ് H+നെ കളയുമ്പോൾ ദ മോസ്റ്റ് സ്റ്റേബിൾ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? സോ ആൻസർ ഒന്നാമത്തെയാണ് കേട്ടോ. ഈ ബോണ്ട് ലൈനൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയല്ലോ, നിങ്ങളിപ്പോൾ ഒരുപാട് പരിചയമുള്ള കുട്ടികളല്ലേ അല്ലേ? കുറേ അല്ലേ നമ്മൾ ഇങ്ങനത്തെ സ്ട്രക്ചറൊക്കെ കാണുന്നത്. അപ്പോൾ അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കണം കേട്ടോ. റൈറ്റ്, ഡൗട്ടില്ലല്ലോ? ഓക്കെ, ഒന്ന് തന്നെയാണ് കേട്ടോ. പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും അടുത്ത P ബ്ലോക്കിലെ ക്വസ്റ്റ്യനാണ് നൈട്രജൻ എക്സിസ്റ്റ് ആസ് നൈട്രജൻ N2 ആണ്, ബട്ട് ഫോസ്ഫറസ് P4 ആണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ അറിയുന്ന കുട്ടികളാണ് കേട്ടോ. ഈ പൈ ബോണ്ട് എന്നുള്ളത് നൈട്രജൻ്റെ കേസിൽ അത്യാവശ്യം സ്ട്രോങ് ആണ്. കാരണം നൈട്രജൻ ചെറുതല്ലേ, ഫോസ്ഫറസ് കുറച്ചുകൂടെ വലുപ്പം വരുന്നില്ലേ, അതുകൊണ്ട് അവിടുത്തെ പൈ ബോണ്ട് എന്തല്ല സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു ഉത്തരമായിരിക്കും ഇതിൻ്റെ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൾ ബോണ്ട് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഫോസ്ഫറസ് ആറ്റം ഇല്ല. പൈ യെസ്, രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് കേട്ടോ. ഇനോർഗാനിക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിച്ചു നോക്കണേ. റൈറ്റ്, 9th ക്വസ്റ്റ്യൻ. വിച്ച് കാർബണിൽ കോമ്പൗണ്ട് ഗീവ്സ് ടെർസറി ആൽക്കഹോൾ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് followed by hydrolysis in acid medium? ആൻസർക്ക് PDF വരും കേട്ടോ. PDF ഓൾറെഡി തന്നിട്ടുണ്ടാവുമല്ലോ, ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ചോദിച്ച ആൾ കോഡ് ബ്രേക്കർ ഐ ഡോണ്ട് നോ. ഈ കോഡ് പേരുകളാകുമ്പോൾ നമുക്ക് ആരാണെന്ന് അറിയില്ലല്ലോ. എനിവേ ഇതൊക്കെ വളരെ ഡയറക്റ്റ് അല്ലോ. കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാം. ഫോർമാൽഡിഹൈഡ് റിയാക്ട് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. പ്രൈമറി ആൽക്കഹോൾ വരും. Any aldehyde other than formaldehyde react with Grignard reagent followed by hydrolysis, secondary alcohol വരും. ഞാനിവിടെ ചോദിച്ചുള്ള എന്താണ്, വിച്ച് കാർബണിൽ കോമ്പൗണ്ട് ഗീവ്സ് ടെർസറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ യു ടേക്ക് എ കീറ്റോൺ. ഇത് ഫോർമാൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ്, മീഥൈൽ ഫോർമേറ്റ് അല്ലേ? മീഥൈൽ ഫോർമേറ്റ് അവിടെ നിൽക്കട്ടെ. ഇത് വരാൻ ചാൻസ് ഉള്ള ഉത്തരം ഏതാണ്? അസറ്റോൺ ആണ്. ഓക്കെ, ഇവിടെ ഈ മീഥൈൽ ഫോർമേറ്റിനെ എക്സസ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ടെർസറി ആൽക്കഹോൾ വരും. ടെർസറി ആൽക്കഹോളിന് നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യണത് 2 എന്നുള്ളത് ഏതാ? ഈ 9ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരമാണോ? 9ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം 2 അല്ല, അത് 3 ആണ്. അസറ്റോൺ ആണ് കേട്ടോ. ഓക്കെ, അസറ്റാൽഡിഹൈഡ് എന്നുള്ളത് എനി ആൽഡിഹൈഡ് അതർ ദാൻ ഫോർമാൽഡിഹൈഡ് അല്ലേ, അത് സെക്കൻഡറി ആൽക്കഹോൾ അല്ലേ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ഒരു ഉത്തരമുണ്ട്, മീഥൈൽ ഫോർമേറ്റിന് ഒരു ഉത്തരമുണ്ട്. പക്ഷെ അത് വെറുതെ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് അല്ല, എക്സസ് ആണ്. ഞാനത് റിയാക്ഷൻ എഴുതി തരാം. മീഥൈൽ ഫോർമേറ്റിൻ്റെ ഫോർമുല എന്താ കുട്ടികളെ? ഫോർമേറ്റ് ആകുമ്പോൾ വരില്ല കേട്ടോ. ഫോർമിക് ആസിഡിൻ്റെ എസ്റ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സെക്കൻഡറി ആൽക്കഹോളാണ്. മനസ്സിലാവുണ്ടോ? ഏതല്ല ഞാൻ എഴുതാം, എന്തായാലും തുടങ്ങിയ സ്ഥിതിക്ക് എഴുതാം. ഈ റിയാക്ഷൻ പലപ്പോഴും കുട്ടികൾക്ക് പരിചയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, ചിലർക്ക് പരിചയമില്ലാത്തതുണ്ട്. ഫോർമിക് ആസിഡിൻ്റെ എസ്റ്റർ എന്താ ഫോർമുല? HCOOCH3 അല്ലേ, മീഥൈൽ ഫോർമേറ്റ്. ഇതിലേക്ക് ഒരു ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് RMgX റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ R ഗ്രൂപ്പ് കാർബണിലേക്കും MgX ഓക്സിജനിലേക്കും. അപ്പോൾ വരാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പ് HCOMgX, അതിൻ്റെ കൂടെ OCH3 ഉണ്ട്, താഴേക്ക് ഒരു R ഗ്രൂപ്പ് ഉണ്ട്. ഇതിങ്ങനെ ഡിറ്റാച്ച് ചെയ്യും. സോ യു ആർ ഗെറ്റിംഗ് RCHO, ആൽഡിഹൈഡ് വരും. ഈ ആൽഡിഹൈഡിനെ വീണ്ടും നിങ്ങൾ എക്സസ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിച്ച് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ യു ആർ ഗെറ്റിംഗ് എ സെക്കൻഡറി ആൽക്കഹോളാണ്. ഞാൻ പറഞ്ഞത് ടെർസറി എന്നാണ്, ടെർസറി അല്ല സെക്കൻഡറി കേട്ടോ. മനസ്സിലായല്ലോ?
ഇത് മീതൈൽ ഫോർമേറ്റ് ആയതുകൊണ്ടാണ്. മീതൈൽ ഫോർമേറ്റ് അല്ലാതെ, ഫോർമിക് ആസിഡിൻ്റെ അല്ലാതെ മറ്റേത് എസ്റ്റർ വന്നാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ടെർഷ്യറി ആൽക്കഹോളാണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഇല്ല. ആൻസർ ഓപ്ഷൻ ഏത് തന്നെയാണ്? അസറ്റോൺ തന്നെയാണ് കേട്ടോ. നോ ഡൗട്ട്. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സ്ഥിരം നമ്പർ അല്ലേ. ബോണ്ട് ഓർഡർ 0 ആയിട്ടുള്ള ആളുകൾക്കല്ലേ എക്സിസ്റ്റൻസ് ഇല്ലാത്തുള്ളൂ അല്ലേ. ബോണ്ട് ഓർഡർ ഒരു പോസിറ്റീവ് സംഖ്യ ഒരു 0.5 അല്ലേ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഏത് ആൻസർ വന്നാലും ഉത്തരം എന്താണ്? നിൽക്കും, മോളിക്കൂൾ നിൽക്കും. അപ്പോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ 0 എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം അല്ലേ. BE2ൻ്റെ ബോണ്ട് ഓർഡറിലെ 0 അല്ലേ. ഓക്കെ, അപ്പോൾ 2ാമത്തെ ഉത്തരമാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നിൽക്കും കേട്ടോ, പോസിറ്റീവ് ബോണ്ട് ഓർഡറാണ്. നെക്സ്റ്റ് വൺ. There are some statements regarding the periodic classification of element. So, it may be from the chapter periodic table. And non-metallic elements are lesser in number than metallic element. കാരണം periodic table most of the elementuകൾ വരാം. periodic table most of the elementuകൾ ഏതാണ്? മെറ്റാലിക് ആണ് അല്ലേ. നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഗ്യാസുകളായിട്ടുള്ള ആളുകൾ അല്ലേ, 11, 12 ഏതൊക്കെ ഗ്യാസുകൾ എന്ന് പറയാൻ പറ്റും. ഗ്യാസുകൾ periodic table ഇങ്ങേറ്റത് ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അങ്ങനെ പോയി അങ്ങോട്ട് പോകുമ്പോൾ നൈട്രജൻ 15ാമത്തെ ഗ്രൂപ്പ്, ഓക്സിജൻ, ദെൻ ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. പിന്നെ അത് കൂടാതെ ആരൊക്കെയാണ് ഇപ്പം തന്നെ പറഞ്ഞ് 1, 2, 3, 4, 5 എണ്ണായി. അതുകൂടാതെ നോബിൾ ഗ്യാസുകൾ ഹീലിയം, നിയോൺ, ആർഗോൺ, സെനോൺ, ക്രിപ്റ്റോൺ, റാഡൺ, ഓർഗനസോൺ 7 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 12 ഗ്യാസുകളാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് പീരിയോഡിക് ടേബിളിൽ. ഓക്കെ, പിന്നെ ലിക്വിഡുകൾ നമുക്ക് പറയാവുന്ന ആളുകൾ ഇപ്പോൾ നോക്കുമ്പോൾ മെജോറിറ്റി ആരാണ്? മെറ്റൽസ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. റൈറ്റ്. 2ാമത്തെ. First ionization energy of elements generally increases with the increase in atomic number as we move in a period. അല്ല, ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും ജനറലി എന്നുള്ള വാക്കുള്ളതുകൊണ്ട് ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, 1ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് 2ാമത്തെ ഗ്രൂപ്പിലേക്ക് കൂടും, പക്ഷേ 13ാമത്തെ ഗ്രൂപ്പിലേക്ക് ഒന്ന് കുറയും, 14 കൂടും, 15 കൂടും, 16 ഒന്നും കുറയും, 17 അല്ല, അങ്ങനെ കൂടിപ്പോകുന്ന ഒരു സിഗ്സാഗ് 2 ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷേ ജനറലി എന്നുള്ള വാക്കുള്ളതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Then next one എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ for a transition element 3d orbitals are filled with electron after 3p and before 4s. അല്ലല്ലോ, നിങ്ങൾ ഓഫോ പ്രിൻസിപ്പിൾ അനുസരിച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക? ഓഫോ പ്രിൻസിപ്പിൾ അനുസരിച്ച് എഴുതുമ്പോൾ 1s 2s 2p then 3s 3p 4s 3d 4p അല്ല. ഇവിടെ പറഞ്ഞത് 3d orbitals are filled after 3p. ഓക്കെ, ആൻഡ് ബിഫോർ 4s. ആഫ്റ്റർ 3p 3d ഓർബിറ്റൽസ് ആർ ഫിൽഡ്. ആഫ്റ്റർ 3p ആണ്. നമുക്ക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ. ആഫ്റ്റർ 3p ഫിൽ ചെയ്തതിന് ശേഷമേ നമ്മൾ ഏതിലേക്ക് കടക്കുള്ളൂ? 4sലേക്ക് കടക്കുള്ളൂ. ആൻഡ് ബിഫോർ 4s. ഓക്കെ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഉത്തരം വരാൻ ചാൻസ് ഉള്ളത് ഏതാണ്? എയും ബിയും അതുപോലെ തന്നെ സിയും എന്താണ്? കറക്റ്റാണ്. ഓക്കെ, നമ്മൾ ആ ഓഫോ പ്രിൻസിപ്പളിൻ്റെ ഓർഡർ നോക്കിയാൽ കിട്ടുന്നതാണ് കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഓർഗാനിക്കലാണ്. C2H5NH2 ഈതേൽ അമീനാണ്. അതിനെ ബെൻസാൽഡിഹൈഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, NOCl വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ദെൻ C6H5SO2Cl ആരാ? C6H5SO2Cl എന്ന് പറഞ്ഞാൽ ഹിൻസ്ബർഗ് റിയേജൻ്റ് അല്ലേ. ഇതിൽ ചോദിക്കുന്നത് വിച്ച് പ്രൊഡക്റ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ഷിഫ്റ്റ് ബേസ്. ഈസി. ആരാടോ? ഇങ്ങനെ ഒരു അല്ലേ വാട്ടർ മോളിക്യൂൾ കണ്ടൻസ് ചെയ്ത് പോവാണ് അല്ലേ. അഡീഷൻ വിത്ത് എലിമിനേഷൻ നമ്പർ ഫോർമുല C2H5 N ഡബിൾ ബോണ്ട് CH C6H5 നമ്മൾ ഷിഫ്റ്റ് ബേസ് എന്ന് പറയും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് വൺ അല്ലേ. 2ാമത്തിൽ എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ റിയാക്ഷൻ പരിചയം ഉണ്ടാവില്ല, ഞാനത് എഴുതാം. C2H5NH2 ഇതല്ല കേട്ടോ, ഉത്തരം കഴിഞ്ഞു. NOCl ആകുമ്പോൾ വരാൻ ചാൻസ് ഉള്ളത് H2O മോളിക്യൂൾ ഡിറ്റാച്ച് ചെയ്യും, H2O. ദെൻ നൈട്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും. ദെൻ വരാൻ ചാൻസ് ഉള്ളത് C2H5Cl ആണ് കേട്ടോ. മനസ്സിലായല്ലോ. ദെൻ ഹിൻസ്ബർഗ് റിയേജൻ്റ് ഓൾ ഓഫ് യു നോ. എച്ചും സിയിലും കൂടെ HCl പോയി കഴിഞ്ഞാൽ ആ SO2 C6H5 തിരിച്ച് കണക്ട് ചെയ്യുകയല്ലേ ചെയ്യുക. പ്രൈമറി അമീൻ ഹിൻസ്ബർഗ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ആദ്യം ഇൻസോളബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫോം ചെയ്യുമെന്നല്ലേ പറയാറ്. അതിനുശേഷം ഒരു ബേസ് ആഡ് ചെയ്യുമ്പോൾ അത് സോളിബിൾ ആവും എന്നും പറയാറുണ്ട്. ടെസ്റ്റ് ഫോർ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻ എന്ന ഭാഗത്ത് നോക്കിയാൽ കാണാം കേട്ടോ. അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്, 1ാമത്തെ ഓപ്ഷനാണ്. നെക്സ്റ്റ് വൺ ലിസ്റ്റ് മാച്ച് ചെയ്യാനാണ്. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് പർപ്പസിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഹൈഡ്രോ ഹാലോജനേഷൻ ബീറ്റ എലിമിനേഷനിലേക്ക് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 1 നിന്ന് 3 ആദ്യത്തെ 2 ഓപ്ഷൻസിൽ ഏതോ ഒന്നാണ്. ദെൻ അടുത്തെന്താണ്?
പലേഡിയം ബേരിയം സൾഫേറ്റ്. പലേഡിയം ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാ ഉപയോഗിക്കുക? പലേഡിയം ബേരിയം സൾഫേറ്റ് റെഡ്യൂസിങ് ഏജൻ്റ് അല്ലേ? റെഡ്യൂസിങ് ഏജൻ്റ് ആകുമ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് പലേഡിയം ബേരിയം സൾഫേറ്റ് എന്നുള്ളത് ലിൻഡാർ കാറ്റലിസ്റ്റ് എന്നുള്ള ഉത്തരമാണ് കേട്ടോ. ദെൻ ബെൻസിൻ ഹെക്സാക്ലോറൈഡ് ഒബ്റ്റൈൻഡ് ബൈ ദ അഡീഷൻ ഓഫ് ക്ലോറിൻ ആണ്. അപ്പോൾ സിയിൽ നിന്ന് 2ലേക്ക് കണക്ട് ചെയ്യാം. LiAlH4 അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ കണക്ട് ചെയ്യാവുന്നത് ഏതാണ്? എയിൽ നിന്ന് 3 ആണ്. യെസ്, ആദ്യത്തെ ഓപ്ഷനാണ്. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് ദ കോംപ്ലക്സ് ഈസ് ഐസോമറിക് വിത്ത് ഈച്ച് അതർ ബട്ട് എക്വ സൊല്യൂഷൻ എക്സിബിറ്റ് ഡിഫറെൻറ്റ് മോളാർ കണ്ടക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജുകൾ ഡിഫറെൻ്റ് ആകുമ്പോഴാണ് സാധാരണ കണ്ടക്ടിവിറ്റി ഡിഫറെൻ്റ് ആവുക. ചാർജുകൾ ഡിഫറെൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ ലെറ്റ് us see. ഇവിടെ 2 പ്ലസ് 2 മൈനസ്. ഇവിടെ അതെ, ഇവിടെ ഇങ്ങനെയായിരിക്കും. 2 പ്ലസും വരാം, 2 മൈനസും വരാം. ആ ക്ലോറിൻ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കാണ്. ഇവിടെ അതെ, സൾഫേറ്റ് പുറത്ത് 2 മൈനസ് ആകുമ്പോൾ ഇവിടെ 2 പ്ലസ് ഉണ്ട്. ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ 1 മൈനസും 1 പ്ലസ് അല്ലേ വരിക. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഉത്തരം വരേണ്ടത്. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത എന്താ? 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് സെയിം ചാർജാണ്. ഇവിടെ അതെ, 1 മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 പ്ലസ് ആകുമ്പോൾ ചാർജുകൾ യൂണിഫോം ആണ്. അപ്പോൾ ഈ ഐസോമറിക് ആയിട്ടുള്ള കോമ്പിനേഷൻസിൽ ചാർജ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾക്കല്ലേ എന്ത് വരുള്ളൂ? ചാർജ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾക്കല്ലേ. ഒരാളുടെ കമൻറ്റ് വന്നിട്ടുണ്ട്. ഏതാ ക്വസ്റ്റ്യൻ? ഫോറസ് അല്ലേ ഫസ്റ്റ് ഫില്ലേ? ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? അത് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. യെസ്. അപ്പോൾ അതിൽ ഓപ്ഷൻ വരുന്നത് ഏത് മാത്രമാണ്? എയും ബിയും മാത്രമാണ് കേട്ടോ കുട്ടി. ഫസ്റ്റ് വൺ ആണ്. അതെന്തായാലും നന്നായി. റൈറ്റ്, അടുത്ത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ചാർജുകൾ ഡിഫറെൻ്റ് ആകുമ്പോൾ എന്ത് വ്യത്യാസം വരുന്നതാണ്? ചാർജുകൾ ഡിഫറെൻ്റ് ആകുമ്പോൾ കണ്ടക്ടിവിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ള എല്ലാ കോമ്പിനേഷൻസിലും ഒന്നുകിൽ 2 പ്ലസ് 2 പ്ലസ് തന്നെയാണ് അപ്പുറം, 2 മൈനസ് 2 മൈനസ്. ഓക്കെ, അല്ലെങ്കിൽ 1 പ്ലസ് ഇപ്പുറത്ത് 1 പ്ലസ് 1 മൈനസ് 1 മൈനസ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഒരേ കണ്ടക്ടിവിറ്റി കാണിക്കുന്നുള്ളതാണ്. അപ്പോൾ വരാൻ ചാൻസുള്ള ഉത്തരം ഏതാണ്? 2ാമത്തെയാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഒരു റിയാക്ഷൻ കൊടുക്കുന്ന റിയാക്ഷൻ നൈട്രോ എന്നുള്ളതിനെ SnHCl വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. അതിനുശേഷം അതിനെ അസറ്റിക് അൺഹൈഡ്രേറ്റ് അസൈലേഷനാണ്. അതിനുശേഷം OHSO2Cl C എന്നുള്ള കോമ്പൗണ്ട് കിട്ടണം. അതിനെ RnH2 വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കണം. ഇതെന്താ റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ. ഇതെന്താ റിയാക്ഷൻ? റിയാക്ഷൻ റിഡക്ഷനാണ്. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകണമെന്ന് നോക്കി. നൈട്രോ ഗ്രൂപ്പ് മാറണം. നൈട്രോ ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് ഒരു NH2 ഗ്രൂപ്പ് വരും അല്ലേ. അനിലിനല്ലേ കിട്ടുക. ഇനി അനിലിനെ നമ്മൾ എന്ത് ചെയ്യണം? അസൈലേഷനാണ്, പ്രൊട്ടക്ഷനാണ് അല്ലേ, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമല്ലേ. അപ്പോൾ അത് NHCOCS3 ആയിട്ട് മാറല്ലേ ചെയ്യുക. അല്ല, 2ാമത്തെ റിയാക്ഷൻ COCS3. ദെൻ അതിനുശേഷം അതിന് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് OHSO2Cl ആകുമ്പോൾ എന്തായാലും ഇതിൻ്റെ പാരാ പൊസിഷനിലാണ് കണക്ഷൻ വരിക. അപ്പോൾ കണക്റ്റിംഗ് ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെൻസീൻ റിംഗ് NHCOCS3യുടെ പാരാ പൊസിഷനിൽ SO2Cl വരും. ഓക്കെ, അതിലേക്ക് നമ്മളൊരു പ്രൈമറി അമീനെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. വാട്ട് ഇസ് ദാറ്റ് പ്രൈമറി അമീൻ? RnH2. അപ്പോൾ HCl ആണ് ഡിറ്റാച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത്. സോ ദ പ്രൊഡക്റ്റ് ഫോംഡ് ബെൻസീൻ റിംഗ് NHCOCS3, അതിൻ്റെ പാരാ പൊസിഷനിൽ SO2NHR. ഓക്കെ, സോ ആൻസർ വരാൻ ചാൻസ് ഉള്ളത് SO2NHR. ഒന്നാമത്തെ വരില്ല, കാരണം NH2 അല്ലല്ലോ വരുന്നത്. ഈ 2 ഓപ്ഷൻസിലല്ലേ വരുള്ളൂ. എന്തായാലും SO3H അല്ല, അതിൻ്റെ കൂടെ ഒരു പ്രൈമറി അമിനോ ഗ്രൂപ്പ് വരാൻ സാധ്യതയുണ്ട്. സോ ദ കോമ്പൗണ്ട് ഈസ് 4ാമത്തെയാണ്. മനസ്സിലായല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കണം. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ. മാച്ച് ചെയ്യാനാണ് വീണ്ടും. ഇത് ബോണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ലെറ്റ് us see. BRFI എന്നുള്ള കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറാണ് ചോദിക്കുന്നത്. BRFI എന്ന് പറഞ്ഞ കോമ്പൗണ്ട് നമുക്കതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ BRFIയിൽ ബ്രോമിന് ചുറ്റുപാടും 7 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 7 എണ്ണത്തിൽ 5 എണ്ണം ബോണ്ട് പെയറാണ്. 5 ബോണ്ടുകളുണ്ട്. ഒരു ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ആകെ 6 പെയർ ഓഫ് ഇലക്ട്രോൺ.
ഈ 6 പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 6 ഓർബിറ്റിൽ വേണം. സോ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3d2 ആണ്. ഈ sp3d2 എന്നുള്ള സാധനത്തിൽ ഒരു ഭാഗത്ത് ലോൺ പെയർ അല്ലേ. സോ ദ ഷേപ്പ് ഈസ് സ്ക്വയർ പിരമിഡ് ആയിരിക്കും. അപ്പോൾ 1 നിന്ന് എയിൽ നിന്ന് 2ലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ഈ ഹൈബ്രിഡൈസേഷൻ കണ്ടെത്താൻ നിങ്ങൾ പല മാർഗ്ഗങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഇതും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ കിട്ടിയിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ എഴുതാണ്. രണ്ടാമത്തെ നോക്കിയാൽ CrF6 3- എന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. ഡെഫിനറ്റ്ലി അവിടെ ഒക്ടാഹൈഡ്രൽ ഷേപ്പിലേ വരുള്ളൂ, കാരണം 6 ലിഗാൻഡ് ആകുമ്പോൾ ഒക്ടാഹൈഡ്രൽ ഷേപ്പിലേക്കല്ലേ പോകുള്ളൂ. അപ്പോൾ 4ലേക്കാണ്. ദെൻ O3 ഓസോൺ എന്ന് പറഞ്ഞാൽ ബെൻഡ് മോളിക്കുളാണ് അല്ലേ. ഓസോണിൻ്റെ ഷേപ്പ് കേട്ടിട്ടില്ലേ? O ഡബിൾ ബോണ്ട്, O കോർഡിനേറ്റ് ബോണ്ടോ, ബെൻഡ് മോളിക്കുളാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ദെൻ PCl5 ഓഫ് കോഴ്സ് യുനോ ട്രയാഗണൽ ബൈ പിരമിഡ്. അപ്പോൾ ഓപ്ഷൻ വരിക എയിൽ നിന്ന് 2, ബിയിൽ നിന്ന് 4, സിയിൽ നിന്ന്, അപ്പോൾ സിയിൽ നിന്ന് 1ലേക്കല്ലേ. സോ ഓപ്ഷൻ ഫസ്റ്റ് 1 ആണ്. മനസ്സിലായല്ലോ? അടുത്ത് കറക്റ്റ് ഓർഡർ ഓഫ് ദ അയണിക് റേഡിയൈ ഓഫ് സീറിയം, ലന്താനം, പ്രൊമിത്തിയം ആൻഡ് ഇറ്റർബിയം +3 സ്റ്റേറ്റ്. ഈ ലാന്തനോടുകളുടെ കോമൺ ഓക്സിഡേഷൻ നമ്പറാണ് +3 എന്നറിയാമല്ലോ. എലമെൻറ്റുകളുടെ പേരുകളുടെ ഒരു സീക്വൻസൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കണം. ലന്താനത്തിൽ തുടങ്ങി അല്ലേ, സീറിയം. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ലന്താനാണ് ലെഫ്റ്റ് സൈഡിൽ ആദ്യം. അപ്പോൾ ലന്താനത്തിനാണ് La3+-നാണ് സൈസ് ഏറ്റവും കൂടുതലുണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ സീറിയത്തിനായിരിക്കും സൈസ് വരിക, സീറിയം 3+. സീറിയം കഴിഞ്ഞ് പിന്നെ അതിൽ പ്രൊമിത്തിയാണ്, ദെൻ PM3+. ഏറ്റവും ചെറുതായിരിക്കും ആര് വരിക, ഇറ്റർബിയം 3+. സോ ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ഡിക്രീസിങ് ഓർഡറാണ്. സോ ദ കറക്റ്റ് ഓർഡർ ഈസ് YB ഏറ്റവും ചെറുത്, പിന്നെ PM. അതായത് ഓപ്ഷൻ കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒക്കെ നേരിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇത് സൈസിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ് +3 അയോണുകളുടെ സൈസിന് സ്ലോ ആൻഡ് സ്റ്റഡി ഡിക്രീസ് ഉണ്ടെന്ന് അറിയാലോ. അതാണത് കേട്ടോ. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ലിസ്റ്റ് തന്നെയാണ്. വീണ്ടും ഓർഗാനിക്കൽ റിയാക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലെറ്റ് us see. ഫീനോളിൻ്റെ കൂടെ NaOH പിന്നെ ഈഥൈൽ അയോഡൈഡും ചൂടാക്കണം. ഫീനോളിൻ്റെ കൂടെ NaOH ആകുമ്പോൾ സോഡിയം ഫീനോക്സൈഡായി, ONA ആയി. അതിൻ്റെ കൂടെ IC2H5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി Na പോയി കഴിഞ്ഞാൽ ഈതറാണ് വരാൻ ചാൻസ് ഉള്ളത്. സോ ദ കോമ്പൗണ്ട് ഫോംഡ് ഈസ് ബെൻസീൻ റിംഗ് വിത്ത് OC2H5 അല്ലേ. ഫിനറ്റോൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഒന്നാമത്തേന്ന് ഫിനറ്റോളിലേക്ക് കണക്ട് ചെയ്യാം, അതായത് സിയിലേക്ക്. ഓക്കെ, ഇനി രണ്ടാമത് ഫിനോൾ NaOH ക്ലോറോഫോം സാലിസിലിക് ആൽഡിഹൈഡല്ലേ പ്രൊഡ്യൂസ് ചെയ്യുക. സാലിസിൽ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണല്ലോ ഓർഗാനിക്കൽ. അപ്പോൾ സാലിസിൽ ആൽഡിഹൈഡ് ഡി, ബിയിൽ നിന്ന് ഡിയിലേക്കാണ്. ദെൻ ഫിനോള് താലിക് അൺഹൈഡ്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്, അത് താലിമൈഡിൻ്റെ പ്രൊഡക്ഷനാണ്. ഞാൻ ആ റിയാക്ഷൻ എഴുതാം, രണ്ടാമത്തെ റിയാക്ഷനും എഴുതാം, അതായിട്ട് കളയണ്ട. ഫിനോള് ക്ലോറോഫോം NaOH. So the compound formed is benzene ring with OH CHO followed by acidification ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അസിഡിഫിക്കേഷൻ നടത്തണം, എന്നാലേ OH മാറി എന്താവുള്ളൂ, ONA മാറി എന്താവുള്ളൂ, OH ആവുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ റിയാക്ഷൻ ഒരു പക്ഷേ കേട്ട് പരിചയം ഉണ്ടാവില്ല. ഫിനോളും താലിക് അൺഹൈഡ്രേറ്റും വെച്ചിട്ടുള്ള റിയാക്ഷൻ. താലിക് അൺഹൈഡ്രേറ്റിൻ്റെ ഫോർമുല ഇതാണ്, ബെൻസീൻ റിംഗ് C ഡബിൾ ബോണ്ടോ O C ഡബിൾ ബോണ്ടോ. ഓക്കെ, ഇതിനെ ഫീനോളായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫീനോളിൻ്റെ ഫോർമുല ഞാൻ മുകളിൽ എഴുതാണ്, ബെൻസീൻ റിംഗ് HOH. 2 ഫീനോൾ വേണം, ബെൻസീൻ റിംഗ് HOH. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ്, ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റാണ്. അപ്പോൾ ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ബെൻസീൻ റിംഗ് CO C ഡബിൾ ബോണ്ടോ. ഇവിടെ 2 ഭാഗത്ത് 2 ബെൻസീൻ റിംഗ് കണക്ട് ചെയ്യണം. ഓക്കെ, ഉണ്ടല്ലോ. ദിസ് ഈസ് കോൾഡ് ഫീനോഫ്തലീൻ കേട്ടോ. ഇനി ലാസ്റ്റത്തെ ഫീനോളും നൈട്രിക് ആസിഡ് നൈട്രേഷനാണ്. 2,4,6 ട്രൈനൈട്രോ ഫീനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിക്രിക് ആസിഡ് എന്നുള്ളതാണ്. സോ അവിടെ ഓപ്ഷൻ വരുന്നത് നോക്കുക. എയിൽ നിന്ന് C ആണ്, ബിയിൽ നിന്ന് D ആണ്, സിയിൽ നിന്ന് A ആണ്, ഡിയിൽ നിന്ന് B. അതായത് ആദ്യത്തെ ഓപ്ഷൻ. മനസ്സിലായല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ. അസറ്റോൺ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ടേഴ്സറി ആൽക്കഹോളല്ലേ പ്രൊഡ്യൂസ് ചെയ്യുക.
What is a tertiary alcohol produced? CS3, COH, CS3. രണ്ട് CS3 അവിടെ ഉണ്ട്, മൂന്നാമത്തെ CS3 ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് അല്ലേ. രണ്ടാമത്തെ റിയാക്ഷൻ അസറ്റാൽഡിഹൈഡ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, സെക്കൻഡറി ആൽക്കഹോൾ അല്ലേ. സോ ദ ഫോർമുല CS3 CHOH CS3. ഇതാണ് റെസ്പെക്റ്റീവ്ലി എ എന്നുള്ള കോമ്പൗണ്ടും ബി എന്നുള്ള കോമ്പൗണ്ടും. ദ ക്വസ്റ്റ്യൻ റിയേജൻറ്റ് യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് എ ആൻഡ് ബി. ഇവിടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോളിൻ്റെ ടെസ്റ്റ് ഏതാണ്? ലൂക്കാസ് ടെസ്റ്റാണ്. സോ ആൻസർ മൂന്നാമത്തെയാണ് കേട്ടോ. ദെൻ 20th ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വിറ്റമിൻ B12 ക്യാൻ ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി. ശരിയാണ്. വാട്ടർ സോളബിൾ ആയിട്ടുള്ള വിറ്റമിൻ ആയിട്ട് പോലും B12 നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. ആൻഡ് വാട്ട് അബൌട്ട് സെക്കൻഡ് വൺ? വിറ്റമിൻ B12 ഈസ് എ ഫാറ്റ് സോളബിൾ അല്ല, ഇറ്റ്സ് എ വാട്ടർ സോളബിൾ വിറ്റമിൻ എക്സെപ്ഷൻ ആണ് അല്ലേ. ഫാറ്റ് സോളബിൾ ആരൊക്കെയാണ്? ADEK അല്ലേ. ബിയും ബിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ സിയും വാട്ടർ സോളബിൾ ആണ്. വാട്ടർ സോളബിൾ വിറ്റമിൻസ് നമ്മൾ ടൈം ടു ടൈമിൽ നമ്മുടെ ബോഡിയിൽ പ്രൊവൈഡ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ എക്സ്ക്രീഷൻസ് വഴി അത് എമിറ്റ് ചെയ്യുമല്ലോ. അതില്ലാത്ത ഒരാളാണ് വിറ്റമിൻ B12. അപ്പോൾ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, 2 മിസ്റ്റേക്കാണ്. അതാണ് രണ്ടാമത്തെ ഉത്തരമാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. റൈറ്റ്. 21ാമത്തെ പ്രോബ്ലം. PK ഓഫ് എ വീക്ക് ആസിഡ് 4.1 POH ഓഫ് എക്വസ് ബഫർ സൊല്യൂഷൻ 50% ആണ് ആസിഡ് അയണൈസ് ചെയ്തത്. എടോ ഈ ആസിഡ് അയണൈസ് ചെയ്യുമ്പോൾ അത് സോൾട്ടായിട്ട് മാറുക എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവിടുത്തെ ആസിഡിൻ്റെ കോൺസെൻട്രേഷനും സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനും സെയിം ആണ്. 50-50 അല്ലേ. ഇവിടെ 50 പോയാൽ 50 സോൾട്ട് ഉണ്ടാവും, ബാക്കി 50 ആസിഡ്. ഫ്ലൈ ഹൈ ഹായ് കുറേ നേരമായാലും പറയണം. ഈ ഫ്ലൈ ഹൈൻ്റെ കറക്റ്റ് പേര് പറയും, എന്നാലല്ലേ കുട്ടികളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. എനിവേ ആസിഡും സോൾട്ടും ഈക്വൽ കോൺസെൻട്രേഷനാണ്. ക്വസ്റ്റ്യൻ POH ആണ് കാണേണ്ടത്. നിയറസ്റ്റ് ഇൻറ്റിജറായിട്ട് നമുക്ക് റൗണ്ട് ചെയ്യണം. ഹെൻഡേഴ്സൺ ഇക്വേഷൻ, ബഫറിൻ്റെ pH കാണുന്ന ഫോർമുല എന്താണ്? ഫോർമുല pH ഈക്വൽ ടു PKA പ്ലസ് ലോഗ് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ. ഇവിടെ ഈ സോൾട്ടിൻ്റെയും ആസിഡിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ പിന്നെ ഈ ടേം ഇല്ലല്ലോ. ലോഗ് 1 0 പോയില്ലേ എന്ന് പറഞ്ഞാൽ PHയും PK ഒന്നല്ലേ. എത്രയാണ് PHൻ്റെ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ PKയുടെ അതേ വാല്യൂ. വാട്ട് ഇസ് ഇറ്റ്? 4.1. ഞാൻ ഇവിടെ വെച്ച് റൗണ്ട് ചെയ്യാണ്. ഇറ്റ്സ് 4. സോ POH എന്താ? 10 വരും അല്ലേ. ടെമ്പറേച്ചറിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 298 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ. അതുൽ എന്നാണ് പേര് അല്ലേ. ഓക്കെ. അതോ അതുല്യാന്നോ? എനിവേ ഉത്തരം 10 ആണ് കേട്ടോ. അപ്പോൾ ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം 10 കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ്, കേമനോഫ് റിയാക്ട് വിത്ത് ഫെറസ് സൾഫേറ്റ് ആസ് പെർ ദ ഈക്വേഷൻ. ഒരു ഈക്വേഷൻ താഴെ തന്നിട്ടുണ്ട്. ആ ഈക്വേഷൻ തരാതെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം നിങ്ങൾക്കറിയണം MnO4 - Fe2+ ആയിട്ടുള്ള റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾ റിഡോക്സ് റിയാക്ഷനിലും അതുപോലെ എന്താ പറയേണ്ടത്, റിഡോക്സ് റിയാക്ഷൻ മാത്രമല്ല DNFലൊക്കെ നിങ്ങൾ കേട്ട കാര്യങ്ങളാണ്. എന്തായാലും റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഭം. ചോദിക്കുന്നത് 10 ml ഓഫ് 0.1 KMnO4 ഈസ് ഈക്വലൻ ടു -ml ഓഫ് 0.1 FeSO4 എന്ന് പറഞ്ഞാൽ N1V1 N1 അല്ല മൊളാരിറ്റി ആയതുകൊണ്ട് M1V1 N1 ഈസ് ഈക്വൽ ടു M2V2 N2 അല്ലേ. എൻ പോയിന്റിൽ നമ്മൾ സാധാരണ പറയുന്ന ഫോർമുല അതല്ലേ. അപ്പോൾ ഞാൻ ആ ഫോർമുല വെച്ച് എഴുതുകയാണെങ്കിൽ 1 എന്നുള്ള സഫിക്സ് ഞാൻ KMnO4 കൊടുക്കണം. അപ്പോൾ KMnO4ൻ്റെ M1V1 ഞാൻ ഫോർമുല മാറ്റി എഴുതാണ്. സാധാരണ പറയുന്ന ഫോർമുല M1V1/N1 ഈസ് ഈക്വൽ ടു M2V2/N2. ഇതെന്താ സംഭവിച്ചാൽ ഈ N1 എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ്ഡ് ഈക്വേഷനിലെ KMnO4ൻ്റെ എണ്ണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാലൻസ്ഡ് ഈക്വേഷനിലെ KMnO4ൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അപ്പുറത്തതിൻ്റെ ബാലൻസ് ചെയ്യണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഈ 1 എന്നുള്ള സഫിക്സ് കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്, അല്ലെങ്കിൽ കുഴപ്പമില്ല. N ഫാക്ടർ വെച്ചിട്ട് എഴുതാം നമുക്ക്. M1V1 N1 ഈസ് ഈക്വൽ ടു M2V2 N2 അല്ലേ. 0.1 × 10 ഓക്കെ ഇൻറ്റു KMnO4 എന്ന് പറഞ്ഞാൽ N ഫാക്ടർ എത്രയാണ്? 5 അല്ലേ വരിക. N ഫാക്ടർ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ +7 അല്ലടോ, ഇവിടെ +2 അല്ലേ. എത്രയാണ് വ്യത്യാസം? 5. ഇവിടെ +2 നിന്ന് +3ലേക്കുള്ള വ്യത്യാസം 1. അപ്പോൾ N ഫാക്ടർ 1ഉം 5 അല്ലേ വരിക അല്ലേ. ഇപ്പോൾ KMnO4ൻ്റെ N ഫാക്ടർ 5 ആണ്, മറ്റതിൻ്റെ 1 അല്ലേ വരിക. അപ്പോൾ അപ്പുറത്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോളിയം അറിയില്ല,
അപ്പോൾ വി ഇൻറ്റു മൊളാരിറ്റി 0.1 ആണ് ഇൻറ്റു അതിൻ്റെ n ഫാക്ടർ 1 അല്ലേ? മാറിപ്പോയിട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ വി ഇൻറ്റു അല്ലേ 0.1 ഈസ് ഈക്വൽ ടു അല്ലേ ഇവിടെ എത്ര വന്നിട്ടുള്ളത് 5. അപ്പോൾ വി എന്നുള്ളത് എത്രയാണ് 50 ml. അപ്പോൾ അടുത്ത ഇൻറ്റിജർ ടൈപ്പ് 50 ml ആണ് ഉത്തരം വന്നിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ, കാര്യങ്ങളൊന്നുമില്ലല്ലോ. ടൈട്രേഷനിൽ ഉപയോഗിക്കുന്ന ഫോർമുല നോർമാലിറ്റി ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല N1V1 ഈസ് ഈക്വൽ ടു N2V2 കേട്ടോ. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കോംപ്ലക്സ് റിയാക്ഷൻ പി ഗീവ്സ് പ്രൊഡക്റ്റ് ആണ്. അതിൽ EA1 EA2 EA3 3 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇങ്ങനെയാണ് കണക്ഷൻ. ചോദിക്കുന്നത് ആക്ടിവേഷൻ എനർജി ഓഫ് ദ ഓവറോൾ റിയാക്ഷൻ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ചെയ്യുന്ന മെത്തേഡ് നോക്കും. ഇത് നേരെ എന്താണ് ഇപ്പോൾ ഇത് 2 മോഡലല്ലേ, K1 K2 മോഡലല്ലേ. അപ്പോൾ അതിൻ്റെ ആക്ടിവേഷൻ എനർജി നമ്മൾ കൂട്ടുക വേണ്ട, താഴെയുള്ളത് കുറയ്ക്കുക വേണ്ടേ. ഒരു 2/3 ഉണ്ട്, അത് പവറിൽ നിന്ന് താഴേക്ക് എടുക്കുമ്പോൾ ഇൻറ്റു 2/3 ആയിട്ട് മാറും. മനസ്സിൽ ചെയ്യാവുന്ന ക്വസ്റ്റനേ ഉള്ളൂ, എന്നിരുന്നാലും പറയാം. K എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താണ്? K ഈസ് ഈക്വൽ ടു K1 K2 ബൈ K3 ഹോൾ ടു ദ പവർ 2/3. ഞാനൊരു ലോഗ് K എന്നാക്കുകയാണെങ്കിൽ അപ്പോൾ ലോഗ് K ഈസ് ഈക്വൽ ടു വരിക 2/3 താഴേക്ക് വരും ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ലോഗ് K1 പ്ലസ് ലോഗ് K2 മൈനസ് ലോഗ് K3 എന്നാണ് അല്ലേ. ലോഗ് K എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർഹീനിയസ് ഈക്വേഷൻ പ്രകാരം ലോഗ് K ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല വരിക മൈനസ് EA ബൈ 2.303 RT പ്ലസ് ലോഗ് A എന്നാണ്. അതിൽ എൻ്റെ ഉത്തരം ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് 1 ആണ്. അപ്പോൾ ലോഗ് എനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ. മൈനസ് അപ്പുറം ഇപ്പുറം വരും, അപ്പോൾ പിന്നെ മൈനസിനെ പറ്റും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഫോർമുല അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക എന്നൊന്ന് പറഞ്ഞ് ലോഗ് K ഈസ് ഈക്വൽ ടു EA ബൈ 2.303 RT ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ബ്രാക്കറ്റിൽ ലോഗ് K1 എന്ന് പറഞ്ഞപ്പോൾ എന്താ വരിക, എല്ലാവരുടെ കയ്യിലും ഒരു 2.303 അല്ലേ RT ഉണ്ടല്ലോ. അപ്പോൾ അതൊരു കോമൺ ഫാക്ടറായിട്ട് കോമൺ ഡിനോമിനേറ്ററായിട്ട് എഴുതാമല്ലോ. അപ്പോൾ എന്താ വരിക എന്ന് ആലോചിച്ച് നോക്കിയാൽ 2.303 RT മുകളിൽ അപ്പോൾ എന്താ വരിക EA1 പ്ലസ് EA2 മൈനസ് EA3 എന്നല്ലേ. അപ്പോൾ അതിൽ ഈ 2.303 RT അപ്പുറം ഇട്ടിക്കളഞ്ഞാൽ നമ്മുടെ ഉത്തരമായി EA ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ബ്രാക്കറ്റിൽ EA1 200 പ്ലസ് EA2 എണ്ണമല്ല 90 മൈനസ് 80 അല്ലേ. അപ്പോൾ 210 2/3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരമായില്ലേ അല്ലേ. ഉത്തരം ഏകദേശം ഒരു 210 100 140 അടുത്ത് വരും കേട്ടോ. 140 ഉത്തരം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റൂട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇക്വിലിബ്രിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. N2 1 മോള്, H2 3 മോള്, 1 ലിറ്ററാണ് ഫ്ലാസ്കിൻ്റെ കപ്പാസിറ്റി. അമോണിയ ഫോം ചെയ്യണത് ന്യൂട്രലൈസ്ഡ് ബൈ 100 ml 1 മോളർ HCl ആണ്. എടോ അമോണിയ ന്യൂട്രലൈസ്ഡ് ബൈ 100 ml 1 മോളർ HCl എന്ന് പറഞ്ഞാൽ 1 മോൾ അമോണിയയ്ക്ക് 1 മോൾ HCl അല്ലേ വേണ്ടി വരിക അല്ലേ. NH3 റിയാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ റിയാക്ഷൻ. അപ്പോൾ 1 മോൾ HClൻ്റെ കൂടെ 1 മോളാണ് അമോണിയ എന്ന് പറഞ്ഞാൽ എത്ര മോൾ HCl വേണ്ടി വന്നോ അത്രയും മോൾ അമോണിയ ഉണ്ടായി എന്നർത്ഥം. ഈ മൊളാരിറ്റി കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ബൈ വോളിയം ഇൻ ml ഇൻറ്റു 1000. അപ്പോൾ അതിൽ നിന്ന് നമ്പർ ഓഫ് മോൾ ഓഫ് HCl കാണാമെന്ന് പറഞ്ഞാൽ മൊളാരിറ്റി 1 ആണ്, വോളിയം 100 ആണ് ബൈ 1000 ആണ് എന്ന് പറഞ്ഞാൽ 0.1 മോൾ ആണ് HCl ഉണ്ടായിട്ടുള്ളത്, HCl വേണ്ടി വന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അമോണിയ 0.1 ആണ്. മനസ്സിലായല്ലോ. മുന്നേത്തെ ആൻസർ 140 കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈക്വേഷൻ എഴുതാണ്. വാട്ട് ഈസ് ഈക്വേഷൻ? N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3. ഇതിൻ്റെ തുടക്കത്തിൽ ഇത് 1 മോളാണ്, ഇത് 3 മോളാണ്. ആ സമയത്ത് ഇതില്ല. പക്ഷേ ഇക്വിലിബ്രിയത്തിൽ ഇത് 0.1 മോളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഇക്വേഷനെ കണക്ക് നോക്കി നിങ്ങൾ. ഇത് 1 മോള് പോയാൽ ഇവിടെ 2 മോൾ ഉണ്ടാവും അല്ലേ. ആ 2 മോളിൻ്റെ സ്ഥാനത്തല്ലേ നമ്മൾ 0.1 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 0.1 ആണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് അതിൻ്റെ പകുതിയിലേ പോയിണ്ടാവുള്ളൂ.
ഇവിടുന്ന് 1 പോകുമ്പോൾ ഇവിടെ 2 അല്ലേ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ എത്രയാണ് നൈട്രജൻ കൺസ്യൂം ചെയ്യണത് അതിൻ്റെ ഇരട്ടിയിൽ അമോണിയ ഉണ്ടാവണം. അല്ലെങ്കിൽ അമോണിയ എത്രയാണോ ഉണ്ടായി അതിൻ്റെ പകുതിയല്ലേ നൈട്രജൻ കൺസ്യൂം ചെയ്യണം. അപ്പോൾ എത്രയാണ് നൈട്രജൻ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയത് 0.5 ആണ് പോവുക 1ൽ നിന്ന്. 0.5 അല്ല 0.05. സോറി കേട്ടോ, 0.1 അല്ലേ 0.05. എടോ എത്രയാണോ നൈട്രജൻ കൺസ്യൂം ചെയ്യണത് അതിൻ്റെ 3 ടൈംസ് അല്ലേ ഹൈഡ്രജൻ കൺസ്യൂം ചെയ്യുക. അല്ലെ 1 മോളിന് 3 മോളല്ലേ വേണ്ടേ. അപ്പോൾ 0.05 ആണ് നൈട്രജൻ കൺസ്യൂം ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.15. ഇത് പോയതാ. അപ്പോൾ റിമൈനിങ് എന്തായിരിക്കും വരിക 1 മൈനസ് 0.05 എന്ന് പറഞ്ഞാൽ 0.95. ഇതാണെങ്കിലോ 3 മൈനസ് 0.15 എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നത് 2.85. ഇത്രയും മോളല്ലേ ബാക്കി. ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് എന്താണ് കെ സി. ഉത്തരം 10⁻⁻6 ഓർഡറിലാണ്. കെ സിയുടെ ഫോർമുല എന്താ? ഫോർമുല കോൺസെൻട്രേഷൻ ഓഫ് അമോണിയയുടെ സ്ക്വയർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ്റെ ക്യൂബ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്താ വരിക? അപ്പോൾ കെ സി ഈസ് ഈക്വൽ ടു 0.1ൻ്റെ സ്ക്വയർ. സോ 0.1 ഇൻറ്റു 0.1 ഡിവൈഡ് ബൈ 0.95 ഇൻറ്റു 2.85ൻ്റെ ക്യൂബ് വരും. And you have to calculate it, and that calculation is coming around സംഖ്യ ഒരു 4.55 ഇൻറ്റു 10⁻⁻4 ആണ്. അത് -6ലേക്ക് മാറ്റുമ്പോൾ 455 ഇൻറ്റു 10⁻⁻6 കേട്ടോ. കാൽക്കുലേഷൻ പിന്നെ ഞാൻ കാണിക്കുന്നില്ല, അതിൻ്റെ ഉത്തരം റഫായിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് അത് ആ നമ്പർ ഓഫ് മോൾ ഒന്ന് മാറ്റി തന്നു എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് വൺ. എ പിസ്റ്റൺ ഫിൽഡ് വിത്ത് 0.04 mol ഓഫ് an ideal gas expands reversibly from 50 ml to 350 ml. 310 കെൽവിനാണ്. ഇറ്റ് അബ്സോർബ് 208 ജൂൾ ഓഫ് ഹീറ്റാണ്. ആൻഡ് ഡിവിഷൻ ഓഫ് ക്യൂ ആൻഡ് ഡബ്ല്യു വിൽ ബി -x ആണ്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ഈ അബ്സോർബ് ചെയ്ത ഹീറ്റ് അതിൽ നിന്ന് ഇവിടെ കൊടുത്തുള്ള മെയിൻ കണ്ടീഷൻ എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഐസോതെർമൽ അല്ലേ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ എന്താണോ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നല്ലേ പറയാറ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ സൈൻ കൺവെൻഷൻ പ്രകാരം ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നാണ് ശരിക്ക്. അതിൽ ഡെൽറ്റയുടെ ഉത്തരം 0 അല്ലേ? കാരണം ഐസോ തെർമലാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഉത്തരം ക്യൂ ഇസ് ഈക്വൽ ടു -w ആണ്. ഈ സംഭവം 0.04 mol ഓഫ് an ideal gas expand reversibly from 50 ml to 350 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഫോർമുല മനസ്സിലേക്ക് വരണം. വർക്കിൻ്റെ ഫോർമുല എന്താ? വർക്കിൻ്റെ ഫോർമുല W is equal to -2.303 nRT log V2 by V1 അല്ലേ എന്ന് പറഞ്ഞാൽ -2.303 എന്നിൻ്റെ ഉത്തരം 0.04 ആണ്. ആറിൻ്റെ ഉത്തരം 8.314 ആണ്. ജൂളിലാണ് തന്നിട്ടുള്ള, ഹരിക്കേണ്ട ആവശ്യമില്ല. 8.314 RT. ടെമ്പറേച്ചർ 310 ആണ്. ഇൻറ്റു ലോഗ് 7 വരിക. V2 by V1 എന്ന് പറഞ്ഞാൽ 350/50 ആകുമ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം വരുന്നൊരു ഉത്തരം ഞാൻ റഫായിട്ട് നോക്കിയപ്പോൾ ഒരു -200ൻ്റെ അടുത്താണ്. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ സൈൻ വീണ്ടും മാറുമ്പോൾ പ്ലസ് അല്ലേ വരിക അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഡിവിഷൻ ചോദിച്ചുള്ളത്? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ Q/W ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ Q/W ആണെങ്കിൽ അതിൻ്റെ ഉത്തരം -200/200 അല്ലേ വരിക. അപ്പോൾ ഉത്തരം എത്രയാണ്? -1. സോ എക്സിൻ്റെ ഉത്തരം 1 ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് 208 വെച്ചാലും അതേ ഉത്തരം തന്നെയാണ് കേട്ടോ. അബ്സോർബ് ചെയ്ത ഹീറ്റ്, ഞാൻ പെട്ടെന്ന് വർക്കിൻ്റെ ഫോർമുലയിലേക്ക് പോയി. 200ൻ്റെ റേഞ്ചിൽ കേട്ടോ. ശരിയാണ്, അങ്ങനെയും അതിനെ ആർഗ്യൂ ചെയ്യാം കേട്ടോ. കാരണം അബ്സോർബ് ചെയ്ത ഹീറ്റ് Q 208 ആണെങ്കിൽ മറ്റേന്താണ് അതിൻ്റെ മൈനസ് ചിഹ്നം. അപ്പോൾ ഉത്തരം എത്ര ആയിരിക്കും? ഒരാൾ പ്ലസ് ആണ്, മറ്റാൾ മൈനസ് ആണ്. അപ്പോൾ ഉത്തരം എത്ര വരിക? 1 അല്ലേ വരിക. റൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് പോസിബിൾ ഫോർ ദ കോമ്പൗണ്ട് C6H14 എന്ന് പറഞ്ഞാൽ അത് ഹെക്സൈൻ അല്ലേ. ആൽക്കൈനാണ്. ആൽക്കൈന് സാധാരണ നമ്മൾ പറയാറ്
ചെയിൻ ഐസോമറസും മാത്രമേ പറയാറുള്ളൂ, സബ്സ്റ്റിറ്റ്യൂഷനൊന്നുമില്ലല്ലോ. അപ്പോൾ ആൽക്കൈൻ ഹെക്സൈൻ വരാൻ ചാൻസ് ഉള്ള സ്ട്രക്ചർ ഒന്ന് നോർമൽ ഹെക്സൈൻ ആണ്. ഇനി ഇതിലൊരു മീഥൈൽ ഗ്രൂപ്പ് വയ്ക്കുമ്പോൾ പെൻഡൈൻ ആണ് അല്ലേ. മീഥൈൽ ഗ്രൂപ്പ് വയ്ക്കുമ്പോൾ രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് വയ്ക്കാം അല്ലേ. അതിപ്പോൾ ഇവിടെ വെച്ചാലും സെയിം ആണ്. അപ്പം ഇനി അടുത്ത പോസിബിലിറ്റി മൂന്നാമത്തെ കാർബണിലേക്ക് വയ്ക്കാം അല്ലേ. ഇനിയിപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് വെച്ചിട്ട് വേറെ ഓപ്ഷൻ ഇല്ല, ഒരെണ്ണം 2 മീഥൈൽ ഗ്രൂപ്പ് വയ്ക്കാം. അപ്പോൾ എന്താ പറയുക, 2 മീഥൈൽ ഗ്രൂപ്പ് ആകുമ്പോൾ CH3 CHൻ്റെ കൂടെ CH3 വരാം, CH2 CH3, അല്ലെങ്കിൽ പിന്നെ വരാവുന്നത് CH3 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 അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര ഇനി ഈഥൈൽ ഗ്രൂപ്പ് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഈഥൈൽ ഗ്രൂപ്പ് വെക്കുകയാണെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് അപ്പോൾ ഈഥൈൽ ഗ്രൂപ്പ് വെക്കേണ്ടത്? ഒരറ്റത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്കൊരു ഈഥൈൽ ഗ്രൂപ്പ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. വെക്കുകയാണെങ്കിൽ നടുക്ക് വെക്കേണ്ടേ. അപ്പോൾ CH3 CH2 Cൻ്റെ മുകളിൽ C2H5 വെച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എട്ടത്തല്ലേ വരുള്ളൂ. ആ കോമ്പൗണ്ട് ഇതിൽ മുന്നേ എഴുതിയ കോമ്പൗണ്ട് തന്നെയാണ്. കാരണം ഇവിടെ സ്ട്രക്ചർ H ഓൾറെഡി എത്ര കാർബണായി, 5 ആയില്ലേ. ഇതിലേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ലോങ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മീഥൈൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് നമ്മൾ ഓൾറെഡി എഴുതിയതാണ് കേട്ടോ. അപ്പോൾ പോസിബിലിറ്റി എത്രയേ ഉള്ളൂ, 5 ഉള്ളൂ കേട്ടോ. ഒന്ന് നോർമൽ ഹെക്സൈൻ ആണ്, അതുകൂടാതെ മീഥൈൽ ഗ്രൂപ്പ് വെച്ചിട്ടുള്ള 2 വരാം കേട്ടോ. പിന്നെ 2 മീഥൈൽ ഗ്രൂപ്പ് വെച്ചിട്ടുള്ള 2 വരാം. അങ്ങനെയാണെങ്കിൽ ചെയിൻ ഐസോമോസ് ആയിട്ട് പോസിബിലിറ്റി 6 കാർബണുള്ള ഹെക്സൈൻ എത്രയാണ്? 5. യെസ്, 5 ഉത്തരം കേട്ടോ. 5 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ലിബറേറ്റഡ് ബൈ അൾട്രാവയലറ്റ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 3000 ആംഗ്സ്ട്രം ഫ്രം എ മെറ്റാലിക് സർഫസ് വിച്ച് ഹാസ് ത്രഷോൾഡ് വേവ് ലെങ്ത് 4000 ആണ്. De Broglie wavelength of the electron emitted with maximum kinetic energy 10 raised to minus 9. അതിൻ്റെ പവർ 10 raised to minus 9 എന്നുള്ള ഓർഡറിൽ നമ്മൾ എഴുതണം. ഇതിൽ കാൽക്കുലേഷൻ ഉണ്ട് കുറച്ച് കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യം പറയണത്, ഇത് അതിന് വേണ്ട അല്ലേ ലിബറേറ്റ് ചെയ്ത ആളുടെ വേവ് ലെങ്ത് ആണ്. ത്രഷോൾഡ് ഇതാണ്. ഫോട്ടോ ഇലക്ട്രിക് ഈക്വേഷൻ പ്രകാരം എന്താണ്? HNU ഈസ് ഈക്വൽ ടു HNU0 പ്ലസ് KE ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കെയുടെ ഫോമിൽ എഴുതുമ്പോൾ KE ഈസ് ഈക്വൽ ടു എന്താണ്? HNUവിന് പകരം C/λ മൈനസ് HC/λ0 എന്ന് എഴുതാം. HC കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു HC ഇൻറ്റു 1/λ എന്ന് പറഞ്ഞാൽ 3000 ആണ്. λ0 എന്ന് പറഞ്ഞാൽ 4000 ആണ്. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ 1000/3000 ഇൻറ്റു 4000 വരും. അതിനെ HC ഗുണിക്കണം. അപ്പോൾ ഗുണിച്ചുള്ള സ്റ്റെപ്പ് ഞാൻ എഴുതാണ്. സോ KE ഈസ് ഈക്വൽ ടു 6.6 ഇൻറ്റു 10 raised to minus 34 ഇൻറ്റു 3 ഇൻറ്റു 10 raised to 8 ഓക്കെ ഇൻറ്റു മുകളിലൊരു 1000 വരും അല്ലേ. 4000 മൈനസ് 3000 1000 വരും താഴെ അല്ലേ. 4 ഇൻറ്റു 3 12 ഇൻറ്റു ഒരു 10 raised to അല്ലേ 3 6 10 raised to 6 വരും. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഏകദേശം വരുന്നത് ഒരു 1.65 ഇൻറ്റു 10 raised to minus 19 ജൂളിൻ്റെ അടുത്താണ് ഓൾമോസ്റ്റ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഏത് കാണണം എന്നുള്ളതാണ്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഈ പഠിച്ചിട്ടുണ്ടാവേണ്ട ഒരു ഫോമുലയാണ് ലാംഡ ഫ്രം കൈനറ്റിക് എനർജി. ലാംഡ ഈസ് ഈക്വൽ ടു H/mv ആണ്. അതിൽ വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫോമുല H/√2KEM ആണ്. പഠിച്ചിട്ടുണ്ടാവണം ഫോമുല. അപ്പോൾ അതിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഫോമുല 6.6 ഇൻറ്റു 10 raised to minus 34 ഡിവൈഡഡ് ബൈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള സംഖ്യകൾ എഴുതാണ് 2 ഇൻറ്റു കൈനറ്റിക് എനർജി 1.65 ഇൻറ്റു 10 raised to minus 19 ഇൻറ്റു എം മാസ് 9.1 ഇൻറ്റു 10 raised to minus 31 അല്ലേ. ഈ 9 അപ്രോക്സിമേറ്റ്ലി പുറത്തേക്ക് എടുക്കുമ്പോൾ 6.6 ഇൻറ്റു 10 raised to minus 34 9 പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു 3 ആണ്. ഈ 1.6ഉം 2 ആയിട്ട് കുടിക്കുമ്പോൾ ഏകദേശം ഒരു 3ൻ്റെ റേഞ്ചിലേ വരും. അപ്പോൾ ഒരു 3ഉം 1.7 1.8ൻ്റെ അടുത്ത് അത് പുറത്തേക്ക് എടുക്കാം. √3 എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ 2ഉം ഈ 1.6 5ഉം കൂടെ ഗുണിക്കുമ്പോൾ ഒരു 3 സംതിങ് അല്ലേ വരിക. √3 എന്ന് പറഞ്ഞാൽ 1.73 അല്ലേ, അത് ഞാൻ 1.8 എന്ന് കരുതി. ഇൻറ്റു 19 20 30 50 അത് പുറത്തേക്ക് എടുക്കുമ്പോൾ 25 അല്ലേ വരിക അല്ലേ. ഇതിപ്പോൾ വെട്ടുമ്പോൾ 2.2 2.2ഉം 1.8ഉം കൂടെ ഹരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.2ൻ്റെ അടുത്ത് വരും. ഇൻറ്റു 25 മുകളിലേക്ക് എടുക്കുമ്പോൾ
അത് 10⁻⁻9 അല്ലേ? അപ്പോൾ കറക്റ്റാണ്. 10⁻⁻9 മീറ്ററിലേക്ക് തന്നെ ഉത്തരം വരുന്നത്. അപ്പോൾ നിയറസ്റ്റ് ഇൻറ്റീജറായിട്ട് മാറ്റുകയാണെങ്കിൽ അത് 1 ആയിരിക്കും ഉത്തരം വരും കേട്ടോ. 1.2 എന്നുള്ളത് നമുക്ക് 2ലേക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. സോ ആൻസർ എത്രയാണ്? 1 ആയിരിക്കും. സൈക്ലോഹെക്സൈൻ പോസിബിൾ അല്ല കൂട്ടാ. അനന്തു അല്ലേ പറഞ്ഞത്? അനന്തു മധു. സൈക്ലോഹെക്സൈൻ്റെ മോളിക്കുലാർ ഫോർമുല C6H12 ആണ്, H14 അല്ല കേട്ടോ. ഇവിടെ H14 അല്ലേ. ആൽക്കൈന് ചെയിൻ ഐസോമറസ് മാത്രമേ ഉള്ളൂ, സൈക്ലിക്ക് വരില്ല കേട്ടോ. C6 വേണമെങ്കിൽ കൂട്ടി വയ്ക്കുമോ? ഇങ്ങനെയല്ലേ സൈക്ലോഹെക്സൈൻ CH2 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 അല്ല, അത് കൂട്ടുമ്പോൾ C6H14 വരുള്ളൂ കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഈ ക്ലാസ് പറയുന്നതും നിങ്ങളുടെ കമൻറ്റും തമ്മിലൊരു ടൈം ലാഗ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യണില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 1 ആയിരിക്കും കേട്ടോ. ഓക്കെ, 10⁻⁻9 അവിടെ ഓൾറെഡി ഉള്ളതായതുകൊണ്ട് 1 ആയിരിക്കും ഉത്തരം വരിക കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. റിയാക്ഷൻ A+B gives C+D follows rate law. Rate is equal to K into A⁴ B⁴ കേട്ടോ. അപ്പോൾ ഓവറോൾ ഓർഡർ എത്ര? 1/2 + 1/2 1 അല്ലേ? ഫസ്റ്റ് ഓർഡർ ആണ്. സ്റ്റാർട്ടിങ് വിത്ത് 1 molar each A and B, the time taken for the concentration of A become 0.1 എന്ന് പറഞ്ഞാൽ 90% പോയി എന്നല്ല അർത്ഥം. 1ൽ നിന്ന് 0.1ലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ 90% പോയേ അല്ലേ? 1ൻ്റെ 90% 0.9 പോയില്ലേ? അപ്പോൾ T90%ൻ്റെ ഫോർമുല ഓർത്താൽ മതി. T90% എന്ന് പറഞ്ഞാൽ ഫോർമുല 2.303/K അല്ലേ? 2.303/K പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ കേട്ടോ. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. T90% is equal to 2.303 ഡിവൈഡ് ബൈ കറക്റ്റ് സംഖ്യയാണല്ലോ 4.606 ഇൻറ്റു 10⁻⁻4 മോളിലേക്ക് എടുക്കണോ എന്ന് പറഞ്ഞത് 1/2 അല്ലേ? 1/2 എന്ന് പറഞ്ഞാൽ 0.5. സോ 0.5 ഇൻറ്റു 10⁻⁴ ആകുമ്പോൾ 5000 സെക്കൻഡ്. സൈക്ലോഹെക്സൈൻ നോട്ട് പോസിബിൾ എന്നുള്ളത് കുട്ടികളെ ഉത്തരം പറയുന്നുണ്ട് കേട്ടോ. ശരിയാണ് കേട്ടോ കുട്ടികളെ. അപ്പോൾ 28ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം 5000 ഡയറക്റ്റ് ആണ് കേട്ടോ. വേറെ കാർഡ് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1ൽ നിന്ന് ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 0.45 ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ yield 0.5 gram of barium sulfate. You are asked to find the percentage of sulfur. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പെർസെൻറ്റേജ് സൾഫറിൻ്റെ ഫോർമുല എഴുതണു. 32/233.5 പോയിൻ്റൊക്കെ കളയാം. ഇൻറ്റു വെയ്റ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 32 ഡിവൈഡ് ബൈ 233.5 ഇൻറ്റു വെയ്റ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് 0.5 ആണ് ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 0.45 ആണ് ഇൻറ്റു 100. ഓക്കെ, ഇത് ഗുണിച്ച് ഹരിച്ച് വരുമ്പോൾ ഏകദേശം ഒരു 15.2 അടുത്ത് വരും കേട്ടോ. സോ നിയറസ്റ്റ് ഇൻറ്റീജർ ആണെങ്കിൽ 15 ആയിരിക്കും ഉത്തരം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ. ഇത് നമ്മുടെ LMRPയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. MnO4- ബാർ Mn2+, Cl2 ബാർ Cl-, Br2 ബാർ Br-, ആൻഡ് I2 ബാർ I-. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ദ നമ്പർ ഓഫ് സ്പീഷീസസ് എക്സ്പെക്റ്റഡ് ടു ഓക്സിഡൈസ് ബൈ പെർമാംഗനേറ്റ്. ഏറ്റവും ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ആരാണോ അയാൾക്ക് അതിന് താഴെ പൊട്ടൻഷ്യൽ വരുന്ന ആളുകൾക്ക് ഓക്സിഡൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ MnO4ൻ്റെ പൊട്ടൻഷ്യൽ ഇത്രയാണ് 1.51. അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ള എല്ലാവരും. അപ്പോൾ നമ്മൾ കരുതും എല്ലാവരും ഉത്തരാക്കാം. പക്ഷേ അതിലൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഇവിടെയാണ്. ഈ ക്ലോസ് ആണ് pH 3. ഈ pH 3 ആകുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ 1.51 ആവണമെന്നില്ല, ചേഞ്ച് വരും. നമുക്ക് ആ ചേഞ്ച്ഡ് പി എച്ച് അല്ല ചേഞ്ച്ഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം ബൈ യൂസിങ് Nernst equation. So before writing the Nernst equation we have to know what is the change happened. MnO4 minus Mn2+ ആയിട്ട് മാറുന്നു. അതിൻ്റെ ഇക്വേഷൻ അറിയണം. എങ്ങനെയാണ്? MnO4 minus Mn2+ ആയിട്ട് മാറുമ്പോൾ Mൻ്റെ ഓക്സിഡേഷൻ നമ്പർ +7 നിന്ന് +2 ആകുമ്പോൾ 5 ഇലക്ട്രോൺ ആഡ് ചെയ്യലേ വേണ്ടേ? അപ്പോൾ +5 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ? ഇനി അതുപോലെ MnO4- 4 ഓക്സിജൻ ഉണ്ടെങ്കിൽ 4 വാട്ടർ ഇപ്പുറത്ത് ചേർക്കണം. അപ്പോൾ ഇപ്പുറത്ത് 8 H+ വേണം. സോ ദിസ് ഈസ് ദ കറക്റ്റ് ബാലൻസ്ഡ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു Mn മാത്രം കേട്ടോ. ഈ ഒടുക്കത്തെ തണുപ്പായതുണ്ടേ. ഓക്കെ,
അപ്പോൾ ഇതിന് അനുസരിച്ചുള്ള നെയിൻസ് ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. സോ ടെൽ മീ ഇ ഈസ് ഈക്വൽ ടു E0 ആണ് 1.51 മൈനസ് 0.06/5 5 ലക്ഷം ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ Mn2 പ്ലസ് വാട്ടർ എഴുതേണ്ട ആവശ്യമില്ല, കാരണം ലിക്വിഡ് ടേക്കൺ ആസ് 1 ഡിവൈഡ് ബൈ MnO4 മൈനസ് ഇൻറ്റു H പ്ലസിൻ്റെ പവറിലിട്ട് വരും. ഇത് രണ്ടും 1 ആണ്, കാരണം സ്റ്റാൻഡേർഡ് എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. മനസ്സിലാവുണ്ടോ? സ്റ്റാൻഡേർഡ് എന്നുള്ളതിൽ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ 1 ആയിട്ട് എടുക്കുക ഈ സ്പീഷീസുകളുടെ. അപ്പോൾ പിന്നെ ബാക്കി താഴെ H പ്ലസ് ഒരു ക്വസ്റ്റ്യൻ H പ്ലസ് പവറിലിട്ടാണ് ആയിട്ട് മുകളിലേക്ക് എടുക്കുമ്പോൾ മൈനസ് ഇട്ടാവും. ആ മൈനസ് താഴേക്ക് എടുക്കുമ്പോൾ മൈനസ് ഓഫ് മൈനസ് ഇടയ്ക്ക് പ്ലസ് വരും. അപ്പോൾ എന്താ ഉത്തരം വരിക? 1.51 പ്ലസ് 0.06/5 ഇൻറ്റു 8 ലോഗ് H പ്ലസ് അല്ലേ? H പ്ലസിൻ്റെ ഉത്തരം പി എച്ചിൻ്റെ ഉത്തരം 3 അല്ലേ? അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് H പ്ലസ് എന്ന് പറഞ്ഞാൽ 10⁻³ ലോഗ് 10⁻³ -3 ലോഗ് 10 ലോഗ് 10ൻ്റെ ഉത്തരം 1 അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ ഇത്? 1.51 വീണ്ടും മൈനസ് ആവും 0.06/5 ഇൻറ്റു 8 ഇൻറ്റു 3 8 ഇൻറ്റു 3 24 25ആണെന്ന് വിചാരിക്കും. വെട്ടുമ്പോൾ 5 അല്ലേ? 5ഉം 6ഉം 30 1.51 മൈനസ് 1.30 എന്ന് പറഞ്ഞാൽ ഒരു 1.2ൻ്റെ അടുത്താണ് ഉത്തരം വരും. ഈ 1.2-നേക്കാളും താഴെ വരുന്ന ആളുകളെ മാത്രമേ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ 1.2ൻ്റെ താഴെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇത് പറ്റും, ഇതും പറ്റും എന്ന് പറഞ്ഞാൽ ആരെ ഉത്തരം വരുള്ളൂ? BR2 ആൻഡ് I2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് സ്പീഷ്യസ് ഇൻറ്റീജർ ടൈപ്പ് ആണെങ്കിൽ ആൻസർ 2. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ് തോന്നിയത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്, ഇതിനേക്കാൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നു. ഓക്കെ, നന്ദി, നമസ്തേ. ഹലോ ഗൈസ്, ഓൾ ഓഫ് യു വെൽക്കം. അപ്പോൾ നമ്മൾ 20-ാം തീയതി നടക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിൻ്റെ മാത്തമാറ്റിക്സ് സൊല്യൂഷൻസിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇതൊരു പ്രോപ്പർ JEE മോഡൽ എക്സാം തന്നെയാണ്. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും JEEൻ്റെ വെയിറ്റേജ് അനുസരിച്ച് തന്നെ ഇതിനകത്ത് കൃത്യമായി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലെവൽ ഓഫ് ടഫ്നെസ്സും ഏതാണ്ട് നമുക്ക് JEE മെയിനിന് ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്ന് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. ഇത് ഓർത്തോസെൻറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലമാണ്. Two vertices of a triangle ABC are A 5 - 1 B -2 3. The orthocenter is at origin. ഓർത്തോസെൻറ്റർ ഒറിജിനലാണ്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 2 വെർട്ടിസസ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വെർട്ടെക്സ് തരുന്നതിന് പകരം അതിൻ്റെ ഓർത്തോസെൻറ്റർ എവിടെയാണ് തന്നു, എന്നിട്ട് ആ തേർഡ് വെർട്ടെക്സ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്ത് തുടങ്ങേണ്ടതെന്നൊരു ധാരണ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ടൊരു ഡയഗ്രാം ഇവിടെ വരച്ച് വെക്കുക. ദിസ് ഇസ് ദ ട്രയാങ്കിൾ ABC. ഈ ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾ ഡയഗ്രത്തിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ചിന്തിക്കാൻ എളുപ്പമായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇമാജിൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ നമുക്കിത് വരയ്ക്കാം. ആൻഡ് A ഈസ് 5 - 1. ഞാൻ പറയുന്നത് മെയിൻ എക്സാമിന് നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ മടി കൂടാതെ ഇത് വരയ്ക്കണം. -2 3. C എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് അറിയില്ല. സോ ലെറ്റ് ഇറ്റ് ബി ആൽഫ ബീറ്റ ഓർ XY HK എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഹിയർ ഈസ് യുവർ ഓർത്തോസെൻറ്റർ H, ദാറ്റ് ഈസ് അറ്റ് ഒറിജിൻ 0 0. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് ഓർത്തോസെൻറ്ററിൻ്റെ ഡെഫിനിഷനിലേക്കാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓർത്തോസെൻറ്റർ ഈസ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾട്ടിറ്റ്യൂഡ്സ് എന്നാണ് നമ്മൾ പറയുക. ഓൾട്ടിറ്റ്യൂഡ് എന്താണെന്നാണ് പിന്നീട് ആലോചിക്കേണ്ടത്. ഓൾട്ടിറ്റ്യൂഡ് ഈസ് എ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം എ സൈഡ് ടു ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ അല്ലെങ്കിൽ നോർമൽ ലൈനെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ C എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് ഈ ഒറിജിനിലേക്ക് നമ്മൾ എടുക്കുന്ന ഈ ലൈൻ താഴെ കൂടെ പോകുന്ന AB എന്ന് പറയുന്ന ലൈനിന് ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ -1 ആണ് കിട്ടുക. M1 M2 is equal to -1 when 2 lines are perpendicular. അപ്പോൾ ഇവിടെ ഈ ലൈൻ AB എന്ന് പറയുന്ന ഈ ലൈനും CH എന്ന് പറയുന്ന ഈ ലൈനും പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ AH എന്ന് പറയുന്ന ലൈൻ എടുത്താൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ BCക്ക് പെർപെൻഡിക്കുലർ ആവും. അതേപോലെ BH വെർട്ടെക്സ് Bയിൽ നിന്ന് ഈ ഓർത്തോ സെൻറ്ററിലേക്ക് വരച്ചാൽ അത് AC എന്ന് പറയുന്ന ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആവും. ഓക്കെ,
അപ്പോൾ എനിവേ ഇതിൽ ഏതെങ്കിലും രണ്ട് ഇക്വേഷൻസ് എഴുതി സോൾവ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അതിൽ ആദ്യം നമുക്ക് എടുക്കാവുന്നതാണ് CH ഈസ് പെർപെൻഡിക്കുലർ ടു AB. CHന്റെ സ്ലോപ്പ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ചെയ്താൽ യു വിൽ ഗെറ്റ് ബീറ്റ ബൈ ആൽഫ. ദാറ്റ് ഈസ് ഇൻറ്റു ABന്റെ സ്ലോപ്പ് ഇവിടെ y2 മൈനസ് y1 3 minus minus 1 is 4 divided by x2 minus x1 minus 2 minus 5 is minus 7. This is equal to minus 1. That means 4 beta is equal to 7 alpha. That means 7 alpha minus 4 beta is equal to 0. This is the first equation involving alpha and beta. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിനകത്ത് കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യാമെന്ന്. 4 7 ഇതിനകത്ത് കൊടുത്താൽ ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്യും. വേറൊരു പോയിന്റ് -4 -7 കൊടുത്താലും സാറ്റിസ്ഫൈ. അപ്പോൾ ഒന്നുകിൽ A അല്ലെങ്കിൽ D ഇതിലേതെങ്കിലും ഒന്ന് ഇതിന് ആൻസർ ആവാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങനെയല്ലല്ലോ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ടും കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യാം. AH ഈസ് പെർപെൻഡിക്കുലർ ടു BC അല്ലെങ്കിൽ BH പെർപെൻഡിക്കുലർ ടു AC. ഏതെങ്കിലും രണ്ടെണ്ണം എടുത്ത് സോൾവ് ചെയ്താൽ മതി, അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ AHന്റെ സ്ലോപ്പ് നമുക്കറിയാം 5 minus 1 0 0 സ്ലോപ്പ് -1/5 ആണ് ഇൻറ്റു സ്ലോപ്പ് ഓഫ് BC. അതായത് ഇവിടെ എടുക്കുന്ന പൊസിഷൻ AH ഈസ് പെർപെൻഡിക്കുലർ ടു BC. AHന്റെ സ്ലോപ്പ് -1/5 ഇൻറ്റു സ്ലോപ്പ് ഓഫ് BC ഈസ് y2 മൈനസ് y1 ദാറ്റ് ഇസ് ബീറ്റ -3 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആൽഫ +2 ദാറ്റ് ഇസ് ഈക്വൽ ടു അഗെയിൻ -1. m1 m2 ഈക്വൽ ടു -1 അതാണ് എഴുതുന്നത്. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ -β +3 ഇസ് ഈക്വൽ ടു -5 ആൽഫ -10 എന്ന് വരും. ഈ 5 ഇൻറ്റു ആൽഫ +2 നമ്മൾ RHSലേക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ ഒരു -1 ഉണ്ട്. അപ്പോൾ -5 ആവും. -5 വെച്ച് ഓപ്പൺ ചെയ്താൽ -5 ആൽഫ -10 എന്ന് വരും. ഇനി RHSലുള്ള വാല്യൂസ് എല്ലാം LHSലേക്ക് എടുക്കുക, യൂഷ്വൽ സോൾവിങ്. സോ 5 ആൽഫ മൈനസ് ബീറ്റ 3 അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ we will get -13. Let this be equation number 2. Let this be equation number 1. ഇത് രണ്ടും കൂടിയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 2 ഇക്വേഷൻ സിസ്റ്റമാണ്. 2 അൺനോൺസ് ആൽഫ ബീറ്റ, 2 ഇക്വേഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാന്നൊക്കെ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ നമുക്കൊരു 4 മൾട്ടിപ്ലൈ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 20 ആൽഫ. സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 4 20 ആൽഫ മൈനസ് 4 ബീറ്റ ഇസ് ഈക്വൽ ടു ഇവിടെ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -52. ഈ ഇക്വേഷൻ അതുപോലെ തന്നെ എടുക്കാം. 7 ആൽഫ മൈനസ് 4 ബീറ്റ ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ബീറ്റൻ്റെ കോയഫിഷ്യൻ്റ് നമ്മൾ സെയിം ആക്കുകയാണ്. ഇതുപോലെ ആൽഫൻ്റെ കോയഫിഷ്യൻ്റ് സെയിം ആക്കിയും ഒക്കെ ചെയ്യാം. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ we will get 13 ആൽഫ ഈസ് ഈക്വൽ ടു -52. So we will get alpha is equal to -52 divided by 13 is equal to -4. അത് ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് alpha is equal to -4 in equation number 1 implies 7 alpha. So -28 minus 4 beta is equal to 0. 4 beta is equal to -28. Beta is equal to -7. So alpha is -4 and beta is -7. നമുക്ക് ഇവിടെ ഓപ്ഷൻ -4, alpha is -4, beta is -7. So let us give -4 -7. -4 -7 is there in option D. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് മെയിൻ JEE എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ എക്സാമിന് ചെല്ലുമ്പോൾ ഓർത്തോ സെൻറ്ററിന് പകരം അവിടെ സെൻട്രോയിഡോ അല്ലെങ്കിൽ സർക്കം സെൻറ്ററോ വേറെ എന്തെങ്കിലും ആയിരിക്കും. സർക്കം സെൻറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള സ്ലോപ്പ് അല്ല പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കേണ്ടത്. ഏത് സൈഡിലേക്കാണോ എടുക്കുന്നത് ആ സൈഡിൻ്റെ തന്നെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് അതേ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കേണ്ടത്. ഇഫ് ദ ക്വസ്റ്റ്യൻ കംസ് ഇൻ ടേംസ് ഓഫ് സർക്കം സെൻറ്റർ ഇൻസ്റ്റെഡ് ഓഫ് ഓർത്തോ സെൻറ്റർ. ഇപ്പോൾ ഓർത്തോ സെൻറ്റർ ആയതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന ലൈന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിന് പെർപെൻഡിക്കുലർ, അതായത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. സർക്കം സെൻറ്റർ ആകുമ്പോൾ ഓൾട്ടിറ്റ്യൂഡിന് പകരം റൈറ്റ് ബൈസെക്ടർ അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസിഡർ ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകെ തുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PB a point on the parabola y square is equal to 4ax. Y square equal to 4ax അല്ല, ഏത് പാരബോള ആണെങ്കിലും ഏത് കർവ് ആണെങ്കിലും അതിൻ്റെ മുകളിലുള്ള ജനറൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പാരാമെട്രിക് കോർഡിനേറ്റ്സിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. വെറുതെ x, y എന്ന് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 അൺനോൺസ് x, y വരും. അപ്പോൾ അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. We know that y square is equal to 4ax is a parabola open right towards. Y square is equal to 4axൻ്റെ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് x is equal to 80 square, y is equal to 280 ആണ്. അതെല്ലാവർക്കും അറിയേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിന്റ് 80 square, 280 എന്ന് എടുക്കാം. where t is the parameter. എന്നിട്ട് പറയുന്നു വിത്ത് ഫോക്കസ് എസ്. നമുക്കറിയാലോ y square equal to 4ax എക്സിൻ്റെ ഫോക്കസ് വരുന്നത് a, 0 എന്ന് പറയുന്ന പോയിന്റിലാണ്.
യെസ്, അങ്ങനെ വലത്തോട്ട് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫോക്കസ് A0യിലാണ്, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. വെർട്ടെക്സ് ഒറിജിനലാണ്, വെർട്ടെക്സ് ഫോക്കസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് A ആണ്. ഓൾ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. എ സർക്കിൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ഓൺ SP ആസ് ഡയമീറ്റർ. 2 പോയിന്റ്സ് തന്നിട്ട് അത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ലൈൻ സെഗ്മെന്റ് ഡയമീറ്റർ ആവണം എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതേണ്ട ഫോർമുല x മൈനസ് x1 ഇൻറ്റു x മൈനസ് x2 പ്ലസ് y മൈനസ് y1 ഇൻറ്റു y മൈനസ് y2 ഈക്വൽ ടു 0 ആണ്. ഇതിനാണ് നമ്മൾ ഡയമീറ്റർ ഫോം ഓഫ് എ സർക്കിൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇതൊരു പക്ക കോണിക് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്, ഒരു മൾട്ടി കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പാരബോളയും സർക്കിളും സർക്കിളിന്റെ തന്നെ ഡയമീറ്റർ ഫോമും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ് SP ആണ് ഡയമീറ്റർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഒരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് A0 ആണ്, രണ്ടാമത്തെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് AT സ്ക്വയർ 2AT ആണ്. അപ്പോൾ സർക്കിളിന്റെ ഇക്വേഷനിൽ T ഒക്കെ ഉണ്ടാവും, വേറെ ഒന്നും ചെയ്യാനില്ല, അത് ഉപയോഗിച്ച് അങ്ങ് എഴുതുക തന്നെ. സോ ദ സർക്കിൾ ഈസ് x minus a into x minus AT square plus y minus 0 into y minus 2AT is equal to 0. This will be the equation of circle. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ x square minus of a plus AT square all into x plus a square t square plus y square minus 2ATY is equal to 0. That means x square plus y square minus of a plus AT square x minus 2ATY plus a square t square is equal to 0. This is the equation of the circle. ഈ സർക്കിളിന്റെ ടാൻജന്റ് അറ്റ് വെർട്ടെക്സ് y square is equal to 4ax വെർട്ടെക്സ് ഒറിജിൻ ആണ്. അവിടുത്തെ ടാൻജന്റ് അറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ x equal to 0 അഥവാ y ആക്സിസ് ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ SP ഡയമീറ്റർ ആക്കി നമ്മളൊരു സർക്കിൾ വരച്ചല്ലോ. ഞാൻ വരച്ചതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് അതിങ്ങനെ ഈ y ആക്സിസിനെ, അതായത് ഈ പാരബോളിന്റെ ടാൻജന്റ് അറ്റ് വെർട്ടെക്സിനെ കട്ട് ചെയ്ത് പോകും. ആ സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന y ഇന്റർസെപ്റ്റിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ലെങ്ത് ഓഫ് ഇറ്റ്സ് ഇന്റർസെപ്റ്റ് മെയ്ഡ് ഓൺ ടാൻജന്റ് അറ്റ് വെർട്ടെക്സ്. ടാൻജന്റ് അറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഗുണ്ടാണ്, കുറച്ച് സംഭവമാക്കി പറയുന്നതാണ്. അത് ആദ്യമേ y ആക്സിസ് ആണ് എന്ന് നമ്മളങ്ങ് തിരിച്ചറിഞ്ഞാൽ മതി. സോ ബേസിക്കലി ദേ ആർ ആസ്കിങ് ടു ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് y ഇന്റർസെപ്റ്റ് ഓഫ് ദി ഒബ്റ്റൈൻഡ് സർക്കിൾ. നമുക്ക് ഈ കിട്ടിയിട്ടുള്ള സർക്കിളിന്റെ y ഇന്റർസെപ്റ്റ് എത്രയാണെന്നാണ് ചോദ്യം. അതിന്റെ ഫോർമുലയൊക്കെ നമുക്കറിയാം. x ഇന്റർസെപ്റ്റ് സ്ക്വയർ റൂട്ട് ഓഫ് g സ്ക്വയർ മൈനസ് c ടോയ്സ് ആണ്. y ഇന്റർസെപ്റ്റ് സ്ക്വയർ റൂട്ട് ഓഫ് f സ്ക്വയർ മൈനസ് c അതിന്റെ ടോയ്സ് ആണ്. 2 റൂട്ട് ഓഫ് f സ്ക്വയർ മൈനസ് c ആണ്. ഈ f എന്ന് പറയുന്നത് സെമി കോഎഫിഷ്യന്റ് ഓഫ് y-യും g എന്ന് പറയുന്നത് സെമി കോഎഫിഷ്യന്റ് ഓഫ് x ആണ്. കാര്യം സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0 ഈ ഫോമുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ 2f എന്ന് പറയുന്നത് മൈനസ് 2a ആണ്, അഥവാ f എന്ന് പറയുന്നത് a തന്നെയാണ്. മൈനസ് c എന്ന് പറയുന്നത് AT സ്ക്വയർ ആണ്. ഓക്കെ, സോ യെസ് 2AT. യെസ്, so y intercept is 2 root of f square minus c. f square എന്ന് പറയുന്നത് a square t square minus c. c is already a square t square. So this is equal to 0. അതായത് y ആക്സിസ് ഈ സർക്കിളിന്റെ ടാൻജന്റ് ആണ്. ഒരു സർക്കിൾ ഒരു ലൈനിനെ ടാൻജൻഷ്യലി ടച്ച് ചെയ്ത് പോകുമ്പോൾ ആ ലൈനിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഇന്റർസെപ്റ്റിന്റെ ലെങ്ത് 0 ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. സർക്കിൾ ഈസ് എ ടാൻജന്റ് ടു y ആക്സിസ് ഓർ y ആക്സിസ് ഈസ് എ ടാൻജന്റ് ടു സർക്കിൾ. അവർ ടാൻജൻഷ്യലി ആണ് കട്ട് ചെയ്ത് പോകുന്നത്. അത് വേറൊരു രീതിയിലും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കുക. ആ റേഡിയസും അതിന്റെ സെന്ററിന്റെ എക്സ് കോർഡിനേറ്റും സെയിം ആണെന്ന് കാണിച്ചാൽ മതി. സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ് വരുന്നത് a പ്ലസ് AT സ്ക്വയർ ബൈ 2 ആണ് എക്സ് കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ. അതിൻ്റെ റേഡിയസും അത് തന്നെയാണ്. അതായത് എക്സ് കോർഡിനേറ്റ്, സെൻറ്ററിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് y ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ആ y ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസും റേഡിയസും സെയിം ആണെങ്കിൽ y ആക്സിസ് ടാൻജന്റ് ആണെന്ന് മനസ്സിലാക്കാമല്ലോ. അങ്ങനെയൊക്കെ പല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. എനിവേ ഇതാണ് ഏറ്റവും എളുപ്പം. y ഇന്റർസെപ്റ്റിൻ്റെ ഫോർമുലയാണ് 2 റൂട്ട് ഓഫ് f സ്ക്വയർ മൈനസ് c. ഈ സർക്കിളിനെ സംബന്ധിച്ചോളം 2f ആണ് മൈനസ് 2AT. സോ f is equal to മൈനസ് ഓഫ് AT ആണ്. സോ f സ്ക്വയർ റൂട്ട് ഓഫ് f സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ t സ്ക്വയർ ആവും. സിന്റെ വാല്യൂ ഓൾറെഡി a സ്ക്വയർ t സ്ക്വയർ ആണ്. a സ്ക്വയർ t സ്ക്വയർ മൈനസ് a സ്ക്വയർ t സ്ക്വയർ ഈക്വൽ ടു 0. അതാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഹൂസ് ഡയറക്ഷൻ കൊസൈൻസ് ആർ. ഒരു ലീനിയർ ഇക്വേഷനും ഒരു ക്വാഡ്രാറ്റിക്. ബേസിക്കലി അത് ക്വാഡ്രാറ്റിക് ആണ്. mn ln, ചിലപ്പോൾ സ്ക്വയേഴ്സ് ആണല്ലോ, m സ്ക്വയർ n സ്ക്വയർ അങ്ങനെ. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് തരുമ്പോൾ ഇത് സോൾവ് ചെയ്ത് നമുക്ക് രണ്ട് പെയർ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് DCS ഡയറക്ഷൻ കൊസൈൻസിന്റെ രണ്ട് സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് കിട്ടും. ആ രണ്ട് സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനിടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഒരു സെറ്റ് L1 M1 N1 ആണ്, വേറൊരു സെറ്റ് L2 M2 N2. ഇങ്ങനെ രണ്ട് സെറ്റ്സ് ഉണ്ടെങ്കിൽ, രണ്ട് സെറ്റ് ഓഫ് ഡയറക്ഷൻ കൊസൈൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ cos θ is equal to L1 L2
പ്ലസ് M1 M2 പ്ലസ് N1 N2 ആണ്. ഇത് ഒരു സംഭവം ഫോർമുലയൊന്നുമല്ല, രണ്ട് വെക്ടേഴ്സിനടുക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് cos θ = A ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി എന്ന് പറയുന്നത്. അതിൽ A ഡോട്ട് ബി ആണ് ഇപ്പോൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ സംശയം വരെ ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി എവിടെ നിന്നാണ്? ഇതെല്ലാം ഡയറക്ഷൻ കൊസൈൻസ് ആയതുകൊണ്ട് L1 M1 N1 ഉം L2 M2 N2 ഒക്കെ ഡയറക്ഷൻ കൊസൈൻസ് ആയതുകൊണ്ട് അവരുടെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 1 ആണ് ഉണ്ടാവുക. റൂട്ട് ഓഫ് L1 സ്ക്വയർ പ്ലസ് M1 സ്ക്വയർ പ്ലസ് N1 സ്ക്വയർ ഇസ് 1. റൂട്ട് ഓഫ് M2 സ്ക്വയർ പ്ലസ് M2 സ്ക്വയർ പ്ലസ് N2 സ്ക്വയർ ഇസ് ഓൾസോ 1. ഇതെല്ലാം 1 ആയതുകൊണ്ട് ആ ഡയറക്ഷൻ കൊസൈൻസിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എനിവേ നമുക്കിത് സോൾവ് ചെയ്തെടുക്കാം. L ഈസ് ഈക്വൽ ടു L പ്ലസ് M മൈനസ് 2n ഈക്വൽ 0 ആണല്ലോ. സോ L ഈസ് ഈക്വൽ ടു 2n മൈനസ് M. ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങനെയാണല്ലോ നമ്മൾ പൊതുവിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. ഒരു വേരിയബിളിൽ നിന്ന് ഒരു ഇക്വേഷനിൽ നിന്ന് ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിൻ്റെ ടേമിലേക്ക് എഴുതും. അത് രണ്ടാമത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്ന സംഭവം. സോ രണ്ടാമത്തെ ഇക്വേഷൻ 2mn അതോടെ കിടക്കട്ടെ, മൈനസ് NL, n ഇൻറ്റു എല്ലിന് പകരം 2n മൈനസ് M തന്നെ കൊടുക്കാം, പ്ലസ് 2LM, എല്ലിന് പകരം 2n മൈനസ് M ഓൾ ഇൻറ്റു M. ദിസ് ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജ്, L ഈസ് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ്. L എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ ഇനി കാണാനേ ഇല്ല. ദ ഇക്വേഷൻ ഈസ് കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് M ആൻഡ് N. ഇത് ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പരമാവധി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് സോൾവ് M N-ൻ്റെയും പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നിടത്തേക്ക് പോവാം. സോ 2mn മൈനസ് 2n സ്ക്വയർ പ്ലസ് 2mn പ്ലസ് 2n സ്ക്വയർ മൈനസ് 2 പ്ലസ് 4 mn മൈനസ് 2m സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഈ ടേംസ് എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്താൽ മൈനസ് 2n സ്ക്വയർ 2mn അഗെയിൻ 2mn ദെൻ 4mn. യെസ്, അതെല്ലാം കൂടി നമ്മളൊന്ന് ആഡ് ചെയ്താൽ 2mn പ്ലസ് 2mn ഇസ് 4mn, 4mn പ്ലസ് 4mn ഇസ് 8mn ദെൻ മൈനസ് 2m സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ നമുക്ക് ത്രൂ ഔട്ട് ഒരു -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് M സ്ക്വയർ മൈനസ് 4mn പ്ലസ് n സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് ഇത് ഫാക്ടറൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏത് മെത്തേഡിൽ വേണം. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 2mn മൈനസ് 2n സ്ക്വയർ പ്ലസ് mn. ബ്രാക്കറ്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. 2mn minus 2n square plus mn, yes, plus 4mn minus 2m square is equal to 0. That means minus 2n square. How many mn? 2mn plus mn is 3mn. 3mn plus 4mn is 7mn. Minus 2m square is equal to 0. ഒരു മൈനസ് കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് M സ്ക്വയർ മൈനസ് 7mn പ്ലസ് 2n സ്ക്വയർ ഈസ് ഈക്വൽ ടു, ദിസ് ഈസ് ഈക്വൽ ടു 0. ഇതൊരു ടിപ്പിക്കൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. 2m സ്ക്വയർ മൈനസ് 7mn പ്ലസ് 2n സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഇക്വേഷന് ത്രൂ ഔട്ട് ഒരു M സ്ക്വയർ കൊണ്ടോ അല്ലെങ്കിൽ N സ്ക്വയർ കൊണ്ടോ ഏതുകൊണ്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ N സ്ക്വയർ ഡിവൈഡ് ചെയ്യാണ്. സോ 2m/n ഹോൾ സ്ക്വയർ മൈനസ് 7m/n പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് m/n-ൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറാഷണൽ റൂട്ട്സ് ഒക്കെ വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോൾവ് ചെയ്യേണ്ട, ഇവിടെ നിങ്ങൾ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഈ m/n എന്ന് പറയുന്ന m/n ആണല്ലോ ഇപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വേരിയബിൾ. അതിൽ m1/n1 അതുപോലെ തന്നെ m2/n2 ആണ് ഇവിടുത്തെ രണ്ട് സൊല്യൂഷൻസ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സോ പ്രൊഡക്റ്റ് എടുത്താൽ m1 m2 ഡിവൈഡഡ് ബൈ n1 n2 ഇസ് ഈക്വൽ ടു c/a. c/a എന്ന് പറയുന്നത് 2/2 ഇസ് സിംപ്ലി 1. ഇതേപോലെ ഒരു രീതിയിലും കൂടെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വേർഷൻ നിങ്ങൾ ചെയ്തത് L എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇതേപോലെ നമുക്ക് M എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. യെസ്, അങ്ങനെ M എലിമിനേറ്റ് ചെയ്താൽ L പ്ലസ് M മൈനസ് 2n ഇസ് ഈക്വൽ ടു 0. M ഈസ് ഈക്വൽ ടു 2n മൈനസ് L ആണ്. ഇതും നിങ്ങൾ അടുത്ത ക്വാഡ്രാറ്റിക് വേർഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2mn, ആ എമ്മിന് പകരം
2n minus L into m into n. I'm sorry, into m. Yes. Minus n into L plus 2L into m is again 2n minus L is equal to 0. ഇതായിരുന്നു രണ്ടാമത്തെ ഇക്വേഷൻ. യെസ്, ഇവിടെ നിന്നും നിങ്ങൾ സോൾവ് ചെയ്ത് എല്ലും എന്നും ഉള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വീണ്ടും ഫോം ചെയ്യുക. അവിടെ നിങ്ങൾ n സ്ക്വയർ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് L1 by N1 L2 by M2 അത് രണ്ടും റൂട്ട്സ് ആയിട്ട് എടുത്ത് അതിൻ്റെയും പ്രോഡക്ട്സ് കണ്ടുപിടിക്കുക. അങ്ങനെ അപ്പോൾ അതേ ചെയ്താൽ മതി. സോ 2m into n. Yes, ഇതാണല്ലോ m. yes, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 4n സ്ക്വയർ മൈനസ് 2ln മൈനസ് ln പ്ലസ് 4ln മൈനസ് 2l സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ നമുക്ക് ത്രൂ ഔട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ n സ്ക്വയർ ഡിവൈഡ് ചെയ്തു ഈ ഇക്വേഷനിൽ, അതുപോലെ ഇവിടെ നമുക്ക് n സ്ക്വയർ തന്നെ ഡിവൈഡ് ചെയ്യാം. സോ ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. സോ 4n സ്ക്വയർ മൈനസ് 2ln മൈനസ് ln, അപ്പോൾ അത് മൈനസ് 3ln ആയി, പ്ലസ് 4ln പ്ലസ് ln വരും. മൈനസ് 2l സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2l ബൈ n ദ ഹോൾ സ്ക്വയർ പ്ലസ് l by n plus 4 is equal to 0. Let the roots be L1 by N1 and L2 divided by N2. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. L1 L2 divided by N1 N2 is equal to again C by A, 4 by -1 minus 2. It's minus 12 square. So that is equal to C by A is minus 2. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഇവിടെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് M1 M2 ഡിവൈഡഡ് ബൈ N1 N2. ഇവിടെ ഒരു വാല്യൂ ഉണ്ട് L1 L2 ഡിവൈഡഡ് ബൈ N1 N2. അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഇംപ്ലൈസ് M1 M2 ഡിവൈഡഡ് ബൈ N1 N2 പ്ലസ് L1 L2 ഡിവൈഡഡ് ബൈ N1 N2 ഇസ് ഈക്വൽ ടു, ഇവിടെ RHSൽ 1 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്. 1 -2 കൂടി ആഡ് ചെയ്താൽ നമുക്ക് -1 എന്ന് കിട്ടും. ദിസ് ഈസ് M1 M2 പ്ലസ് L1 L2 ഡിവൈഡഡ് ബൈ N1 N2. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ N1 N2, അതായത് N1 N2 വരുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ n സ്ക്വയർ തന്നെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് L1 ബൈ N1 ആൻഡ് L2 ബൈ N2, മറ്റേതിൽ M1 ബൈ N1 ആൻഡ് M2 ബൈ N2. അങ്ങനെ തന്നെ വരും. രണ്ടിലും ഡിനോമിനേറ്റർ N1 N2 വരണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോഴേ ഇതിങ്ങനെ അഡീഷൻ നടക്കുള്ളൂ. സോ N1 N2 ഇസ് ഈക്വൽ ടു -1. ഈ N1 N2 RHSലേക്ക് ക്രോസ് ചെയ്താൽ വി വിൽ ഗെറ്റ് L1 L2 പ്ലസ് M1 M2 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് N1 N2. ആ മൈനസ് ഓഫ് N1 N2 നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്താൽ L1 L2 പ്ലസ് M1 M2 പ്ലസ് N1 N2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ തുടങ്ങിയത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഈ രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള ആംഗിൾ, അതായത് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കിട്ടുന്ന ട്രിപ്ലറ്റ്സ് ഓഫ് DCS ഉപയോഗിച്ചുകൊണ്ട് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് കോസ് തീറ്റ ഈക്വൽ L1 L2 പ്ലസ് M1 M2 പ്ലസ് N1 N2. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ L1 L2 പ്ലസ് M1 M2 പ്ലസ് N1 N2 ഈക്വൽ ടു 0 എന്നാണ്. എന്ന് വെച്ചാൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്കറിയാലോ ആരുടെ ആംഗിളാണ് 0, അല്ലെങ്കിൽ തന്നെ അറിയാം L1 L2 plus M1 N2 plus N1 N2 equal to 0 ആണെങ്കിൽ vectors are perpendicular. If vectors are perpendicular, then angle between them is 90 degree. Option 90 degree എന്നോ അല്ലെങ്കിൽ അതിൻ്റെ റേഡിയൻ π/2 എന്നോ കാണാം. Let us opt option D. വളരെ സിമ്പിൾ ആണ്. Now let us go to next question. 3 plus cot 76 degree cot 16 degree divided by cot 76 degree plus cot 16 degree. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മളൊരു ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കേണ്ടത് ഈ കോട്ടുകളെല്ലാം കോസ് ഡിവൈഡഡ് ബൈ സൈൻ ആ ഫോർമുല എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഫോർമുല അവിടെ വരുന്നുണ്ടോ നോക്കുക. അതുകൊണ്ട് ക്വസ്റ്റ്യൻ അവസാനിക്കുന്നൊന്നുമല്ല പറയുന്നത്. ചിലപ്പോൾ അവിടുന്ന് പിന്നെ സമ്മ ഫോർമുല പ്രൊഡക്റ്റ് ഫോർമുല വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് ഫർദർ പ്രൊസീഡ് ചെയ്യേണ്ടി വരും. എന്നാലും നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സോ ദിസ് ഇസ് 3 പ്ലസ് കോസ് 76 degree കോസ് 16 degree divided by sin 76 degree sin 16 degree divided by cot 76 degree cos 76 degree divided by sin 76 degree plus cot 16 degree is cos 16 degree divided by sin 16 degree. ഇനി നമുക്ക് ഡിനോമിനേറ്റർ ഇവിടെ നോക്കിയാൽ അറിയാം sin 76 degree sin 16 degree ആണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലൊക്കെ LCM ആയിട്ട് കാണുന്നത്, അതുകൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 3 sin 16 degree sin 76 degree sin
16 degree plus cos 76 degree cos 16 degree all divided by ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ cos 76 degree sin 16 degree plus sin 76 degree cos 16 degree. ഈ ഡിനോമിനേറ്റർ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. That is in the form sin A cos B plus cos A sin B. Sin A cos B plus cos A sin B. Sin A plus B ആണ്. So 76 degree plus 16 degree 92 degree എന്ന് വരും. ആ sin 92 degree വേണമെങ്കിൽ cos 8 degree നോക്ക് പിന്നീട് നമ്മുടെ ആവശ്യാനുസരണം മാറ്റി എഴുതാവുന്നതാണ്. So this is equal to 3. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. So that is ഈ 3ക്ക് പകരം ഞാനൊരു 3/2 എന്നാക്കുകയാണ്. Now this is 2 sin 76 degree sin 16 degree plus ഒരു 1/2 ഇട്ട് കൊടുത്താൽ 2 cos 76 degree cos 16 degree all divided by this is sin of 92 degree. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ഫോർമുല യൂസ് ചെയ്യാം. 2 sin A sin B is equal to cos A minus B minus cos A plus B. So this is sin 2 sin 76 degree sin 16 degree നമുക്ക് 3/2 cos A minus B cos 60 degree minus cos A plus B cos 92 degree plus half into this is 2 cos A cos B. 2 cos A cos B is cos A plus B plus cos A minus B. Again cos 92 degree plus cos 60 degree all divided by sin of 92 degree. അവിടെ ഒരു കാര്യം നമുക്ക് കാണാം. sin 60 degree 1/2 ആണ്. So 3/2 into 1/2 is 3/4 minus 3/2 cos 92 degree plus 1/2 cos 92 degree. പിന്നെ ഒരു cos 60 degree that is already 1/2. 1/2 into 1/2 is plus 1/4 all divided by sin of 92 degree. ഇനി നമുക്ക് കോൺസ്റ്റൻസ് നോക്കാം. ഇവിടെ 3/4 plus 1. 3/4 plus 1 is simply 1 minus 3/2 cos 90 degree plus 1/2 cos 90 degree രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ minus cos 92 degree. So 1 minus cos 92 degree divided by sin of 92 degree. ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. This is now in the form 1 minus cos theta divided by sin theta. 92 degree ഒരു തീറ്റ എന്ന് വിളിച്ചാൽ മതി. ഈ 1 minus cos theta divided by sin theta എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് ട്രിഗണോമെട്രിയിലും ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ്. 1 minus cos theta നെ 2 sin square theta by 2 എന്ന് എഴുതും. sin theta നെ 2 sin theta by 2 cos theta by 2 എന്ന് കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യും. പെട്ടെന്ന് തന്നെ ആൻസർ എഴുതും. ഇത് ചാടിക്കയറി വേണമെങ്കിൽ tan of 92 ഡിഗ്രീൻ്റെ പകുതി 46 ഡിഗ്രി tan 46 ഡിഗ്രി തന്നെയാണ് കോട്ട് 44 ഡിഗ്രി ഇങ്ങനെ ആൻസറിലേക്ക് വരാം. പക്ഷേ ഞാനിങ്ങനെ എഴുതുന്നില്ല. ആ സ്റ്റെപ്സ് ഒന്ന് കാണിക്കാം. കാരണം നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഇനി ഇത് 1 minus cos 92 ഡിഗ്രിക്ക് പകരം 1 plus cos 92 ഡിഗ്രി ആണെങ്കിൽ ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുക. 1 minus cos theta 2 sin square theta by 2 ആവുന്ന പോലെ 1 plus cos theta 2 cos square theta by 2 ആവും. അതൊക്കെ വളരെ എസെൻഷ്യൽ ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടതാണ്. So this is 2 sin square 46 degree 92 ഡിഗ്രീൻ്റെ ഹാഫ് ആണ്. All divided by 2 sin 46 degree cos 46 degree. 2 ഒരു സൈന് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി sin 46 degree divided by cos 46 degree is tan 46 degree. This is cot 44 degree. ഞാൻ ഇപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ഇവിടെ ഓപ്ഷൻ ഉള്ളത് കോട്ട് 44 ഡിഗ്രി ആയതുകൊണ്ടാണ്. tan 46 is also a valid answer. ഈ കോട്ട് 44ന് പകരം tan 46 ഡിഗ്രി ആണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതാണ് ഓപ്റ്റ് ചെയ്യുക. രണ്ടും കറക്റ്റ് ആണ്. Now let us go to next question. Alpha, beta, gamma are the roots of the equation x square minus 3x square plus 3x. ഇത്രയും കാണുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ സ്ട്രൈക്ക് ചെയ്യണം. a minus b the whole ക്യൂബിൻ്റെ കോഎഫിഷ്യൻസ് ആണ് വരുന്നത് അല്ലേ. x minus 1 ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ ആണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ x minus 1 ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷനിൽ ലാസ്റ്റ് ടേം പ്ലസ് 1 ആണ്. എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 3x മൈനസ് 1 ആണ് x minus 1 ഹോൾ ക്യൂബ്. പക്ഷേ ഇവിടെ 7 ആണ്. അപ്പോൾ ഒരു -1 അവിടെ വെച്ച് ബാക്കി ടേംസ് RHSലേക്ക് മാറ്റുക. ക്യൂബ് റൂട്ട് എടുക്കുക. ക്യൂബ് റൂട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഒമേഗ സ്ക്വയർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ ക്യൂബ് റൂട്ട്സും നമ്മൾ എടുക്കണം. അതായത് ആൽഫ എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ ഒരു ക്യൂബ് റൂട്ട് ബീറ്റ ആണെങ്കിൽ ദ അതർ 2 ക്യൂബ് റൂട്ട്സ് വിൽ ബി ബീറ്റ ഒമേഗ ആൻഡ് ബീറ്റ ഒമേഗ സ്ക്വയർ. അതാണ് ഈ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ പ്രാധാന്യം. അത് യൂണിറ്റിയിൽ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുക, വേറെ ഏത് ഇപ്പോൾ 8ൻ്റെ ഒരു ക്യൂബ് റൂട്ട് 2 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ബാക്കി 2 ക്യൂബ് റൂട്ട്സ് 2 ഒമേഗ ആൻഡ് 2 ഒമേഗ സ്ക്വയർ ദാറ്റ്സ് ഓൾ. 27 അല്ലെങ്കിൽ -27ൻ്റെ ഒരു ക്യൂബ് റൂട്ട് -3 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ദ അതർ 2 ക്യൂബ് റൂട്ട്സ് ആർ -3 ഒമേഗ ആൻഡ് -3 ഒമേഗ സ്ക്വയർ. അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ യൂണിറ്റിയിൽ ഫോക്കസ് ചെയ്ത് അത് പഠിച്ചു വെക്കുന്നത്. യൂണിറ്റിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്പേഴ്സിലൊക്കെ നമുക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റും. യെസ്, അപ്പോൾ ഇവിടെ x³ - 3x²
പ്ലസ് 3x മൈനസ് 1 ഇസ് ഈക്വൽ ടു -1 എടുത്താൽ +8 ഉണ്ടാവും. RHSലേക്ക് മാറ്റിയാൽ അത് -8 ആണ്. -8 ഇങ്ങോട്ടേക്ക് കിട്ടും, +7 തന്നെ കിട്ടും. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് x-1 ഹോൾ ക്യൂബ് ആണ്. ഒരു ബേസിക് വലിയ ബൈനോമിയൽ തിയറത്തിൻ്റെ കോഎഫിഷ്യൻസ് നമുക്ക് ബൈഹാർട്ട് ഇല്ലെങ്കിലും a+b ഹോൾ സ്ക്വയർ, a+b ഹോൾ ക്യൂബ്, a-b ഹോൾ ക്യൂബ്, ഇതിലൊക്കെ കോഎഫിഷ്യൻസ് കാണുമ്പോഴേ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം ഇത് ഇന്നതാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു -8. സോ x-1 ഈസ് -8ൻ്റെ ക്യൂബ് റൂട്ട്സ് -2. 8ൻ്റെ ക്യൂബ് റൂട്ട് ആണ് 2. സോ -8ൻ്റെ -2 ഒമേഗ -2 ഒമേഗ സ്ക്വയർ. പക്ഷേ ഇത് x-1 ആണ്. അവിടെ നമുക്ക് x സോൾവ് ചെയ്യാം. സോ x ഈസ് ഈക്വൽ ടു -1 RHSലേക്ക് മാറ്റുമ്പോൾ +1 ആവും. സോ ദാറ്റ് ഇസ് -1 -2 ഒമേഗ 2 ഒമേഗ സ്ക്വയർ. ഇത് മൂന്നുമാണ് നമ്മുടെ ആൽഫ ബീറ്റ ഗാമ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൽഫ ബീറ്റ ഗാമ ആർ ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. നമ്മൾ ഇക്വേഷൻ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തു. പൊതുവിൽ ഒരു ക്യൂബിക് ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയാത്തതാണ്. പക്ഷേ ഇത് അത്ര പണിയില്ല. ഇനി ഒരാൾക്ക് ഇങ്ങനെയൊന്നും തോന്നിയില്ല, ഇത് a-b ഹോൾ ക്യൂബ് ആണെന്നുള്ളതൊന്നും സ്ട്രൈക്ക് ചെയ്തില്ല. അയാൾ ചെയ്യേണ്ടത് വെറുതെ ഇതിനകത്ത് 1 -1 ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ കൊടുത്തു നോക്കുക. അപ്പോൾ ഇതിനകത്ത് -1 കൊടുത്ത് ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്യും. കാരണം -1 നമുക്ക് കിട്ടിയൊരു വാല്യൂ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒരു 1 കൊടുത്ത് നോക്കുക, അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യില്ല. -1 കൊടുത്ത് നോക്കുക. അങ്ങനെ -1 കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് പറയാം x+1 ഈസ് എ ഫാക്ടർ ഇഫ് p of -1 ഈക്വൽ ടു 0. x+1 ഈസ് എ ഫാക്ടർ. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഫാക്ടർ തിയറം, റിമൈൻഡർ തിയറം എന്നൊക്കെ പറഞ്ഞിട്ട് പോളിനോമിയൽസിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കോൺസെപ്റ്റ്. അങ്ങനെ x+1 ഫാക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് x+1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ക്യൂബിക് ആണ്, x+1 ലീനിയർ ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ ക്വാഡ്രാറ്റിക് ആണ് കിട്ടുക. ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് എ സിമ്പിൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. യു ക്യാൻ സോൾവ് ഇറ്റ്. അങ്ങനെ എനിവേ ഇവിടെ ചോദിക്കുന്നത് അവസാനം നമ്മളോട് ആൻസർ ആയിട്ട് പറയുന്നത് α-1 ഡിവൈഡഡ് ബൈ β-1. എന്താ α-1 -2? എന്താ β-1? ഇതാണ് എൻ്റെ ആൽഫ, ഇതാണ് എൻ്റെ ബീറ്റ, ഇതാണ് എൻ്റെ ഗാമ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എടുക്കുക? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ആദ്യത്തെ ആൽഫ, രണ്ടാമത്തെ ബീറ്റ അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. ഓർഡർ തെറ്റിച്ചെടുത്താലും ഒരു കുഴപ്പമില്ല. കാര്യം നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന ഈ എക്സ്പ്രഷൻ വളരെ സിമെട്രിക് ആണ്. α-1 -2 ഡിവൈഡഡ് ബൈ β-1. ഇതാണ് ബീറ്റ എന്നുണ്ടെങ്കിൽ ആ -1 കട്ടായി പോകും. സോ ദാറ്റ് ഇസ് -2 ഒമേഗ പ്ലസ് β-1 ബൈ γ-1. β-1 -2 ഒമേഗ, γ-1 -2 ഒമേഗ സ്ക്വയർ. അവിടെ -2 ക്യാൻസൽ ആവും. ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ 1 ബൈ ഒമേഗ വരും. 1 ബൈ ഒമേഗ ഒമേഗ സ്ക്വയർ തന്നെയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ ആർ മ്യൂച്വലി റെസിപ്രോക്കൽസ്. ദെൻ γ-1 ബൈ α-1 -2 ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ -2. എല്ലായിടത്തും -2 ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ ഇത് 1 ബൈ ഒമേഗ ഒമേഗ സ്ക്വയർ. രണ്ടാമത്തത് 1 ബൈ ഒമേഗ ഒമേഗ സ്ക്വയർ. മൂന്നാമത്തത് ഓൾറെഡി ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 3 ഒമേഗ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. യെസ്, അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യെസ്, വി ഹാവ് എൻ ഓപ്ഷൻ 3 ഒമേഗ സ്ക്വയർ ഇൻ ഓപ്ഷൻ ഡി. വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിൽ ഇത് സോൾവ് ചെയ്യാം. പെട്ടെന്ന് ഈ x³ -3x² + 3x ഒക്കെ കാണുമ്പോഴേക്ക് ഒരു -1 കൂടി അവിടെ ഉണ്ടെങ്കിൽ അത് x-1 ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ ആണ് എന്ന ഒരു ഒബ്സർവേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് OA ഇസ് എ വെക്ടർ. അത് A ആണ്. OB ഈസ് 10A + 2B. OC ഈസ് B. ഇങ്ങനെ 3 വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. വെർ OAC ആർ നോൺ കൊലീനിയർ പോയിന്റ്സ്. OAC എന്ന് പറയുന്ന ഈ 3 പോയിന്റ്സും നോൺ കൊലീനിയർ ആണ്. O സ്വാഭാവികമായിട്ട് ഒറിജിൻ ആയിരിക്കുമല്ലോ. ലെറ്റ് P ഡിനോട്ട്സ് ദി ഏരിയ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ OABC. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതുപോലെ ഒരു ജോമെട്രിക്കൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ OABC എന്ന് പറയുന്നത് ഇതാണ് ഓർഡർ. ആ OABC എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററൽ, ഇതിപ്പോൾ ഞാൻ വരച്ചതൊരു പാരലോഗ്രാം പോലെ, ചെറിയ രീതിയിൽ പാരലോഗ്രാം പോലെയൊക്കെ ആയിപ്പോയിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു സാധാരണ ക്വാഡ്രിലാറ്ററലാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ OAOB ഉള്ള ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. പിന്നെ OBOC അഡ്ജസൻറ്റ് സൈഡായിട്ട് വരുന്ന രണ്ടാമത്തെ ട്രയാങ്കിൾ, അതായത് ഇതൊരു ട്രയാങ്കിൾ റെഡ് കളറിൽ താഴെയുള്ളത്, പിന്നെ ഒരു ട്രയാങ്കിൾ ഗ്രീൻ കളറിൽ മുകളിലുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്താൽ ടോട്ടൽ ഏരിയ കിട്ടും. അത് ക്രോസ് ചെയ്യുന്നത് ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം എപ്പോഴും ഔട്ട്വേർഡ്സ് അല്ലെങ്കിൽ 2 ട്രയാങ്കിളിൻ്റെ ഇൻവേർഡ് വരുന്ന പോലെ ആ ഡയറക്ഷൻസ് നിങ്ങൾ വെക്ടേഴ്സ് ക്രോസ് ചെയ്യാനുള്ള ഓർഡർ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നതിന് മുന്നേ തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് മാഗ്നിറ്റ്യൂഡ് എടുത്താലും മതി. അപ്പോൾ ഇവിടെ OA ക്രോസ് OB ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ്. OB ക്രോസ് OCയും ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നിട്ട് ഇത് സബ്ട്രാക്ട് ആയി പോകുന്നില്ല എന്നാണ് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് P ആണ്. P എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ഈ ട്രയാങ്കിൾ, ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ, ദാറ്റ് ഈസ് OA ക്രോസ് OB. രണ്ടാമത്തത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം OB ക്രോസ് OC തന്നെ എടുക്കണം. OC ക്രോസ് OB എടുത്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് ഇഫക്റ്റീവ്ലി ഈ വെക്ടേഴ്സ് തമ്മിലുള്ള സബ്ട്രാക്ഷൻ നടക്കും. അപ്പോൾ ആൻസർ തെറ്റിപ്പോകും. സോ പ്ലസ് OB ക്രോസ് OC, ദിസ് ഇസ് ഹാഫ് ഇൻറ്റു OA എന്ന് പറയുന്നത് വെക്ടർ A തന്നെയാണ്. ക്രോസ് OB എന്ന് പറയുന്നത് 10A + 2B ആണ്. ഇതൊക്കെ ക്രോസ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. പ്ലസ് OB ഈസ് അഗെയിൻ 10A + 2B. ക്രോസ് OC ഈസ് B.
ഇതാണ് പി എന്ന് പറയുന്ന ഏരിയ. നമുക്കിത് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഹാഫ് ഇൻറ്റു എ ക്രോസ് എ 0 ആണ്. രണ്ട് കൊലീനിയർ ഈക്വൽ വെക്ടർ, ഓപ്പോസിറ്റ് വെക്ടർ, പാരലൽ, ആൻറ്റി പാരലൽ ഒക്കെ ക്രോസ് ചെയ്താൽ കൊലീനിയർ വെക്ടേഴ്സ് ഒക്കെ ക്രോസ് ചെയ്താൽ 0 ആണ്. സോ ദിസ് ഇസ് 2 ടൈംസ് എ ക്രോസ് ബി പ്ലസ് ഇപ്പുറത്ത് ഇതുപോലെ ക്രോസ് ചെയ്യുമ്പോൾ 10 എ ക്രോസ് ബി വരും. അവിടെ ബി ക്രോസ് ബി 0 ആണ്. സോ ദിസ് ഇസ് ഹാഫ് മോഡുലസ് ഓഫ് 2 എ ക്രോസ് ബി 10 എ ക്രോസ് ബി ടോട്ടൽ 12 2 plus 10 12 എ ക്രോസ് ബി. ഒരു ഹാഫ് എടുക്കുമ്പോൾ അത് 6 എ ക്രോസ് ബി ആവും. അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ എഴുതാം. സോ ദ ഏരിയ ഈസ് 6 മോഡുലസ് ഓഫ് എ ക്രോസ് ബി. മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് തൽക്കാലം അത് അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ പി എന്ന് പറയുന്ന വാല്യൂ. ഇനി ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ പറ്റി കൂടി ക്വസ്റ്റ്യൻ സംസാരിക്കുന്നുണ്ട്. വേർ ക്യൂ ഈസ് ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. ക്യൂ ഈസ് ദ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം. ആ പാരലലോഗ്രാം എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഒ എ ആൻഡ് ഒ സി. ഒ എയും ഒ സിയും അഡ്ജസൻറ്റ് സൈഡ് ആയിട്ട് വരുന്ന വേറൊരു പാരലോഗ്രാം. അത് നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം. അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഒ എ ആൻഡ് ഒ സി. പാരലോഗ്രത്തിൻ്റെ ഏരിയ കുറച്ചുകൂടി സിമ്പിളാണ്. അതിങ്ങനെ രണ്ട് ട്രയാങ്കിൾ ആക്കി ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം പാരലോഗ്രത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ രണ്ട് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആണ് കിട്ടുക. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ അത് ഡബിൾ ആവും. സോ ക്യൂ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഒ എ ക്രോസ് ഒ സി തന്നെ എടുത്താൽ മതി. ഒ എ എന്തായിരുന്നു? ഒ എ ഇസ് ദി വെക്ടർ എ, ഒ സി ഇസ് ദി വെക്ടർ ബി. So that is A cross B. So P is 6 modulus of A cross B and Q is simply modulus of A cross B. ചോദ്യം എന്തായിരുന്നു? P by Q എന്താണെന്നാണ് ചോദ്യം. So P by Q is equal to 6 mod A cross B divided by modulus of A cross B. ഈ mod A cross B, mod A cross B cancel ആയി പോകും and your answer will be simply 6 itself. 6 നമുക്ക് ഓപ്ഷൻ സിയിൽ ഇവിടെ കാണാൻ പറ്റും. വളരെ സിമ്പിളാണ്. കോഡിലാറ്ററൽ ആകുമ്പോൾ രണ്ട് ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിൻ്റെ രണ്ടിൻ്റെ ഏരിയ ഹാഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി അല്ലെങ്കിൽ ഹാഫ് എ ക്രോസ് ബി ഫോർമുല ഉപയോഗിച്ച് സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യുക. മോഡുലസ് എടുക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം ഒരേ ഡയറക്ഷനിലുള്ള വെക്ടേഴ്സ്, രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ വെക്ടർ നിങ്ങൾ ഒരേ ഡയറക്ഷനിലേക്കാണ് എടുക്കുന്നത് നിങ്ങൾ എൻഷുർ ചെയ്യണം. പാരലോഗ്രത്തിൻ്റെ ഏരിയക്ക് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്, ഹാഫ് വേണ്ട മോഡുലസ് ഓഫ് എ. കാരണം രണ്ട് ട്രയാങ്കിൾ കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ഫ്യൂസ് ചെയ്തിട്ടാണ് പാരലോഗ്രം ഉണ്ടാകുന്നത്. ഒരു ട്രയാങ്കിളിൽ ഹാഫ് മോഡ് എ ക്രോസ് ബി, രണ്ടാമത്തിന് ഹാഫ് മോഡ് എ ക്രോസ് ബി, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ മോഡ് എ. അല്ലെങ്കിൽ തിരിച്ചും പറയാം, പാരലോഗ്രത്തിൻ്റെ ഏരിയ ആണ് യഥാർത്ഥത്തിൽ എ ക്രോസ് ബി, ട്രയാങ്കിളിൻ്റെ ഏരിയ അതിൻ്റെ പകുതി എടുക്കുമ്പോഴാണ് ഹാഫ് വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. So let us go to next question. There is a vector A is equal to 2i plus j minus 2k, b is equal to I plus j, c is a vector such that a dot c is equal to mod c തന്നെയാണ്. മോഡുലസ് ഓഫ് c minus a is equal to 2√2. നമുക്ക് ഈ ഇക്വേഷൻ എടുത്ത് സ്ക്വയർ ചെയ്യാം. മോഡുലസ് ഓഫ്, അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം അതിനൊരു ഫോർമുല ഉണ്ട്. മോഡുലസ് ഓഫ് c minus a is equal to root of c square plus a square minus 2c dot a. അങ്ങനെ ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് സ്ക്വയർ ചെയ്താൽ ഒരു c dot a അല്ലെങ്കിൽ a dot c വരും. ആ a dot c മോഡ് c തന്നെയാണ്. അതോടെ എ ഡോട്ട് സി എലിമിനേറ്റഡ് ആയിട്ട് മോഡ് എയും മോഡ് സിയും മാത്രമുള്ള ഇക്വേഷൻ നമുക്ക് വരും. എ ഇവിടെ ഗിവൺ ആയതുകൊണ്ട് തന്നെ മോഡ് എ സ്ക്വയർ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ നിന്ന് മോഡ് സി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. ആ മോഡ് സി സ്ക്വയറിൽ നിന്ന് മോഡ് സി കിട്ടും. പിന്നെ ഇത് സിമ്പിളായിട്ട് കിട്ടുമല്ലോ. ഇതിനകത്ത് എ ക്രോസ് ബി ക്രോസ് ചെയ്യണം. എ ക്രോസ് ബി ഒക്കെ ഇവിടെ കിട്ടും. എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. അത് നമുക്ക് ഡിറ്റർമിനൻസ് ഉപയോഗിച്ച് ക്രോസ് ചെയ്യാം. പിന്നെ മോഡ് എ ക്രോസ് ബി ഇൻറ്റു മോഡ് സി ഇൻറ്റു സൈൻ തീറ്റ വരും. അപ്പോൾ എ ക്രോസ് ബിയും സിക്കും ഇടയ്ക്കുള്ള ആംഗിൾ വേണ്ടി വരും. എ ക്രോസ് ബിക്കും സിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊരു പഴയ ക്വസ്റ്റ്യനാണ്. ഞാൻ ഈ ക്വസ്റ്റ്യന് മുന്നേ പലതവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കാണുമ്പോഴേ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ മോഡുലസ് ഓഫ് c minus a is equal to 2√2. ഇത് സ്ക്വയർ ചെയ്താൽ മോഡുലസ് ഓഫ് c minus a സ്ക്വയർ is equal to 2√2 സ്ക്വയർ 8 ആണ്. മോഡുലസ് ഓഫ് c minus a ഹോൾ സ്ക്വയർ ഈസ് മോഡ് c സ്ക്വയർ പ്ലസ് മോഡ് a സ്ക്വയർ മൈനസ് 2c dot a. This is equal to 8. Now we can apply this result, അല്ലെങ്കിൽ ആ ഒരു പ്രൊവൈഡ് ചെയ്ത ഡേറ്റ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. സി ഡോട്ട് എക്ക് പകരം മോഡ് സി സ്ക്വയർ എന്ന് തന്നെ കൊടുക്കാം. മോഡ് സി എന്ന് കൊടുക്കാം. അതോടെ ഇതെങ്ങനെ മാറും? ഇവിടെ ഒരു മോഡ് സി സ്ക്വയർ ഉണ്ട്. മൈനസ് 2 സി ഡോട്ട് എ ഈസ് മോഡ് സി, അങ്ങനെയാണ് നമുക്ക് തന്നത്. പ്ലസ് മോഡ് എ സ്ക്വയർ. മോഡ് എ സ്ക്വയർ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാലോ. മോഡ് എ സ്ക്വയർ ഈസ് 2 സ്ക്വയർ 4 പ്ലസ് 1 സ്ക്വയർ 1, അപ്പോൾ 5 ആയി. 5 പ്ലസ് 4 9 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 8. സോ ദിസ് ഇസ് മോഡ് സി സ്ക്വയർ മൈനസ് 2 മോഡ് സി. ഈ 8 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ദിസ് ഇസ് എ വെരി സിമ്പിൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ മോഡ് സി. സിമ്പിൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് മാത്രമല്ല, അതൊരു a മൈനസ് ബി ഹോൾ സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് വളരെ സിമ്പിളായി മോഡ് സി മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ വി ഗോട്ട് ദ വാല്യൂ മോഡ് സി ഇസ് ഈക്വൽ ടു 1. സിൻ്റെ മോഡുലസ് 1 ആണ്. എ ക്രോസ് ബി എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് പോവാണ്. മോഡുലസ് ഓഫ് എ ക്രോസ് ബി ക്രോസ് സി അങ്ങോട്ടേക്ക് പോവാണ്. മോഡ് സി 1 ആണെന്ന് കിട്ടി. സോ വാട്ട് ഈസ് എ ക്രോസ് ബി?
A cross B is obtained by the determinant I, J, K, and what are the other components? The components of A are 2, 1, minus 2, and that of B are 1, 1, 0. This is equal to I, cross multiply the 0 minus minus 2 ആണ്, minus J into cross multiply ചെയ്യുമ്പോൾ അതും that is also I think 2, plus K into 2 minus 1 is 1. So this is 2I minus 2J plus K. So what is modulus of A cross B? Root of 2 square plus minus 2 square plus 1 square. The 4 plus 4 plus 1 9, root 9 is 3. ഇനി അവസാനം നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? Modulus of A cross B cross C. This is equal to modulus of A cross B into mod C into sin theta, where theta is the angle between A cross B and C. A cross B ഒരു വെക്ടർ ആണല്ലോ. A dot B സ്കെലാർ ആണെങ്കിൽ A cross B വെക്ടർ ആണ്, C വേറൊരു വെക്ടർ ആണ്. ആ രണ്ട് വെക്ടറിന് ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. അത് ആവശ്യം വരും എന്നുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ A cross B and C എന്ന് തന്നെ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 30 ഡിഗ്രി. സൈൻ 30 ഡിഗ്രി 1/2 ആണെന്ന് നമുക്കറിയാം. സോ മോഡുലസ് ഓഫ് A cross B ഈസ് 3, മോഡ് C ഈസ് 1, സൈൻ തീറ്റ ഈസ് 1/2, ആൻഡ് ദ ഫൈനൽ ആൻസർ വിൽ ബി 3/2. 1.5 എന്നോ 3/2 എന്നോ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ദർ ഇൻ ഓപ്ഷൻ ബി. Okay, so we are moving to next question. Question number 8. There are m AMs between 1 and 31. 1നും 31നും ഇടയ്ക്ക് n AMs ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ് അവിടെ എഴുതി വെക്കാം. കോമൺ ഡിഫറൻസിൻ്റെ ഫോർമുല b minus a divided by m plus 1 ആണ്. So that will be 31 minus 1, 30 divided by m plus 1. അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായി. If the ratio of 7th AM എന്ന് പറയുന്നത് ഈ ഒരു AP-യിലെ, അത് AM എന്താണെന്ന് അറിയാലോ, രണ്ട് നമ്പേഴ്സിനെടുത്ത് നമ്മൾ കുറേ നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാണ്, സച്ച് എ വേ ദാറ്റ് ദ റിസൾട്ടിംഗ് സീക്വൻസ് ഈസ് ആൻ AP. അപ്പോൾ അതിലെ 7th AM എന്ന് പറയുന്നത് ആ ഫസ്റ്റ് നമ്പർ 1 കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് 8th ടേം ആണ്. 8th ടേം A plus 7D ആണ്. അതായത് A എന്ന് പറയുന്നത് 1 ആണ്, 7D ഈസ് 210 ഡിവൈഡഡ് ബൈ m plus 1. അതാണ് നിങ്ങളുടെ 7th AM. അത് ആരുമായിട്ടുള്ള റേഷ്യോ m minus 1th AM, ദാറ്റ് ഈസ് 1 plus 30 into m minus 1 divided by m plus 1. അതായത് a plus m minus 1 into d. സാധാരണ ഒരു AP-യിൽ m minus 1th ടേം എന്ന് പറഞ്ഞാൽ a plus m minus 2d എന്ന് നമ്മൾ പറയും, ഒന്ന് കുറയ്ക്കും. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം m minus 1th AM ആണ് പറയുന്നത്. This is equal to 5/9. So you simply got an equation in terms of m. അവിടെ നിന്ന് ഈ ഇക്വേഷനെ തല്ലി പഠിപ്പിച്ച് m എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു m plus 1 കൊണ്ട് ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എമ്മിൽ ഒരു ലീനിയർ ഇക്വേഷൻ വരും. എങ്ങനെ പോയാലും നമുക്കൊരു സിംഗിൾ വാല്യൂ ഇവിടുന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്പർ ഓഫ് ടേംസ് ആയതുകൊണ്ട്, നമ്പർ ഓഫ് AMs ആയതുകൊണ്ട് തന്നെ അതിനൊരു പോസിറ്റീവ് ഇൻറ്റിജർ മാത്രമേ ആവാൻ പറ്റുള്ളൂ. നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ നമുക്കത് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെയും തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായിക്കോളാം. സോ m plus 1 മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ m plus 1 plus 1 is m plus 211 divided by, ഇവിടെ m plus 1 മൾട്ടിപ്ലൈ ചെയ്താൽ m plus 1 plus 30 into m minus 1. So m plus 30m, 31m, then 1 minus 30 plus 29 plus 1 minus 30 minus 29. This is equal to cross multiply ഇതാണ് m plus 30m, 31m, 1 minus 30 minus 29. Done. This is equal to 5/9. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9m plus 9 into 211, 9, 9, 18, 1899. This is equal to 5 into 31m. 155. 155m minus 29 into 5, 45. There is a carry for 10, 145. ഓക്കെ, വളരെ പെട്ടെന്ന് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക, വേറെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇത് സോൾവ് ചെയ്യുക. ഈ 9m RHSലേക്ക് പോയാൽ 155m minus 9m will be 146m if I am not mistaken. This is equal to 145 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് ആവും. സോ 1899 145 ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 4 again 4 0 2 2044. So m is equal to 2044 divided by 146. ചെയ്തതിൽ വേറെ എററൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇവിടെ 1 വരും, 1 കൂടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ 146. ഇത് സബ്ട്രാക്ട് ചെയ്താൽ 14 minus 6 8 9 this is 5. Yes, I think this is 3 അല്ല 4. Yes, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24. There is a carry 2 16. There is a 8 again, there is a carry 1. Yes, perfect. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ യൂഷ്വൽ ഡിവിഷൻ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഇങ്ങനെ എഴുതി വരച്ച് ഡിവൈഡ് ചെയ്യുക. ആ ഡിവിഷനാണ് ഞാനിവിടെ ചെയ്തത്. സോ 2000
1044 ഡിവൈഡ് ബൈ 146 ഈസ് ഈക്വൽ ടു 14. ഇതിങ്ങനെ നേരിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ആദ്യം ഒരു 2 വെറുതെ കട്ട് ചെയ്യുക. അപ്പോൾ 1022 ഡിവൈഡ് ബൈ ഇയാളുടെ പകുതി 73 എന്ന് വരും. എന്നിട്ട് പിന്നെ നിങ്ങൾ 73 ഡിവൈഡ് ചെയ്താലും മതി. അല്ലെങ്കിൽ 73 ഇനി എന്തെങ്കിലും ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുക. പറ്റാൻ സാധ്യത ഇല്ല. ഓക്കെ, എനിവേ 14 കുഡ് ബി ദി ആൻസർ. ഓപ്ഷൻ സി. അടുത്തതിലേക്ക് പോവാം. ലെറ്റ് എ ബി സി ബി റിയൽ. എ ബി സി 3 റിയൽ കോഎഫിഷ്യൻസ് ആണ്. ദർ ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. 2 റിയൽ വാല്യൂസ് ആൽഫ ആൻഡ് ബീറ്റ. 2 റിയൽ റൂട്ട്സ് ഇയാൾക്കുണ്ട്. ആൽഫ ലെസ് ദാൻ -1 ആണ്, ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റിയൽ റൂട്ട്സ് ഉണ്ട്. ഒരു റിയൽ റൂട്ട് -1 താഴെ, മറ്റേ റിയൽ റൂട്ട് 1 മുകളിലുമാണ്. അപ്പോൾ നമുക്ക് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് സിന്റെ ഗ്രാഫ് ഒന്നിങ്ങനെ പരിശോധിച്ച് നോക്കാം. ഒന്നുകിൽ ഇത് ഓപ്പൺ അപ്വേർഡ്സ് ആയിരിക്കും. ഇഫ് ദിസ് എ ഈസ് പോസിറ്റീവ്, എ പോസിറ്റീവ് ആണെങ്കിൽ ഓപ്പൺ അപ്വേർഡ്സ്, എ നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പൺ ഡൗൺവേർഡ്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് ആൽഫ, മറ്റേ പോയിന്റാണ് ബീറ്റ. ഈ ആൽഫിനേക്കാളും മുകളിലാണ് -1 ഉണ്ടാവേണ്ടത്, ബീറ്റന്റെ താഴെയാണ് 1 ഉണ്ടാവേണ്ടത്. ബിക്കോസ് 1 റൂട്ട് ഇസ് ലെസ് ദാൻ -1 ആൻഡ് അതർ റൂട്ട് ഇസ് ഗ്രേറ്റർ ദാൻ 1. അതുകൊണ്ട് ഈ എഫ് ഓഫ് -1 ഓപ്പൺ അപ്വേർഡ്സ് വേറെ പോലെ ആണെങ്കിൽ നെഗറ്റീവും, ഓപ്പൺ ഡൗൺവേർഡ്സ് വേറെ പോലെ ആണെങ്കിൽ പോസിറ്റീവ്. നമുക്ക് എ ഡിവൈഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. സോ എഫ് ഓഫ് 1ന്റെ അവസ്ഥ പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും, ഡിപ്പെൻസ് ഓൺ എ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവും, എ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിനെ എ ഡിവൈഡ് ചെയ്താൽ മതി. എഫ് ഓഫ് എ ബൈ എ വിൽ ബി ഡെഫിനറ്റ്ലി നെഗറ്റീവ്, ലെസ് ദാൻ 0. സിമിലർലി എഫ് ഓഫ് -1 ബൈ എ ഓൾസോ വിൽ ബി ഡെഫിനറ്റ്ലി നെഗറ്റീവ്. കാര്യം -1 ഇവിടെയാണ്, 1 മുകളിലാണ്. രണ്ടിനും ഒരേ അവസ്ഥയാണ്. ഗ്രാഫ് നോക്കിയാൽ അത് മനസ്സിലാവും. പോസിറ്റീവ് നെഗറ്റീവോ വരാം എന്നുള്ളത് ശരിയാണ്. പക്ഷേ പോസിറ്റീവ് ആകുമ്പോൾ എ നെഗറ്റീവ്, നെഗറ്റീവ് ആകുമ്പോൾ എ പോസിറ്റീവ് ആണ്. അപ്പോൾ എ ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ ഇത് ഓൾവേസ് നെഗറ്റീവ് ആണ്. ദിസ് ഇസ് മൈ പോയിന്റ്. ഇനി എഫ് ഓഫ് 1 കിട്ടാൻ ഇതിനകത്ത് എക്സിന് നമ്മൾ 1 കൊടുത്താൽ മതി. സോ വി വിൽ ഗെറ്റ് എ പ്ലസ് ബി പ്ലസ് സി ബൈ എ ലെസ് ദാൻ 0. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എ പ്ലസ് ബി പ്ലസ് സി ബൈ എ ബൈ എ 1 ആവും, പ്ലസ് ബി ബൈ എ പ്ലസ് സി ബൈ എ ലെസ് ദാൻ 0. ദാറ്റ് മീൻസ് ബി ബൈ എ പ്ലസ് സി ബൈ എ ലെസ് ദാൻ -1. 1 കിട്ടി. അടുത്ത നമുക്ക് ഇതേ സെഗ്മെന്റ് ഇവിടെ ചെയ്യാം. സോ എഫ് ഓഫ് -1 a മൈനസ് ബി പ്ലസ് സി ബൈ എ ഇസ് ഓൾസോ ലെസ് ദാൻ 0. 1 മൈനസ് ബി ബൈ എ പ്ലസ് സി ബൈ എ ഇസ് ഓൾസോ ലെസ് ദാൻ 0. സോ മൈനസ് ഓഫ് ബി ബൈ എ പ്ലസ് സി ബൈ എ ലെസ് ദാൻ -1. ബി ബൈ എ പ്ലസ് ബി ബൈ എ ലെസ് ദാൻ -1 ആണ്. ആ ബി ബൈ എക്ക് പകരം മൈനസ് ബി ബൈ എ വന്നാലും ഇത് ലെസ് ദാൻ -1 തന്നെയാണ്. അപ്പോൾ ബി ബൈ എനും മൈനസ് ബി ബൈ എനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു മോഡുലസ് ബി ബൈ, കാരണം നമുക്ക് അറിയില്ലല്ലോ ബി പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിന് എപ്പോഴും ഇതിന്റെ മോഡുലസ് എടുക്കുക എന്നുള്ളതാണ്. അത് ഈ ബി ബൈ എ വരുന്നത് ഈ ഗ്രാഫ് -1 1 പോകുമ്പോൾ ഇതിന്റെ വെർട്ടെക്സ് സ്ലൈറ്റ്ലി, വെർട്ടെക്സ് കറക്റ്റ് വൈ ആക്സിസിൽ തന്നെ വരണമെന്നില്ലല്ലോ. യെസ്, അതെ. അപ്പോൾ ഈ ബി ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഈ മൈനസ് വേർഷൻ വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അതിന് അൾട്ടിമേറ്റ്ലി നമ്മൾ അതിനെ പോസിറ്റീവ് എടുക്കണം. ഇവിടെ ബി ബൈ എന്ന് എഴുതുമ്പോൾ ബി ബൈ എ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ബി ബൈ എ പോസിറ്റീവ് ആണ്. ഇവിടെ എഴുതുമ്പോൾ ബി ബൈ എ നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് ബി ബൈ ആണ് ഇവിടെ പോസിറ്റീവ്. എന്ന് വെച്ചാൽ ബി ബൈ എ പാർട്ടിൽ എപ്പോഴും പോസിറ്റീവ് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് എപ്പോഴും പോസിറ്റീവ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളൊരു മോഡുലസ് എടുത്താൽ മതി. സോ ബൈ കമ്പൈനിങ് ദിസ് ടു, ആ പ്ലസ് ഓർ മൈനസ് ബി ബൈ എനെ കമ്പൈൻ ചെയ്ത് നമുക്ക് മോഡുലസ് ഓഫ് ബി ബൈ എ പ്ലസ് സി ബൈ എ ലെസ് ദാൻ -1 എന്നാക്കാം. ഇനി ഈ ബി ബൈ എ പോസിറ്റീവ് ആകുമ്പോൾ അത് ബി ബൈ എ തന്നെ ആവും. ബി ബൈ എ നെഗറ്റീവ് ആകുമ്പോൾ മോഡുലസ് ബി ബൈ എ മൈനസ് ഓഫ് ബി ബൈ എ ആവും. ഇതാണ് ഇതിൻ്റെ ഒരു യുക്തി. അത് മുഴുവൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് പാടാണ്, എസ്പെഷ്യലി ഓൺലൈനിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. പ്ലസ് ഓർ മൈനസിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് ബി ബൈ എന്ന് എഴുതാം. ആക്ച്വലി അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. മോഡെക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എക്സ് എന്ന് എഴുതുന്നത് തെറ്റാണ്. അങ്ങനെ അല്ലല്ലോ. മോഡെക്സ് എന്ന് പറയുന്നത് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. അതുകൊണ്ട് അങ്ങനെയല്ല, പ്ലസ് ഓർ മൈനസിനെ മോഡ് ആക്കിയതല്ല, അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്, അത് തെറ്റാണ്. പക്ഷേ ഇത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ മോഡ് ബി ബൈ എ പ്ലസ് സി ബൈ എ ഈസ് less than -1. Option A is the perfect choice. Now let us go to next. The sum of rational terms. അത് ഇതിന്റെ ജനറൽ ടേം വന്നത് a plus b raised to n ആണ്. ജസ്റ്റ് ജനറൽ ടേം എഴുതി നോക്കുക. ഇതിൽ b എന്ന് പറയുന്നത് 3 raised to 1/5, അത് ഇറാഷണൽ ആണ്. അതിനെ റാഷണലൈസ് ചെയ്യണമെങ്കിൽ അതിന്റെ പവറിൽ ഒരു മൾട്ടിപ്പിൾ ഓഫ് 5 വരണം. അതുപോലെ a എന്ന് പറയുന്ന ഫസ്റ്റ് ടേം √2 ആണ്. അതിനെ റാഷണലൈസ് ചെയ്യണമെങ്കിൽ അതിന്റെ പവർ ഈവൺ ആവണം. സ്ക്വയർ റൈസ് ടു 4 ഒരു സ്ക്വയർ റൂട്ട് അല്ലേ ഉള്ളൂ. ഫിഫ്ത്ത് റൂട്ട് ആകുമ്പോൾ അതിന്റെ പവറിൽ മൾട്ടിപ്പിൾ ഓഫ് 5 വരണം. സ്ക്വയർ റൂട്ട് ആകുമ്പോൾ പവറിൽ മൾട്ടിപ്പിൾ ഓഫ് 2 വരണം. അപ്പോൾ ജസ്റ്റ് ജനറൽ ടേം ഒന്ന് എഴുതി നോക്കാം. TR + 1 = 10 CR √2 raised to 10 - R 3 raised to 1/5 all raised to R. ഇതിൽ 10 - R ഒരു മൾട്ടിപ്പിൾ ഓഫ് 2ഉം R ഒരു മൾട്ടിപ്പിൾ ഓഫ് 5ഉം ആവണം. ഇത് രണ്ടും ഒരുമിച്ച് പോസിബിൾ ആവുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ്. 1 R is 0 and second is R = 10. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു മൾട്ടിപ്പിൾ ഓഫ് 5 കൂടി ഇല്ലേ, 5 ഒരു മൾട്ടിപ്പിൾ ഓഫ് 5 അല്ലേ എന്ന് നമുക്ക് തോന്നും. അത് വന്നു കഴിഞ്ഞാൽ ഇത് റാഷണൽ. പക്ഷേ ഇവിടെ ആവില്ല. ഇവിടെ വരുമ്പോൾ R 5 ആകുമ്പോൾ 10 - 5 5 തന്നെ ആവും. അപ്പോൾ √2 raised to 5 ഈസ് നോട്ട് റാഷണൽ. സോ യു ഹാവ് ഓൺലി
2 ടേംസ്. ആ ടേംസിൻ്റെ എണ്ണമാണ് 2, പക്ഷേ ടേംസിൻ്റെ എണ്ണം അല്ല ചോദ്യം. സം ഓഫ് ദോസ് 2 ടേംസ് ആണ്. അപ്പോൾ r=0 ആവുന്നത് ഫസ്റ്റ് ടേമിലാണ്, r=10 ആവുന്നത് 11th ടേം അഥവാ ലാസ്റ്റ് ടേം അഥവാ 11th ടേമിലാണ്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണ് നമ്മളിവിടെ വേണ്ടത്. സോ റിക്വയർഡ് ആൻസർ സം എന്ന് പറയുന്നത് T1 പ്ലസ് T11 ആണ്. ആരാണ് T1? 10C0 √2 raised to 10 3 raised to 1/5 all raised to 0 പ്ലസ് T11 10C10. 10C0 10C10 ഒക്കെ 1 തന്നെയാണ്. പിന്നെ വെറുതെ ഒരു തിയറിറ്റിക്കൽ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി എഴുതുന്നേ ഉള്ളൂ. √2 raised to 0 3 raised to 1/5 all raised to 10. ദിസ് ഇസ് √2 raised to 10 is 2 raised to 5 32. ഇത് രണ്ടും 1 ആണ്. പ്ലസ് 10C10 അഗൈൻ 1 ആണ്. √2 raised to 0 അഗൈൻ 1 ആണ്. 3 raised to 1/5 raised to 10 3 സ്ക്വയർ അത് 9 ആണ്. സോ 32 പ്ലസ് 9 എല്ലാവർക്കും ആഡ് ചെയ്യാൻ അറിയാം. സിംപ്ലി 41. അതായത് ഈ ടേംസ്, ഈ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 11 ടേംസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ടേം ഒരു റാഷണൽ ടേം ആണ്, ലാസ്റ്റ് ടേം റാഷണൽ ആണ്, അതിൻ്റെ ഇടയിലുള്ളതെല്ലാം ഇറാഷണൽ ടേംസ് ആണ്. അതിലൂടെ ചോദിച്ചത് സം ഓഫ് റാഷണൽ ടേംസ് മാത്രം ആയതുകൊണ്ട് യു ഷുഡ് കൺസിഡർ ഓൺലി ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഈ റൈസ് ടു 10 പകരം വേറൊരു പവറും അതുപോലെ √2 പകരം ക്യൂബ് റൂട്ട്, ഇവിടെ 6 റൂട്ട് അങ്ങനെയൊക്കെ വരാം. അപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് ടേംസും NCR A⁻n−r B⁻r ആണല്ലോ ഈ ജനറൽ ടേം. അതിൽ A⁻n−r റാഷണൽ ആവണം, B⁻r സൈമൾട്ടേനിയസ്ലി രണ്ടും ഒരുമിച്ച് റാഷണൽ ആവണം. അതിനുള്ള വഴികളാണ് ആലോചിക്കേണ്ടത്. എനിവേ ഹിയർ ആൻസർ ഇസ് വെരി സിമ്പിൾ. ഓപ്ഷൻ C 41. Now let's go to next. A student is allowed to select n books from a collection of 2n+1 books. 2n+1 ബുക്സ് ഒരു ഷെൽഫിൽ ഒരു ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. അവിടുന്ന് n ബുക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി അലോ ചെയ്തു. പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ്. ഇഫ് ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ഹി ക്യാൻ സെലക്ട് അറ്റ്ലീസ്റ്റ് 1 ബുക്ക് ഈസ് 63. മിനിമം ഒരു ബുക്ക്, മാക്സിമം n ബുക്ക്, അത്രയും സെലക്ട് ചെയ്യേണ്ടത് 63 ആണ്. മിനിമം ഒരു ബുക്ക് ആകുമ്പോൾ 2n+1 C1 പ്ലസ് 2 ബുക്ക് ആവല്ലോ, മിനിമം അല്ലേ 1, 2n+1 C2 പ്ലസ് 2n+1 C3 പ്ലസ് എക്സെട്ര 2n+1 CN. ഇതാണ് 63 തന്നത്. ഇനി നമ്മളൊരു കാര്യം അറിയണം, 2n C0 കൂടി വരുന്നത് പകുതി വരെയാണ്. ഫുൾ ടേംസിൻ്റെ സമ്മ 2n+1 C0 പ്ലസ് 2n+1 C1 അങ്ങനെ ചെന്ന് 2n+1 C 2n+1 വരെ ലാസ്റ്റ് ടേം വരെ ആഡ് ചെയ്താൽ 2n+1 ആണ്. പക്ഷേ ഇത് പകുതി വരെയുള്ള n എത്തുമ്പോൾ നിർത്തണം. അപ്പോൾ അതിൻ്റെ പകുതിയായി 2n+1 പകുതി 2n+1 പകുതി 2n ആണ്. അവിടെ വീണ്ടും ഇവിടെ ഒരു ടേം കുറവാണ്. ഇവിടെ 2n C0 ഇല്ല, അപ്പോൾ വീണ്ടും ഒരു 1 കുറവാണ്. സോ ദിസ് ഇസ് 2n -1 = 63. ഇതാണ് കാര്യം. അതായത് ഈ ഒരു സീരീസിൻ്റെ സമ്മ് 2n -1 ആണ്. എങ്ങനെയാണെന്നൊന്നും കൂടെ പറയാം. 2n C0 മുതൽ 2n+1 C0 മുതൽ 2n+1 C 2n+1 എഴുതി കാണിക്കാം, അതായിരിക്കും നല്ലത്. 2n+1 C0 പ്ലസ് 2n+1 C1 പ്ലസ് 2n+1 C2 പ്ലസ് എക്സെട്ര 2n+1 C 2n+1 ഇതുവരെ ആഡ് ചെയ്താൽ 2n+1 ആണ്. പക്ഷെ നമ്മളിത് മുഴുവൻ എടുക്കുന്നില്ല, നമ്മൾ പകുതി വരെ 2n+1 CN വരെ, അതിൻ്റെ മിഡിൽ ടേം വരെ എടുക്കുന്നുള്ളൂ. അതോടെ ഇതിൻ്റെ പകുതിയാവും. ഇതിൻ്റെ പകുതി എത്രയാണ്? 2n+1 എന്ന് പറഞ്ഞാൽ അത് 2n ആണ്. അതിൽ ഈ 2n C0 2n+1 C0 അത് 1 ആണല്ലോ, ആ വാല്യൂ ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ആ -1 കൂടി ഇവിടെ ചെയ്യണം. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. സോ 2n = -1 അപ്പുറത്തേക്ക് +1 ആവും. 63 + 1 = 64. സോ 64 നമുക്ക് 2/6 എന്ന് എഴുതാം. സോ 2n = 6, n = 3. അതായത് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ 2 പ്രധാന ഭാഗങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, 2n+1 ബുക്കുള്ളൊരു ഷെൽഫിലേക്ക് ഒരാൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു ബുക്ക് സെലക്ട് ചെയ്യുന്നത് 2n+1 C1 വേയിലാണ്, 2 ബുക്ക് സെലക്ട് ചെയ്യുന്നത് 2n+1 C2 വേയിലാണ്, അങ്ങനെ ചെന്ന് n ബുക്ക് സെലക്ട് ചെയ്യുന്നത് 2n+1 CN വേയിലാണ്. ഈ ഓരോ നമ്പർ ഓഫ് സെലക്ഷൻസ് ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻസ് കിട്ടുക. അത്രയും ഭാഗമാണ് പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നമ്മൾ പഠിക്കുന്ന ഐഡിയാസ്. പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ തിയറത്തിൽ പഠിക്കുന്ന ഒരു ഐഡിയ ആണ്. അത് ഈ പ്രാവശ്യം JEE സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അത് എല്ലാ ടോപ്പിക്കിലും ഞാൻ പറയുന്ന കാര്യമാണ്. ഇപ്രാവശ്യം അത് 2023 പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ കോഎഫിഷ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ക്വസ്റ്റ്യൻ വരില്ല എന്നൊന്നുമല്ല. കാര്യം സിലബസ് പരിഷ്കരണം JEE പലപ്പോഴും നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നുമല്ല. ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമ്മൾ കാണാറുള്ളത് സിലബസ് ഒരു വഴിക്ക് പോകും, ക്വസ്റ്റ്യൻ പേപ്പർ വേറെ വഴിക്ക് പോകും. ഈ വർഷം അത് അങ്ങനെ തന്നെ ആയിരിക്കും. യെസ്, എന്തായാലും 2n+1 C0 മുതൽ 2n+1 CN വരെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ സീരീസിൻ്റെ പകുതി, അതായത് 2n+1 പകുതി 2n ആണ് ഉണ്ടാവുക. അതിൽ തന്നെ 2n+1 C0 എന്ന് പറയുന്നത്, അതായത് അയാൾ ബുക്കുകളൊന്നും സെലക്ട് ചെയ്യാതിരിക്കുന്ന കേസ് ഇവിടെ മിസ്സിംഗ് ആണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ -1. പിന്നീട് നിങ്ങൾ ഈ എക്സ്പോണൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്താൽ മതി. 3 എന്നാണ് ആൻസർ കിട്ടുക. 3 ഇവിടെ ഓപ്ഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓപ്ഷൻ A.
അടുത്തത് ദർ ആർ 2 വാൻസ്. പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ തന്നെ പെർമിറ്റേഷൻ കോമ്പിനേഷൻ അല്ലല്ലോ, ഇത് പ്രോബബിലിറ്റി ആണെന്ന് തോന്നുന്നു. യെസ്, പ്രോബബിലിറ്റി ആണെങ്കിലും പെർമിറ്റേഷൻ കോമ്പിനേഷൻ തന്നെയാണ്. പ്രോബബിലിറ്റിന്റെ ഒരു ജനറൽ ഇക്വേഷൻ എപ്പോഴും പറയുന്നതാണ്. ഓൾട്ടർനേറ്റീവ് ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റിയിൽ ഫേവറബിൾ നമ്പർ ഓഫ് വേസ് ടു ആൻ ഇവന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ഈ ഫേവറബിൾ നമ്പർ ഓഫ് വേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ പഠിച്ച ഐഡിയാസ് ആണ് യൂസ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് വേസിനും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പെർമിറ്റേഷൻ കോമ്പിനേഷൻ അപ്ലൈ ചെയ്യണം ടോട്ടൽ നമ്പർ ഓഫ് വേസ് കിട്ടാൻ. അതിൽ നമ്മുടെ ഇവന്റിന് എത്ര വേസ് ഫേവറബിൾ ആണെന്ന് കണ്ടെത്താൻ വീണ്ടും നമ്മൾ പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ തന്നെ യൂസ് ചെയ്യണം. അത് പെർമിറ്റേഷൻ ആണോ കോമ്പിനേഷൻ ആണോ ഡിറേഞ്ച്മെന്റ്സ് ആണോ അല്ലെങ്കിൽ സെലക്ഷൻ ആണോ ഗ്രൂപ്പിംഗ് ആണോ ഡിവിഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നതിലൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്പർ ഓഫ് വേസ് ഓഫ് ഡൂയിങ് എ ടാസ്ക് അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക ഇൻ പ്രോബബിലിറ്റി ഓൾസോ. അത് കാർഡ്സിന്റെ പ്രോബ്ലം ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ബേസിക്കലി വി ആർ ഡൂയിങ് പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. തുടങ്ങാം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ദർ ആർ 2 വാൻസ്, 2 വാനുകളുണ്ട്. നമ്പേർഡ് സീറ്റ്സ് ആണ്. ഓരോ വാനിലും 3 സീറ്റ് ഫ്രണ്ടിലും 4 സീറ്റ് ബാക്കിലും. 2 വാൻ ഇവിടെ വരച്ചു വെക്കാം. കൊള്ളാം. വാൻ 1, വാൻ 2. ഫ്രണ്ടിൽ 3 സീറ്റുകൾ 1, 2, 3. ബാക്കിൽ 4 സീറ്റുകൾ 4, 5, 6, 7. ഇത് വാൻ 2. അവിടെയും ഫ്രണ്ടിൽ 3 സീറ്റ് 1, 2, 3. ബാക്കിൽ 4 സീറ്റ് 4, 5, 6, 7. കൊള്ളാലോ, നല്ല കളി. എന്നിട്ട് ദർ ആർ 3 ഗേൾസ് ആൻഡ് 9 ബോയ്സ്. എന്ന് വെച്ചാൽ മൊത്തം എത്ര സീറ്റ് ഉണ്ട്? ആദ്യത്തെ വാനിൽ 7 സീറ്റ്, 7 സീറ്ററാണിത്. ഇവിടെയും 7 സീറ്റ്. അപ്പോൾ മൊത്തം 14 സീറ്റ് ഉണ്ട്. 14 സീറ്റിലേക്ക് കയറാൻ വരുന്നത് 3 ഗേൾസ് ആൻഡ് 9 ബോയ്സ്. അപ്പോൾ എത്രയാണ്? 12 പേര്. 14 സീറ്റ് 12 പേര്. യെസ്, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ബി സീറ്റഡ് ഇൻ വാൻസ്. ഇവരെ നമ്മൾ വെറുതെ അങ്ങ് അടിച്ചു വിടുകയാണ്. ആർക്ക് ഏത് വാനിൽ V1 V2 ഏത് വാനിൽ വേണമെങ്കിലും കയറാം. ഫ്രണ്ടിൽ കയറേണ്ടത് ഫ്രണ്ടിൽ കയറാം, ബാക്ക് കയറേണ്ടവർക്ക് ബാക്ക് കയറാം. ഫ്രണ്ടിൽ തന്നെ 3 സീറ്റ് ഉണ്ട്, അതിൽ എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഫുള്ളി തുറന്ന് വിട്ടേക്കുകയാണ്. അങ്ങനെ നമ്മൾ തുറന്നു വിടുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈസ് ഈക്വൽ ടു 12 പേരുണ്ട്. 12 പേരെ 14 സീറ്റ്, മൊത്തം 14 സീറ്റുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ 14p12. യെസ്, അതായത് 14 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇതാണ് ഈ ഒരു ടാസ്കിന്റെ ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ഇനി എന്താണ് നമുക്ക് ഫേവറബിൾ ആവണം എന്ന് പറഞ്ഞത്? ദ പ്രോബബിലിറ്റി ഓഫ് 3 ഗേൾസ് സിറ്റിംഗ് ടുഗദർ ഇൻ ബാക്ക് റോ. 3 ഗേൾസ് അവർ ഒരുമിച്ചിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അവർ ടുഗദർ ആവണം. പിന്നെ അവർ ബാക്കിലായിരിക്കണം, ഫ്രണ്ടിൽ പോയിരിക്കാൻ പാടില്ല 3 ഗേൾസും. അപ്പോൾ ഏത് വാൻ 1ഓ വാൻ 2ഓ ആവാം, അത് പ്രശ്നമല്ല. പക്ഷെ അവർ ബാക്കിലായിരിക്കണം. അവർ 3 പേരും ഒരുമിച്ചായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ ഫേവറബിൾ നമ്പർ ഓഫ് വേസിലേക്ക് കിടക്കാം. ഫേവറബിൾ നമ്പർ ഓഫ് വേസിൽ 3 ഗേൾസിനാണ് റെസ്ട്രിക്ഷൻ ഉള്ളത്. അവർ ഒന്നുകിൽ V1ലേക്ക് പോകും അല്ലെങ്കിൽ V2ലേക്ക് പോകും. അപ്പോൾ 2 വേ ആയി. അവർ ബാക്കിലേക്ക്, ഫ്രണ്ടിലേക്ക് ഒരിക്കലും പോകുന്നില്ല. V1ലാണ് നമ്മൾ വിചാരിക്കുകയാണ്, V2ലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ 3 സീറ്റ് ടുഗദർ ആവണം. അപ്പോൾ 2 രീതിയിൽ എടുക്കാം. 4, 5, 6 എന്ന് പറയുന്ന സീറ്റ് കോമ്പിനേഷൻ എടുക്കാം, അല്ലെങ്കിൽ 5, 6, 7 എന്ന സീറ്റ് കോമ്പിനേഷൻസ് എടുക്കാം. അപ്പോൾ വീണ്ടും 2 വേസ് ഉണ്ട്. 4, 5, 6 ഒരു വേ, 5, 6, 7 അടുത്ത വേ. ഈ 3 സീറ്റുകളിൽ അവരെ നമുക്ക് അറേഞ്ച് ചെയ്യാം. വി കൻ അറേഞ്ച് ദം ഇൻ 3 ഫാക്ടോറിയൽ വേസ് ഇൻറ്റു ബാക്കി 9 ബോയ്സ് ഉണ്ട്. അതിൽ 3 സീറ്റ് ഇപ്പോൾ ഇവർ ഒക്കുപ്പൈ ചെയ്തു. ബാക്കി 14 സീറ്റിൽ 3 സീറ്റ് പോയി കഴിഞ്ഞാൽ 11 സീറ്റ്. ആ 11 സീറ്റിൽ എവിടെ വേണമെങ്കിലും ബോയ്സിന് എടുക്കാം, ബിക്കോസ് ബോയ്സ് ഡസൻ ഹാവ് എനി റെസ്ട്രിക്ഷൻസ്. സോ 11p9. ഇത് 2 × 2 4 ആണ്. 4 × 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 4 ഫാക്ടോറിയൽ 24. 3 ഫാക്ടോറിയൽ 6 ആണല്ലോ. അപ്പോൾ 2 × 2 4, 4 × 6 24. ഓക്കെ, 11p9 is 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. NPR equal n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ. അത്രയേ ഉള്ളൂ. Now what is the probability? Favorable number of ways divided by total number of ways. So 24 into 11 factorial divided by 2 factorial divided by total number of ways. 14 factorial divided by 2 factorial. 2 factorial 2 factorial ഇവിടെ കട്ട് ചെയ്യാം. 11 factorial by 14 factorial ചെയ്താൽ 24 അവിടെ ഉണ്ട്. 11 factorial ഇവിടെ കട്ടാവും. ബാക്കി 12 into 13 into 14. ഇത് ഇവിടെ കട്ട് ചെയ്താൽ 2, ഈ 12 കട്ടായി പോയി. ഈ 2ഉം ഈ 14ഉം കൂടി കട്ട് ചെയ്താൽ 7. സോ 1/13 into 7. വാട്ട് ഈസ് 13 into 7? ഐ തിങ്ക് ദാറ്റ് ഈസ് 10 into 7, 70. 3 into 7, 21. 70 plus 21, 91. Yes. 1/91 will be the final answer. Option D. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മെട്രിക്സ് ആണ്. A is equal to 1, 1, 0, 2. A raised to 8 minus 2 raised to 8 into A minus I is equal to. ഇതെന്താണെന്നാണ് ചോദ്യം.
ആൻസേഴ്സിലെല്ലാം എയും ഐയും ഉള്ള ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ്. ഈ എ ഐ കോമ്പിനേഷൻസ് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ വെരി ലാർജ് പവേഴ്സ് A6, A8, A10 ഇങ്ങനെയുള്ള വലിയ പവേഴ്സ് തരുന്നു. ഓപ്ഷൻസിൽ മുഴുവൻ എയും ഐയും ആണ് കാണുന്നതെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെട്രിക്സ്. മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് A - λ I is equal to 0. ഇത് എക്സ്പാൻഡ് ചെയ്ത് ലാംഡയിൽ ഒരു ഇക്വേഷൻ കിട്ടും. ആ ലാംഡക്ക് പകരം എ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യും. എവറി മെട്രിക്സ് ക്യാൻ സാറ്റിസ്ഫൈ ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് പോളിനോമിയൽ. അതാണ് കാര്യം. അപ്പോൾ ഇവിടെ എല്ലാതെയും ചെയ്യാം കേട്ടോ. അപ്പോൾ A8 ആണ്. അപ്പോൾ എ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഒന്ന് സ്ക്വയർ ചെയ്താൽ A² ആവും. വീണ്ടും സ്ക്വയർ ചെയ്താൽ A4 ആവും. ഒന്നുകൂടി സ്ക്വയർ ചെയ്താൽ A8 ആവും. എന്നിട്ട് അതിനെ എൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതാം. അങ്ങനെയൊക്കെ ആലോചിക്കാം. അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓൺലൈനിലൊക്കെ. പക്ഷേ കുറച്ചുകൂടി എളുപ്പം വെനെവർ യു ഹാവ് എ ഫോം ലൈക്ക് ദിസ്. ക്വസ്റ്റ്യൻ ഈ ഒരു ഫോർമാറ്റിൽ വരികയാണ്. എൻ്റെ ഒരു വെരി ലാർജ് പവർ ഉണ്ട്. ഓപ്ഷനിലല്ല A² അങ്ങനെ കുഞ്ഞു പവേഴ്സ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ചിലപ്പോൾ 3/3 മെട്രിക്സിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ A² കൂടി ഇൻവോൾവ് ആവും. എനിവേ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ഡിറ്റർമിനന്റ് ഓഫ് 1 - λ 1 0 2 - λ is equal to 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 1 - λ into 2 - λ is equal to 0. That means λ² minus 3λ plus 2 equal to 0. ഇതാണ് λ². λ² is equal to 3λ minus 2 ആണ്. അഥവാ A² is equal to 3A minus 2y ആണ്. This is the result we should get. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ സ്മൂത്താണ്. നോക്കാം. A² കിട്ടി. ഇതിനൊന്ന് സ്ക്വയർ ചെയ്താൽ A⁴ ഈസ് ഈക്വൽ ടു 3A minus 2y ഹോൾ സ്ക്വയർ എന്ന് വരും. ആ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ 9A² minus 12A plus 4i. ഈ 9A² വീണ്ടും A² എന്ന് പറയുന്നത് 3A minus 2y ആണ്. minus 12A plus 4i. 9 into 3A 27A minus 9 into 2i minus 18i minus 12A plus 4i. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 27A minus 12A is 15A minus 18i plus 4i is minus 14i. ഇതിനെ വീണ്ടും സ്ക്വയർ ചെയ്താൽ A⁸ ആവും. A⁸ is equal to 15A minus 14i സ്ക്വയർ. ഇങ്ങനെ മെട്രിക്സിനെ എടുത്ത് വെച്ച് സ്ക്വയർ ചെയ്യാതെ തന്നെ ഒരു മെട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനെ നമ്മളിങ്ങനെ വെറുതെ സ്ക്വയർ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ദിസ് വിൽ ബി 225. 15ന്റെ സ്ക്വയർ A² minus 30 into 14. I think that is 420. Yeah. A plus 14 square 196. I. So this is 225. Again ഈ A² പകരം നമുക്ക് 3A minus 2y എന്ന് കൊടുക്കാം. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ടോ സംശയം? ഇല്ല, നോ ഇഷ്യൂസ്. minus 420A plus 196i. This is equal to bracket open ചെയ്യാം. 675 A minus 450i minus 420A plus 196i. 675A minus 420A will be 255A. ഇവിടെ നമുക്ക് തന്നത് 2⁸ ആയിരുന്നു. 2⁸ എന്ന് പറയുന്നത് 256 ആണ്. നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് 255 ആണ്. അത് വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ 256A minus A എന്നാക്കിയാൽ നമുക്ക് 256A LHSലേക്ക് എടുക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട്. സോ minus 450i plus 196i രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യാം. 450 196 സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണല്ലോ. 4 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 14 I think 5 2 minus 254i. ഇവിടെ നേരത്തെ നമ്മൾ കണ്ടു, സോറി 256, 4 അല്ലല്ലോ, മൈനസ് ഓഫ് 254. അതെ, ഓപ്ഷൻ നോക്കുമ്പോൾ യെസ്, അവിടെ 2i ഓപ്ഷൻസ് കാണാനുണ്ട്. ഇനി ഓൾമോസ്റ്റ് കിട്ടി, ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നു. This is equal to 256A minus 256i. 256A ആകുമ്പോൾ ഒരു മൈനസ് എ വേണം.
ഇത് -254 ഉള്ളൂ. അതിനെ ഞാൻ 2⁸ കിട്ടാൻ വേണ്ടി 256 എന്ന് മാറ്റി. സോ പ്ലസ് 2y വേണ്ടി വരും. Now we can have a⁸ is equal to, let us take 256 as a common factor from these two terms. 256 നെ 2⁸ into a minus i എന്നാക്കാം. -a plus 2y. ഈ ഒരു ടേം 2⁸ into a minus i നമുക്ക് LHSലേക്ക് എടുക്കാം. So a⁸ minus of 2⁸ into a minus i is equal to -a plus 2y. ഓപ്ഷൻ ഉള്ളത് 2y മൈനസ് ആണ്, തിരിച്ചു എഴുതിയാൽ -a plus 2y തന്നെയാണ്, 2y minus a. ഓക്കെ, അപ്പോൾ എനിവേ ഇതാണ് ആൻസർ. ലെറ്റ് us opt ഓപ്ഷൻ ബി 2a minus i. അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ. ആ a⁸ കണ്ടതുകൊണ്ടാണ് ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് ആലോചിച്ചത്. ക്യാരക്ടറിസ്റ്റിക്സ് പോളിനോമിയൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡിറ്റർമിനന്റ് ഓഫ് a minus lambda i equal to 0 ആണ്. അത് ചെയ്തപ്പോൾ വി ഗോട്ട് lambda square is equal to 3 lambda minus 2. അപ്പോൾ അതിൽ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, എ എന്ന് പറയുന്ന മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a square is equal to 3a minus 2y. ദിസ് ഇസ് ദ പ്രൈമറി ഒബ്സർവേഷൻ. അതുവരെ എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ a ഒന്ന് സ്ക്വയർ ചെയ്താൽ a⁴ ആവും. ആ a⁴ ചെയ്യുമ്പോൾ RHSൽ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ a square വരും. ആ a square നമ്മൾ വീണ്ടും 3a minus 2y നിർത്തി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വീണ്ടും ലീനിയർ ആക്കി മാറ്റും. ഇനി a⁴ ഒന്നും കൂടി സ്ക്വയർ ചെയ്യുമ്പോൾ a⁸ ആവും. അപ്പോഴും RHSൽ 15a minus 14i സ്ക്വയർ വരുമ്പോൾ അവിടെയും ഒരു a square ആദ്യം പ്രത്യക്ഷപ്പെടും. ഉടനടി നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യും. a square പകരം ആദ്യം കിട്ടിയ 3a minus 2y കൊടുത്ത് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ 255 254 ഒക്കെ കിട്ടുകയാണ്. ഇത് 256ന്റെ വളരെ അടുത്തുള്ള നമ്പേഴ്സാണ്. നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ 2⁸ കാണാനുള്ളതുകൊണ്ട് അതിനെല്ലാം 256 അഥവാ 2⁸ ടേമിലേക്ക് മാറ്റി എഴുതും. ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു -aയും ഒരു +2യും കോമ്പൻസേഷൻ ആയിട്ട് അവിടെ വെക്കും. ഈ 256 അഥവാ 2⁸ കോമൺ ഫാക്ടർ എടുത്തതിന് LHSലേക്ക് എടുത്താൽ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യനായി. RHSൽ ബാക്കി വരുന്നത് ആൻസറായി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ടൈപ്പ് തിയറി, ഇതൊരു ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നൊക്കെ വരുന്നതാണ്. AX is equal to lambda, ഹെർമീഷ്യൻ മെട്രിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പഠിക്കും. ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനീഷ്യലി നിങ്ങൾ പഠിക്കും. അപ്പോൾ അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഇത് സിലബസിലാണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഒരുപക്ഷെ ചോദിക്കാം. കാര്യം നമ്മൾ സിലബസിൽ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇത് ചെയ്യാൻ പറ്റും. ഈ ഹെർമീഷ്യൻ മെട്രിക്സ്, സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്താണ് ഇത് യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം അതിലേക്കൊന്നും പോകുന്നില്ല. ഈ വെക്റ്റർ എന്നായിട്ടാണ്, അതായത് മെട്രിക്സിന് ഒരു കോളം മെട്രിക്സിനെ വെക്റ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എനിവേ അങ്ങനെ ഒരു ടെർമിനോളജി നിങ്ങളുടെ സിലബസിൽ എനിവേ ഇല്ല. ജെയ്ക്ക് അങ്ങനെ ചോദിക്കാറുമില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിവേ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വെക്റ്റർ ABC എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കോളം മെട്രിക്സ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു വെക്റ്ററുമായിട്ട് ട്രീറ്റ് ചെയ്യാം. ദിസ് ഇസ് ഇക്വലന്റ് ടു AI പ്ലസ് BJ പ്ലസ് CK. ഇതിൻ്റെ IJK കോമ്പണൻസ് ആണ് ഈ കോളം വെക്റ്ററിൽ താഴോട്ട് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇവിടെ കോളം വെക്റ്റർ എന്ന് എഴുതുന്നത്. അപ്പോൾ കോളം മെട്രിക്സിനെ നമ്മളൊരു വെക്റ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാമെങ്കിൽ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ ഉണ്ടാവും. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാം. cos θ = a.b ഡിവൈഡഡ് ബൈ mod a into mod b എന്ന് നിങ്ങൾ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അങ്ങനെ cos θ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ട്രിഗണോമെട്രി അറിയാമല്ലോ, ട്രയാംഗിൾ വരച്ചിട്ട് cos θ നമുക്ക് tan θ ആക്കി കൺവേർട്ട് ചെയ്യാം. അതാണ് ഈ ചോദ്യം. കൊള്ളാം, കോൺസെപ്ച്വലി വളരെ സ്ട്രോങ് ആണ്, വളരെ നല്ലൊരു ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ തുടങ്ങാം. പക്ഷേ ഇതിൻ്റെ എല്ലാ ടെർമിനോളജീസും ജെയിൻ്റെ സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ AX is equal to lambda x ആണ്. ആ lambda x നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്താൽ a minus lambda x is equal to 0 എന്ന് എഴുതാം. ഇപ്പോൾ ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയി. a minus lambda ആണ് അവിടുത്തെ മെട്രിക്സ്. a minus lambda i ആണ് അവിടുത്തെ a എന്ന് പറയുന്ന മെട്രിക്സ്. അത് 0 ആയതുകൊണ്ട് തന്നെ ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റമാണ്. അതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് വെക്ടേഴ്സ് ഉണ്ടാവണമെങ്കിൽ പിന്നെ രണ്ട് എന്തായാലും പറ്റില്ല, ഒരുപാടെണ്ണം. കാരണം ഒരു ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷന് 2 സൊല്യൂഷൻ 3 സൊല്യൂഷൻ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഒന്നുകിൽ നോ സൊല്യൂഷൻ, അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ, അതല്ലെങ്കിൽ പിന്നെ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നത് ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. a × xyz is equal to 1 0 0 എന്ന് പറയുന്നത് ഒരു 3/3 സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. അതിന് എക്സാക്ട്ലി 2 ഡിസ്റ്റിങ്ക്ട് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഈ a എന്ന് പറയുന്ന എത്ര മെട്രിക്സ് ഉണ്ട്? 0 എന്ന് ഒറ്റയടിക്ക് കണ്ണും പൊട്ടി പറയണം. കാര്യം അതൊരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയണം ഇതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ മെട്രിക്സ് ഫോം ആണ്. അതിന്റെ പോസിബിലിറ്റീസ് ഒന്നുകിൽ നോ സൊല്യൂഷൻ, അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. 0 കഴിഞ്ഞാൽ പിന്നെ 1, അല്ലെങ്കിൽ പിന്നെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. എക്സാക്ട്ലി 2 സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിലും അതിന്റെ മെട്രിക്സ് ഫോമിൽ ഒന്നും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. പോസിബിൾ അല്ലാത്ത കാര്യം ആയതുകൊണ്ട് തന്നെ അതിന്റെ നമ്പർ ഓഫ് വാല്യൂസ് ഓഫ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ അങ്ങനെ 2 മെട്രിക്സുകൾ പോസിബിൾ ആണെങ്കിൽ ആ 2 മെട്രിക്സ് തമ്മിലുള്ള ആംഗിൾ, അത് മെട്രിക്സിനെ വെക്ടർ ആയിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് അത് തമ്മിലുള്ള ആംഗിൾ ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് a minus lambda അതിൻ്റെ ഡിറ്റർമിനന്റ് ഉറപ്പായിട്ടും എന്താവണം? 0 ആവണം.
So determinant of a minus lambda I is equal to 0. So determinant of 1 minus lambda 4 3 2 minus lambda is equal to 0. The bracket open ചെയ്താൽ lambda minus 1 into lambda minus 2 minus 12 equal to 0. So lambda square minus 3 lambda plus 2 minus 12 minus 10 equal to 0. This is very simple quadratic equation. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. So lambda minus 5 into lambda plus 2 is equal to 0. So lambda equal to minus 2 or 5. ഇതിനെ നമ്മൾ eigen values എന്നാണ് വിളിക്കുക. അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂസ് ആണ് eigen values. ഈ eigen values നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ eigen values ആദ്യം ലാംഡ ഈക്വൽ ടു -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു എക്സ് കിട്ടും. അടുത്തത് ലാംഡ ഈക്വൽ ടു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു എക്സ് കിട്ടും. ഈ രണ്ട് എക്സുകളും കോളം വെക്ടേഴ്സ്, കോളം മെട്രിക്സസ് ആയിട്ടാണ് കിട്ടുക. അതിനെ വെക്ടറായി എടുത്തുകൊണ്ട് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കും. നമുക്ക് ഒരു റയർ ആയിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്ത് പരിചയമില്ലാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത. അപ്പോൾ ഇവിടെ വരിക 1 4 3 3 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് XY ആണ്. ദിസ് ഇസ് ഈക്വൽ ടു ആദ്യം നമ്മൾ കൊടുക്കുന്ന വാല്യൂ ലാംഡ ഈക്വൽ ടു -2 ആണ്. പുട്ട് ലാംഡ ഈക്വൽ ടു -2. അങ്ങനെ -2 കൊടുത്താൽ വീണ്ടും XY തന്നെയാവും. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 4y is equal to -2x. 2x ഇങ്ങോട്ടേക്ക് എടുത്താൽ 3x plus 4y equal to 0. ഇത് ഇക്വേഷൻ നമ്പർ 1. അടുത്ത റോ മൾട്ടിപ്ലൈ ചെയ്താൽ 3x plus 2y is equal to -2y. That means 3x plus 4y is equal to 0. എന്ന് വെച്ചാൽ രണ്ടും ഒന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ മതി. ഓക്കെ, theta is the angle between two non-zero column vectors x. Okay. അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. -2 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ +2y. ഓക്കെ, സോ ദിസ് ഈസ് ഈ 2i ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുമ്പോൾ 3 4 again 3 4. xy is equal to 0 0. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു മെട്രിക്സ് ഒരു സിംഗുലർ മെട്രിക്സ് ആണ്. അതുകൊണ്ട് ഇതിനൊരു ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. എക്സാക്ട്ലി 2 സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ പോസിബിൾ അല്ല. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, അതായത് ഒന്നുകിൽ സൊല്യൂഷൻ ഇല്ല അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഇൻഫിനിറ്റ്ലി മെനി ആണ്. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ എന്തായാലും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ മെട്രിക്സ് ഫോമിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാനിത് ഒഴിവാക്കുവാണ്. കുറച്ചുകൂടി എളുപ്പമായിട്ട്, അതായത് ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന കാര്യമേ അല്ല ഈ പറയുന്നത്. ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. പക്ഷേ നമുക്കിപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ അതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇവിടെ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. 3x ഈസ് ഈക്വൽ ടു -4y. എന്നിട്ട് y ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യുക. സോ x/y ഈസ് ഈക്വൽ ടു -4/3. ഈ ഒരു റേഷ്യോ x/y ഈക്വൽ ടു -4/3 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് രണ്ട് വാല്യൂസും നിങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് x ഈക്വൽ ടു -4 y ഈക്വൽ ടു 3 എന്ന് എടുക്കാം. x ഈക്വൽ ടു -8 y ഈക്വൽ ടു 6. ഈ റേഷ്യോ ഫോളോ ചെയ്യുന്ന ഏത് വാല്യൂസും എടുക്കാം. അപ്പോൾ ഞാൻ അതിൽ ഒന്നും എടുക്കുകയാണ്. xy ഈസ് ഈക്വൽ ടു -4 3. അതായത് വെക്ടർ 1 ഒന്നാമത്തെ വെക്ടർ -4i + 3j എന്നെടുക്കാം. ഇനി നമ്മളോട് ആംഗിൾ ആണല്ലോ ചോദിച്ചത്. ക്വസ്റ്റ്യൻ തെറ്റാതിരിക്കുന്നത്, ഇങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള ഒന്നും എടുത്തിട്ടും തെറ്റാതിരിക്കുന്നതിൻ്റെ റീസൺ നമ്മളോട് ആംഗിൾ ആണ് തീറ്റ, എന്നിട്ട് ടാൻ തീറ്റ അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വെക്ടറിന് പകരം -8i + 6j എടുത്താൽ അത് അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അടുത്ത ഒരു വെക്ടറോട് കണ്ടുപിടിക്കും. അത് നമ്മൾ ഏത് മാഗ്നിറ്റ്യൂഡ് വേണം, വേറെ വേറെ റേഷ്യോയിൽ വേറെ വേറെ നമ്പേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ റേഷ്യോ സെയിം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ഷൻ ഫിക്സ്ഡ് ആണ്. ഡയറക്ഷൻ മാറുന്നില്ല, അതുകൊണ്ട് തന്നെ ആംഗിൾ മാറുന്നില്ല. ഇതാണ് അതിൻ്റെ ഒരു ജോമെട്രിക്കൽ എക്സ്പ്ലനേഷൻ. നമുക്ക് ഏതും എടുക്കാം എന്ന് പറയുന്നതിൻ്റെ. അടുത്തത് ഇതുപോലെ നമ്മൾ പുട്ട് ലാംഡ ഈക്വൽ ടു 5 സെക്കൻഡ് വാല്യൂ കൊടുക്കണം. ലാംഡക്ക് നമ്മൾ 5 കൊടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടുക 1 4 3 2 ഇൻറ്റു xy ഇസ് ഈക്വൽ ടു 5xy. അപ്പോൾ അത് LHSലേക്ക് എടുത്താൽ 1 - 5 - 4 4 3 2 - 5 - 3 xy is equal to 0.
ഇവിടെ നോക്കിയാൽ കാണാം ഡിറ്റർമിനന്റ് 0 ആണ്. സോ ദിസ് ഇസ് എ സിംഗുലർ മെട്രിക്സ്. ദിസ് വിൽ ഹാവ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഹോമോജീനസ് ആണല്ലോ. ഹോമോജീനസ് ആയതുകൊണ്ട് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. ഒരു ട്രിവിയലും ഇൻഫിനിറ്റ്ലി മെനി നോൺ ട്രിവിയലും നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ -4x + 4y = 0. നേരത്തെ ചെയ്ത അതേ പരിപാടി ചെയ്യാണ്. 4x = 4y, 4 കട്ട് ചെയ്തു, x/y = 1. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വെക്ടർ 2 = 1 1 അഥവാ i + j എന്നെടുക്കാം. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടാൻ തീറ്റ ആര് തമ്മിലുള്ള ടാൻ തീറ്റയിലെ തീറ്റ ആര് തമ്മിലുള്ള ആംഗിളാണ്? -4i + 3j എന്ന് പറയുന്ന ഒരു വെക്ടറും i + j എന്ന് പറയുന്ന ഒരു വെക്ടറും ഇതിന്റെ രണ്ടിനും അടുക്കുള്ള ആംഗിളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ടാൻ തീറ്റയിലേക്ക് പോകുന്നതിന് മുന്നേ തൽക്കാലം cos തീറ്റയിലേക്ക് പോകാം. cos തീറ്റ = v1.v2 / mod v1 mod v2. v1.v2 is -4 + 3 divided by mod v1 is √3² + 4² 5 mod v2 √2. That is -1 by -4 + 3 is -1 by 5 √2. ഇവിടെ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. cos തീറ്റ അഡ്ജസൻറ്റ് സൈഡ് 1, ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് 5 √2. ഇത് സ്ക്വയർ ചെയ്താൽ 50 ആവും. 50 - 1 49. അപ്പോൾ ഇവിടെ 7 വരും. സോ ടാൻ തീറ്റ = കോസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാനും നെഗറ്റീവ് ആണ്. കാരണം രണ്ട് വെക്ടേഴ്സിന് അടുക്കുള്ള ആംഗിൾ 0 to 180 ഡിഗ്രി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കോസ് നെഗറ്റീവ് ആകുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്, തേർഡ് ക്വാഡ്രൻ്റ് അല്ല എന്ന് ഉറപ്പാണ്. രണ്ട് വെക്ടേഴ്സിന് അടുക്കുള്ള ആംഗിൾ നമ്മൾ തേർഡ് ക്വാഡ്രൻറ്റിലെ 180 ഡിഗ്രിനേക്കാളും വലിയ ആംഗിളായിട്ട് പൊതുവിൽ എടുക്കാറില്ല. സോ കോസ് നെഗറ്റീവ് ആയതുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാനും നെഗറ്റീവ് ആണ്. സോ അവർ ആൻസർ ഇസ് ടാൻ തീറ്റ = -7. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുക്കുക. -7 is the key. പക്ഷെ -7 ഇവിടെ ഓപ്ഷനിലില്ല. -4i 7 ആണുള്ളത്. എന്താണ് എറർ ആണോ അല്ലെങ്കിൽ എന്താന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, യെസ്. അങ്ങനെ -7 വരുമ്പോൾ നമുക്ക് 7 ഓപ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞുതരാം. രണ്ട് വെക്ടറിനടക്കുള്ള ആംഗിള് ഇത് തീറ്റ ആണെങ്കിൽ ഇത് π - തീറ്റ ആയിരിക്കും. രണ്ട് വെക്ടേഴ്സിനടക്കുള്ള ആംഗിൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് എടുക്കുക. അപ്പോൾ ഈ ആംഗിൾ അക്യൂട്ട് ആണെങ്കിൽ ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് സപ്ലിമെൻ്ററി ആംഗിൾ ആയിട്ടുള്ള അതിൻ്റെ ഇത് ഒപ്റ്റ്യൂസ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് അക്യൂട്ട് ആംഗിൾ അതിൻ്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ആംഗിളിൻ്റെ ടാൻ ആണ് നമുക്ക് -7 എന്ന് കിട്ടിയത്. അത് ടാൻ ഓഫ് π - 7 ആണ്. ടാൻ ഓഫ് π - തീറ്റയാണ് -7 കിട്ടിയത്. അപ്പോൾ ഇത് രണ്ട് വെക്ടേഴ്സിനടുക്കുള്ള ആംഗിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതും ആ വെക്ടറിനടുക്കുള്ള ആംഗിൾ ആയിട്ട് കൂട്ടാം. അപ്പോൾ അതിൻ്റെ ടാൻ തീറ്റ 7 വരും. അപ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ -7 വന്നാൽ 7ഉം -7 ഓപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. -7 ഓപ്ഷൻ ഉണ്ടെങ്കിൽ -7 തന്നെ ഓപ്റ്റ് ചെയ്യണം. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വെച്ച് നമുക്ക് 7 ഓപ്റ്റ് ചെയ്യല്ലാതെ ഇപ്പോൾ നിവൃത്തിയില്ല. വേറെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ കേട്ടോ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതും എററാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The range of values of t for which 2 sin t is equal to 1 - 2x + 5x² divided by 3x² - 2x - 1. അപ്പോൾ ആദ്യം നമ്മൾ ഈ RHSൽ കാണുന്ന ഈ വാല്യൂസിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണം. ആ റേഞ്ചിൽ 2 sin tക്ക് പോസിബിൾ ആവുന്ന വാല്യൂസ് ഓപ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം sin t എന്ന് പറയുന്നത് എപ്പോഴും -1 to 1 പറ്റുള്ളൂ. sin t ആണെങ്കിൽ cos t ആണെങ്കിലൊക്കെ -1 to 1 ഉള്ളൂ. പക്ഷേ ഇത് sin t അല്ല, 2 sin t ആണ്. സോ -2 ≤ 2 sin t ≤ 2. ഇനി നമ്മൾ RHSലുള്ള ഈ ഫംഗ്ഷൻ്റെ ഇതൊരു ക്വാഡ്രാറ്റിക് റാഷണൽ ആണ്. ന്യൂമറേറ്ററിൽ ക്വാഡ്രാറ്റിക്, ഡിനോമിനേറ്ററിലും ക്വാഡ്രാറ്റിക്. അതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. y എന്ന് കൊടുക്കും, LHSലേക്ക് ക്രോസ് ചെയ്യും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യും. അതിൽ x റിയൽ ആവാൻ വേണ്ടിയിട്ട് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഡിസ്ക്രിമിനൻറ്റ് ≥ 0 ആണ്. അപ്പോൾ y-യിൽ ഒരു ഇനീക്വാലിറ്റി വരും, സോൾവ് ചെയ്യും. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ വാല്യൂസ് ഉണ്ടാവും. പക്ഷേ അതിനെ നിങ്ങൾ 2 sin t-ലേക്കാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് -2ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള വാല്യൂസ് ഓപ്റ്റ് ചെയ്ത് ബാക്കി റിജക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്ലാൻ. തുടങ്ങാം. y is equal to 1 - 2x plus 5x² whole divided by 3x² minus 2x minus 1. ഇത് LHSലേക്ക് ക്രോസ് ചെയ്താൽ 3yx² minus 2yx minus y is equal to 1 - 2x plus 5x². ഇതെല്ലാം നമ്മൾ LHSലേക്ക് മാറ്റിയാൽ 3y minus 5 all into x² plus 2 into 1 minus y all into x minus of y minus 1 എന്ന് എഴുതിയാലും മതിയല്ലോ. -2 into y minus 1 എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മൈനസ് ഓഫ് y plus 1 ഈ 1 കൂടെ എടുക്കുമ്പോൾ +1 ആവും. ദിസ് ഇസ് ഈക്വൽ ടു 0. ഇതിൽ എക്സ് റിയൽ ആവണം. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ 4 into y minus 1 whole square minus 4 into
3y minus 5 ഇത് വീണ്ടും പ്ലസ് ആവും ഇൻറ്റു y plus 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് 4 ക്യാൻസൽ ചെയ്യാം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ y² minus 2y plus 1 plus 3y², how many y? Plus 3y minus 5y minus 2y minus 5 greater than or equal to 0. ഇതെല്ലാം കൂടി നമ്മളൊന്ന് കമ്പൈൻ ചെയ്താൽ y² plus 3y² is 4y² minus 2y is minus 4y. What about constants? 1 minus 5 is minus 4 greater than or equal to 0. ഇവിടെ നമുക്ക് 4 എല്ലാത്തിനും ഇങ്ങനെ കട്ട് ചെയ്യാം. സോ y² minus y minus 1 greater than or equal to 0. ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് രണ്ട് റൂട്ട്സിൻ്റെ ഔട്ട്സൈഡ് ദ റൂട്ട്, ചെറിയ റൂട്ടിൻ്റെ താഴെ വലിയ റൂട്ടിൻ്റെ മുകളിലും അങ്ങനെയാണല്ലോ റൂട്ട്സ് കിട്ടുക. സോ y is equal to ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. 1 plus 4 minus root of v² minus 4ac. 1 plus 4 all divided by 2, that is root 5 plus 1 by 2, 1 minus root 5 by 2. So y can be less than or equal to 1 minus root 5 by 2 or y can be greater than or equal to 1 plus root 5 by 2. 1 plus root 5 by 2 എന്ന് പറയുമ്പോൾ അത് 2-നേക്കാളും താഴെയാണ്. അപ്പോൾ അവിടുന്ന് 2 വരെ എടുക്കാം. 1 minus root 5 by 2 minus 2-നേക്കാളും മുകളിലാണ്. സോ y can be minus 2 less than or equal to 2 sin t less than or equal to 1 minus root 5 by 2 or 1 plus root 5 by 2 less than or equal to sin t less than or equal to 2 sin t less than or equal to 1. ഇവിടെ ഈ 2 കൂടി 2 sin t കൂടെയുള്ള 2 കൂടി നമുക്ക് ഡിവൈഡ് ചെയ്യാം. So minus 1 less than or equal to sin t less than or equal to minus of root 5 minus 1 by 4. Root 5 minus 1 by 4 18 ഡിഗ്രീൻ്റെ സൈൻ ആണ്. അപ്പോൾ ഇത് മൈനസ് 18 ഡിഗ്രീൻ്റെ സൈൻ ആണ് വരിക. നമുക്ക് സോൾവ് ചെയ്യേണ്ട ഇൻ്റർവെല്ലിൽ മൈനസ് 5 by 2 to 5 by 2 ഉള്ളൂ. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. വേറെ എവിടെ നമ്മളത് അന്വേഷിക്കണ്ടല്ലോ. ഇവിടെ 2 ഡിവൈഡ് ചെയ്താൽ റൂട്ട് 5 പ്ലസ് 1 by 4, റൂട്ട് 5 പ്ലസ് 1 by 4 54 ഡിഗ്രീൻ്റെ അഥവാ 54 ഡിഗ്രീൻ്റെ സൈനാണ്. അതൊക്കെ അറിയണം, എന്നാലേ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 1 ആയിരുന്നില്ല, ഇത് 2 ആണ്. 2 ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 1 ആവും. അപ്പോൾ ഈ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് 5 by 2, മൈനസ് 5 by 2ൻ്റെ സൈനാണ് മൈനസ് 1, സൈൻ ഓഫ് മൈനസ് 5 by 2 ആണ് മൈനസ് 1. അവിടെ മുതൽ മൈനസ് 18 ഡിഗ്രി അഥവാ മൈനസ് 5 by 10 വരെ. ഇവിടുത്തത് 54 ഡിഗ്രി അഥവാ 3 pi by 18 മുതൽ 1 എന്ന് പറയുന്നത് 5 by 2ൻ്റെ സൈനാണ് അവിടെ വരെ. സോ മൈനസ് 5 by 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു minus 5 by 10 or 3 pi by 10 less than or equal to t less than or equal to pi by 2. This is how we solve a quadratic inequality. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് കണ്ടുപിടിക്കുന്ന പോലെ അങ്ങനെയൊക്കെയാണ് കിടക്കുന്നതെങ്കിലും ഇത് ബേസിക്കലി ക്വാഡ്രാറ്റിക് ഇനീക്വാലിറ്റിയും അതുപോലെ ട്രിഗ്നോമെട്രിക് ഇനീക്വാലിറ്റിയും ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. ഓപ്ഷൻ ഇവിടെ കാണാം, ഓപ്ഷൻ ടി. മൈനസ് 5 by 2 to മൈനസ് 5 by 10 യൂണിയൻ 3 pi by 10 to 3 pi by 10 ആണ് 54 ഡിഗ്രി കേട്ടോ. സോ ടി ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് 5 by 2 to മൈനസ് 5 by 10 യൂണിയൻ 3 pi by 10 to 5 by 2. This is brilliant question. Excellent. So let us go to next. Limit extends to 0. 1 plus x whole raised to 1 by x minus e plus ex by 2 all divided by x square. ഇത് വളരെ പഴയ ഒരു ചോദ്യമാണ്. പണ്ടത്തെ മെറ്റീരിയൽസ് ഈ ഓൺലൈൻ എട്ടെക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്ന കുറേ മെറ്റീരിയലുകളിലൊക്കെ ഈ സംഭവം കിടന്നിരുന്നു. അപ്പോൾ അന്ന് ടീച്ചേഴ്സ് ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത് 1 plus x whole raised to 1 by x-ന്റെ സീരീസിൻ്റെ ആദ്യത്തെ 3 ടേംസ് അങ്ങ് ബൈഹാർട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് ഇ ഇൻറ്റു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 മൈനസ് എക്സ് by 1 minus എന്നാലോചിച്ചോട്ടെ 1 minus x by 2 plus 11 by 24 x square. ഇങ്ങനെ പോകുന്നൊരു സീരീസ് ആയിരുന്നു ഞാൻ 11th പഠിക്കുന്ന സമയത്ത്. അന്ന് ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിച്ച് ഞാൻ പ്യുവർലി എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് എഴുതിയതാണ്. ഇത് അന്ന് ടീച്ചർമാർ പഠിപ്പിച്ച സമയത്ത് അവരുടെ ഒരു എസ്കേപ്പിസം പോലെ ഉപയോഗിച്ചതായിട്ടാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഇനി ഇതിവിടെ നേരെ എടുത്ത് 1 plus x whole raised to 1 by x-ൻ്റെ സ്ഥാനത്ത് ഇതങ്ങ് കൊടുത്ത് അപ്പോൾ ഈ മൈനസ് എ കട്ടായി പോകും, ഇ എക്സ് ബൈ 2 കട്ടായി പോകും, എന്നിട്ട് നേരിട്ട് ആൻസർ 11 by 24 എന്ന് കിട്ടും. ഓപ്ഷൻ ഇങ്ങനെ അങ്ങ് ബബിൾ ചെയ്ത് പോകാമായിരുന്നു. പക്ഷേ അതൊരു സുഖമില്ല. ഇങ്ങനെ ഓരോ ലിമിറ്റ് വരുന്ന സമയത്ത് അതിൻ്റെയൊക്കെ സീരീസ് ബൈഹാർട്ട് പഠിച്ച് വെക്കുക എന്ന് പറയുന്നത് അല്ലല്ലോ അതിൻ്റെ ഒരു പ്രായോഗികത. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസിനെ സ്റ്റാൻഡേർഡ് റിസൾട്ടാക്കി മാറ്റുക എന്ന് പറയുന്നത് അന്നൊക്കെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ട്രിക്കായിരുന്നു എന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ എന്തായാലും ഈ സീരീസ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. താല്പര്യമുള്ള ആളുകൾക്ക് ഇത് ബൈഹാർട്ട് പഠിച്ചു വെക്കാം. പക്ഷേ ഞാനിത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് അല്ലാതെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്.
സോ ആദ്യം നമുക്ക് ഈ ഒരു ലിമിറ്റിലേക്ക് വരാം. ഈ 1 + x ഹോൾ റേസ്ഡ് 1/x എങ്ങനെ പ്രോസസ് ചെയ്യാം എന്നുള്ളിടത്തേക്ക് വരാം. സോ 1 + x ഹോൾ റേസ്ഡ് 1/x could be written as e raised to log of 1 + x ഹോൾ റേസ്ഡ് 1/x. ഒരു എക്സ്പോണൻഷ്യലും ഒരു ലോഗരിതവും ഇങ്ങനെ എടുക്കുന്നു. ഒരു എക്സ്പോണൻഷ്യൽ ലോഗരിതവും മ്യൂച്വലി ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് രണ്ടും കൂടി ക്യാൻസൽ ആയി പോയിക്കും. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ ലോഗിന്റെ പവർ റൂൾ അപ്ലൈ ചെയ്താൽ 1/x ഇങ്ങോട്ടേക്ക് വരും. സോ e raised to 1/x into log of 1 + x. ഈ സീരീസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിയേണ്ടതാണ്. അത് 1 + x raised to 1/xന്റെ സീരീസ് പഠിച്ചു വെക്കുന്ന പോലെ ഇൻഫിനിറ്റ്ലി മെനി സീരീസുകൾ പഠിക്കേണ്ട അവസ്ഥയിലേക്കുള്ള സാധനമൊന്നുമല്ല. ഇതൊരു ബേസിക് ലോഗരിതമിക് സീരീസ് ആണ്. e raised to x, log 1 + x, sin x, cos x. ഈ 4 സീരീസ് എങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിയണം. പിന്നെ ബൈനോമിയൽ എക്സ്പാൻഷൻ സീരീസ് നിങ്ങൾക്ക് നാച്ചുറൽ നമ്പർ ഇൻഡെക്സിന് ഓൾറെഡി അറിയാം. അത് ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ആയിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ ബൈനോമിയൽ എക്സ്പാൻഷൻ സീരീസ് കിട്ടും. 5 സീരീസ് ബൈനോമിയൽ എക്സ്പാൻഷൻ സീരീസ്, sin x, cos x, log 1 + x, e raised to x. ഇത്രയെങ്കിലും അറിയാം. എക്സാമിന് വരുമ്പോൾ ഇതേ ഫോമിലൊന്നും അല്ല വരിക. ചിലപ്പോൾ sin of x² sin of 2x ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ച sin x ന്റെ സീരീസിൽ എക്സിന് പകരം x² 2x ഒക്കെ റീപ്ലേസ് ചെയ്ത് പുതിയ സീരീസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടി പാരലൽ ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, എനിവേ ദിസ് ഇസ് e raised to 1/x into log 1 + x ന്റെ സീരീസ് x - x²/2 plus x³/3 എക്സെട്ര ഇങ്ങനെ പോകുന്നു. സോ e raised to ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 1 - x/2 plus x²/3 ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ ഒരു സീരീസ് കിട്ടും. e raised to ഇങ്ങനെ ഒരു സീരീസ് കിട്ടും എന്നാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ട ഒരു ഐഡിയ. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് e raised to 1 - അങ്ങനെ വരും. ഇവിടെ ഒരു e ഉണ്ട്, ഇവിടെ ex/2 ഉണ്ട്. അതിൽ നിന്നെല്ലാം നമുക്ക് ഈ ആദ്യമേ തന്നെ എടുത്ത് കോമൺ ഫാക്ടർ എഴുതാം. ബാക്കി e raised to പിന്നെ ഒരു സീരീസ് വരും. അതിന് e raised to x ന്റെ സീരീസ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അതുകൂടി ഇവിടെ അറിയണം. e raised to x ആണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത് എക്സിന്റെ ടേമിലായിരിക്കില്ല. അവിടെ കുറച്ച് വലിയൊരു ഫാക്ടറാണ് ഉണ്ടാവുക. ഇതാ സാധനം ഉണ്ടാവുക. -x/2 plus x²/3 എന്ന് പറഞ്ഞിങ്ങനെ പോകുന്ന വലിയ സീരീസിനെ x ആയി മനസ്സിലാക്കിക്കൊണ്ട് e raised to x ന്റെ എക്സ്പാൻഷൻ കൊടുക്കേണ്ടി വരും. സോ ദിസ് ഇസ് 1 plus x²/2 ഫാക്ടോറിയൽ plus x³/3 ഫാക്ടോറിയൽ plus x raised to 4/4 ഫാക്ടോറിയൽ. നോട്ടാണ്, അറിയേണ്ട കാര്യമാണ്. അറിയാത്തവർ ഒന്ന് ഇപ്പോൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഇവിടെ എഴുതുന്നത്. സോ ലെറ്റ് us go back to the limit. Limit extends to 0. 1 + x whole raised to 1/x minus c plus ex/2 all divided by x². This is limit extends to 0. e raised to 1/x into s ഈ സീരീസ് 1 minus of x/2 plus x²/3 2-3 ടേം എടുക്കുന്നുള്ളൂ. ഡിനോമിനേറ്ററിൽ x² അല്ലേ ഉള്ളൂ, അപ്പോൾ അത്ര മതി. മൈനസ് ഇ പ്ലസ് ex/2 all divided by x². ഇവിടെ e raised to 1 ആണ് ആദ്യത്തെ ടേം. അപ്പോൾ അവിടെ ഒരു e ഉണ്ട്, ഇവിടെ e ഉണ്ട്, അപ്പുറത്ത് വീണ്ടും e ഉണ്ട്. ഈ എല്ലാം കൂടി പുറത്തേക്ക് എടുക്കാം. e ടൈംസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 e raised to -x/2 plus x²/3 etc. -1 plus x/2 all divided by x². ഇനി നമുക്ക് e raised to ഈ സീരീസിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കാം. സോ ഒരു e ഓൾറെഡി പുറത്തുണ്ട്. e ടൈംസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0. ഇവിടെ e raised to ആർഗ്യുമെന്റ് -x/2 plus x²/3 എന്ന് പറഞ്ഞാൽ വലിയൊരു സീരീസ് ആണ്. അതിൽ 2 ടേംസ് മാത്രമേ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ 1 plus -x/2 plus x²/3 ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. റെലവൻറ്റ് ടേംസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇഫക്റ്റീവ് ടേം പ്ലസ് -x/2 plus x²/3 whole square by 2 factorial plus etc. infinity -1 minus plus x/2 all divided by x². ഇവിടെ 1 -1 ആ -1 പ്ലസ് x/2 ഒക്കെ നേരത്തെ ഉള്ളതാണ് കേട്ടോ. അത് -e പ്ലസ് ex/2 ഒക്കെ ആയിരുന്നു. ഈ പുറത്തെടുത്തപ്പോൾ -1 പ്ലസ് x/2 ആയതാണ്. അതേപോലെ -x/2 ഈ പ്ലസ് x/2 ഇതുമായിട്ട് ക്യാൻസൽ ആവും. നൗ e ടൈംസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0. ആരൊക്കെയാണ് ബാക്കിയുള്ളത്? ഫസ്റ്റ് ടേമിൽ ഒരു x²/3 ഉണ്ട്. അടുത്ത ഇതൊന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാം. സോ അത് x²/4 മൈനസ് 1/3 x³ plus x raised to 4/9 all divided by 2 factorial. ഇവിടെ മാത്രം 2 factorial 2 തന്നെയാണ് all divided by x². ഇനി x³ x raised to 4 ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാര്യം x 0ലേക്ക് പോകുന്ന സമയത്ത് എക്സിനേക്കാൾ ചെറുതാണ് x², അതിനേക്കാളും ചെറുതാണ് x³ അതിനേക്കാൾ ചെറുതാണ് x raised to 4. അപ്പോൾ ഇതൊക്കെ നെഗ്ലിജിബിൾ ആണ്. യു ക്യാൻ ക്യാൻസൽ ഓൾ ദോസ്. ഇനി ആരാ ബാക്കിയുള്ളത്? 1/x² plus 1/4 again 1/2. So e into 1/3 plus 1/8. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ e into 8 plus 3 11 divided by 3 into 8 24. ഇങ്ങനെ 11e divided by 24ലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. മൾട്ടിപ്പിൾ ടൈംസ് സീരീസുകൾ അപ്ലൈ ചെയ്യുക. ആദ്യം log 1 plus x ന്റെ സീരീസ് അപ്ലൈ ചെയ്ത് x ഡിവൈഡ് ചെയ്ത് പുതിയൊരു സീരീസിലെത്തുക. ആ സീരീസ് ഇരിക്കുന്നത് e raised to ന്റെ പവറിലാണ്. അപ്പോൾ ആ ഹോൾ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് e raised to x ന്റെ സീരീസിൽ കൊടുക്കുക.
ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ മാത്രമേ കാണുന്നുള്ളതുകൊണ്ട് എക്സ് സ്ക്വയർ ആണ് ഇവിടുത്തെ ഇഫക്റ്റീവ് ടേം. അതുകൊണ്ട് അതിനേക്കാൾ ചെറിയ എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നതുകൊണ്ട് എക്സും ഇഫക്റ്റീവ് ടേം ആണ്, എക്സ് സ്ക്വയർ ഇഫക്റ്റീവ് ടേം ആണ്. അതിന് ശേഷം വരുന്ന ടേംസ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എക്സ് റൈസ് ടു 4 ഇങ്ങനെയുള്ള ടേമുകളൊക്കെ എക്സ് സ്ക്വയറിനേക്കാൾ വെരി വെരി സ്മോൾ ആയതുകൊണ്ട് അതൊക്കെ നെഗ്ലിജിബിൾ ആണ്, ഒഴിവാക്കുക. കാൽക്കുലേഷൻ ഓഫ് ലിമിറ്റ് ഈസ് ഓൾ അബൌട്ട് അപ്രോക്സിമേഷൻസ്. അങ്ങനെയാണ് ഇവിടെ 11e/24 നമുക്ക് കിട്ടേണ്ടത്. ഈ സീരീസ് കൊടുത്താൽ ഇങ്ങനെ 11e/24 കിട്ടും. പക്ഷേ ഇതേപോലെ വേറൊരു ചോദ്യം വരികയാണെങ്കിൽ ആ സീരീസ് കാണാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര സീരീസ് ബൈ ഹാർട്ട് പഠിക്കും എന്നതൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല, എന്നാലും വേണമെങ്കിൽ നോക്കി വെക്കാം. സോ ലെറ്റ് us go to next question. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. മാക്സിമത്തിൻ്റെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് എവിടെയാണ് മാക്സിമം ആവുമെന്ന് ചോദിച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കൊടുക്കുക. ദാറ്റ് ഇസ് എ വെരി ബേസിക് കണ്ടീഷൻ ഫോർ മാക്സിമം. സോ എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. സോ 1/8x minus 2 plus 2x. This is equal to 0. ത്രൂ ഔട്ട് ഒരു 8x കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് പോകും. സോ വി വിൽ ഗെറ്റ് 16x² minus 16x plus 1 is equal to 0. Now you can suggest two numbers. Their sum is 16. Product is also 16. What are those? I don't know. Minus 2 plus 2x. Solve ചെയ്യണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, മെനക്കെട്ട് സോൾവ് ചെയ്യണം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യേണ്ടി വരും. അത് മനസ്സിലാവുന്നത് ഓപ്ഷൻസ് കാണുമ്പോഴും കൂടിയാണ്. ഓപ്ഷൻസിലെല്ലാം ഇറാഷണൽ ടേംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേറെ വഴി ഉണ്ടാവാൻ സാധ്യതയില്ല. യെസ്. സോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി അഥവാ 16 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. 16 സ്ക്വയർ 256 ആണ്. മൈനസ് 4ac അത് 64 ആയിരിക്കുമല്ലോ. ഓൾ ഡിവൈഡഡ് ബൈ 2a ഈസ് 32. സോ 16 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ഇവിടെ നമുക്ക് 64 കോമൺ ഫാക്ടർ എടുക്കാം. അപ്പോൾ 8 പുറത്ത് വരും. ബാക്കി 64 എടുത്താൽ 128 4 മൈനസ് 1 3 8√3 ആവും. ഓൾ ഡിവൈഡഡ് ബൈ 32. അവിടെ നമുക്കൊരു 8 ക്യാൻസൽ ചെയ്യാം. അവിടെ 2 പ്ലസ് ഓർ മൈനസ് √3 ഡിവൈഡഡ് ബൈ 8 ക്യാൻസൽ ചെയ്താൽ 4. അതായത് 2 പ്ലസ് √3/4 2 മൈനസ് √3/4. 2 plus √3/4 and 2 minus √3/4. ഇനി ഇതിൽ ഏതാണ് മാക്സിമം ഏതാണ് മിനിമം എന്നറിയാൻ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവിലാണ് കൊടുത്തു നോക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു പോളിനോമിയലിലെ ഇൻഇക്വാലിറ്റി ആക്കി വേവി കർവ് മെത്തേഡ് ഉപയോഗിച്ച് പോസിറ്റീവ് ടു നെഗറ്റീവ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്, നെഗറ്റീവ് ടു പോസിറ്റീവ് ചേഞ്ചിങ് എപ്പോഴാണ് നടക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറാമെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് നിന്ന് ഡിക്രീസിംഗിലേക്ക് മാറുകയാണ്. അപ്പോൾ അവിടെ മാക്സിമം ഉണ്ടാവും. ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറാമെന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ സ്വിച്ചസ് ഫ്രം ഡിക്രീസിംഗ് ടു ഇൻക്രീസിംഗ്, അപ്പോൾ അവിടെ മിനിമം ഉണ്ടാവും. ഇങ്ങനെയും നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ എളുപ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കുന്നത് ആയിരിക്കും. സോ വാട്ട് ഈസ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്? എഫ് ഡബിൾ ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 1/8x ഡെറിവേറ്റീവ് മൈനസ് 1/8x² മൈനസ് 2 ഡെറിവേറ്റീവ് 0 പ്ലസ് 2x ഡെറിവേറ്റീവ് പ്ലസ് 2 തന്നെ. അതായത് 2 മൈനസ് 1/8x². ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. നൗ എഫ് ഡബിൾ ഡാഷ് ഓഫ്, നമുക്ക് ആദ്യത്തെ വാല്യൂ നോക്കാം. 2 പ്ലസ് √3/4. ദിസ് ഇസ് ഈക്വൽ ടു 2 മൈനസ് ഓഫ് 1/8 ഇൻറ്റു /4 സ്ക്വയർ ചെയ്യുമ്പോൾ അത് 16 ആവും. അപ്പോൾ അത് 8 കട്ട് ചെയ്യുമ്പോൾ 2 വരും. ആ 2 നമുക്ക് മുകളിലോട്ട് എടുക്കാം. 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് √3 ഹോൾ സ്ക്വയർ ആണ്. അഥവാ 2 ഇൻറ്റു 1 മൈനസ് ഓഫ് 1 സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ 7 പ്ലസ് 4√3 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 7 പ്ലസ് 4√3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 4√3. ദിസ് ഇസ് 2 ഇൻറ്റു 6 പ്ലസ് 4√3 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 4√3. എനിവേ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുന്നിടത്ത് മാക്സിമം അല്ല മിനിമം ആണ്. നമ്മളോട് ചോദിച്ചത് മാക്സിമം ആണ്. അപ്പോൾ മാക്സിമം സ്വാഭാവികമായിട്ട് ഉണ്ടാവുക അടുത്ത വാല്യൂവിൽ 2 മൈനസ് √3/5. അതിപ്പോൾ ഇനി ചെക്ക് ചെയ്യണമെന്നില്ല. എനിവേ ഒരു വാല്യൂ എന്തായാലും, കാരണം ഇത് ക്വാഡ്രാറ്റിക് ആണല്ലോ വന്നത്, അതുകൊണ്ട് ഒരു വാല്യൂ എന്തായാലും മാക്സിമം, മറ്റേ വാല്യൂ എന്തായാലും മിനിമം ആണ്. സോ വി റിയലൈസ്ഡ് 2 പ്ലസ് √3/4 ഹാസ് എ മാക്സിമം, ഹാസ് എ മിനിമം. സോ 2 മൈനസ് √3/4 will have maximum. I think option C is the perfect key. Okay guys, so let's go to next question. Integration ആണ്, ഡെഫിനറ്റ് ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ 0 to 1 x raised to 4 into 1 minus x whole raised to 4 divided by 1 plus x square dx. ഇത് ഒരു ഡെഫിനറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പല രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റിനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കൂടുതൽ ബുദ്ധിയൊന്നും ഉപയോഗിക്കാണ്ട്
ഈ ഒരു 1 മൈനസ് എക്സ് ഓൾ റേസ് ടു 4നെ നമ്മൾ വെറുതെ എക്സ്പാൻഡ് ചെയ്യുക. അതിൽ എ മൈനസ് ബി റേസ് ടു 4 ആണ്. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതിനുശേഷം എക്സ് റേസ് ടു 4 നമുക്ക് അതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം ആ ഡിനോമിനേറ്ററിലുള്ള 1 പ്ലസ് എക്സ് സ്ക്വയർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ലോങ് ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന പോളിനോമിയൽ ഡിവിഷൻ ചെയ്യാം. അപ്പോൾ ഒരുപാട് ടേംസ് കിട്ടും. ഓരോ ടേമിനെയും നമുക്ക് പോളിനോമിയൽ ടേംസ് ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് 0 to 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നതൊക്കെ പോളിനോമിയൽ ടേംസിൽ വളരെ വളരെ സിമ്പിളാണ്. ഈ കംപ്ലീറ്റ് ഡിവിഷൻ നടന്നില്ല, എന്തെങ്കിലും റിമൈൻഡർ വരികയാണെന്നുണ്ടെങ്കിൽ ആ റിമൈൻഡർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി. 1 പ്ലസ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അത് ടാൻ ഇൻവേഴ്സിലേക്ക് ന്യൂമറേറ്ററിൽ കോൺസ്റ്റന്റ് കിട്ടുകയാണെങ്കിൽ, കിട്ടുന്നില്ലെങ്കിൽ കിട്ടിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു പ്രൈമറി എക്സ്പെക്ടേഷൻ ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത്. എനിവേ നമുക്ക് തുടങ്ങാം. ഇവിടെ എക്സ് റേസ് ടു 4 ഇൻറ്റു 1 മൈനസ് എക്സ് ഓൾ റേസ് ടു 4 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അതിൽ ആദ്യം നമുക്ക് ഈ 1 മൈനസ് എക്സ് ഓൾ റേസ് ടു 4നെ എക്സ്പാൻഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് 1 മൈനസ് 4x പ്ലസ് 6x സ്ക്വയർ മൈനസ് 4x ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ആഫ്റ്റർ ദാറ്റ് ലെറ്റ് us മൾട്ടിപ്ലൈ ദിസ് ബ്രാക്കറ്റ് ബൈ എക്സ് റേസ് ടു 4. പുറത്തുള്ള എക്സ് റേസ് ടു 4 അതിലേക്ക് ഓപ്പൺ ചെയ്യാം. സോ എക്സ് റേസ് ടു 8 മൈനസ് 4x റേസ് ടു 7 പ്ലസ് 6x റേസ് ടു 6 മൈനസ് 4x റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 4 ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതിന് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്ത ലോങ് ഡിവിഷൻ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് റേസ് ടു 8 മൈനസ് 4x റേസ് ടു 7 പ്ലസ് 6x റേസ് ടു 6 മൈനസ് 4x റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 4. We are dividing this whole function by x square plus 1. വളരെ സിമ്പിളാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 6 വരും. അപ്പോൾ എക്സ് റേസ് ടു 8 പ്ലസ് എക്സ് റേസ് ടു 6 ഇത് സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് 4x റേസ് ടു 7 പ്ലസ് 6x റേസ് ടു 6 മൈനസ് എക്സ് റേസ് ടു 6 പ്ലസ് 5x റേസ് ടു 6 വീണ്ടും ഡിവൈഡ് ചെയ്താൽ മൈനസ് 4x റേസ് ടു 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 4x റേസ് ടു 5 മൈനസ് 4x റേസ് ടു 5 ഇത് സബ്ട്രാക്ട് ചെയ്താൽ 5 ഇതിങ്ങനെ ക്യാൻസൽ ആയി പോകും. 5x റേസ് ടു 6 അതുപോലെ തന്നെ വരും. എക്സ് റേസ് ടു 5 സബ്ട്രാക്ട് ചെയ്യും മൈനസ് 4 ഇത് കംപ്ലീറ്റ് ആയിട്ടും ക്യാൻസൽ ആയി പോകും. പിന്നെ അവിടെ ഒരു എക്സ് റേസ് ടു 4 ഉണ്ടാവുള്ളൂ. ഇതിനെ വീണ്ടും നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 5x റേസ് ടു 4. സോ വി വിൽ ഗെറ്റ് 5x റേസ് ടു 6. ഇത് ഇവിടെയാണ് വേണ്ടത് 5x റേസ് ടു 4. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x റേസ് ടു 6 പ്ലസ് 5x റേസ് ടു 4 സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് 4x റേസ് ടു 4. പിന്നെ അവിടെ ഒരു എക്സ് റേസ് ടു 4 ഉണ്ടായിരുന്നു, അതങ്ങോട്ടേക്ക് ഇറക്കി എഴുതാം. സോറി ഇല്ല കഴിഞ്ഞല്ലോ, ഇല്ല ഇത്രയേ ഉള്ളൂ. മൈനസ് 4x റേസ് ടു 4 അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ മൈനസ് 4x സ്ക്വയർ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 4x റേസ് ടു 4 മൈനസ് 4x സ്ക്വയർ വീണ്ടും സബ്ട്രാക്ട് ചെയ്ത് ഇത് കട്ടായി പോകും. 4x സ്ക്വയർ ഒന്നുകൂടി ഡിവൈഡ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് പ്ലസ് 4 ഹിയർ. മൾട്ടിപ്ലൈ ചെയ്താൽ 4x സ്ക്വയർ പ്ലസ് 4 എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ അവസാനം ഒരു ഫൈനൽ റിമൈൻഡർ മൈനസ് 4 എന്ന് കിട്ടും. അപ്പോൾ ഈ മൊത്തം ഇൻ്റഗ്രലിനെ നമുക്ക് ഇൻ്റഗ്രൽ 0 to 1 ഇവിടെ എന്താണോ നമുക്ക് കോഷ്യൻ്റ് ആയിട്ട് കിട്ടിയത് അത് അതുപോലെ എഴുതുക. എക്സ് റേസ് ടു 6 മൈനസ് 4x റേസ് ടു 5 പ്ലസ് 5x റേസ് ടു 4 മൈനസ് 4x സ്ക്വയർ പ്ലസ് 4 പിന്നെ ഇവിടെ ഒരു മൈനസ് 4 ഉണ്ട്, അത് റിമൈൻഡർ ആണ്. അപ്പോൾ അത് മൈനസ് 4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വേണം. യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് ദിസ് വാട്ട് എവർ യു ആർ ഗെറ്റിംഗ് ആഫ്റ്റർ ദ ഫൈനൽ ആൻസർ. അതാണ് നിങ്ങളുടെ ഉത്തരം. അതായത് നിങ്ങൾ രണ്ട് ഫംഗ്ഷൻസ് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ വേറൊരു ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്യാനാണ്. അതിൽ 1 മൈനസ് എക്സ് ഓൾ റേസ് ടു 4 കംപ്ലീറ്റ്ലി എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് എക്സ് റേസ് ടു 4 നിങ്ങൾ അതിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് എന്താണോ ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞത് അതുപോലെ അതിൻ്റെ പുറകെ പോവുക. ഇതൊരു ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ ആണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഇത് ഡെഫിനിറ്റ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1/7 എക്സ് റേസ് ടു 7 ടു ദ ലിമിറ്റ് 0 to 1 മൈനസ് 2/3 എക്സ് റേസ് ടു 6 അഗെയിൻ 0 to 1 5x റേസ് ടു 4 ഇൻ്റഗ്രൽ പ്ലസ് എക്സ് റേസ് ടു 5 ഉണ്ടാവുള്ളൂ. 0 to 1 മൈനസ് 4x സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് 4/3 എക്സ് ക്യൂബ് ടു ദ ലിമിറ്റ് 0 to 1 പ്ലസ് 4x ടു ദ ലിമിറ്റ് 0 to 1 മൈനസ് 4 ഇൻ്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ dx is tan inverse x to the limit 0 to 1. ഒന്ന് കംപ്ലീറ്റ് എക്സ്പാൻഡ് ചെയ്യാം. സോ ദിസ് ഇസ് 1/7 മൈനസ് 2/3 പ്ലസ് 1 മൈനസ് 4/3 പ്ലസ് 4 മൈനസ് 4 ടാൻ ഇൻവേഴ്സ് 1 π/4 ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ. കോൺസ്റ്റൻസ് എല്ലാം കൂടി എത്ര വരും? മൈനസ് 2/3 മൈനസ് 4/3 മൈനസ് 2 ആണ്. മൈനസ് 2 പ്ലസ് 1 സോറി അതെ മൈനസ് 2 ആണ്. മൈനസ് 6/3 അല്ലേ. മൈനസ് 2 പ്ലസ് 1 മൈനസ് 1 മൈനസ് 1 പ്ലസ് 3 സോറി മൈനസ് 1 പ്ലസ് 4 3 പ്ലസ് 1/7 22/7 മൈനസ് പൈ. This could be the answer 22/7 minus pi.
you can see 22/7 minus pi in option C. കാര്യമായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഡെഫിനറ്റ് ഇൻ്റഗ്രൽസിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാൻ ഇൻ്റഗ്രൽ 0 to a f x dx is equal to integral 0 to f of a minus x dx അങ്ങനെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പോയി ഈ എക്സും 1 minus x ഒക്കെ കാണുമ്പോൾ അതിൻ്റെ പുറകെ കിടന്ന് കറങ്ങി സമയം കളയാണ് ചെയ്യുക. പക്ഷേ അതിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ വെറുതെ എക്സ്പാൻഡ് ചെയ്യുക, റൈസ് ടു 4 എക്സ്പാൻഡ് ചെയ്യുക, x raised to 4 മൾട്ടിപ്ലൈ ചെയ്യുക, 1 plus x square ഡിവൈഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് മൾട്ടിപ്പിൾ ടേംസ്. ആ റിമൈൻഡർ ടേംസിൽ മാത്രം ഡിവൈഡഡ് ബൈ 1 plus x square ചെയ്യണം. ബാക്കിയുള്ളടുത്ത് അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഡിവൈഡ് ചെയ്ത് കോഷ്യൻ്റ് ആയിട്ടാണ് അത് കിട്ടുന്നത്. എന്നിട്ട് ഓരോ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അത്രയേ ഉള്ളൂ. സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതൊരു ബെർണോളി ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് ലീനിയർ അല്ല, പക്ഷേ ഇവിടെ ഒരു വൈ സ്ക്വയർ ഉണ്ട്. ടോട്ടൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ വൈ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ dy/dxൻ്റെ കൂടെ 1/y² dy/dx എന്ന് വരും. എന്നിട്ട് -1/yക്ക് z എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് ലീനിയർ ആക്കി കൺവേർട്ട് ചെയ്യണം. സോ കറൻ്റ്ലി ഇത് ലീനിയർ അല്ല, പക്ഷേ -1/yക്ക് t കൊടുത്ത് 1/y² dy/dx is equal to, അല്ലെങ്കിൽ t എന്നോ z എന്ന് കൊടുത്താൽ dz/dt എന്ന് മാറ്റി എഴുതിയാൽ ഇതൊരു ലീനിയർ ആയിട്ട് മാറും. അതുകൊണ്ട് ഇതൊരു റെഡ്യൂസിബിൾ ടു ലീനിയർ ആണ് എന്ന് നിങ്ങൾക്ക് പറയാം. റെഡ്യൂസിബിൾ ടു ലീനിയർ തന്നെ വലിയൊരു കാറ്റഗറിയാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ബെർണോളീസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് അതിന് എക്സാമ്പിളാണ്. ഇതൊന്നും നേരിട്ട് സിലബസിൽ ഇല്ല, പക്ഷേ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷനും ഡെറിവേറ്റീവിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ വേറെ പല ചാപ്റ്റേഴ്സിലും ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ്റഗ്രേഷനിൽ തന്നെയും പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ പഠിച്ച പല സ്ഥലങ്ങളായി പഠിക്കുന്ന ഐഡിയാസിനെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് സിലബസിൽ ഉണ്ടോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. ഇത് ചെയ്യാൻ ആവശ്യമായ ചെറിയ ചെറിയ ഷോർട്ട് ടേം പ്ലാൻസ്, കുഞ്ഞു സ്റ്റെപ്പുകൾ സിലബസിൻ്റെ പലയിടങ്ങളിലായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഇതൊരു സിലബസിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ എനിവേ നമുക്ക് തുടങ്ങാം. minus of cos x into dy/dx plus y is equal to y² into 1 minus sin x into cos x. ഇതിനെ പതിയെ ലീനിയർ ആക്കി എടുക്കുന്നതിന് ഈ dy/dxൻ്റെ കൂടെയുള്ള cos x ആദ്യമേ ഇവിടുന്ന് പോയിക്കോട്ടെ. സോ മൈനസ് ഓഫ് dy/dx cos x ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ sec x മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അർത്ഥം. സോ sec x into y is equal to y² into ഇവിടത്തെയും ഈ cos x അവിടുന്ന് പോകും. സോ y² into 1 minus sin x എന്ന് വരും. സിമ്പിൾ. യെസ്, ഇനി നമുക്കിതിനെ y² ഡിവൈഡ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് -1/y² dy/dx പ്ലസ് ഇവിടെ y ഉണ്ട്, y² ഡിവൈഡ് ചെയ്യുമ്പോൾ sec x into 1/y എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus sin x. വേണമെങ്കിൽ ഈ മൈനസ് ത്രൂ ഔട്ടിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് -1/yക്ക് നിങ്ങൾക്ക് സെറ്റിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന 1/yക്ക് നേരിട്ട് അങ്ങ് കൊടുത്താൽ മതി. അതോടെ ലീനിയർ ആവും എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. So 1/y is equal to z on differentiation -1/y² dy/dx is equal to dz/dx. സിമ്പിൾ. അതുകൊണ്ട് ഈ -1/y² dy/dxനെ ഒന്നിച്ച് നമുക്ക് dz/dx പ്ലസ് sec x into z is equal to on RHS you will have 1 minus sin x. ഇതോടെ ഇത് ലീനിയർ ആയി. അതുകൊണ്ട് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണോ അല്ലയോ എന്നൊരു ചോദ്യം വന്നാൽ ഒരിക്കലും ലീനിയർ ആണെന്ന് പറയരുത്. പക്ഷെ അതിനെ ലീനിയർ ആക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആൾ ലീനിയർ അല്ല, ഇപ്പോൾ അത് ലീനിയർ ആയി. നമുക്ക് ചെയ്യാൻ അറിയുന്ന ലീനിയർ മാത്രമാണ്, ലീനിയർ അല്ലാത്ത നമുക്ക് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ലീനിയർ ആക്കും, എന്നിട്ട് ലീനിയറിൽ നിന്നുകൊണ്ട് ചെയ്യും. സോ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു sec x. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ IF ഈസ് ഈക്വൽ ടു ഫോർമുല e raised to integral p of x dx ആണ്. അത് e raised to integral sec x dx ആവും. അതായത് e raised to integral log of sec x plus tan x ആവും. ആ ലോഗും ഈ റേഷ്യോ കൂടി ഡ്രോപ്പ് ചെയ്താൽ യു വിൽ ഗെറ്റ് sec x plus tan x. ദിസ് ഇസ് യുവർ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി നമുക്ക് ജനറൽ സൊല്യൂഷനിലേക്ക് പോവാം. ജനറൽ സൊല്യൂഷനിൽ z അഥവാ 1/y into IF sec x plus tan x is equal to integral of q of x is 1 minus sin x into integrating factor sec x plus tan x dx. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഓരോ ടേമും ഇൻ്റഗ്രബിൾ ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇവിടെ 1 into sec x വരും പ്ലസ് ടാൻ എക്സിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. മൈനസ് സൈൻ എക്സ് ഇൻറ്റു sec x അഗെയിൻ മൈനസ് ഓഫ് ടാൻ എക്സ് ആണ്. ആ ടാൻ എക്സും ഈ ടാൻ എക്സും കൂടെ ക്യാൻസൽ ആയി പോകും. ദെൻ സൈൻ എക്സ് ഇൻറ്റു ടാൻ എക്സ് മൈനസ് ഓഫ് സൈൻ എക്സ് ടാൻ എക്സ്, അതായത് sin² x ഡിവൈഡഡ് ബൈ cos x. ടാൻ എക്സ് ഓൾറെഡി ക്യാൻസൽഡ്. ഇൻ്റഗ്രൽ ഓഫ് sec x മൈനസ് ഈ sin² x നമുക്ക് 1 minus cos x ഇൻറ്റു 1 plus cos x എന്ന് എഴുതാം. അല്ലെങ്കിൽ വേണ്ട, അതുകൊണ്ട് വലിയ കാര്യമില്ല. sin² x ഡിവൈഡ് ബൈ cos x മതിയല്ലോ, sin x tan x. ഓക്കെ,
dx. ഓക്കെ, ഇവിടെ നമുക്ക് ഈ സീക്ക് എക്സിനെ 1 cos x എന്നാക്കാം, ഈ ടാൻ എക്സിനെ sin x cos x എന്ന് എഴുതാം. അതോടെ ഇത് 1 - sin square x ഡിവൈഡഡ് ബൈ cos x എന്ന് മാറും. ഈ 1 - sin square x നെ നമുക്ക് വീണ്ടും cos square x എന്ന് എഴുതാം. അത് ഇവിടെ നിന്ന് തന്നെ ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ് യെസ്, അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. minus sin x into sec x tan x, 1 into tan x, that is also tan x. Yes, it's correct. So this 1 - sin square x is cos square x divided by cos x dx. ഒരു cos x കട്ടായാൽ integral cos x dx വരും. We know that integral cos x dx is sin x plus c. അതോടെ നമ്മൾ ജനറൽ സൊല്യൂഷൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് 1/y into integrating factor sec x plus tan x is equal to sin x plus c ലാണുള്ളത്. The c is called arbitrary constant or integration constant. അതിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഇനീഷ്യൽ കണ്ടീഷൻ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ദാറ്റ് y of 0 is equal to 1. That means when x is 0, y is 1. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. y 1 ആകുമ്പോൾ 1 ആണ്, sec 0 0 ആണ്, tan 0 0 തന്നെയാണ്. സോ 1 into 1 is equal to sin 0 0 ആണ് പ്ലസ് c. That means c has the value equal to 1. ഈ ഫംഗ്ഷനെ നമുക്ക് വീണ്ടും മാറ്റി എഴുതാം. 1/y into sec x plus tan x is equal to c 1 ആയതുകൊണ്ട് തന്നെ അത് sin x plus 1 ആവും. അവസാനം ചോദ്യം എന്താ? y of pi by 3. In order to get y of pi by 3, we should put x equal to pi by 3. അങ്ങനെ x ന് pi by 3 കൊടുത്താൽ 1/y into sec pi by 3 2 ആണ്, tan pi by 3 root 3 ആണ്. This is equal to sin pi by 3 root 3 by 2 plus 1 ആണ്. അതായത് 1/y into 2 plus root 3 is equal to, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 plus root 3 by 2 എന്ന് വരും. 2 plus root 3, 2 plus root 3 can be cancelled. So 1/y is equal to 1/2. Therefore y is equal to 2. വളരെ സ്മൂത്ത് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു വരാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആസ് എ പ്രോബ്ലം വളരെ ഡിഫിക്കൽട്ട് ആണ്. കാരണം ഇത് ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നും അതിന് y² ഡിവൈഡ് ചെയ്ത് 1/y സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കത്തി വരാൻ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടാത്തൊരു അവസരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് വളരെ സ്മൂത്ത് ആണ്. ലീനിയർ ആയി കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇന്റഗ്രൽ sec x dx വരുന്നത് കൊണ്ട് തന്നെ അത് sec x plus tan x ലോഗും ഈ റേഷ്യോ കൂടി ഡ്രോപ്പ് ചെയ്താൽ സിംപ്ലി sec x plus tan x വരുന്നുണ്ട്. അത് 1/y കൂടെ ഇവിടെ വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. RHS 1 - sin x sec x plus tan x കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ട്രിഗണോമെട്രിക് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വളരെ എളുപ്പമാണ്. ഇവിടെ ആണ് ഒരിത്തിരി ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇത് sec x നെ 1 cos x എന്ന് എഴുതുക, ഈ tan x നെ sin x cos x എന്ന് എഴുതിയാൽ 1 - sin square x cos x ആവും. 1 - sin square x cos square x ആയതുകൊണ്ട് ഒരു cos x കട്ടായി പോകും. പെട്ടെന്ന് തന്നെ ഇൻ്റഗ്രേഷൻ നടന്ന് വളരെ ചെറിയ ഇൻ്റഗ്രേഷൻ ഇവിടെ വരുന്നുള്ളൂ. ഇൻ്റഗ്രൽ cos x dx is equal to sin x. അതൊക്കെ പ്രൈമറി ഇൻ്റഗ്രേഷൻ ആണ്, നിർബന്ധമായിട്ട് അറിയേണ്ടതാണ്. പിന്നെ എന്താ, ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ആർബിട്രറി കോൺസ്റ്റന്റ് എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് അത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതിനകത്ത് എക്സിന് pi/3 കൊടുക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. ഇത് ജോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്, സർക്കിളിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ 1 diameter of the circle x² plus y² minus 2x minus 6y plus 6 is equal to 0 is chord of another circle with the center at 2, 1. It's a brilliant idea. ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താ നമുക്ക് ധാരണ കിട്ടുന്നില്ല, അതുകൊണ്ട് നമുക്കിത് വരച്ചു നോക്കാം. ഇതാണ് ആദ്യത്തെ സർക്കിൾ, x² plus y² minus 2x minus 6y plus 6 is equal to 0. അയാളുടെ സെൻറ്റർ നമുക്കറിയാം 1, 3 ഉണ്ടാവുക. x² plus y² plus 2gx plus 2fy plus c equal to 0 has center at -g minus f. -g minus f ആണ്. ഇതാണ് -2g -2. ഇതാണ് -2f -6. അപ്പോൾ -g minus f എന്ന് പറയുന്നത് 1, 3 വരും. ഇതാണ് അതിൻ്റെ ഡയമീറ്റർ. ഡയമീറ്ററിൻ്റെ ലെങ്ത് കിട്ടാൻ ടോയ്സ് ഓഫ് ദ റേഡിയസ് എടുത്താൽ മതി. റേഡിയസിൻ്റെ ഇക്വേഷൻ √g², 1 plus f², 9 minus c minus 6. എത്ര ഇത് 10 minus 6 √4 equal to 2. അപ്പോൾ റേഡിയസ് 2 ആണ്, അഥവാ ഡയമീറ്റർ 4 ആണ്. ഇനി വേറൊരു സർക്കിളിനെ പറ്റി പറയുന്നു. അയാളുടെ സെൻറ്റർ 2, 1 ആ 2, 1 സെൻറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെ ഒരു കോഡാണ് അത്ര ഈ ഡയമീറ്റർ. ഇപ്പോൾ നമ്മൾ എടുത്ത ഡയമീറ്റർ ഈ 2, 1 സെൻറ്റർ ആയിട്ട് വരുന്ന സർക്കിളിൻ്റെ കോഡാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ റേഡിയസ് എത്രയാണെന്ന ചോദ്യം. വളരെ എളുപ്പമാണ്. ഇവിടുത്തെ ഈ റേഡിയസ് 2 എന്നിപ്പോൾ നമുക്ക് കിട്ടി. ഈ 1, 3 ഈ 2, 1 തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക. അതൊരു d ആയിക്കോട്ടെ. അത് രണ്ടും കൂടി ഇവിടെ ഒരു പൈത്തഗോറസ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണല്ലോ വരുന്നത്. അവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കിട്ടും. ആ ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ്. സിമ്പിൾ. സോ വാട്ട് ഈസ് ദാറ്റ് d? d is equal to square root of 1² plus 2² is equal to √5 ആണ്. ഈ ഡിൻ്റെ വാല്യൂ √5 ആണ്. സോ വാട്ട് ഈസ് ദ റേഡിയസ്? സ്ക്വയർ റൂട്ട് ഓഫ് ഈ 2. അത് ഇയാൾ ഈ ആദ്യത്തെ സർക്കിളിൻ്റെ റേഡിയസ് 2² plus √5² 5 √9 equal to 3. ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പാണ്. ആൻസർ 3 എന്നാണ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, സോ ലെറ്റ് us go to നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്, രണ്ട് ലൈന് തന്നിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് ആകെ ഒരു ഫോർമുലയേ ഉള്ളൂ, R2 മൈനസ് R1 ഡോട്ട് M1 ക്രോസ് M2 ഓൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് M1 ക്രോസ് M2. ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു മോഡുലസും കൂടി എടുക്കുക. ഡിസ്റ്റൻസ് ക്യാൻ നെവർ ബി നെഗറ്റീവ്. അപ്പോൾ നമുക്ക് നോക്കാം, രണ്ട് ലൈനിനെ നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാം. x/1 ഇസ് ഈക്വൽ ടു y+2/1 ഇസ് ഈക്വൽ ടു z-1 ഡിവൈഡഡ് ബൈ 1/6. 6 മൾട്ടിപ്ലൈ ചെയ്താൽ x/6 ഇസ് ഈക്വൽ ടു y+2/6 ഇസ് ഈക്വൽ ടു z-1/1. അതുകൊണ്ട് R1 എന്ന് പറയുന്ന വെക്ടർ -2j പ്ലസ് k ആണ്. എക്സ് കോമ്പണൻ്റ് ഇല്ല, എക്സ് 0 ആണ്. ഇതിൻ്റെ DRS M1 എന്ന് പറയുന്നത് 6i പ്ലസ് 6j പ്ലസ് k ആണ്. അപ്പോൾ അത് രണ്ടും കിട്ടി. ആദ്യത്തെ ലൈനിൻ്റെ R1 M1 കിട്ടി. രണ്ടാമത്തെ ലൈനിനെ നമുക്ക് ഇതുപോലെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. x+1 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു 2y. ദാറ്റ് മീൻസ് y/1/2 ഇസ് ഈക്വൽ ടു z/-1/12. നമുക്ക് 12 മൾട്ടിപ്ലൈ ചെയ്യാം. x+1/12 ഇസ് ഈക്വൽ ടു y/6 ഇസ് ഈക്വൽ ടു z/-1. ഇവിടെ നിന്ന് നമുക്ക് R2 എന്ന് പറയുന്ന സെക്കൻഡ് വെക്ടർ, അത് ആകെ -i മാത്രമേ ഉള്ളൂ, എക്സ് കോമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ. y and z കോമ്പണൻസ് ആർ 0 ആൻഡ് M2 സെക്കൻഡ് വെക്ടർ 12i പ്ലസ് 6j മൈനസ് k എന്ന് വരും. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, വേറെ എഴുതിയാലൊന്നും തെറ്റൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. ഇനി നമുക്ക് ഫോർമുലയിലേക്ക് ആദ്യം വേണ്ടത് R2 മൈനസ് R1. വാട്ട് ഈസ് R2 മൈനസ് R1? R1 എന്ന് പറയുന്നത് -2j പ്ലസ് k ആണ്. R2 -i മാത്രമേ ഉള്ളൂ. സോ -i പ്ലസ് 2j പ്ലസ് k. വാട്ട് ഈസ് M1 ക്രോസ് M2? രണ്ടും കൂടി നമുക്ക് ക്രോസ് ചെയ്യാം. ijk. What are the components of M1? 6, 6, 1. What are the components of M2? 12, 6, minus 1. This is equal to I cap into -6 minus 6 is -12, minus j cap into -6 minus 12 is -18, plus k cap into 36 minus 72 is -36. This is -12i plus 18j minus 36k. ഇനി ഇത് രണ്ടും തമ്മിൽ നമുക്ക് ഡോട്ട് ചെയ്യാം. വാട്ട് ഈസ് R2 മൈനസ് R1 ഡോട്ട് M1 ക്രോസ് M2? ഡോട്ട് ചെയ്താൽ R2 മൈനസ് R1 ഡോട്ട് M1 ക്രോസ് M2 -1 അല്ലേ? യെസ്, -1 ഇൻറ്റു -12, 12 2 ഇൻറ്റു 18 പ്ലസ് 36 മൈനസ് 36. രണ്ടും കൂടി ക്യാൻസൽ ആയാൽ ഇത് 12 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ മോഡുലസ് കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ, ആദ്യമേ 12 കട്ടായി പോകും. സോ 1/√(1² പ്ലസ് 12 കട്ടാവില്ല, 6 കട്ടാവുള്ളൂ. 2 ഡിവൈഡഡ് ബൈ √2² പ്ലസ് 6 കട്ടായി പോയാൽ 18, 6 കട്ടായ 3² വരും, 6². So 2 divided by √49. 2/49 is 2/9. Sorry, 2/7. √49 9 അല്ലല്ലോ, 7 അല്ലേ, √81 അല്ലേ 9. Okay, so 2/7. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 2/7. എങ്ങനെയാണ് 2/7 നമ്മൾ ആൻസർ ചെയ്യുക? സോറി, 2 അല്ലല്ലോ, ഇവിടെ നിന്ന് 6. യെസ്. മോഡുലസ് ഓഫ് M1 ക്രോസ് M2. R2 മൈനസ് R1 ന്യൂമറിക്കലാണ്, അതുകൊണ്ട് 2/7 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. എത്രയാണ് കിട്ടുക? .28 സംതിങ്, അങ്ങനെ റേഞ്ചിലുള്ള ആ ഒരു റേഞ്ചിലുള്ള വാല്യൂസ് കൊടുത്താൽ മതിയാവും. അത് ശരിക്കും ഇങ്ങനെ ആയിരുന്നില്ല ചോദിക്കേണ്ടിയിരുന്നത്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണ്. ലെറ്റ് ദ ഡിസ്റ്റൻസ് ബി d, ദെൻ 7d എത്രയാണെന്നോ 14d എത്രയാണെന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇതിനൊരു ഇൻ്റഗ്രൽ വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ആൻസർ ഇതല്ലെങ്കിലും ആ പ്രൊസീജിയറാണ് നിങ്ങൾ ഇതിൽ നിന്ന് കോപ്പി ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. നമ്പർ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് z സച്ച് ദാറ്റ് ആർഗ്യുമെന്റ് ഓഫ് z+3i. z+3i എന്ന് പറയുന്നത് z ഉം -3i തമ്മിൽ വരക്കുന്ന വെക്ടറാണ്.
അല്ലെങ്കിൽ -3i നിന്ന് സെഡിലേക്ക് വരയ്ക്കുന്ന വെക്ടറാണ്. അത് π/4 ഡിഗ്രിയിൽ π/4 ആംഗിൾ 45 ഡിഗ്രിയിൽ പോകണം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമാണ് -3i ഉണ്ടാവുക. അവിടെ നിന്ന് ഇങ്ങനെ 45 ഡിഗ്രിയിൽ പോകുന്ന ഈ വെക്ടർ, ഇതിൻ്റെ മുകളിൽ എവിടെയാണ് സെറ്റ് ഉണ്ടാവുക? എനിവർ ഓൺ ദിസ് വെക്ടർ. ഇതാണ് ആരുടെ ഇക്വേഷൻ? ആർഗ്യുമെന്റ് ഓഫ് z+3i = π/4 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഗ്രാഫ്. -3i നിന്ന് തുടങ്ങുന്ന ഒരു റേ ആണത് അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് x ആക്സിസ്. തൊട്ടടുത്ത് എന്താ? ആർഗ്യുമെന്റ് ഓഫ് z-2. അത് 2ൽ നിന്ന് ഈ z+3i -3i നിന്ന് സ്റ്റാർട്ട് ചെയ്ത പോലെ ആർഗ്യുമെന്റ് ഓഫ് z-2i 2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 2 കുറച്ച് ബാക്കിലാണ്, ഇതല്ലേ 3, ഇതാണ് 30. 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അവിടെ ആംഗിൾ 45 ഡിഗ്രി അല്ല 60 ഡിഗ്രി, അതിനേക്കാൾ കൂടുതൽ ആംഗിൾ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ പോകും അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ഈ രണ്ട് റേസ് ഒരിക്കലും മീറ്റ് ചെയ്യാൻ സാധ്യതയില്ല. കാര്യം ഇവർ മീറ്റ് തുടങ്ങുന്നത് ഒരാൾ 3ൽ നിന്നും ഒരാൾ 2ൽ നിന്നുമാണ്. ഇയാൾ 45 ഡിഗ്രിയിൽ ഇങ്ങോട്ട് പോകുന്നു, ഇയാൾ 60 ഡിഗ്രിയിൽ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലാണ് ഇത് കൂട്ടിമുട്ടുക. പക്ഷെ അങ്ങനെ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. ആർഗ്യുമെന്റ് ഡയറക്ഷൻ സെൻസിറ്റീവ് ആണ്, ഒരു സൈഡിലേക്ക് മാത്രമേ എടുക്കുള്ളൂ. എന്ന് വെച്ചാൽ ഈ രണ്ട് ഗ്രാഫുകൾ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ദർ ഇസ് നോ കോമൺ പോയിന്റ് ഫോർ ദിസ്. സോ നമ്പർ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇസ് 0. ദർ ഇസ് നോ such complex numbers common to this equation and this equation. രണ്ടും simultaneously satisfy ചെയ്യുന്ന വാല്യൂസ് ഇല്ല. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അത് ഗ്രാഫ് വരച്ചുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. അടുത്ത് small m and capital M are the least and greatest values of cos inverse x whole square plus sin inverse x whole square. മാനിപ്പുലേഷൻ തന്നെ, റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ sin inverse x whole square പ്ലസ് cos inverse x whole square, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലൊക്കെ പഠിക്കുന്ന സിമെട്രിക് ഫംഗ്ഷൻസ് ആ ടൈപ്പാണ്. ഇതിനെ നമുക്ക് sin inverse x പ്ലസ് cos inverse x alpha square plus beta square is equal to alpha plus beta the whole square minus 2 alpha beta എന്നൊക്കെ എഴുതാറുണ്ടല്ലോ. -2 sin inverse x into cos inverse x. ഇവിടെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഹിയർ യു വിൽ ഗെറ്റ് എ sin inverse x plus cos inverse x that is a constant π/2. അങ്ങനെ സ്ക്വയർ ചെയ്താൽ π²/4 വരും. -2 ടൈംസ് sin inverse x into cos inverse x. ഇനി ഇയാൾ മാക്സിമം ആവുന്ന സമയത്ത് ഇയാൾ മിനിമം ആവും, ഇയാൾ മിനിമം ആവുന്ന സമയത്ത് ടോട്ടൽ മാക്സിമം. സബ്ട്രാക്ട് ചെയ്യാണല്ലോ ചെയ്യുന്നത്. ഈ സബ്ട്രാക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി മാക്സിമം ആകുമ്പോൾ ഇത് മിനിമം ആവുന്ന സമയത്ത് മാക്സിമം ആവും. അതുകൊണ്ട് നമുക്ക് ഇയാളുടെ മാക്സിമം മിനിമം ഒന്ന് ഓർത്തെടുക്കാം. -π²/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin inverse x into cos inverse x ലെസ് ദാൻ ഓർ ഈക്വൽ ടു π²/16 ആണ്. ഇത് അറിഞ്ഞു വെക്കണം, നിർബന്ധമായിട്ടും അറിഞ്ഞു വെക്കണം. sin inverse x into cos inverse x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റേഞ്ച് ആണത്. അതിൻ്റെ മിനിമം വാല്യൂ -π²/2. കിട്ടുന്നതൊക്കെ വളരെ സിമ്പിളാണ്. രണ്ടിൻ്റെ ഗ്രാഫ് ഒരുമിച്ച് വരച്ച് വെക്കുക. sin inverse x cos inverse x നെഗറ്റീവ് സൈഡിലേക്ക് പോകും. -1ലാണ് ഇവരുടെ പ്രൊഡക്റ്റ് മിനിമം ആവുക. അതേപോലെ ഇതിൻ്റെ സമ്മ് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് മാക്സിമം ആവുന്ന രണ്ട് ഈക്വൽ ആകുമ്പോഴാണ്. അതുകൊണ്ട് sin inverse x ഉം cos inverse x ഉം π/4 ആകുമ്പോഴാണ് ഇത് പ്രൊഡക്റ്റ് മാക്സിമം ആവുക. അപ്പോൾ π/4 × π/4 π²/16 ഇത്രയൊക്കെ ഉള്ളൂ കാര്യം. എനിവേ ഇതിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഒരു -2 കൊണ്ട് ആദ്യം നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 sin inverse x into cos inverse x ഗ്രേറ്റർ ദാൻ ഓർ. നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യണം. നമ്മൾ സ്ഥിരമായി പറയുന്നതാണ്. ദാറ്റ് ഈസ് -π² ഡിവൈഡഡ് ബൈ 8. അത് കഴിഞ്ഞ് ഇവിടെ ഒരു π²/4 ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്, അത് ആഡ് ചെയ്യാം. സോ π² പ്ലസ് π²/4 ഇത് ആഡ് ചെയ്യുമ്പോൾ 5π²/4 എന്ന് വന്നോളും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു π²/4 മൈനസ് 2 sin inverse x cos inverse x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു π²/4 മൈനസ് π²/8. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ π²/8 വന്നോളും. സോ π²/8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യുവർ ഫംഗ്ഷൻ f(x) ആര് π²/4 മൈനസ് 2 sin inverse x into ആ ഫംഗ്ഷൻ്റെ റേഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π² പ്ലസ് π²/4 is 5π²/4. So small m is equal to minimum value π²/8. Capital M maximum value is equal to 5π²/4. എന്നിട്ട് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? ക്യാപിറ്റൽ M ബൈ സ്മോൾ m. m by m is equal to 5π²/4 ഡിവൈഡഡ് ബൈ π²/8. π² കട്ടാവും. ഈ 4ഉം 8ഉം കൂടി കട്ട് ചെയ്ത് ഇവിടെ 2 വരും. 2 മുകളിലോട്ട് പോയാൽ 5 × 2 is equal to 10. ഐ തിങ്ക് 10 ഈസ് ദ കീ. ഇങ്ങനെ കിട്ടണം. ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പിൽ ഒരുപാട് ഫ്രാക്ഷൻസ് ഒന്നും വരാതെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. ഇവിടെ ഇപ്പോൾ m/m ചോദിക്കുമ്പോൾ ഗുഡ്, വളരെ നല്ലതാണ്. 10 എന്ന ഒരു ഇൻറ്റഗ്രൽ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു വാല്യൂ അഡീഷൻ ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇതാണ് അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം. ഇതുവരെ അറിയാത്ത ആളുകൾ sin inverse x into cos inverse x മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എത്രയാണെന്ന് അറിഞ്ഞു വെക്കുക. അടുത്ത് നോക്കാം. ഈ പോസിറ്റീവ് നമ്പേഴ്സ് ABC ആർ ഇൻ HP, then the minimum value of ഈ ഒരു ടോട്ടൽ എക്സ്പ്രഷൻ്റെ. അപ്പോൾ ABC HP-യിലാണെന്ന് പറഞ്ഞാൽ B ഈസ് ദി ഹാർമോണിക് മീൻ. ഹാർമോണിക് മീനിൻ്റെ ഫോർമുല നമുക്കറിയാം 2CA ഡിവൈഡഡ് ബൈ C+A.
ഹാർമോണിക് പ്രോഗ്രഷനും ഹാർമോണിക് മീനൊക്കെ സിലബസിൽ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അതിൽ നിന്നൊക്കെ ഇപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാം. കാര്യം ABC/R in HP എന്ന് പറയുന്നതിന് പകരം ABC/R in HP ഒരു ക്വസ്റ്റ്യൻ അവർക്ക് ചോദിക്കണമെങ്കിൽ അവർക്ക് വളരെ എളുപ്പമാണ്. 1/A 1/B 1/C/R in AP എന്ന് പറഞ്ഞാൽ മതി. HP എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാതെ തന്നെ HP എന്ന് പറയുന്ന ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായതുകൊണ്ട് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നേരത്തെ എങ്ങനെയാണോ വന്നിരുന്നത് അതിലൊരു വ്യത്യാസമില്ലാതെ അതേപോലെ തന്നെ വരും. ക്വസ്റ്റ്യൻ്റെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി നമ്മൾ ഉപയോഗിക്കേണ്ട HP റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട തിയറീസ് എല്ലാം സെയിം ആയിരിക്കും. അതുകൊണ്ട് സിലബസിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും അതൊക്കെ നോക്കിയും പഠിച്ചും പോവേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് രണ്ട് സ്ഥലത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A+B ഡിവൈഡഡ് ബൈ 2A - B പ്ലസ് C+B ഡിവൈഡഡ് ബൈ 2C - B. സിമെട്രിക് ആണല്ലോ, അപ്പോൾ B കാണുന്നിടത്തുള്ള ഏതും കൊടുത്താൽ മതി. സോ A + 2CA ഡിവൈഡഡ് ബൈ C+A ഓൾ ഡിവൈഡഡ് ബൈ 2A - 2CA ഡിവൈഡഡ് ബൈ C+A പ്ലസ് C + 2CA ഡിവൈഡഡ് ബൈ C+A ഓൾ ഡിവൈഡഡ് ബൈ 2C - 2CA ഡിവൈഡഡ് ബൈ C+A. ഇത് നമുക്ക് മൊത്തത്തിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു C+A ഇങ്ങോട്ടേക്ക് വന്നാൽ A into C+A plus 2CA all divided by ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2A into C+A minus 2CA plus C into C+A plus 2CA all divided by 2C into C+A minus 2CA. എല്ലാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. So you will get AC plus A square plus 2CA all divided by 2CA plus 2A square minus 2CA plus C square plus CA plus 2CA all divided by 2C square plus 2CA minus 2CA. ഇവിടെ minus 2CA plus 2CA minus 2CA എല്ലാം ക്യാൻസൽ ആവും. ന്യൂമറേറ്ററിൽ A square plus 3CA CA plus 2CA all divided by 2A square plus in the second term C square plus 3CA divided by 2C square. ഇങ്ങനെ കിട്ടും. ഇതിൽ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ കമ്പൈൻ ചെയ്യുക, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഡിവൈഡ് ചെയ്യുക, അങ്ങനെ. സോ A square ഡിവൈഡഡ് ബൈ 2A square ഡിവൈഡ് ചെയ്യാമല്ലോ, അപ്പോൾ അത് 1/2 വരും പ്ലസ് 3CA ഡിവൈഡഡ് ബൈ 2A square. ഒരു A കട്ടാവും, അതുപോലെ 3/2 C/A എന്ന് വരും. 3/2 C/A പ്ലസ് ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. C square ഡിവൈഡഡ് ബൈ 2C square ഇസ് അഗെയിൻ 1/2 പ്ലസ് 3CA ഡിവൈഡഡ് ബൈ 2C square. ഒരു C അവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ 3/2 A/C എന്നവിടെ വരും. ഇവിടെ 1/2 ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട്. രണ്ട് 1/2 കൂടി കമ്പൈൻ ചെയ്താൽ 1 ആവും പ്ലസ് 3/2 ടൈംസ് C/A പ്ലസ് A/C. ഇത് രണ്ട് റെസിപ്രോക്കൽസ് ആണ്. C/Aയും A/Cയും പരസ്പരം റെസിപ്രോക്കൽസ് ആണ്. രണ്ട് റെസിപ്രോക്കൽസിന്റെ സമ്മ്, രണ്ട് പോസിറ്റീവ് ക്വാണ്ടിറ്റീസിന്റെ റെസിപ്രോക്കൽസിന്റെ സമ്മ് തന്നിട്ട് അതിൽ നിന്ന് മാക്സിമം മിനിമം ഇതേപോലുള്ള പ്രോബ്ലംസ് എല്ലാം ചോദിച്ചാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് എടുക്കാവുന്ന ഒരു പൊസിഷനാണ് AM > GM. അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനൊക്കെ AM GM റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ നോക്കാം. അപ്പോൾ AM എന്ന് പറയുന്നത് C/A പ്ലസ് A/C/2 അങ്ങനെയാണല്ലോ AM എടുക്കുക. രണ്ട് നമ്പർ കൂട്ടുക, രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദിസ് ഇസ് > സ്ക്വയർ റൂട്ട് ഓഫ് C/A into A/C. ഇതിങ്ങനെ കട്ടായി പോകും. CA കട്ടായി പോയിട്ട് ഇത് 1 എന്ന് വരും. അതാണ് ഈ ഒരു നമ്പർ, ഒരു പോസിറ്റീവ് നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും കൂടെ സമ്മ് ചെയ്യുന്നിടത്ത്, അല്ലെ അതിൻ്റെയൊക്കെ ലീനിയർ കോമ്പിനേഷൻസ് ആയാലും മതി കേട്ടോ. രണ്ടിൻ്റെ കൂടെ കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. അവിടെ എല്ലാം AM GMനെ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. അതോടെ നമുക്ക് C/A പ്ലസ് A/C എന്ന് പറയുന്നത് > 2 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി C/A പ്ലസ് A/C > 2. ഇനി എന്താ നമ്മൾ ചെയ്യുക? എലിമെൻ്ററി മാനിപ്പുലേഷൻ. അതിനൊരു 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1 ആഡ് ചെയ്യണം. സോ 3/2 ഇൻറ്റു C/A പ്ലസ് A/C > അവിടെ 3/2 മൾട്ടിപ്ലൈ ചെയ്താൽ 2 കട്ടായി പോയിട്ട് 3 വരും. 1 ഇവിടെ ആഡ് ചെയ്യാം. 1 പ്ലസ് 3/2 ഇൻറ്റു C/A പ്ലസ് A/C is greater than or equal to 1 ആഡ് ചെയ്തു, അവിടെ 1 ആഡ് ചെയ്താൽ 1 + 3 4. സോ 4 is the minimum value. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് എന്ന് വെച്ചാൽ ഈ ചങ്ങാതിൻ്റെ വാല്യൂസ് എല്ലാം 4നേക്കാൾ കൂടുതലാണ്, ബാക്കി വാല്യൂസ് എല്ലാം 4നേക്കാളും കൂടുതലാണ്. സോ 4 ആരാ? മിനിമം. സോ 4 is the answer here. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതും ഒരു പഴയ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുന്നേ ഞാനിത് കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഓക്കെ, ഇത് വളരെ ഡയറക്റ്റ് ആണ്. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് AM > GM വെച്ച് ആളുകൾ ചെയ്യാറുണ്ട്. ആദ്യം ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് പിന്നെ 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടൊക്കെ മൾട്ടിപ്പിൾ AM GM കൊടുത്ത് അതെല്ലാം കൂടി സമപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും എളുപ്പം AM > HM ആണ്. അതായത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ സമ്മും അവരുടെ റെസിപ്രോക്കൽസിന്റെ സമ്മും ഒക്കെ സൈമൾട്ടേനിയസ്ലി ഇൻവോൾവ് ആണെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് AM > HM, ഹാർമോണിക് മീൻ. അപ്പോൾ A+A+B+C എന്ന് പറയുന്ന 3 നമ്പേഴ്സിന്റെ AM എന്ന് പറയുന്നത് A+B+C/3 > HM ഈസ് 3 ഡിവൈഡഡ് ബൈ 1/A പ്ലസ് 1/B പ്ലസ് 1/C. ഇത് വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ A+B+C ഇൻറ്റു
1/a plus 1/b plus 1/c greater than or equal to 3 into 3, 9. 9 is the best key. So you can think of AM, HM. ഈ ക്വസ്റ്റ്യൻ ആണ് ഇതിലെ ഏറ്റവും അടിപൊളി ക്വസ്റ്റ്യൻ. ഇത് ഒരുപാട് സമയമെടുത്ത് മെല്ലെ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പീസ് വൈസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് വൈസ് ഫംഗ്ഷൻ ആണ്. കുറേ കഷ്ണങ്ങളായിട്ടാണ് തന്നേക്കുന്നത്. ജി എക്സും അങ്ങനെ തന്നെയാണ്. Now they are asking to take the composition g of f of x. രണ്ട് പീസ് വൈസ് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ എടുക്കുക എന്ന് പറയുന്നത് പൊതുവിൽ ബുദ്ധിമുട്ടാണ്. കാര്യം ഇവിടെ ജി ഓഫ് എഫ് ഓഫ് എക്സിൽ കൊടുക്കുമ്പോൾ ഇവിടെ എക്സിലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 എന്നാണ് പറയുന്നത്. പക്ഷേ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ നമ്മൾ ഈ എക്സിന് എഫ് ഓഫ് എക്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എക്സ് അല്ല ലെസ് ദാൻ 0 നിൽക്കേണ്ടത്, എഫ് ഓഫ് എക്സ് ആണ് ലെസ് ദാൻ 0 നിൽക്കേണ്ടത്. അത് എവിടെയൊക്കെയാണെന്നുള്ളത് എഫ് എക്സിന്റെ ഡെഫിനിഷൻ നോക്കിയാലാണ് മനസ്സിലാവുക. അങ്ങനെ അപ്പോൾ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ പോസിറ്റീവ് പാർട്ട് ജി ഓഫ് എഫ് ഓഫ് എക്സിന്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ആരംഭിക്കാം. ജി ഓഫ് എഫ് ഓഫ് എക്സിൽ ഈ പോസിറ്റീവ് സൈഡിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക? ഇത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ആണ്. അത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് അത് എന്തായാലും ഈ ഭാഗത്തേക്ക് വരുള്ളൂ. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 അഗെയിൻ എ മൈനസ് 1 ഹോൾ സ്ക്വയർ if x is greater than or equal to 0. അതിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് മാറ്റേണ്ടി വരും. കാര്യം മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എക്സ് മൈനസ് 1 ആവാം, 1 മൈനസ് എക്സ് 1ന്റെ മുകളിലാണോ താഴെയാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഈ മോഡ് എക്സ് മൈനസ് 1 തന്നെ ആവും. ഒരു മൈനസ് 1 കൂടെ ചെയ്യുമ്പോൾ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ആവും ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് 1 മൈനസ് എക്സ് ആവും. 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 പോയിട്ട് എക്സ് സ്ക്വയർ ആവും ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. അതോടെ ഒരു ഭാഗം കഴിഞ്ഞു. അടുത്തത് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ എക്സ് പ്ലസ് 1 ആണ്. പക്ഷെ അത് -1 to 0 എക്സ് പ്ലസ് 1 വീണ്ടും പോസിറ്റീവ് ആവും. അപ്പോൾ ഇവിടെ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ അഗെയിൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1. അവിടെ എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ്. എക്സ് പ്ലസ് 1 മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ് ഇഫ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0. അവിടെ ഇത് ഓൾറെഡി കട്ടായിട്ട് അതും നേരെ എക്സ് സ്ക്വയറിലേക്ക് പോകും. അഗെയിൻ ലാസ്റ്റ് സെക്ഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ല ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ, അതല്ലേ ചോദിച്ചിട്ടുള്ളൂ. ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആകെ നെഗറ്റീവ് വരുന്നത്, അതായത് ഈ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്ന ഒരൊറ്റ സെക്ഷനിലേ ഉള്ളൂ. അത് ഇയാൾ -1ന്റെ താഴെ പോകുമ്പോഴാണ്. അപ്പോൾ എക്സ് പ്ലസ് 1 അഗെയിൻ പ്ലസ് 1 എക്സ് പ്ലസ് 2 ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ -1. അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്കൊരു പീസ് വൈസ് ഫംഗ്ഷൻ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. എക്സ് പ്ലസ് 2 ഇഫ് എക്സ് ലെസ് ദാൻ -1. -1ന്റെ താഴെ എക്സ് പ്ലസ് 2. -1 മുതൽ 0 വരെ എക്സ് സ്ക്വയർ. ആ 0 മുതൽ 1 വരെയും എക്സ് സ്ക്വയർ തന്നെയാണ്. സോ എക്സ് സ്ക്വയർ ഇഫ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0 ലെസ് ദാൻ 1. -1 മുതൽ 1 വരെ എക്സ് സ്ക്വയർ. പിന്നെ 1 മുതൽ ഇൻഫിനിറ്റി വരെ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടുന്നത്. ചെയ്തതിനകത്ത് വേറെ എറർ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ദിസ് ഇസ് സപ്പോസ്ഡ് ടു കം ലൈക്ക് ദിസ്. ഓക്കെ, യെസ്, അതെ. ഇനി ഇതിനകത്ത് എവിടെയൊക്കെയാണ് നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ്സ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കണം. -1ന്റെ തൊട്ട് താഴെ സ്ലോപ്പ് 1 ആണ്. -1ന്റെ തൊട്ട് മുകളിൽ എത്തുമ്പോൾ സ്ലോപ്പ് -2 ആയിട്ട് മാറും. അപ്പോൾ ഈ -1ൽ ഒരു പോയിന്റ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്. 1ന്റെ തൊട്ട് താഴെ സ്ലോപ്പ് 1 ആണ്. 1ന്റെ തൊട്ട് മുകളിൽ 2 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് സ്ലോപ്പ് വരിക. അപ്പോൾ അവിടെ സ്ലോപ്പ് എക്സ് മൈനസ് 2 അഥവാ അവിടെ സ്ലോപ്പ് -2. അപ്പോൾ 1ലും ഒരു പോയിന്റ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്. ഇനി ഇതിനകത്ത് എവിടെയെങ്കിലും ഡിസ്കണ്ടിന്യൂസ് ഉണ്ടോ എന്നാണ് മറ്റൊന്ന് നോക്കേണ്ടത്. കാരണം പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയിലും എന്തുണ്ടാവും? നോൺ ഡിഫറൻഷ്യബിൾ. അങ്ങനെ ഒരു സാധ്യത ഇല്ല. ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റിക്കും നോൺ ഡിഫറൻഷ്യബിലിറ്റിക്കും ഒക്കെ സാധ്യതയുള്ളത് -1 1 ആണ്. -1ലും 1ലും നമുക്ക് ഓൾറെഡി ഇത് നോൺ ഡിഫറൻഷ്യബിൾ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും കമ്പയർ ചെയ്യുന്നതാണ്. LF' -1 കണ്ടുപിടിക്കുക, RF' -1 കണ്ടുപിടിക്കുക. LF' -1 ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 1 ആണ്. RF' -1 -2 ആണ്. ദീസ് ആർ നോട്ട് സെയിം.
അങ്ങനെ. അതേപോലെ 1ലും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും സെയിം അല്ല, അതുകൊണ്ട് അവിടെ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. സോ നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി നോട്ട് ഡിഫറൻഷ്യബിൾ ഈസ് 2. ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ്സിന്റെ എണ്ണം 2 ആണ്. ആ 2 പോയിന്റ്സ് -1ഉം 1ഉം ആണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. 29. Let b greater than 0 area of the curves y is equal to x minus bx square. It's an open downwards parabola touching x-axis or cutting x-axis at origin and b. Y is equal to x square by b. That is an open upwards parabola with vertex at origin. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ 2 ഷേപ്പുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ആദ്യത്തെ ആൾ ഇങ്ങനെ, ഇതാണ് y is equal to x minus bx square. ഈ പോയിന്റ് 0 ആണ്, ഈ പോയിന്റ് b, 0 ആണ്. അടുത്തത് y is equal to x square by b. അതിങ്ങനെ മുകളിലേക്ക് ഓപ്പൺ ആയിട്ട് വെർട്ടെക്സ് ഇങ്ങനെ വരും. ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എത്രയാണെന്നുള്ള 2 കർവും കൂടി സോൾവ് ചെയ്ത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എടുക്കുക. എന്നിട്ട് 0 മുതൽ ആ പോയിന്റ് വരെ അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. അപ്പർ കർവ് ആ ഒരു റീജിയനിൽ x മൈനസ് ബി എക്സ് സ്ക്വയർ തന്നെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us സോൾവ് ദി കർവ്സ് ആൻഡ് ഫൈൻഡ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. x മൈനസ് ബി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ ബി. RHSലേക്ക് മാറ്റിയാൽ 1b പ്ലസ് 1 ബൈ ബി all into x square is equal to x. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു വാല്യൂ അവിടെ നിന്ന് കിട്ടും, x equal to 0. അതല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ്, ദാറ്റ് ഇസ് അറ്റ് ഒറിജിൻ. കാരണം ഒരു കർവ് എക്സ് ആക്സിസിലൂടെ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നു, രണ്ടാമത്തെ കർവ് വെർട്ടെക്സ് തന്നെ ഒറിജിനിലാണ്. എന്തായാലും ഒറിജിനിൽ അവർ മീറ്റ് ചെയ്യും. സെക്കൻഡ് x is equal to 1 by b plus 1 by b. വേണമെങ്കിൽ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. b divided by b square plus 1. Okay. So area is equal to integral 0 to b by b square plus 1. Upper curve x minus bx square ആണ്, lower curve x square by b ആണ്. So x minus of b plus 1 by b all into x square dx. ഓ പിന്നെ ഇവിടെ ഇങ്ങനെ ആക്കണമെന്നില്ല, 1 plus 1 by b plus 1 by b എന്ന് തന്നെ കൊടുത്താൽ മതി, കാരണം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണല്ലോ. അതായത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്, ഇതാണല്ലോ നമ്മുടെ ഏരിയ. സോൾവ് ചെയ്തെടുക്കാം. എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് x square by 2 to the limit 0 to 1 by 1 plus 1 by b, sorry b plus 1 by b minus b plus 1 by b into x cube. Integral x square dx is x cube by 3 to the limit 0 to 1 by b plus 1 by b. Upper limit കൊടുത്താൽ 1 by b plus 1 by b square, ഇവിടെ ഒരു 2 ഉണ്ട്, മൈനസ് ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഒരു b plus 1 by b കട്ടായി പോകും. So again 1 by b plus 1 by b square, പക്ഷെ ഇവിടെ ഉള്ളത് 3 ആണ്. അപ്പോൾ ഈ 1 by b plus 1 by b ഹോൾ സ്ക്വയർ കോമൺ ഫാക്ടർ എടുത്താൽ 1 by 2 minus 1 by 3 1 by 6 ആവും. അഥവാ 1 by 6 into 1 by b plus 1 by b ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഏരിയ. ഇനി ചോദ്യം ഈ ഏരിയൻ്റെ മാക്സിമം വാല്യൂ എത്രയാണെന്നാണ്, അല്ലേ? അതെ, മാക്സിമം. ഈ മാക്സിമം എന്ന് കാണുമ്പോഴേക്ക് കുട്ടികൾ ചാടിക്കയറി ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കൊടുക്കാനും ബി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ പോകും. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നോ കിട്ടൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ നമ്പർ ബി ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് ഇൻവോൾവ് ഇൻ ദിസ്. ബി പോസിറ്റീവ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? യെസ്. അപ്പോൾ പിന്നെ വളരെ നല്ല കാര്യം. ഒരു പോസിറ്റീവ് നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും ബിയും 1 by b ഇൻവോൾവ് ആയിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ട്. എം ജി എം ഉപയോഗിച്ചുകൊണ്ട് അതിനെ മാക്സിമം എടുക്കാം. ആ മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് സ്ക്വയർ ചെയ്യാം, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് 6 കൊണ്ട് 1 by 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് ഫൈനൽ വാല്യൂവിലേക്ക് വരാം. അല്ലെങ്കിൽ ബി എത്ര ആവുമ്പോഴാണെന്നാണ്, അതാണോ ചോദ്യം? ഓ, മാക്സിമം ആവുന്ന സമയത്ത് ബി എത്രയാണെന്നാണ്. അപ്പോൾ പിന്നെ വലിയ പണിയില്ല. ഇത് മാക്സിമം ആവണമെങ്കിൽ ഡിനോമിനേറ്റർ മിനിമം ആവണം. b plus 1 by b മിനിമം ആവുന്നത് b equal to 1 ആവുമ്പോഴാണ്. ഡൺ. b is equal to 1. അതായത് am equal to gm ആവുമ്പോഴാണ്. am ഉം gm ഈക്വൽ ആവണമെങ്കിൽ ബിയും 1 by b സെയിം ആവണം. ബിയും 1 by b സെയിം ആവുക എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആവും. സോ ബി ക്യാൻ ബി 1 or -1. അതിൽ ബി പോസിറ്റീവ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് ബി 1 മാത്രമേ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, സോ ലെറ്റ് us go to next question. ഇതൊരു സിമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു പ്രോബ്ലമാണ്. കൺസിഡർ ദി ഗിവൻ ഡേറ്റ വിത്ത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഐ ഡിസ്ട്രിബ്യൂഷൻ അഥവാ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. ഇതൊക്കെ 12th 11th പഠിക്കുന്ന കുട്ടികൾ സ്കൂളിലേക്കുള്ള ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ മീഡിയൻ ആയതുകൊണ്ട് തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തിട്ടാണ് നമ്മൾ മീഡിയൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ മുന്നേ ഈ XI ഇവിടെ അസെൻഡിങ് ഓർഡറിലല്ല തന്നേക്കുന്നത്. 3, 8, 11, 10, 5 തോന്നിയ ഓർഡറിലാണ്. അതിനാദ്യം നമ്മൾ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് അതിനൊന്ന് അറേഞ്ച് ചെയ്ത് ടേബിൾ വരക്കാം. ഇതങ്ങനെ ഒരു JEEക്ക് സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. എന്നാലും ഈ വർഷം ഇനി ചോദിക്കുമെന്ന് അറിയില്ല, അതുകൊണ്ട് എന്തായാലും പഠിക്കുക. സോ XI FI ഇതിനാദ്യം ഒന്ന് ഓർഡർ ആക്കുക.
അടുത്തത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ഒബ്സർവേഷൻ ഏതാണെന്ന് മനസ്സിലാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മീഡിയൻ കിട്ടും. മീഡിയൻ കിട്ടിയാൽ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എം, അതാണ് ഡീവിയേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ എഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എം. ഈ കോളത്തിൻ്റെ എല്ലാത്തിനും കൂടി ഇവിടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിഗ്മ എഫ് ഐ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എം കിട്ടുക. അതിന് സിഗ്മ എക്സ് എഫ് ഐ കൊണ്ട് ഈ സിഗ്മ എഫ് ഐ ഇവിടെ ഉണ്ടാവും. ഇതാണ് സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എം ബൈ യെസ്. എന്നിട്ട് ഇതും കൂടി ഡിവൈഡ് ചെയ്യുക. ലാസ്റ്റ് കോളത്തിലുള്ളത് ഈ സെക്കൻഡ് കോളം കൂടി ഡിവൈഡ് ചെയ്താൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആയി. ഇതാണ് ഇതിൻ്റെ ഒരു പ്ലാൻ, ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി. സോ എക്സ് ഐന് ആദ്യം നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. 3, 4, 5 3, 4, 5 8, 10, 11 8, 10, 11. അതിൻ്റെ ഓരോന്നിനും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നോക്കാം. 3ൻ്റെ ഫ്രീക്വൻസി 5 ആണ്. 4ൻ്റെ ഫ്രീക്വൻസി 4 തന്നെയാണ്. 5ൻ്റെ ഫ്രീക്വൻസിയും 4 തന്നെയാണ്. 8ൻ്റെ ഫ്രീക്വൻസി 2 ആണ്. 10ൻ്റെ ഫ്രീക്വൻസി 2 തന്നെയാണ്. പിന്നെ 11 കാണാനുണ്ട് അവസാനം. 11ൻ്റെ ഫ്രീക്വൻസി 3 ആണ്. മാറിപ്പോകാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ കുറേ ഒറിസോണ്ടൽ ലൈനുകൾ കൂടെയൊക്കെ വരച്ച് ഇതിനൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രീക്വൻസി എടുക്കുമ്പോൾ അങ്ങ് മാറിപ്പോകും. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലേക്ക് പോകാം. ഇവിടെ 5 തന്നെയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി താഴോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. ഇവിടെ 9 ആണ്. ഇവിടെ 13 വരും. പിന്നെ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 15, 17, 20. അപ്പോൾ സിഗ്മ എഫ് ഐ 20 ആണ്. സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു 20. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 10 ആണ്. 10th ഒബ്സർവേഷൻ ഇവിടെയാണ് വരിക. ഇവിടെ വരെയാണ് 9 ഒബ്സർവേഷൻ വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടി. മീഡിയൻ 5 ആണ്. ഇത് ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മീഡിയൻ ക്ലാസ്സേ കിട്ടുള്ളൂ. ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നിന്ന് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ ഹയസ്റ്റ് വാല്യൂ 20 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 10 വരുന്നത് 9ൻ്റെയും 13ൻ്റെ ഇടയിൽ എവിടെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത ഒരു ക്ലാസ് ആണ് കിട്ടുക. ക്ലാസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ L പ്ലസ് ഒരു ഫോർമുലയൊക്കെ ഉണ്ടല്ലോ, L പ്ലസ് n/2 മൈനസ് CFI മൈനസ് n/2 n/2 മൈനസ് CFI ഓൾ ഡിവൈഡഡ് ബൈ എഫ് ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ് ഇൻറ്റു വെഡ്ത്ത് ഓഫ് മീഡിയൻ ക്ലാസ്. അങ്ങനെ ഒരു ഫോർമുലയൊക്കെ ഉണ്ടല്ലോ. L/2 പ്ലസ് n/2 മൈനസ് C ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു H. ഈ C എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിംഗ് ക്ലാസ് ഓഫ് ദി മീഡിയൻ ക്ലാസ് ആണ്. മീഡിയൻ ക്ലാസിൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ് ഇൻറ്റു H. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ അപ്പോൾ അതൊന്നും ആവശ്യമില്ല. കാര്യം ഇതൊരു ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഇതൊരു സിമ്പിൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി അടുത്തതിനകത്ത് നമുക്ക് എക്സ് ഐ മൈനസ് എമ്മിലേക്ക് പോവാം. ഇവിടെ മീഡിയൻ 5 ആയതുകൊണ്ട് ഇത് 2 വരും. ഇവിടെ 4ൽ നിന്ന് 5 എടുത്താൽ 1 വരും. 5 മൈനസ് 5 ഇവിടെ മൊത്തം 0 ആണ്. 8 മൈനസ് 5 3, ഇവിടെ 5, ഇവിടെ 6. ഇത് ഓരോ നമുക്ക് എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 2 കോളംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ 10, ഇവിടെ 4, ഇവിടെ 0. 5 മൈനസ് 5 യെസ്. അടുത്തത് 2 ഇൻറ്റു 3 6. അതിൻ്റെ അടുത്ത് 2 ഇൻറ്റു 5 10, 3 ഇൻറ്റു 18. So what is the summation here? 14 plus 6 20, 30 plus 18 48. So what is the mean deviation about a median? Mean deviation about a median is equal to sigma fi into modulus of xi minus m divided by sigma fi. Sigma fi into xi minus m നമുക്ക് 48 കിട്ടി. 48 divided by 20 is equal to 2.4. 2.4 എന്ന് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു ഗൈസ്.